Okay, good evening students. Many are waiting. Okay. So CBSE accountancy examination 23rd. About 23rd examination, all chapters we are covering now. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ട് ഒരു മാരത്തോൺ പോലെ നമുക്ക് അടിപൊളിയായിട്ട് അക്കൗണ്ടൻസിയുടെ കംപ്ലീറ്റ് നമുക്കറിയാം പാർട്ട് എ പാർട്ട് ബി എല്ലാ പോർഷനും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്, 3 പേരും കൂടി. ഓക്കെ റൈറ്റ്. സോ ഓക്കെ, ഗുഡ് ഈവനിങ് ദിയ, ഗുഡ് ഈവനിങ് റിച്ചു, ഗുഡ് ഈവനിങ്. ഓക്കെ സോ വി ആർ മൂവിങ് +2 അക്കൗണ്ടൻസി. നമുക്കറിയാം ഹായ് സർ റിച്ചു, ഹായ് റിച്ചു. ഓക്കെ +2 അക്കൗണ്ടൻസി നമുക്ക് ഒരുപാട് പോർഷൻസ് നമുക്ക് CBSEയിൽ പഠിക്കാണ്ട്. നിങ്ങൾ ഒരുവിധം നമുക്കറിയാം ഓൾ ചാപ്റ്റേഴ്സ് വി ആർ ഡിസ്കസ്ഡ്. ബിക്കോസ് നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് വെച്ച കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആയാലും കമ്പനി അക്കൗണ്ട്സ് ആയാലും പാർട്ട് ബി, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം എല്ലാം കവർ ചെയ്ത് വെച്ച കുട്ടികളായിരിക്കും. ഒരു പക്ഷേ ഇനി നമുക്ക് അതിലേക്ക് എത്തിക്കൊണ്ട് തന്നെ എല്ലാ പോർഷൻസും പാർട്ണർഷിപ്പിന് നമുക്ക് തുടങ്ങി വെക്കാം. ഹായ് ദിയ, ഓക്കെ ഗുഡ് ഈവനിങ്. പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്തുകൊണ്ട്, നിങ്ങളെ ക്ലാസ് റൂമിലെ മുഴുവൻ കുട്ടികൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അരുൺ, ഓക്കെ സനിൽ, ഇബ്രാഹിം, സാഹിൽ, ഓക്കെ നമ്പൻ. ഓക്കെ, അടിപൊളിയായിരിക്കും, എല്ലാവരും അടിപൊളിയായിരിക്കുക. ഇനി നോട്ട്സും കാര്യങ്ങളും എടുത്തു വെക്കുക. കാരണം കൃത്യമായിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആൻസേഴ്സ് ഒക്കെ തരണം. CBSE ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ നമുക്ക് നോർമൽ കണ്ടന്റുകൾക്ക് അപ്പുറത്തെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അഡ്മിഷൻ്റെ SC ആയി കഴിഞ്ഞാലും റിട്ടയർമെൻറ്റ് SC ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴും നോർമൽ എന്താണുള്ളത് അതിനൊക്കെ എക്സ്ട്രാ ആണ് നമുക്കറിയാം CBSE ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ CBSE ക്വസ്റ്റ്യൻസിലേക്ക് പ്രീവിയസ് അടക്കം ഇൻക്ലൂഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we are moving to the chapters. So the first section we want to start with what are the important topics we want to discuss in this area, that is partnership, including part B. The portions actually when we are converting to the marks, when we are dividing to the marks, see the portions are fundamentals of partnership എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് 6 മാർക്സിനായിരിക്കും എക്സാമിനേഷൻ. പഠിക്കണ്ടേ? ഓക്കെ സോ 6 മാർക്സിനായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഗുഡ്വിൽ എന്ന് പറയുന്ന പോർഷൻ്റെ അകത്ത് നമുക്ക് ചോദിക്കാൻ പോകുന്നത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഗുഡ്വില്ലിൻ്റെ അകത്ത്. കാരണം വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, ഒരുപാട് കാര്യങ്ങൾ ഗുഡ്വില്ലിൻ്റെ ഭാഗത്ത് വരുന്നത്, മേ ബി തിയറി അടക്കം. ഇനി ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നമുക്കറിയാം ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ, സാക്രിഫൈസിൻ്റെ റേഷ്യോ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ആ റേഷ്യോസിൽ നിങ്ങൾ പെർഫെക്റ്റ് അല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നമുക്ക് കമ്പൽസറി essay ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് നോർമൽ ഒരു essay ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. നമുക്കറിയാം ലയബിലിറ്റി സൈഡിനകത്ത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ അടക്കം അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് അടക്കം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സോ ലോസ് അടക്കം എന്തായാലും ഒരു ഫുൾ ഫ്ലെഡ്ജഡ് അഡ്മിഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വരുന്ന പബ്ലിക് ബോർഡ് എക്സാമിനേഷൻ നമുക്ക് ഉണ്ടായിരിക്കുക. ദെൻ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ ഓൾസോ നമുക്കൊരു ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് അടക്കം റിട്ടയർമെൻറ്റ് ചാപ്റ്ററിനകത്ത് ചോദിച്ചിരിക്കും. ദെൻ ഡിസൊല്യൂഷൻ ആൻഡ് ഡെത്ത് ആൻഡ് ഡിസൊല്യൂഷൻ ആണ് 5 ഈച്ച് ആണ് അല്ലേ. ഹായ്, എനി സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ. ഓക്കെ ഹദി സാറേ, റിയലൈസേഷൻ തീർച്ചയായും റിയലൈസേഷൻ എല്ലാം ഉണ്ടായിരിക്കും. എല്ലാ ടോപ്പിക്കും ഉണ്ട്, റിയലൈസേഷൻ അടക്കം, റിയലൈസേഷൻ എൻട്രി അടക്കം. ഓക്കെ തീർച്ചയായും ഓൾ ടോപ്പിക്സ്. സോ ഡിസൊല്യൂഷൻ്റെ ഭാഗത്താണെങ്കിലും ആ ഡിസൊല്യൂഷനകത്ത് റിയലൈസേഷൻ്റെ എൻട്രീസിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഷെയർ ക്യാപിറ്റലിലെ പോർഷനിലേക്ക് പോകുമ്പോൾ 12 മാർക്സിനാണ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് നമുക്ക് ചോദിക്കാനുണ്ടായിരിക്കുക. ഷെയർ ക്യാപിറ്റൽ മീൻസ് ഇത് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്കറിയാം അതർ ദാൻ ക്യാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഫുൾ റീ ഇഷ്യൂ വരെയുള്ള എൻട്രീസ് വരുന്നത് essay ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഷെയർ ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ 12 മാർക്സ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സിൻ്റെ പോർഷൻ മക്കൾക്ക് നല്ലപോലെ അറിയാം. ഡിബെഞ്ചേഴ്സിൻ്റെ പോർഷൻസ് നമുക്ക് നല്ലപോലെ അറിയാം. കാരണം ഡിബെഞ്ചേഴ്സിൽ നമുക്ക് ഡിലീറ്റഡ് പോർഷനാണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. സോ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇഷ്യൂവിൻ്റെ അകത്ത് അതർ ദാൻ ക്യാഷ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇഷ്യൂ എൻട്രി ഫ്രം ദ പോയിന്റ് ഓഫ് റിഡംഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിബെഞ്ചറിൻ്റെ പോർഷൻസ് നല്ലപോലെ നോക്കണം. ആ ഡിബെഞ്ചറിൽ 8 മാർക്സ് കിടക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി തീർച്ചയായും നമ്മൾ ഫോർമാറ്റ് തന്നെയാണ്. ആ ഫോർമാറ്റ് റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ഹെഡിങ് എന്തൊക്കെ. ഓക്കെ ബബി സാർ, മിസ് യു. ഓക്കെ സോ റേഷ്യോ അനാലിസിസ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് റേഷ്യോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൽസറി ആണ്.
ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തീർച്ചയായും വരുന്നുണ്ടോ. ദെൻ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് കമ്പാരിറ്റീവ് കോമൺ സെൻസ് ആണ് തീർച്ചയായും എക്സാമിനേഷൻ വരിക. അതുകൊണ്ട് ഓരോ ഇനി ഫൈനൽ ടച്ച് ആണ്. ഫൈനൽ ടച്ചിൽ നമ്മൾ ഇന്നും നാളെയുമായിട്ട് തീർച്ചയായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. ഓരോ ടോപ്പിക്കിലും ഞാൻ ഓക്കെ ആണോ, ഓരോ ടോപ്പിക്കിലും ഓക്കെ ആണോ, അഡ്മിഷൻ എന്ന ചാപ്റ്ററിലെ എസ് ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് എസ് ഞാൻ ഓക്കെ ആണോ, ഗുഡ്വിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാമോ, അതായത് ഏവറേജ് ആയാലും വെയിറ്റഡ് ആയാലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആയാലും ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയാലും ആം ഓക്കെ ആണോ, അതുപോലെ തന്നെ ഡെത്തിന്റെ ക്വസ്റ്റ്യൻസ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയാമോ, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ മുതൽ റീഇഷ്യൂ വരുന്ന എൻട്രീസ് ഓക്കെ, ഇഷ്യൂ മുതൽ ഓക്കെ ആയിത്തേൻ ഇഷ്യൂ മുതൽ റീഇഷ്യൂ വരുന്ന എൻട്രീസ് ഞാൻ ഓക്കെ ആണ്. കാരണം ഇഷ്യൂ എൻട്രി കഴിഞ്ഞ് ഇനി രണ്ട് പേരുണ്ടാവും, അയാൾക്ക് അലോട്ട്മെന്റ് അപ്ലൈഡ് അലോട്ട്മെന്റ് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഫോർഫിച്ചർ റീഇഷ്യൂ ഞാൻ ഓക്കെ ആണോ, ഡിബഞ്ചർ ഞാൻ ഓക്കെ ആണോ, ഫണ്ടമെന്റൽ ക്യാപിറ്റൽ ഓക്കെ ആണോ, ഇതെല്ലാം നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ റൗണ്ടിൽ ഓക്കെ. സോ ആ സമയത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും നമുക്ക് ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. സോ സാറേ ചെറിയ ടാസ്ക് തരാം. ഏതൊക്കെ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് കാണിച്ചേ. ഓരോരുത്തർ സ്കൂളിലെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് കാണിച്ചേ വേഗം. എത്ര മണി വരെ ക്ലാസ് ഉണ്ടാവും? വരത്തെ ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകും. കാരണം മാരത്തോൺ ആണ്. എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്യാണ്ട്, എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാണ്ട്, വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട്. സോ സമയം ചോദിക്കരുത്. ഓക്കെ. സോ വി ആർ മൂവിങ് ടു ദ ചാപ്റ്റേഴ്സ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും നമുക്ക് അഡ്മിഷൻ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ബേസിക് ചാപ്റ്റർ എല്ലാം ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാണ്ട്. സോ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ഏറ്റവും പ്രധാനമായിട്ടും ഓരോ ചാപ്റ്റർ ഓക്കെ. ചിന്മയ വിദ്യാലയ ഓക്കെ. ഭരത് ചിന്മയ ദിയ റാണി പബ്ലിക് സ്കൂൾ ഓക്കെ ദിയ. ദെൻ ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സിൽ ഓക്കെ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. കൈരളി വിദ്യാഭവൻ ഓക്കെ. സൗദി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ദമാം ഓക്കെ. റിച്ചു റിച്ചു കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ കുഴപ്പമില്ല. വി കൻ മൂവ്. സോ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന ചാപ്റ്റർ. അതിനുശേഷം അഡ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുശേഷം നമുക്ക് വി വോണ്ട് ടു ഡിസ്കസ് ദ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ദെൻ ലാസ്റ്റ് വൺ ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ദെൻ വി വിൽ മൂവ് ടു കമ്പനി അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ദ ഡിബഞ്ചർ ചാപ്റ്റർ. ആഫ്റ്റർ ദാറ്റ് we will complete the part B portion, that is financial statement and tools for financial statement. ഫസ്റ്റ് ടൈം ആയിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. സോ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ദ സ്റ്റുഡൻസ് മസ്റ്റ് ബി വാട്ട്സ് ദ പാർട്ണർഷിപ്പ് ഡീഡ്. ദിസ് ഏരിയ, the partnership area we want to discuss with a theory question, because partnership deed എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയുന്നതാണ്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. ഡീഡിന്റെ അകത്ത് ക്വസ്റ്റ്യൻസ് മേ ബി ഇങ്ങനെ ആയിരിക്കും പബ്ലിക് എക്സാമിന്. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്? ഡയറക്റ്റ് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡിനടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ഒരു പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. നെയിം ഓഫ് ദ അഡ്രസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, അതുപോലെ തന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് എക്സെട്ര എല്ലാം കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യെല്ലോ കളറിൽ സാറ് കാണിച്ചില്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം കാൽക്കുലേഷൻ ആണ്. ഒരു പാർട്ണർഷിപ്പ് ഡീഡിന്റെ അകത്ത് ഒരു അക്കൗണ്ടന്റ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് യെല്ലോ കളറിൽ കാണുന്നത്. കാരണം ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് ചില കാൽക്കുലേഷൻ വരുമ്പോഴാണ് അക്കൗണ്ടന്റെ പ്രാധാന്യം. ആ സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു ഫേമിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേറ്റ് നമുക്ക് അറിയില്ലെങ്കിൽ അക്കൗണ്ടന്റ് നേരെ പോകേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡിലേക്കാണ്. ആ പാർട്ണർഷിപ്പ് ഡീഡ് മറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്തുണ്ടാവും. മേ ബി എനി പേഴ്സൺ, എനി പാർട്ട്ണർക്ക് ഏതെങ്കിലും ഓക്കെ ചിക്കു, ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് സാലറി, കമ്മീഷൻ എക്സെട്ര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര കൊടുക്കണം, വി ക്യാൻ ചെക്ക് ദ പാർട്ണർഷിപ്പ് ഡീഡ്. Then എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടത്, യു ക്യാൻ ചെക്ക് ദ പാർട്ണർഷിപ്പ് ഡീഡ് ബിക്കോസ് യു ആർ ദ അക്കൗണ്ടന്റ്. Then when we are any partners loan, any partners advances are here, then we want to give the interest. പാർട്ട്നേഴ്സിന്റെ അഡ്വാൻസിന് ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണമെങ്കിൽ യു ക്യാൻ ചെക്ക് ദ പാർട്ണർഷിപ്പ് ഡീഡ്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ among the partners. നോ ഡൗട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിൻ്റെ അകത്തുണ്ടെങ്കിൽ, യു ക്യാൻ ചെക്ക് ദ പാർട്ണർഷിപ്പ് ഡീഡ്. വാട്ട് ഈസ് ദ റേഷ്യോ യു ക്യാൻ ഫൈൻഡ് ഔട്ട്. But this is not the question for your public examination, your board examination. Your board examination question will be rules applicable in the absence of partnership deed. So here it is very simple. All the students are very much so. Here the rate of interest on capital. Rate of interest on capital in the absence of partnership. What is the answer? Comment it.
Okay. So, in the absence of partnership deed, rate of interest on capital. What is the answer? Chat box il comment തരണം. Okay, the answer will be no interest on capital. Rate of interest on drawings no ആണ്. Rate of partners remuneration like salary commission 6% അല്ല ആൻസർ, അതല്ല ജോൺ. 6% അല്ല, നോ ആണ് ആൻസർ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോ ആണ്. പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ഓക്കെ, തസ്നി റെഡി ആണ്, നോ ആണ്. പക്ഷെ ഒരു സ്ഥലത്ത് നോ ആണ്. ആദ്യത്തിന് ആൻസർ പറയുന്നു ജോൺ, തസ്നി, ഹന ഓക്കെ, ഹനസറ 6 അല്ല, 6% അല്ല ആൻസർ. സോ ഓക്കെ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ലോണിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. റേറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ലോണ് 6% ആയിരിക്കണം. പാർട്ട്നേഴ്സ് ലോണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അഡ്വാൻസ് റിച്ച് കറക്റ്റ് ആൻസർ ആണ്. സോ പാർട്ട്നേഴ്സ് ലോണ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അഡ്വാൻസ് 6% ആയിരിക്കണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എല്ലാവർക്കും അറിയുന്നതാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി കൊടുക്കണം. പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ 6% ലോൺ ആയത്തിന് കറക്റ്റ് ആണ്. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ ഈ റൂള് അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ്. നല്ലപോലെ ശ്രദ്ധിച്ച് വെക്കുക. ആ ഏരിയയിൽ നല്ലപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. ഓക്കെ അല്ലേ തസ്നി? 6% ആണ് ലോൺ. ഇനി ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പ്രോബ്ലം സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. വി ആർ സ്റ്റാർട്ടിങ് ഓൾ ദ പ്രോബ്ലം സൈഡ്, ദാറ്റ് ഇസ് profit loss appropriation account, then we will come to partners capital account. Okay, they are equal ആണ്. Then profit loss, why we are preparing profit loss appropriation? First of all, we want to discuss the meaning, that is profit loss appropriation account is an extension of profit loss account, because the profit loss account we are preparing, a firm is preparing profit loss account for find out in the result of the organization, like maybe a net profit or net loss. Our net profit or net loss, so in the partnership organization we want to distribute among the partners. So the profit loss appropriation account is an extension of profit loss account, and it is preparing to appropriate or distribute profit among the partners. Clear ആയോ? ഒരു മീനിങ് അവിടെ പഠിച്ചു വെക്കണം. അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എല്ലാവർക്കും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് ഒക്കെ അറിയുന്നുണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ജസ്റ്റ് സ്പീഡിൽ സാറ് ഫോർമാറ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് സാറ് പോവുക. അതുകൊണ്ട് വേഗം നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് പഠിക്കാം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഹാവിങ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, and we will start the appropriation account from the credit side, that is we are recording profit and loss account if it is net profit. If it is net profit in the profit and loss account, you are transferring the same amount to appropriation account credit side if it is profit. And moreover, we are not recording like net profit, we are recording like profit and loss account, because the journal entry will be profit loss account appropriation account entry വരെ. ഒരിക്കലും ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാൻ പാടില്ല. കുട്ടികൾ ഒരിക്കലും ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാൻ പാടില്ല. നമ്മളിവിടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നാണ്. If it is loss, you are recording that net loss here, that is profit and loss account. Okay, net loss ആണെങ്കിൽ you are recording to debit side. Then what are the items should be credited and debited? That is I think correct ആണ്. So the credit side only one item, that is interest on drawings. Interest on drawings we are crediting to profit and loss appropriation account, because this is the only one income in connection with the partners, because they are giving interest on drawings, means interest on drawings the partners are remitting to the firm, so it is interest on drawings in the credit side. Then when we are coming to the debit side, all expenses as debiting. Bilal, so maybe the first one, interest on capital is the first item we are debiting, because it is the expenses of the firm. And partner's salary, another item, partner's salary, any salary we are debiting. Then partner's commission, another item. Then reserve, another item. Then after balance in the account, if you are getting here, that is profit again. Interest on capital in the debit side, then
interest on capital, Pranav, interest on capital credit side, interest on capital debit side, interest on drawings credit side, interest on capital debit side because it is an expense. And if you are getting balance in the debit side, balance it is again profit that you want to distribute to partners capital account. If it is loss, that also transferring to partners capital account. Okay, innu thanne namukku complete cheyato John, innu thanne complete cheyam. So this is the format of appropriation account. By using this format, you can discuss all the journal entry. Don't study by heart. Journal entry, don't study by heart journal entry. We can study journal entry from this account, that is, what is the entry of? What is the entry of transferring profit or net profit to credit side? So the entry will be profit and loss account letter to profit and loss appropriation account. Credit side lanengil ingottalle paraya. Any interest on drawings. What is the journal entry of interest on drawings? Interest on drawings account letter to profit and loss appropriation account. Clear aaya makkale? Clear aayada? Okay anengil idu okay parayane. Any debit side items entries. Pre-board പേപ്പറും പ്രീവിയസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യണം. ഓക്കെ, ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകൂ. സി അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി then what are the debit side items journal entry? So first of all, interest on capital entry, profit and loss appropriation account letter to interest on capital. Then what is partner salary entry? Appropriation account letter to partner salary. Simple. Then partners commission, profit is appropriation account letter to partners commission. Then reserve entry, appropriation account letter to reserve. Then result, if it is profit is appropriation account letter to partners capital account. If it is loss, partners capital account letter to profit is appropriation. Entry പഠിച്ചില്ലടാ, എൻട്രി പഠിച്ചില്ലേ? ഡയറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രി എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ്റെ എൻട്രി അടക്കം ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ സാറ് കാണിച്ചു തരാം. 1 മാർക്കിനും പ്രതീക്ഷിക്കണം. ഇത്തരത്തിലെ എൻട്രീസൊക്കെ 1 മാർക്കിനും പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് വഴിയിൽ CBSEയിൽ നമുക്ക് കാൽക്കുലേഷൻ അടക്കമാണ് 1 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് വരാറ്, MCQ വരാറ്. നല്ലപോലെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ കാൽക്കുലേഷനൊക്കെ സ്പീഡാക്കിക്കൊണ്ട് നിങ്ങൾ പോകണം. ആ കാര്യങ്ങളൊക്കെ സാറ് ക്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ഒരു അടിപൊളി പാസ്സാവാതെ എന്താ ഇവിടെ പോകാനാ, പാസ്സാവിടാ. ഇനി ഒരു അടിപൊളി ക്വസ്റ്റ്യൻ സാറ് കാണിച്ചു തരാം. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരുപാട് നോർമൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന അറിയാം. അത് വീണ്ടും സാറോടെ പറഞ്ഞുകൊണ്ട് നോർമൽ ക്വസ്റ്റ്യൻ, ഇത് നോർമൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ നമ്മൾ ബോർഡ് എക്സാമിനേഷന് സാധ്യതയുള്ള ചോദ്യം തന്നെ ചെയ്ത് പഠിക്കണം. സോ ഇങ്ങനെയൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ, നിങ്ങൾ ഓക്കെ ആണോ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെയൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നെങ്കിൽ ഹൗ ടു സോൾവ് ഇറ്റ് നോക്കിക്കോളൂ. സമയ് ആൻഡ് ദേവ് ആർ പാർട്ട്നേഴ്സ്. 2 partners, സമയ് ആൻഡ് ദേവ്. In a firm, sharing profits and losses equally. Their profit sharing ratio will be equal. Clearly? Okay, clearly. Then on 1st April 2021, the capital of the partners, opening capital ആണ് ശ്രദ്ധിക്കണം, were 4 lakh and 3 lakh. The profit and loss appropriation profit and loss account of the firm showed a net profit of 7,74,000. നെറ്റ് പ്രോഫിറ്റ് 7,74,000. ശ്രദ്ധിച്ചേ, എത്ര പേര് ഇതിൻ്റെ ആൻസർ പറയുന്നു? അങ്ങനെയാണെങ്കിൽ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എടുത്ത് സോൾവ് ചെയ്ത് തുടങ്ങുക കേട്ടോ, സോൾവ് ചെയ്ത് തുടങ്ങുക. ഫോർ ദ ഇയർ എൻഡഡ് 31st March, ദ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡഡ് ദ ഫോളോയിങ്. പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസ്ഫർ 10% ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സ് ടു റിസർവ് ഫണ്ട്. നമുക്കറിയാം അപ്രോപ്രിയേഷൻ. നിയാ മനോജ് അറിയാലോ. നിയാമനോജ് എക്സാമെല്ലാം കഴിഞ്ഞല്ലേ? നിയാമനോജ് CBSE ആണോ? ഓക്കെ വെരി ഗുഡ്. ഗുഡ്വിൽ എന്തായാലും എടുക്കും ഖദീജ, ഗുഡ്വിൽ എടുക്കും. ഗുഡ്വിൽ എടുക്കാതെ എവിടെ പോകാനാ? ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസർവ് ഫണ്ടിൽ ട്രാൻസ്ഫർ. നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് ബിക്കോസ് വി നോ ഹൗ ടു പ്രിപ്പയർ, ഹൗ ടു റെക്കോർഡ് ദ commission, how to record the salary, interest on capital, then interest on drawings, everything. But here the very important item, that is transfer 10% of distributable profits to reserve fund. That is a highlight here. Oh sir, Niya Manoj അടിപൊളിയല്ലായിരുന്നോ? Interest on capital 6% per annum.
ഓക്കെ 6% per annum. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% per annum. ഇവിടെ ഒരു അപകടം കിടക്കുന്നുണ്ട്. ഓക്കെ, ചുമ്മാ വന്നത് സാറെ കാണാൻ. ഓക്കെ നിയ മനോജ് കണ്ടോളൂ. CBSE ക്ലാസ് കേട്ടോളൂ. നമ്മുടെ ക്ലാസ്സിനെക്കാട്ടും അഡ്വാൻസ് ആണ് കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഒക്കെ. അതും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിയ മനോജെ പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ നിയ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് 6% per annum. ഡ്രോയിങ്സ് ബീങ് 80,000 and 60,000. ഇവിടെ ഒരു അപകടം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അപകടം കിടക്കണം. കാരണം ഇവിടെ നിങ്ങൾ 6% എന്ന് പറയുന്നു, ദെൻ ഡ്രോയിങ്സ് 80,000 പറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഓക്കെ നിയ മനോജ്, നമ്മൾ നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിയ വന്നിരുന്നത്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. ആൻസർ ടൈപ്പ് ചെയ്തു. ആൻസർ തസ്നി ആൻസർ തന്നു 6,40,000. സോറി 6,30,000. തസ്നി ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആ ആൻസർ തെറ്റാണ്. ആൻസർ തെറ്റാനാണ് സാധ്യത കേട്ടോ. സാർ ചെയ്യുമ്പം പറയാം. സോ ഇവിടെ ഒരു അപകടം കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി സമയം എന്നിട്ട് റെൻറ്റ് 2,000. ഒരു റെൻറ്റ് കിടക്കുന്നു. ഓക്കെ നിയ, നല്ലപോലെ റെസ്റ്റ് എടുക്കൂ. നിയ ബൈ. ഓക്കെ നിയ. ദെൻ സമയം എന്നിട്ട് റെൻറ്റ് ഓഫ് 2,000. റെൻറ്റ് പറയുന്ന ഒരു ഐറ്റമോ? ഓക്കെ ഹിലാൽ, റെന്റ് എന്ന് പറയുന്ന ഐറ്റമോ? റെന്റ് എന്ന് പറയുന്ന ഐറ്റം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പോൾ റെന്റ് എന്ന് പറയുന്ന ഐറ്റമോ? ഓക്കെ, റെന്റ് എന്ന് പറയുന്ന ഐറ്റം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ പോகிறது. അപ്പോൾ അവിടെ എന്തെങ്കിലും നമ്മളെ ടിസ്റ്റ് ചെയ്യിക്കുന്ന ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? തസ്നി ആൻസർ തന്നിരുന്നു. തസ്നി ഒന്നുകൂടി അവിടെ ശ്രദ്ധിക്കൂ. ഒരു പക്ഷേ തസ്നിക്ക് തെറ്റിയത് ഇതാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ റെന്റിൻ്റെ ഭാഗത്തായിരിക്കാം. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ സാർ. ഓക്കെ നിയ. ഓക്കെ. ഈ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുന്നു. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എക്സാമിനേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു നോർമൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിരിക്കില്ല. നല്ലപോലെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തന്നെയായിരിക്കും. ആലോചിച്ച് ചെയ്യണം. ഇത്തരത്തിലുള്ള റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റിസർവ്, ഈ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയെന്ന് വേണം. നമുക്കറിയാം ഈ ചോദ്യത്തിനകത്ത് നെറ്റ് പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് 7,74,000 ആണ്. ഒരിക്കലും ഈ 7,74,000 നേരിട്ട് ഈ ക്വസ്റ്റ്യനകത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതാൻ കഴിയില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാർക്ക് ചെയ്യുന്നു. കാരണം റെന്റ് എന്ന് പറയുന്ന Samay is entitled to a rent of rupees 2,000 per month എന്നാ പറഞ്ഞിരിക്കുന്നത്. പെർ മന്ത്. ഓക്കെ, നീ നമ്മുടെ ബാച്ചിലെ കുട്ടിയായിരുന്നു. ഓക്കെ, അതിൻ്റെ അപ്പോൾ ആടൻ പറ്റോ CBSE ആണോ? ഓക്കെ, CBSE ആണോ ആൻഡ്രൂ തോമസ്? അങ്ങനെയാണെങ്കിൽ 2,000 ആണ്. ആ 2,000 ആണെങ്കിൽ മന്ത്ലി ആണ് 2,000. മന്ത്ലി 2,000 ആണെങ്കിൽ ഇയർലിക്കാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇയർലിക്കാണ് അപ്രോപ്രിയേഷൻ കൊണ്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 2,000 പെർ മന്ത് ആണെങ്കിൽ 2,000 × 12 24,000 ഇയർലി റെന്റ് കൊടുത്തിട്ടുണ്ടാവും. 2012 സ്റ്റാൻഡ്രോ ഗെയിമിംഗ് കറക്റ്റാണ്. ഓക്കെ, 2,000 × 12 24,000. ആ 24,000 റെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഐറ്റം അല്ല. ആ ഐറ്റം എല്ലായ്പ്പോഴും പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റം ആണല്ലേ, അഡ്ജസ്റ്റ് ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് എഴുതേണ്ടത് 7,74,000 ക്വസ്റ്റിനകത്ത് 7,74,000 എത്ര മൈനസ് ചെയ്യണം? 24,000 മൈനസ് ചെയ്തിരിക്കണം. റെന്റ് മറ്റ് എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ 24,000 മൈനസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു റൗണ്ട് ഫിഗറിന് 7,50,000 7,50,000. ഫസ്റ്റ് ടിസ്റ്റ്. ഈ ചോദ്യത്തിനകത്തുള്ള ഫസ്റ്റ് ടിസ്റ്റ് ഇത് തന്നെയാണ്. പഠിച്ചു വെച്ചോ. എക്സാം ഈസി ആയിരുന്നു. ഉജ്വൽ കൃഷ്ണ, എക്സാം ഈസി ആയിരുന്നോ? ഓക്കേടാ. ഓക്കെ ഉജ്വലൊക്കെ തുടക്കം മുതലേ ജൂൺ മുതലേ സാറ് കാണുന്നതാണ് ഉജ്വലിനൊക്കെ. അപ്പോൾ ഓക്കെ അപ്പോൾ കുറയ്ക്കണം. ഓക്കെ, ആയിരത്തി കുറയ്ക്കണം അല്ലേ, മൈനസ് ചെയ്യണം. ഡെബിറ്റ് സൈഡിലെ സാലറി വരും കേട്ടോ, ഡെബിറ്റ് സൈഡിലെ സാലറി വരും. അപ്പം എന്തായാലും ഇത് നെറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടിസ്റ്റ് ഇതാ ഇവിടെ തന്നെയാണ്. ഇനി നമുക്ക് ഓരോ ഐറ്റത്തിനെ എടുക്കാം. നോക്കാം. ആദ്യം റിസർവ് ആണ്. റിസർവ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് റിസർവ് എടുക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6%, 4 lakhും 3 lakhും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫസ്റ്റ് പേഴ്സൺ സമയ്.
സമയയുടെ 4 lakh ആണ് ക്യാപിറ്റൽ. 4 lakh ഇൻറ്റു 6/100 ആണ്. സോ 24,000. ഇനി രണ്ടാമത്തെ പാർട്ട്ണർ ദേവാണ്. ദേവിൻ്റെ ക്യാപിറ്റൽ 3 lakh ആണ്. 3 lakh ഇൻറ്റു 6/5 ദാറ്റ് ഈസ് 18,000. രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 42,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? 42,000 ഇൻട്രസ്റ്റ് ഓൺ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% പെർ ആനം. ഡ്രോയിങ്സ് 80,000 ആൻഡ് 60,000. ശ്രദ്ധിക്കണേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാ സമയത്തും റെക്കോർഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് 4 മെത്തേഡ് ചെയ്യാം. ഒന്ന്, ഡേറ്റ്, റേറ്റ്, എമൗണ്ട് ഈസ് ഗിവൺ. രണ്ടാമത് ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ. മൂന്നാമത്തത് ഡിഫറെൻ്റ് എമൗണ്ട്, ഡിഫറെൻ്റ് ഇൻ്റർവെൽസ്. നാലാമത്തത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോവൽ. ഈ കേസ് വരുന്നത് ഡേറ്റ് പറഞ്ഞില്ല. പെർ ഇയറിൽ 80,000 60,000 എന്നിട്ട് 6% ഇൻട്രസ്റ്റ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏവറേജ് പീരീഡ് 6/12 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ആൾ 80,000 ആണ്. 80,000 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നാമത്തെ സമയമാണെങ്കിൽ 80,000 ആണ്. ഇൻറ്റു റേറ്റ് 6/100 ആണ്. 6/12 ഏവറേജ് പീരീഡ് എടുക്കാൻ മറക്കരുത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും പറയുന്നില്ലെങ്കിൽ, ഡേറ്റ് ഓഫ് വിഡ്രോവൽ പറയുന്നില്ലെങ്കിൽ ഏവറേജ് എടുക്കാൻ മറന്നു പോകരുത്. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 2,400. അതുപോലെ തന്നെ നമുക്ക് ആരെടുക്കാം? ദേവിൻ്റെ എടുക്കാം. ദേവിൻ്റെ ഡ്രോയിങ്സ് വന്നിരിക്കുന്നത് 60,000 ആണ്. സോ ദേവിൻ്റെ ഡ്രോയിങ്സ് 60,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 ആണ് കാൽക്കുലേഷൻ. 1,800. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 4,200. ഓക്കെ ആയോ? സാർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡേറ്റ് തന്നില്ലെങ്കിലോ എന്താ വെച്ചാൽ, ഡേറ്റ് തന്നിക്കില്ലെങ്കിൽ ഏവറേജ് പീരീഡ് 6 മന്തിലേക്ക് എടുക്കണം. 6/12 ആണ് ആൻസർ. തസ്നി അവിടെ പോയി, ആൻസർ വേഗം തന്നേ. സോ ഇത് തന്നെയാണോ തസ്നി ചെയ്തുകൊണ്ടിരുന്നത്? ആൻസർ മാറുന്നില്ലല്ലോ, ക്വസ്റ്റ്യൻ മാറുന്നില്ലല്ലോ, ആൻസറിലെ കാൽക്കുലേഷൻ മാറുന്നത് ശ്രദ്ധിക്കണേ തസ്നി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അത് ട്രാൻസ്ഫർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ഇനി റിസർവ് ഫണ്ടിലേക്ക് പോകാം. റിസർവ് ഫണ്ടിലേക്ക് പോകുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എത്രയാണ് കണ്ടുപിടിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് റിസർവ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് നമുക്കത് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ. ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 7,50,000 പ്ലസ് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? 4,200 ആഡ് ആയി. ഇനി മൈനസ് ആണ്. എന്തൊക്കെ മൈനസ് ചെയ്യണം? $24,000 അതുപോലെ 42,000 മൈനസ് ചെയ്യുന്നു. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 7,12,200 അല്ലേ? ഓക്കെ, ഇൻറ്റു 10/100 ദാറ്റ് ഈസ് 71,220 റൈറ്റ്. സോ റിസർവ് 71,220. ഓക്കെ, നിർബന്ധമായിട്ടും ഇങ്ങനെ തന്നെ ചെയ്തു പോകണം, ഇല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ അടുപ്പിക്കും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോപ്രിയേഷൻ ആയിരിക്കില്ല. ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുന്നു. 7,54,200 7,54,200 മൈനസ് ചെയ്യുന്നു. 42,071 2022 മൈനസ് 6 lakh സംതിങ് വരും. 6,40,980. ഓക്കെ, so that we can distribute equally. So Samay's capital and Deva's capital equally ആണ്. So 6,42,980. ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഈക്വൽ എന്ന് പ്രത്യേകം പറയുന്നതുകൊണ്ട് 3,20,000 സംതിങ് വരും. 3,20,490 3,20,490. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ നമ്മൾ ബോർഡ് എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്കും ആ ബോർഡ് എക്സാമിനേഷന് വേണ്ടി നല്ലൊരു അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കെയർ ചെയ്ത് വെക്കണം. കാരണം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കരുത്, വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് പഠിക്കണം കേട്ടോ. സ്ലോ ആവുക സാർ. ഓക്കെ ദിയ, സ്ലോ ആവാലോ? സ്ലോ തന്നെയാണല്ലോ. സ്ലോ കുഴപ്പമില്ല സ്ലോ ആക്കാം കേട്ടോ. അപ്പോൾ ഒരു അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കൃത്യമായിട്ട് നോക്കി വെക്കണം. ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. വ്യത്യസ്തമായ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള
കമ്മീഷൻ പോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ റെൻറ്റ് പോലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റം തരുന്ന രീതിയിലുള്ള ചില അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾ നോക്കി വെക്കണം. 3,24,90 കറക്റ്റ് ആൻസർ ആണ്. YZ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, മുഹമ്മദ് KP. ഓക്കെ, KP ഹലോ KP, പഠിക്കുന്നുണ്ടല്ലോടാ മുഹമ്മദ് KP. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സാറ് പറഞ്ഞ് ജേണൽ എൻട്രി ആയിട്ടൊക്കെ ഒരുപക്ഷെ എക്സാമിന് വന്നേക്കാം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിച്ച മക്കൾ. സാർ അക്കൗണ്ടൻസ് എക്സാം ഈക്വലി ആശിഷ് BS കറക്റ്റ് ആൻസർ ആണ്. ഓക്കേടാ, ഓക്കെ, കുഴപ്പമില്ല. Then we are moving to the next question. Ram, very important question. ഒരു പക്ഷേ ഇങ്ങനെയാണെങ്കിലോ എക്സാമിനേഷന് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പോലെ തന്നെ ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇങ്ങനെയാണ്, കാരണം റേഷ്യോസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നു. ഓക്കെ, ഇങ്ങനെയാണ്. രാം ആൻഡ് മോഹൻ ആർ പാർട്ട്നേഴ്സ്. നോക്കിക്കേ, രാം ആൻഡ് മോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ആരൊക്കെയാ? രാം ആൻഡ് മോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. നോക്കിക്കേ, ഇൻ ദ റേഷ്യോ ഓഫ് 3:2. നല്ലപോലെ ശ്രദ്ധിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഇനി ഓൺ 1st April 2000 ദേ അഡ്മിറ്റ് സീത ആൻഡ് രാധ. അവർ 2 പേരെ അഡ്മിറ്റ് ചെയ്തു. ഒന്ന് സീതയാണ്, രണ്ടാമത്തത് രാധയാണ്. 2 പേരെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്തു. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സീത ആൻഡ് രാധ. ഇത് ആൻസർ കിട്ടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ആൻസർ വരുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്രയാണ് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ ആണ്. രാം സാക്രിഫൈസ്. നോക്കിക്കേ, രാം സാക്രിഫൈസ് 1/3. രാം സാക്രിഫൈസ് 1/3 അല്ലെ, 1/3 ഓഫ് ഹിസ് ഷെയർ ടു സീത. രാമ സീതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മോഹൻ സാക്രിഫൈസ് 1/2 ടു അടുത്ത ആള് രാധയ്ക്ക് സാക്രിഫൈസ് ചെയ്യുന്നു. വിട്ടുകൊടുക്കുന്നു അല്ലേ, വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്. ദ ക്വസ്റ്റ്യൻ വിൽ ബി പ്രോഫിറ്റ് ഓഫ് ഫേം ഫോർ ദ ഇയർ എൻഡഡ് 31st March എമൗണ്ട് ടു rupees 3,60,000. ആ വർഷം നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് നമുക്ക് 3,60,000 ആണ്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ജേണൽ എൻട്രിയാണ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത്. സോ ജേണൽ എൻട്രി പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് അപ്രോപ്രിയേഷൻ എൻട്രി. നമ്മൾ വെറുതെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എൻട്രീസ് ഒക്കെ പഠിച്ചു വെച്ചു എന്നല്ലാതെ അപ്രോപ്രിയേഷൻ്റെ എൻട്രീസാണ് വന്നിരിക്കുന്നത്. ആ അപ്രോപ്രിയേഷൻ എൻട്രി 2 എണ്ണമാണ് ഇവർ. ഒന്ന് ഈ നെറ്റ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. രണ്ടാമത് ആ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ സാലറിയോ കമ്മീഷനോ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ വേഗം ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. ആ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് എൻട്രി കൊടുക്കണം. ആ എൻട്രി ഇതാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ഈ എൻട്രി കൊടുക്കണം. ആ എൻട്രി കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഈ 2 എൻട്രി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം റേഷ്യോ കാൽക്കുലേഷൻ തന്നെയാണ്. ഈ ചോദ്യത്തിൻ്റെ ഹൈലൈറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ല. ഈ ചോദ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് റേഷ്യോ കാൽക്കുലേഷൻ തന്നെയാണ്. നോക്കിക്കോളൂ, നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് 3,60,000 rupees എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ അറിയണം. അവരുടെ റേഷ്യോ അറിയണം. റേഷ്യോ അറിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ അറിയണമെങ്കിൽ നമുക്കറിയാം 2 റേഷ്യോ അറിയാം. ഓൾഡ് റേഷ്യോ ഇവിടെയുണ്ട്. ഇവർ സാക്രിഫൈസ് ചെയ്യുന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ സറണ്ടർ മെത്തേഡിലേക്ക് കാണാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ആളുടെ ന്യൂ റേഷ്യോ കാണാം. ആദ്യത്തെ ആൾ രാമാണ്. രാം സറണ്ടേഡ് 1/3 സറണ്ടർ ചെയ്യുന്നത് അല്ലേ. അദ്ദേഹത്തിന് ഷെയർ എത്രയാടാ? 3/5 അല്ലേ. 3/5 ആണ് ഓൾഡ് ഷെയർ. അതിൻ്റെ 1/3 സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 3/15 സറണ്ടർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1/5 സറണ്ടർ ചെയ്യുന്നു. ഇനി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് പേഴ്സൺ സറണ്ടർ ചെയ്യുന്ന നോക്കാം. അടുത്ത ആൾ സറണ്ടർ ചെയ്യുന്നത് മോഹനാണ്. മോഹൻ സറണ്ടർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഷെയർ 2/5 ആണ്. മോഹൻസ് ഓൾഡ് ഷെയർ വിൽ ബി 2/5. ഹീ സറണ്ടേഡ് 1/2 അല്ലേ സറണ്ടർ ചെയ്യുന്നത്. അപ്പം 1/2 സറണ്ടർ ചെയ്യുന്നു. സോ 2/10 ആണ്. 2/10 നമുക്ക് 1/5 ആക്കാം അല്ലേ. 1/5 2/10 ഈസ് ഈക്വൽ ടു 1/5. ഓക്കെ അല്ലേ. ഈ സറണ്ടർ നമുക്ക് കിട്ടി.
അപ്പോൾ 1/5 സറണ്ടർ ചെയ്യുന്നു, അതുപോലെ തന്നെ 1/5 സറണ്ടർ ചെയ്യുന്നു. ഇനി ഇവരൊക്കെ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഒന്ന് രാമിൻ്റെ ന്യൂ റേഷ്യോ. രാമിൻ്റെ ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഷെയർ എത്രയാ? 3/5. 3/5 എത്ര സറണ്ടർ ചെയ്യുന്നുണ്ട്? 1/5 സറണ്ടർ ചെയ്യുന്നില്ലേ? 1/5 സറണ്ടർ ചെയ്യുന്നു. സോ 3/5 1/5 സറണ്ടർ ചെയ്യുമ്പോൾ 2/5. ഓക്കെ അല്ലേ? ഇനി മോഹൻ്റെ ന്യൂ ഷെയർ നോക്കാം. മോഹൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/5 അല്ലേ? മോഹൻ എത്ര സറണ്ടർ ചെയ്യുന്നത്? 1/5 അല്ലേ സറണ്ടർ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ എത്രയാ? 1/5. ഇനി അഡ്മിറ്റ് ചെയ്യുന്ന ആളാരാ? ഒന്ന് സീതയാണ്. സീതയുടെ ഷെയർ ആരാ കൊടുക്കുന്നത്? രാമല്ലേ കൊടുക്കുന്നല്ലേ? രാമ കൊടുക്കുന്ന എത്രയാ? 1/5 അല്ലേ സറണ്ടർ ചെയ്യുന്നത്? അപ്പോൾ സീതയുടെ ഷെയർ എത്രയാ? 1/5. അതുപോലെ തന്നെ അടുത്ത ആളാരാ? രാധയല്ലേ? രാധയുടെ ഷെയർ എത്രയാ? സറണ്ടർ ചെയ്യുന്നത് എത്രയാ? ഇതാ 1/5. 1/5. സോ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1:1:1. അതായത് 2/5:1/5:1/5:1/5 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2:1:1:1 ആണ് റേഷ്യോ കണ്ടുപിടിക്കലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. ഓക്കെ, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. ന്യൂ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകാം? നമുക്ക് നേരെ എൻട്രിയിലേക്ക് പോകാം. ജേണൽ എൻട്രി ആദ്യം നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഫസ്റ്റ് ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതായത് ഒരു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചാൽ നെറ്റ് പ്രോഫിറ്റ് എവിടെയുള്ള റെക്കോർഡ് ചെയ്യുക. അപ്പം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എൻട്രി വരിക. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അറ്റ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ടോട്ടൽ എമൗണ്ട് 3,60,000. 3,60,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ എൻട്രി, second journal entry, this appropriation amount we are distributing to the partners, that is profit and loss appropriation account debtor. Profit and loss appropriation account debtor to all partners. ആരൊക്കെയാ പാർട്ട്നേഴ്സ് നോക്കിക്കേ? രാമ, മോഹൻ, to Ram's capital, to Mohan's capital, and to Sita's capital, to Radha's capital. കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങളെ കൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് കമ്പൽസറി ദ ക്വസ്റ്റ്യൻ ഈസ് കണക്ഷൻ വിത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻ്റ്ലി ദേ ആർ ആസ്കിങ് ഇറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Okay, ചോദിച്ചോളൂ. It is not a direct question, it is a calculation question. We are calculating the new ratio. Including new ratio, we passed the journal entry of appropriation or distribution of profit. Is that clear? അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് 3,60,000 rupees ആണ്. 3,60,000 rupees 2:1:1:1 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 2:1:1:1 ആണല്ലേ? 2:1:1:1 ആണ്. 2 1 3 1 4 1 5 അല്ലേ? 2/5 1/5 1/5 1/5. എമൗണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ 3,60,000 ആണ്. സോ 1 lakh. ഓക്കെ, 1,44,000. ഏറ്റവും കൂടുതൽ നമുക്ക് ഒന്നാമത്തെ ആൾക്കാർ കിട്ടുക. ദെൻ ബാലൻസ് എമൗണ്ട് നമുക്ക് 3 ആയിട്ട് കൊടുത്താൽ മതി. ബാലൻസ് എമൗണ്ട് 72,000, ദെൻ 72,000, ദെൻ 72,000. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ലേ? സോ the first chapter we discussed only one topic, that is in connection with the profit and loss appropriation account. Profit and loss appropriation account, we are expecting 2 types of questions. That is, first one, the direct preparation of appropriation account. When we are checking the direct preparation of appropriation account, you want to remember that is the calculation of commission, reserve, etc., rent, etc. Some calculations are we want to made in the profit and loss account, then only we are coming to the appropriation account. So appropriation account question എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കില്ല. അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന ഐറ്റംസ് എന്തായാലും വരും എന്നുള്ള ഉറപ്പാണ്. The second question in connection with the entries of appropriation account, the journal entry for distribution of profit or distribution of loss or transferring any item. So entry questions ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അതുകൊണ്ട് appropriation account നമ്മൾ നേരെ മാറ്റി വെച്ചുകൊണ്ട് we are moving to partners capital account. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് വേണ്ടത് നേരെ അഡ്മിഷൻ്റെ സമയത്തോ റിട്ടയർമെൻറ്റ് സമയത്തും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്യും. അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട what are the 2 methods of preparing partners capital account. The first one is fluctuating capital accounts and second one is fixed capital accounts. Okay അല്ലേ? Okay. അതിൻ്റെ ഇപ്പോൾ ഓക്കെ റൈറ്റ്.
റൈറ്റ്. സോ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ് ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ഫിക്സഡ്. നമ്മൾ ഫിക്സഡ് ഫ്ലക്ച്വേറ്റിംഗ് പഠിക്കും, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ഫിക്സഡ് നമ്മൾ പറയേണ്ട എളുപ്പത്തിന് വേണ്ടി. ഇവിടെയുള്ള ചോദ്യം ഇങ്ങനെയാണ്, ദ വൺ ക്വസ്റ്റൻ ഈസ് ഹൗ മെനി ഫ്ലക്ച്വേറ്റ്. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, തിയറി എടുത്ത് നമുക്ക് പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് മീൻസ് ദ ചേഞ്ചിങ് ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ദ പാർട്ട്നർ. സോ ഹിയർ fluctuating capital account, we are preparing only one account, that is partners capital account. Partners capital account only we are preparing at the time of fluctuating capital. But fixed capital method we are preparing two accounts. The first one partners capital account and second one partners current account. Partners current account. അതായത് all adjustment we are in the first method, all adjustments we are doing in one account, that is partners capital account. But under fixed capital method, all the accounts we are preparing two, but all the adjustment we are doing in another account, that is partners current account. Okay, partners current account. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഫോർമാറ്റ് ഒക്കെ മക്കൾക്ക് നല്ലപോലെ അറിയുന്നതാണ്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വൺ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷുവർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ അല്ലേ, ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ വൺ ക്വസ്റ്റ്യൻ ഈസ് കമ്പൽസറി ഫോർ യുവർ ബോർഡ് എക്സാമിനേഷൻ. ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. തീർച്ചയായും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കും. റൈറ്റ്, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എൻട്രീസ് ഒക്കെ ഒന്നും സാറ് പറയുന്നില്ല, നേരെ നമുക്ക് പോകാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വി വോണ്ട് ടു കാൽക്കുലേറ്റ് ഇൻ 4 മെത്തേഡ്സ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ചോദിക്കില്ല, കാരണം വാട്ട് ഈസ് നോ അഡീഷണൽ ആൻഡ് വിഡ്രോവൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേഷൻ നമുക്ക് അഡീഷണൽ വിഡ്രോവൽ അല്ലെങ്കിൽ വിഡ്രോവൽ എത്രയാണോ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന് മേലെ ഏതെങ്കിലും അഡീഷണൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും എമൗണ്ട് മൈനസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അഡീഷണൽ ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വിഡ്രോവൽ ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ ഈ 4 മെത്തേഡിലൂടെ നമുക്ക് ചെയ്യണം. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ മീൻസ് നമുക്കറിയാം ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്രയാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇത് ബിഗിനിങ് ഓഫ് ദ ഇയർ ആണെങ്കിൽ എത്രയാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് ആ ക്യാപിറ്റൽ ആ ഫേമിൻ്റെ അകത്ത് എത്ര ഉപയോഗിക്കുന്നു അത് നോക്കിയിട്ട് എൻഡ് ഓഫ് ദ ഇയറിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യും? ദാറ്റ് മീൻസ് അവർ ഓപ്പണിംഗ് ക്യാപിറ്റൽ തരും, ക്ലോസിംഗ് ക്യാപിറ്റൽ തരും. അത് വെച്ചുകൊണ്ട് ഓപ്പണിങ്ങിൽ എത്തിയിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഇതാണ് നമുക്ക് 4ാമത്തെ മെത്തേഡ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട് 4ാമത്തെ മെത്തേഡ്. ഇനി ഈ ചോദ്യം ഒന്ന് നോക്കിയോളൂ. ജയൻ ആൻഡ് സോഹൻ ആർ പാർട്ട്നേഴ്സ്. വേഗം ആൻസർ തരണം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം മക്കളെ ആൻസർ തരണേ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. Jayan and Sohan are partners in a firm. Jayan's capital in the firm showed ₹2 lakh on 1st April. 1st April 2015, Jayan's capital is ₹2 lakh. Okay, Jayan's capital is ₹2 lakh. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. He introduced additional capital of ₹50,000 on 1st July. 1st July 2015, he introduced additional capital of ₹50,000. Calculate interest on capital of Jayan. The rate of interest is 8%. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആദ്യം നമുക്കറിയാം ഇവിടെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ് ഇയർ ഉള്ളത് അല്ലേ, അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ എത്രയാണോ ക്യാപിറ്റൽ യൂസ് ചെയ്ത് അതിനനുസരിച്ചാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 lakh ഇവിടെ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നു, ആ 2 lakh മൊത്തം ഈ വർഷം ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 lakh ഇൻട്രസ്റ്റ് കാണാം. 2 lakh ഇൻട്രസ്റ്റ് 2 lakh × 8/100 ആണ് 2 lakh ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് 16,000. പക്ഷെ അതിനുശേഷം 1st July, അതായത് ഏപ്രിൽ കഴിഞ്ഞു, ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കഴിഞ്ഞു. 1st July ഹി ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ 50,000. അതും ഫേമിൻ്റെ അത് യൂസ് ചെയ്തു, അതിന് കൊടുക്കണം. ബട്ട് ഹിയർ വി വോണ്ട് ടു കാൽക്കുലേറ്റ് ഹൗ മെനി മന്ത്സ് യൂസ് ദ ക്യാപിറ്റൽ ഇൻ ദ ഫേം, ദാറ്റ് ഈസ് ജൂലൈ ഓൺവേർഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ഡേറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്പണിംഗ് ഡേറ്റ് ആണ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇറ്റ് ഈസ് 9 months. ഓക്കെ, ഇറ്റ് ഈസ് 9 months. So interest calculating into 8/100 into 9/12. So that is 50,000 into 8/100 into that is 3,000. Total interest is 19,000. Clear ആണോ? ഓക്കെ, ക്ലിയർ അല്ലേടാ ദിയ, ക്ലിയർ അല്ലേ ഖബി? ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ നിങ്ങൾ ചെയ്യില്ലേ? ഒരു പ്രോബ്ലം അല്ലാതെ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ചെയ്യല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, കുറച്ചൊരു ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്.
പബ്ലിക് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. നല്ലപോലെ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. പ്രത്യേകിച്ച് CBSE സിലബസിൽ നമ്മൾ നല്ലപോലെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടത്. ആൻസർ റിച്ചു 19 അല്ലേ വരുന്നത്? 19,000 ആണ് റിച്ചു ഒന്ന് ശ്രദ്ധിക്കുന്നു. ദെൻ ഈ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വളരെയധികം ശ്രദ്ധിക്കുക. പാർത്ത് ആൻഡ് രാജീവ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. ഷെയറിംഗ് പ്രോഫിറ്റ് ലോസസ് ഇൻ ദ റേഷ്യോ 3:1. ദർ ക്യാപിറ്റൽസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ rupees 1,50,000 and 1,75,000. അത് ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് തന്നിരിക്കുന്നത്. ഡ്യൂറിങ് ദ ഇയർ 2017 and 18 ഡ്രോയിങ്സ് 20,000 ഉണ്ട്. രണ്ടുപേർക്കും ഡ്രോയിങ്സ് ഉണ്ട്. 5,000 ഒരാൾക്കുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 16,000 ആണ്, വിച്ച് ഈസ് ഫുള്ളി ക്രെഡിറ്റഡ് ടു ദിയർ അക്കൗണ്ട്സ്. Rajiv had brought an additional capital of 16,000 on 1st October. Calculate interest on capital 12%. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അതായത് ഇങ്ങനെയാണ് ഉള്ളത്. ആ ഇയറിൽ ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എവിടെ എത്തണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്തണം. എങ്ങനെയാണ് ക്ലോസിംഗ് നിന്ന് ഓപ്പണിൽ എത്തുക? ഒരു ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്ത ഐറ്റംസ് കുറേ ഉണ്ട്. അതായത് പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, അതുപോലെ തന്നെ കമ്മീഷൻ, ഇതൊക്കെ ആഡ് ചെയ്യും. ലെസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതൊക്കെ ലെസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുക, നമ്മൾ ഓപ്പണിംഗിൽ എത്തുക. അപ്പോൾ തിരിച്ച് വരണമെങ്കിൽ എന്തൊക്കെയാണോ ആഡ് ചെയ്ത് അതൊക്കെ ലെസ് ചെയ്യുക, എന്തൊക്കെയാണോ ലെസ് ചെയ്ത് അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തൊക്കെ ലെസ് ചെയ്തൊക്കെ ആഡ് ചെയ്യുക. നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് വരച്ചങ്ങ് ചെയ്യാം. ആ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഒരു കോളം വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. നല്ലപോലെ ശ്രദ്ധിച്ചേ. ഓക്കെ, രണ്ടുപേരല്ലേ? പാർത്ത് ആൻഡ് രാജീവ്. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തിയാൽ മതി. ഒന്ന് ക്യാപിറ്റൽ അറ്റ് എൻഡ്. എത്രയാണ് എൻഡിലെ ക്യാപിറ്റൽ? ഇവിടെ തന്നു 1,50,000 and 75. 1,50,000 and 75. ഓക്കെ അല്ലേ? അതിന് കൂടെ നമ്മൾ ലെസ് ചെയ്ത ഐറ്റം എന്തൊക്കെയായിരുന്നു? ഡ്രോയിങ്സും ഇൻട്രസ്റ്റും ഡ്രോയിങ്സും. അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്വസ്റ്റ്യത്ത് ഡ്രോയിങ്സ് പറഞ്ഞു. ഡ്രോയിങ്സ് 20,000 and 5,000. അപ്പോൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. ആഡ് ഡ്രോയിങ്സ് 20,000 and 5,000. 1,70,000 and 80,000. ഇനി എന്തെങ്കിലും ലെസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ലെസ് ആണ് നടത്തുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? അതായത് പ്രോഫിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടോട്ടൽ 16,000 ആണ്. 16,000 അവരെ റേഷ്യോ നോക്കണം. 3:1 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആൾക്ക് 12,000, രണ്ടാമത്തെ ആൾക്ക് 4,000 അല്ലേ? പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ലെസ് ചെയ്യണം. ലെസ് പ്രോഫിറ്റ് 16,000 ആയിരുന്നു, അത് 3:1 അങ്ങനെയാണ്. 12,000 ലെസ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തൊക്കെ ലെസ് ചെയ്യുക. ലെസ് ചെയ്തെല്ലാം ആഡ് ചെയ്യുക. 1,58,000 ഇടുകയാണെങ്കിൽ 76,000. ഓക്കെ അല്ലേ? ഇനി മറ്റെന്തെങ്കിലും നമുക്ക് ആഡായി പോയിട്ടുണ്ടോ എന്ന് നോക്കാം. കമ്മീഷൻ ഇല്ല, സാലറി ഇല്ല, കുഴപ്പമില്ല. അതൊന്നും നമുക്ക് അങ്ങനെയാണെങ്കിൽ ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കുള്ളത് ഡ്യൂലി ക്രെഡിറ്റഡ് രാജീവ് എന്ന് പറയുന്ന ആൾ അഡീഷണൽ ക്യാപിറ്റൽ 16 ഉണ്ട്. ഓക്കെ, അത് October 1 ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ രാജീവിന് മാത്രമാണ് വരിക. രാജീവിൻ്റെ 16,000 മൈനസ് ചെയ്യണം. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,58,000 ആണ് ഒന്നാമത്തെ ആളത്. രാജീവിൻ്റേത് നമുക്ക് 16 മൈനസ് ചെയ്യണം. സിമ്പിൾ എമൗണ്ടാണ് 60,000. ഓക്കെ, അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിന് നമുക്ക് എഴുതി വെക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാണാം. അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം പാർത്ത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിയില്ല. 1,58,000 ഇൻറ്റു എത്ര റേറ്റ്?
ക്വസ്റ്റിനകത്ത് 12%, 12/100, 18,000. ഇനി രാജീവിൻ്റെ കാണാം. രാജീവിന് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് കാണാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 60,000 ആണ്. 60,000 ഇൻറ്റു 12/100 ആണ്. സോ 7,200. ഇനി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 16,000 ആണ്. അതിന് 12/100 ആണ്. പക്ഷേ ഒക്ടോബർ അല്ലേ, അപ്പോൾ ഒക്ടോബർ മുതൽ ക്വസ്റ്റ്യൻ നോക്കുക, മാർച്ചിലാണോ നോക്കുക. ക്യാപിറ്റൽ 2020, ഓക്കെ മാർച്ചിലാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മന്ത് ആണ്. 6/12 ആണ്. 16,000 6/12 വരും, 960 വരും. അങ്ങനെയാണെങ്കിൽ 8,000 സംതിങ്, 8160. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് സാധ്യത. ഇഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിലേക്ക് എത്തുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വരുന്ന ഒരാൾ ഏതാണെന്നറിയോ, ഈ അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ മടിക്കരുത്. ഇനി മറക്കരുത്, ഇനി ഏഡ് ചെയ്ത ഐറ്റം ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല. ഇനി സാലറി, കമ്മീഷൻ ഇതൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ലെസ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരുപക്ഷെ ഡ്രോയിങ്സ് മാത്രമായിരിക്കില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റേറ്റ് വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? മുഹമ്മദ് കെ പി അവിടെ ഉണ്ടോ? കെ പി അവിടെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ നമ്മൾ നേരെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകേണ്ടത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവുക അഡ്മിഷൻ ചാപ്റ്ററിലേക്കാണ്. ന്യൂറേഷനിലും പഠിക്കണ്ടേ? ഓക്കെ, സോ നോക്കിക്കോളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാൽക്കുലേഷൻ തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നാമത്തെ എമൗണ്ട്, റേറ്റ്, ഡേറ്റ് ഈസ് ഗിവൺ, ഡേറ്റ് ഈസ് നോട്ട് ഗിവൺ. ഇനി ഡിഫറൻറ്റ് എമൗണ്ട്, ഡിഫറൻറ്റ് ഇൻ്റർവൽസ് ആൻഡ് ഫിക്സഡ് എമൗണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഫറൻറ്റ് എമൗണ്ട്, ഡിഫറൻറ്റ് ഇൻ്റർവൽസ്. ഡിഫറൻറ്റ് എമൗണ്ട്, ഡിഫറൻറ്റ് ഇൻ്റർവൽസ് ആണ് എക്സാമിന് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. ഒരു ഡേറ്റ് തരുന്നു, ആ ഡേറ്റിന് നമുക്ക് വ്യത്യസ്തമായ ഡേറ്റ്, വ്യത്യസ്തമായ വിഡ്രോവൽ അല്ലേ, വ്യത്യസ്തമായ ഡേറ്റിൽ വ്യത്യസ്തമായ വിഡ്രോവൽ. മാർച്ച് 1 6,000, ഇനി ജൂൺ 1 4,000, സെപ്റ്റംബർ 1 5,000, ഡിസംബർ 1 2,000. ഇത് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റ് മെത്തഡാണ്. സാറ് പറഞ്ഞ സമയം പോക്കുന്നില്ല. പ്രൊഡക്റ്റ് മെത്തഡിലെ പ്രോബ്ലം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പ്രൊഡക്റ്റ് മെത്തഡിൽ നമ്മൾ മന്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മാർച്ച്, അതായത് നമുക്ക് ക്ലോസ് ചെയ്യുന്ന ഡിസംബറിലാണെങ്കിൽ മാർച്ച് 1 ആണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് 10 മന്ത്സിലേക്കാണ്. അങ്ങനെയാണ് ജൂൺ 1 ആണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മന്ത്സിലേക്കാണ്. സെപ്റ്റംബർ 1 ആണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മന്ത്സിലേക്കാണ്. ഡിസംബർ 1 ആണെങ്കിൽ 1 മന്തിലേക്കാണ്. മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊഡക്റ്റ് കണ്ട് പ്രോബ്ലം ചെയ്യുന്ന അറിയാം. ഇനി ഇതിൻ്റെ ഫോർമുല ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ആണെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ഒരു പ്രോബ്ലം നല്ലപോലെ ശ്രദ്ധിച്ച് വെക്കുക. കാരണം പ്രൊഡക്റ്റ് മെത്തേഡിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഈ പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. മാർച്ച് 1-ാം തീയതി 6,000 ആണ്. അടുത്ത എമൗണ്ട് 4,000 ആണ്. നെക്സ്റ്റ് എമൗണ്ട് 5,000 ആണ്. നെക്സ്റ്റ് എമൗണ്ട് 2,000 ആണ്. മന്ത് കാൽക്കുലേറ്റ് ചെയ്തു 10/7/41. 10/7/41. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 60,000, 28,000, 20,000 ആൻഡ് 2,000. ഇത് എമൗണ്ട് ആണ്, നമ്പർ ഓഫ് മന്ത്സ് ആണ്, പ്രൊഡക്റ്റ് ആണ്. ഇനി നമ്മൾ ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് ആണ്. ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 60,000 പ്ലസ് 28,000 പ്ലസ് 20,000 പ്ലസ് 2,000. ദാറ്റ് ഈസ് 1,10,000. ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് കിട്ടി അല്ലേ? ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് കിട്ടി സാർ. ഓക്കെ, 1520. ഓക്കെ ആശിഷ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഫോർമുലയിൽ പോകാം. 1,10,000 ഇൻറ്റു റേറ്റ് ബൈ 100 അല്ലേ? റേറ്റ് എത്രയാണ്? റേറ്റ് 12% ആണ്. 12/100 ഇൻറ്റു 1/12 കോമൺ ആണ്. സോ 12/100. ഓക്കെ അല്ലേ? കിഷൻ നായർ, വാട്ട് ഹാപ്പൻ? ക്രിഷ്, എന്താ പറ്റിയേ?
ഇനി ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന പോലെ തന്നെ നോക്കിക്കോളൂ, ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന ഒരേ എമൗണ്ട് മന്ത്ലി ആവാം അല്ലെങ്കിൽ ക്വാർട്ടർലി വിഡ്രോ ആവാം. എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ മന്ത്ലി വിഡ്രോവൽ ഉണ്ടാവാം, ക്വാർട്ടർലി വിഡ്രോവൽ ഉണ്ടാവാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു സെയിം എമൗണ്ട് തന്നെ ഒരു പാർട്ട്ണർ വിഡ്രോ ചെയ്യുന്നു പേഴ്സണൽ യൂസിന് വേണ്ടി. അയാൾ വിഡ്രോ ചെയ്യുന്നത് മേ ബി അത് മന്ത്ലി ആവാം അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം. മന്ത്ലി ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 ഓപ്ഷനാണുള്ളത്: ബിഗിനിങ് ഓഫ് ദ മന്ത്, മിഡിൽ ഓഫ് ദ മന്ത് ആൻഡ് എൻഡ് ഓഫ് ദ മന്ത്. ക്വാർട്ടർലി ആവുന്ന സമയത്ത് 3 ഓപ്ഷനാണുള്ളത്: ബിഗിനിങ് ഓഫ് ദ ക്വാർട്ടർ, മിഡിൽ ഓഫ് ദ ക്വാർട്ടർ ആൻഡ് എൻഡ് ഓഫ് ദ ക്വാർട്ടർ. ഇവിടെ മക്കൾ പഠിച്ചു വെക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഏവറേജ് പീരീഡ് മാത്രമാണ്. ആ ഏവറേജ് പീരീഡ് അത്രയും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മിഡിലാണെങ്കിൽ എല്ലാവർക്കും 6 ആണ്, മിഡിലാണെങ്കിൽ എല്ലാവർക്കും 6 ആണ്, 6/12 ആണ്. ഇനി ഇവിടെ ബിഗിനിങ് ആണെങ്കിൽ നമുക്കറിയാം 6.5, അതുപോലെ തന്നെ 5.5. ക്വാർട്ടർലി ആണെങ്കിൽ 7.5, ദെൻ 4.5. ഈ ഫോർമുല അല്ലെങ്കിൽ ഈ കോൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് മന്ത്ലി, ക്വാർട്ടർലി ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏവറേജ് പീരീഡ്. നേരെ ക്വസ്റ്റിലേക്ക് നമ്മൾ പോകാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തോണ്ട് നമുക്ക് പോവാം. ദേവ് വിഡ്രോ 10,000 ഓൺ 15th day ഓഫ് എവറി മന്ത്. മിഡിൽ ഓഫ് ദ മന്ത് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ടു ബി ചാർജ് 12% പെർ ആനം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ദേവ്സ് ഡ്രോയിങ്സ്. ഇവിടെ കുട്ടികളോട് തെറ്റിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടോട്ടൽ ഡ്രോയിങ്സ് എടുക്കാൻ മറന്നു പോകുക എന്നുള്ളതാണ്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു പീരീഡാണ് നമ്മുടെ എന്ത് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഈ 10,000 rupees ദേവി വിഡ്രോ ചെയ്യുന്നത് മന്ത്ലി ആണ്. മന്ത്ലി ആണെങ്കിൽ ഇയാൾ 12 തവണ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. 12 തവണ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പം 12 തവണ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 10,000 ഇൻറ്റു 12 ആണ് ടോട്ടൽ ആരുടെ ഡ്രോയിങ്സ് വരുന്നത്. നമ്മുടെ ദേവിൻ്റെ ഡ്രോയിങ്സ് വരിക 1,20,000. അതിൻ്റെ മേലെയാണ് റേറ്റ് ഇടേണ്ടത്. റേറ്റ് 100 ആണ്. 15th ആണ്, മിഡിൽ ഓഫ് ദ മന്ത് ആണ്, 6/12 ആണ്. സോ answer will be 7,200. അക്കൗണ്ടൻസി ടെസ്റ്റ് ഫുൾ അല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകും. ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ, ഈ സ്ലൈഡ് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ താഴെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ തരിക. ആ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ എക്സാമിന് ചോദിക്കില്ല. ഇഫ് ഈ വിഡ്രോൺസ് 12,000, ഈ 1,000 പെർ മന്ത് ആണെങ്കിൽ, 1,000 പെർ മന്ത് എൻഡ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പ്രോബ്ലം ചെയ്ത് പഠിക്കുകയും വേണം. ഇനി നമുക്ക് വേണ്ടത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ്ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലേ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫേം ഗ്യാരണ്ടി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു 1 മാർക്ക് ചോദ്യം വന്നിരുന്നു. P and Q are partners sharing a profits and losses in the ratio of 2:1. 2:1. P, Q, R are partners sharing profits and losses in the ratio of 2:1. ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ P and Q are P and Q guaranteed that R's profit in any year shall not be less than 20,000. അതായത് പിയും ക്യൂവും കൂടെ ആറിന് ഗ്യാരണ്ടി ചെയ്തു നിങ്ങളെ പ്രോഫിറ്റ് ഒരു വർഷവും എന്തിൽ കുറയില്ല, 20,000 കുറയില്ല എന്ന് പിയും ക്യൂയും ഗ്യാരണ്ടി ചെയ്തു. നമ്മുടെ ചോദ്യം ഇതാണ്. The net profit for the year ended 31st March 2018 rupees 60,000. 60,000 ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ എന്താണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പം ഒരു ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു വോണ്ട് ടു ചെക്ക് ദ സാറ്റിസ്ഫൈങ് ദ ഗ്യാരണ്ടി ഓർ നോട്ട്. ദാറ്റ് ഈസ് പി ക്യു ആർ അല്ലേ, ആറിൻ്റെ ഷെയർ കാണാം. പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 60,000 ആണ്. ആർ ഷെയർ ഈസ് ഈക്വൽ ടു 60,000 2:1 അല്ലേ, 1/5. So the amount will be 12,000. കുറഞ്ഞു പോയി 12,000. അങ്ങനെയാണെങ്കിൽ എത്രയിലേക്ക് എത്തണം? 20ലേക്ക് എത്തണം. സോ ഡെഫിസിറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 8,000. ഡെഫിസിറ്റ് എമൗണ്ട് എത്രയാ? 8,000. ഇത് ആര് കൊടുക്കണം? നമ്മുടെ പിയും കൊടുക്കണം, ക്യൂവും കൊടുക്കണം. അപ്പോൾ അത് ഏത് റേഷ്യോ കൊടുക്കണം? അവരുടെ ഓൾഡ് റേഷ്യോ 2:2 ആണ്. അതായത് ഈക്വൽ ആണ്. 4,000 പിയും കൊടുക്കണം, 4,000 ക്യൂവും കൊടുക്കണം. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അത് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യടാ നോക്കിക്കോ. ഇനി നമ്മൾ പിയുടെ പ്രോഫിറ്റ് ആണ്. പീസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് 60,000 അല്ലേ, അതിൻ്റെ 2/5 കാണുക. ഓക്കെ, ദാറ്റ് ഈസ് 24,000. ഇതിൽ നിന്ന് എത്ര എടുക്കുക? 4,000 എടുക്കുക. അയാൾക്ക് എത്ര കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. ഇനി ക്യൂവിൻ്റെ ഷെയർ കാണാൻ സെയിം അല്ലേ, 60,000 ഇൻറ്റു
2/5 വരും. അപ്പോൾ 24,000 ആണ്. അതിൽ നിന്ന് 4,000 ഇങ്ങ് എടുക്കുക. ഇയാൾക്ക് എത്ര കൊടുത്താൽ മതി? 20,000 കൊടുത്താൽ മതി. ഇതേ ഉള്ളൂ. അപ്പോൾ അപ്രോപ്രിയേഷൻ കൊണ്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അപ്രോപ്രിയേഷൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 ക്രെഡിറ്റ് കാണിക്കുക. ഇതായിരുന്നു പ്രോഫിറ്റ്. വേറെ ഐറ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. 60,000 ടോട്ടൽ ഇടുക. ഇവിടെയും 60,000 ടോട്ടൽ ഇടുന്നു. ആൻസർ എത്രയാ? 60,000 ആണ്. PQRനെ ഷെയർ ചെയ്യുക. 20 കിട്ടി പിക്ക്. കാരണം 12 ഉള്ളായിരുന്നു. 4 കിട്ടിയല്ലോ. അപ്പോൾ 20 ക്യൂന് എത്രയായി? 20. 24 4 കുറച്ചു. 6 എത്ര? 24 4 കുറച്ചു 20,000. ഇങ്ങനെയാണ് അപ്രോപ്രിയേഷൻ കൊണ്ട് വരച്ച് കൊടുക്കേണ്ടി വരും. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ അപ്രോപ്രിയേഷൻ കൊണ്ട് നിങ്ങൾ വരച്ച് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അപ്രോപ്രിയേഷൻ കൊണ്ട് വരച്ചിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. ഓക്കെ അല്ലേ? ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉള്ള ഒരു പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം അതാകുമ്പോൾ നമുക്ക് എല്ലാം പഠിക്കുകയും ചെയ്യാം കേട്ടോ. എന്താണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്? നമ്മൾ +1 ക്ലാസ്സിൽ റെക്ടിഫിക്കേഷൻ എറേഴ്സ് പഠിച്ച പോലെ നമ്മൾ അക്കൗണ്ട്സിലേക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്കാണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ? ഈ ഐറ്റംസ് എല്ലാം എന്താവുന്നു? നമ്മളോട് മിസ്സായി ഇപ്പോൾ റോങ് ആവുന്നു, എറർ സംഭവിക്കുന്നു. എറർ സംഭവിക്കുകയാണ്, നമുക്ക് മറ്റൊരു എൻട്രി കൊടുക്കണം. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിനെ പറയുന്നത് ആ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ഒരു അടിപൊളി ചോദ്യം. ഓക്കെ അല്ലേ? ഒരു അടിപൊളി ചോദ്യം നോക്കിക്കേ. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ എൻഡഡ് 31st March വാസ് ₹50,000. നെറ്റ് പ്രോഫിറ്റ് ഫേമിൻ്റെത് 30,000 റുപ്പീസ് ആണ്. ഓക്കെ. വിച്ച് ഹാവ് ബീൻ ഡ്യൂലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഡ്യൂലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് A, B ആൻഡ് C. 3 പാർട്ട്നേഴ്സാണ്. ABC-ക്ക് ഈ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇൻ ദ റേഷ്യോ ഓഫ് 3:1:1. Okay, clear the question. It was discovered that under mentioned transactions are not passed through the books. അതായത് ഇവിടെ അർത്ഥം ഇതാണ്. ദ മീനിങ് ഈസ് 38,000 റുപ്പീസ് ആയിരുന്നു ഫേമിന് നെറ്റ് പ്രോഫിറ്റ്. അത് പാർട്ട്നേഴ്സായ എക്കും ബിക്കും സിക്കും 3:1:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ താഴെ കാണിച്ചിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാതെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ എന്തൊക്കെയാ അത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുത്തിട്ടില്ല. സാലറി ടു A ആൻഡ് B കൊടുത്തിട്ടില്ല. കമ്മീഷൻ ടു A കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൊടുക്കണ്ടേ? ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെയാണ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. സോ ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഈസ് റോങ്. ഇറ്റ് ഈസ് റോങ് ഡിസ്ട്രിബ്യൂഷൻ. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പോകുന്നതിന് മുമ്പേ നമുക്ക് ടേബിൾ വരയ്ക്കണം. ആ ടേബിൾ ഇങ്ങനെയാണ് മക്കളെ. നമുക്ക് പല രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടേബിൾ അല്ല എക്സാമിൻ്റെ ആൻസർ, എൻട്രിയാണ്. ടേബിൾ പല രീതിയിൽ പല സ്കൂളുകളിലും പല ടീച്ചേഴ്സും പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് വേണം ഇങ്ങനെ ചെയ്യാം. പാർട്ട്നേഴ്സിന് ഇട്ടിട്ട് ചില സ്കൂൾ നമുക്ക് ഇങ്ങനെ ചെയ്യും. ഡെബിറ്റ് ക്രെഡിറ്റ് ടോട്ടൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ഫേമിൻ്റെത്. നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാം അല്ലേ? 3 പേരുടെയും അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറയുന്നത് ഫേമിൻ്റെ ആണ്. എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അതെല്ലാം നമ്മളൊന്ന് കൊടുക്കുക അവർക്ക്. ഇതൊരു ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്താണ് കൊടുക്കുക അല്ലേ? ക്രെഡിറ്റ് ചെയ്താണ് കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 25,000, 20,000 ആൻഡ് 15,000. അങ്ങനെയാണെങ്കിൽ 10% അല്ലേ? 2,500, 2,000 ആൻഡ് 1,500. ഓക്കെ 2,500, 2,000 ആൻഡ് 1. ഒക്കെ ടോട്ടൽ എത്ര കൊടുത്തു? 6,000 കൊടുത്തു. ഓക്കെ, പാർട്ട്നേഴ്സിന് കൊടുത്തു. നമ്മൾ പോയ കാര്യങ്ങളൊക്കെ മിസ്സായ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇനി താഴെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. നമുക്ക് എടുക്കാം. ഇനി ആദ്യം കൊടുക്കേണ്ടെല്ലാം കൊടുക്കാം. നമുക്ക് സാലറി ടു A 5,000 ആൻഡ് 7,500 B. 5,000 A ഉണ്ട്, 7,500 Bക്ക് ഉണ്ട്. ഓക്കെ അല്ലേ? ആ സാലറി കൂടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സാലറി കൊടുത്തിരിക്കുന്നത് 12,500 ആണ്. ഫേമിൻ്റെ 12,500 ആണ്. സിക്കില്ല. ഇനി കമ്മീഷൻ വീണ്ടും എക്ക് തന്നെയാണ്. എയുടെ കമ്മീഷൻ A ആണ്, 3,000 ആണ് കമ്മീഷൻ. ഇതും ക്രെഡിറ്റ് ആണ്. കമ്മീഷൻ ക്രെഡിറ്റ് ആണ്. എക്ക് കമ്മീഷൻ ഉണ്ട്, 3,000 ആണ്. 3,000
ഓക്കെ 3000 ടോട്ടൽ വരുന്നത് അല്ലേ. അങ്ങനെ നമുക്ക് ആദ്യം ടോട്ടൽ ചെയ്യാം, കൊടുക്കേണ്ട കാര്യമൊക്കെ ടോട്ടൽ ചെയ്യാം. 5 അല്ലേ, 12,000 10,500 9,500 ശ്രദ്ധിക്കുന്നുണ്ടല്ലേ, 9,500 ഓക്കെ അല്ലേ. 9,000 സാർ ഓക്കെ. ദെൻ 1,500 അങ്ങനെ ടോട്ടൽ 21,500 ഓക്കെ. ടോട്ടൽ ഇതാണ്. അതായത് എന്തൊക്കെയാണോ പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം, എന്തൊക്കെയാണോ പാർട്ട്നേഴ്സിന് വിട്ടുപോയത് കൊടുക്കാൻ, അതെല്ലാം ടോട്ടൽ ചെയ്ത് ഓരോരുത്തരും കൊടുത്ത് ടോട്ടൽ ഫേമിൻ്റെതാണ്, ഫേം ഇത്ര കൊടുത്തു അല്ലെങ്കിൽ ഫേമിന് ഇത്ര വാങ്ങി, ഇങ്ങനെ അത് ആദ്യം എഴുതുക. ഇനി നമുക്ക് എന്തൊക്കെ ലെസ് ചെയ്യണം നോക്കുക, ഇവരുടെ ക്യാപിറ്റൽ എന്തൊക്കെ ലെസ് ചെയ്യണം. അത് ഇതൊന്നും ചെയ്യാത്ത ഐറ്റം അല്ലേ, എന്തൊക്കെ ലെസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ശരിക്കുള്ള പ്രോഫിറ്റ് കാണാം. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡെബിറ്റ് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 350, 250 ആൻഡ് 150. ടോട്ടൽ 750 വരും. ലെസ് ചെയ്യേണ്ടതായിട്ട് വേറെ ഒന്നും ലെസ് ചെയ്യണ്ടല്ലോ. 10,150, 9,250, 1,350, സോ 20,750 ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രോഫിറ്റ് നോക്കിയേ. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്, ഈ ഒരു എമൗണ്ട് അല്ലേ. ആ എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ലെസ് ഡിവിസിബിൾ $20,750 in the ratio of 3:1:1. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ആ റേഷ്യോസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 12,450 ഇയാൾക്ക്, 4,150 ബിക്കാണ്, 4,150 സിക്കാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അധികമായി പോയതും കുറഞ്ഞു പോയതൊക്കെ കാണാം. ഒന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2,300 ഇവിടെ, 5,100 ബിക്ക്, ഇനി സിക്ക് 2,800. ഇനി എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ്, ഇത്രയേ ഉള്ളൂ സംഭവം. നോക്കിയേ. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ബാലൻസ് 2,300 ഇറ്റ് ഈസ് ഓവർ അല്ലേ, അധികമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ദെൻ 5,100 നമുക്കറിയാം ഇവിടെ കുറവാണ്, അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. 2,800 ഇവിടെ കൂടുതലാണ്, അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതായത് 2 ഡെബിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കിട്ടുകയും വേണം. സോ ഹിയർ ദ ജേർണൽ എൻട്രി വിൽ ബി, ഡെബിറ്റ് ആർക്കൊക്കെയാടാ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സിക്കല്ലേ ഡെബിറ്റ് അല്ലേ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പം 2,300 എയുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുക, 2,800 സിയുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ആർക്ക് കൊടുക്കുക, 5,100 ആർക്ക് കൊടുക്കുക, ബിക്ക് കൊടുക്കുക. കഴിഞ്ഞു. ഓക്കെ ഓക്കെ അടൻ്റെ അപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മക്കളെ എന്തായാലും ഒന്ന് നോക്കണം. സോ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തീർച്ചയായും ഒന്ന് നോക്കുക. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അടിപൊളിയായിട്ട് നോക്കുക. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സാറ് എല്ലാം കൂടിയാണ് ഇതിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഒന്നും വരില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മിസ്സിങ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മിസ്സിങ്, സാലറി മിസ്സിങ്, കമ്മീഷൻ മിസ്സിങ്, ഇങ്ങനെ എല്ലാം വരില്ല. ഇങ്ങനെ ഏതെങ്കിലും 1-2 കാര്യം മിസ്സിങ് വരും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഇവിടെ റോങ് ഡിസ്ട്രിബ്യൂഷനൊക്കെ വരും. അതായത് നമ്മൾ ഷെയർ ശരിക്കും 3:1:1 ആണ്, അത് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. അപ്പോൾ അത് തിരിച്ചെടുക്കണം. ഈ രീതിയിലൊക്കെ ചോദ്യം വരും. ഇനി ഏത് രീതിയിലാണോ നിങ്ങൾ ടേബിൾ വരച്ച് പഠിച്ചത് അത് അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. ഈ രീതി തന്നെ പഠിക്കണമെന്നില്ല. ആ ടേബിൾ നിങ്ങൾക്ക് ഏത് രീതിയിലൂടെ ചെയ്ത് പഠിക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ. അപ്പോൾ അടിപൊളിയായിരിക്കുക. ഇനി പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, നമ്മൾ നേരെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ പോവുകയാണ്. അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ പഠിക്കാണ്ട്, ന്യൂറേഷ്യോ കാൽക്കുലേഷൻ എല്ലാം പഠിക്കാണ്ട്. ന്യൂറേഷ്യോ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്താൽ മനസ്സിലായില്ലോ. സോ ഒന്നുകൂടി പറയാം, നോ ഇഷ്യൂസ്. ഒന്നുകൂടി പറയാം, നോക്കിക്കോളൂ. ഇവിടെ എത്രയാണ്, 12,450 അല്ലേ, 12,450 അല്ലേ. അപ്പോൾ ഇത് അധികമല്ലേ. എത്രയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്, 10,150 അല്ലേ. അപ്പോൾ 10,150 ആണെങ്കിൽ 12,450, അപ്പോൾ അധികമാണ്. അധികമായത് എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്തു കളയുന്നു. ഡെബിറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇവിടെയാണെങ്കിൽ 9250 ആണ്, 4150 അല്ലല്ലോ. അപ്പോൾ കൂടുതൽ കൊടുക്കണ്ടേ, അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്താണ്,
1350 അധികമല്ലേ, അപ്പം 2800 എടുക്കുക. സോ നേരെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കുകയാണ്, അക്കൗണ്ട്സിൽ നിന്ന് എടുക്കുകയാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, അക്കൗണ്ട്സിലേക്ക് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേടാ? ഇത് എത്ര മാർക്കിന് വരാറ്? നമുക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് വരെ ചോദിക്കാറുണ്ട്, 1 മാർക്കിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. സോ ഇൻസൈഡ് സ്കൂൾ DRCR എത്തി പഠിപ്പിച്ച് കുഴപ്പമില്ല. ദേവാനന്ദന കുഴപ്പമില്ല. അതായത് സാറ് പറഞ്ഞുതരാം. അത് സാറ് സ്കൂളിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഇങ്ങനെയായിരിക്കും. അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എ ആണെങ്കിൽ എക്ക് DRCR, ബിക്ക് DRCR, ഇനി സിക്ക് DRCR, ഫേം എന്ന് എഴുതിയിട്ട് DRCR, ഇങ്ങനെ പഠിപ്പിക്കും. കുഴപ്പമില്ല. അതായത് സാറ് മുൻകൂട്ടി പറഞ്ഞു. അതായത് എന്ത് മെത്തേഡിലാണോ നിങ്ങൾ ചെയ്ത് പഠിച്ചത് ആ മെത്തേഡ് തന്നെ വേറെ മെത്തേഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് ആദ്യം ആഡ് ലെസ് ഒക്കെ വേറെ മെത്തേഡ് പഠിക്കാം. നിങ്ങൾ സ്കൂളിലെ ക്ലാസ് റൂമിൽ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്തത് ആ മെത്തേഡ് തന്നെ നിങ്ങളെ ബോർഡ് എക്സാമിന് ഫോളോ ചെയ്യുക. സാർ അത് ഓർമ്മിച്ചെന്ന് മാത്രം. ഇനി ഏറ്റവും എളുപ്പം ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തായാലും പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും അത് ഈക്വൽ ആവണം. ഈക്വൽ ആയിട്ടില്ലെങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. വീണ്ടും ചെയ്ത് നോക്കണം. ഡെബിറ്റും ക്രെഡിറ്റും, അതായത് ആരെടുത്താണോ എടുക്കുന്നത് അത് ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ കറക്റ്റ് ആയിരിക്കണം. ആരാൾക്കാണ് കിട്ടുന്നത് അത് ഇവിടുന്ന് എടുക്കാനുള്ള പൈസ കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇതെല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇതെല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. ഇനി അഡ്മിഷനാണ്. അഡ്മിഷൻ ഒരു കിഡിലൻ നമുക്ക് വേണ്ടത് എസ് എ തന്നെയാണ്. എസ് എക്ക് മുമ്പേ ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തായിരിക്കും. ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ പോയില്ല. എന്നാലും സറണ്ടർ മെത്തേഡൊക്കെ സാറ് പറയും കേട്ടോ. ഇനി ഒരു അഡ്മിഷൻ സമയത്ത് ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ട്ണറാണ് ഒന്നാമത്തെ നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം അല്ലേ? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരെ നോക്കി വെക്കണം. ഇനി അഡ്മിഷൻ ഓഫ് എ പറഞ്ഞ സമയത്ത് നമുക്കറിയാം ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ട്ണർ ഒരൊറ്റ, തീർച്ചയായും സൽവ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ക്യാഷ് ആണ്, ക്യാഷ് ഓർ അസറ്റ് ആണ്. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അധികം നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രധാനമായിട്ടും ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ ആണ്. ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ ഓരോ കുട്ടിയും ഓരോ സെറ്റായിട്ട് പഠിച്ചു വെക്കണം. കാരണം ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ 5 മെത്തേഡിൽ എക്സാമിന് ചോദിക്കും. ABCDE 5 മെത്തേഡിൽ പരീക്ഷ ചോദിക്കും. അതായത് he may acquire from the old partners in the old ratio. കോസ്റ്റിനകത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെയാണ് 3:2 എന്ന് പറയും. എന്നിട്ട് 1/4 അഡ്മിറ്റ് ചെയ്യും. വേറെ ഒന്നും പറയില്ല. ഓക്കെ, വേറെ ഒന്നും പറയില്ല. അപ്പം പ്രോബ്ലം ചെയ്യുന്നത് 1 - 1/4. ഇനി ഈക്വലി ആണെങ്കിൽ 3:2 എന്ന് പറയും. 1/5 അഡ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈക്വലി എന്ന് പറയും. 1/5 ഈക്വൽ എടുക്കുന്നു. അതായത് 1/10 1/10. സം എഗ്രീഡ് റേഷ്യോ 3:2 എന്ന് പറയും. 1/4 അഡ്മിറ്റ് ചെയ്യുന്നു. 1/3 ഫ്രം എ ആൻഡ് 1/24 ഫ്രം ബി, അങ്ങനെ പറയാം. അക്കയർ ഒരാൾ കയ്യിൽ നിന്ന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ സറണ്ടർ മെത്തേഡ് ആയിരിക്കാം. സറണ്ടർ മെത്തേഡ് എക്സാമിന് ഡയറക്റ്റ് അങ്ങ് ചോദിക്കും. ഏതാണ് സറണ്ടർ മെത്തേഡ് എന്നുള്ളത് ഡയറക്റ്റ് എക്സാമിന് ചോദിക്കും. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് സാറേ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ വേണം എന്നാണ്. തീർച്ചയായും ഗുഡ്വിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ നോക്കിക്കോളൂ. 2 രീതിയിലാണ് എക്സാമിനേഷൻ ഒരു കുട്ടി ഗുഡ്വില്ലിനെ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, നമുക്ക് എന്താണ് ഗുഡ്വിൽ എന്ന് പഠിച്ചു വെക്കുന്നു. അതായത് എന്താണ് ഗുഡ്വിൽ, അതായത് ഒരു ഫേമിൻ്റെ അകത്ത് ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാം, വാല്യൂ ചെയ്യാം. അതിനുശേഷം ആ ഗുഡ്വിൽ അഡ്മിഷൻ സമയത്ത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇത് 2 ചോദ്യമാണ്. പബ്ലിക് എക്സാമിന് ഇത് 2 ചോദ്യമാണ്. അതായത് ടു കാൽക്കുലേറ്റ് ഗുഡ്വില്ലും അതുപോലെ തന്നെ ഗുഡ്വിൽ അതിനെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം. കാരണം ഇറ്റ് മേ ബി റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഗുഡ്വിൽ പെയ്ഡ് പ്രൈവറ്റ്ലി ആവാം. ഗുഡ്വിൽ റീറ്റൈൻ ചെയ്തിട്ടുണ്ട്, നമുക്കത് വിഡ്രോ ചെയ്യുന്നുണ്ടാവാം. ഫുൾ ഓർ പോർഷൻ ഓഫ് ഗുഡ്വിൽ വിഡ്രോ ചെയ്യുന്നുണ്ടാവാം. ഗുഡ്വിൽ ബ്രോട്ട് ഇൻ കൈൻഡ് ആവാം, അല്ലെങ്കിൽ നോട്ടിൻ്റെ പൊസിഷൻ ആവാം, അല്ലെങ്കിൽ പോർഷൻ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരാം. ഇതെന്തായാലും നിങ്ങൾ എക്സാമിനേഷൻ നോക്കി വെക്കണം. വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ലും ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലും ഒരേപോലെ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ഐറ്റമാണ് വാല്യുവേഷനും ട്രീറ്റ്മെൻറ്റും. അതുകൊണ്ട് വാല്യുവേഷനിൽ പോകുന്ന സമയത്ത് മക്കൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെ ഫോർമുലയിലൂടെ ഗുഡ്വില്ലെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ ഫോർമുലകൾ കൃത്യമായിട്ട് എക്സാമിന് ഓർമ്മിച്ച് വെക്കണം. നമുക്ക് വേണ്ടത് ഒന്ന് ഏവറേജ് മെത്തേഡാണ്. ഏവറേജ് മെത്തേഡിൽ നിങ്ങൾ അധികം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, അധികം നോക്കേണ്ട ആവശ്യമില്ല. ഏവറേജ് മെത്തേഡ് എന്താണ്? ഏവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അല്ലേ. ഏവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഇനി വെയ്റ്റഡ് ഏവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ വെയ്റ്റഡ് ഏവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ആ ഫോർമുല 3 സെറ്റ് പഠിച്ചു വെക്കണം. അതായത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ് അതിൻ്റെ ഫോർമുല അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എന്താ സൂപ്പർ പ്രോഫിറ്റ്?
സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഏവറേജ് മൈനസ് നോർമൽ. ഏവറേജ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. എന്താ നോർമൽ പ്രോഫിറ്റ്? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എക്സാമിൻ്റെ സ്ഥിരം ഏരിയ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഏവറേജ് പ്രോഫിറ്റ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഏവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഏവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസറ്റ് ആയിരിക്കണം. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിലോ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഫോർമുലകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പ്രധാനമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സൂപ്പർ പ്രോഫിറ്റിലും ക്യാപിറ്റലൈസേഷനാണ്. സൂപ്പർ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും ആലോചിക്കേണ്ട, ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം അത് നമുക്ക് അഡ്മിഷൻ സമയത്തും നമുക്ക് റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ വേണ്ടതാണ്. ഒന്ന്, നമുക്ക് അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലയബിലിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റി ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അൺറെക്കോർഡഡ് അസറ്റ് URA, അൺറെക്കോർഡ് അസറ്റ് പറഞ്ഞാൽ അസറ്റ് കൂടിയ സമമാണ്. സോ വി ആർ ക്രെഡിറ്റിംഗ്. അൺറെക്കോർഡ് ലയബിലിറ്റി അസറ്റിൻ്റെ, അതായത് ലയബിലിറ്റി കൂടിയതിന് സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഈ കാര്യം നിങ്ങൾ മനസ്സിലോടെ ഓർമ്മിച്ചോ. ഈ ഒരു സംഭവം മനസ്സിലായി. ഈ ഏരോ മാർക്ക് നോക്കിയേ, ഒന്നതാ രണ്ടാളും ദൂരോട്ടാണ്, ഇത് രണ്ടാളും അടുപ്പിച്ചില്ലേ ഇങ്ങനെ വരികയാണ്. സോ അങ്ങനെയാണെങ്കിൽ അസറ്റ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസ്, ലയബിലിറ്റി ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡഡ് അസറ്റ് ആൻഡ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഒരു അടിപൊളി essay ക്വസ്റ്റ്യൻ ആണ്. അഡ്മിഷൻ്റെ essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? അഡ്മിഷൻ്റെ essay ക്വസ്റ്റ്യൻ ഇതാ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു essay ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റല്ലേ? നിങ്ങൾ അടിപൊളിയായി നിൽക്കില്ല. കാരണം ഇതിൻ്റെ അകത്ത് സാർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മുഴുവൻ ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ essay ഈസി ആയിരിക്കും. എല്ലാ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറഞ്ഞേ. ആ പേരെനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ട്. ഏതൻ പറ്റോ, എനിക്കൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ദിയ ഓക്കെയാണ്. ഓക്കെ, ഒരു essay ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കായിട്ട് ഇരിക്കുക. പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. വിടിയ സാർ. ഓക്കെയാണ്. ജോയൽ ഓക്കെയാണ്. essay ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിച്ചു ഓക്കെയാണ്. ഓക്കെ സാർ. നോക്കിക്കോളൂ, ഒരു അഡ്മിഷൻ്റെ essay ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മുഹമ്മദ് KP റെഡി? ഈ ഒരു essay പഠിച്ചു വെക്കണം. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് സാർ നിർബന്ധിച്ചത്. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സാർ, നോ ബുദ്ധിമുട്ട്. ഓക്കെ. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാക്സിമം വരാൻ പറ്റുന്ന, അഡ്മിഷൻ സമയത്താണെങ്കിൽ മാക്സിമം വരാൻ പറ്റുന്ന ഐറ്റം സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇവിടെ 3 പാർട്ട്നേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4ാമത്തെ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഗീത, സീത ആൻഡ് റീത ആർ പാർട്ട്നേഴ്സ് വിത്ത് എ പ്രോഫിറ്റ് ഷെയറിംഗ് ഓഫ് 2:1. ദിയർ ബാലൻസ് ഷീറ്റ് ഈസ് ഗിവൺ ബിലോ. 3 പാർട്ട്ണർ ഉണ്ട്. ഏതൻ പാറ്റ. ഓക്കെ. അത് രണ്ടും കൂടി അടുപ്പിച്ച് വന്നുകൊണ്ടാണ് വായിക്കാൻ ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, റെഡിയാക്കി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി സൈഡിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, റിസർവ് ഫണ്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ദെൻ ക്യാപിറ്റൽ. ഇങ്ങനെ ഇതിൻ്റെ പുറത്തുനിന്ന് ഒന്നും വരാനില്ല. കാരണം മാക്സിമം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, ഇതിനെ റെഫർ ചെയ്തുകൊണ്ട് ഏത് അഡ്മിഷൻ്റെ essay നമുക്ക് ചെയ്യാൻ പറ്റണം. കോൾ മീ ഏതൻ, റൈറ്റ്? ദാറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അസറ്റ് സൈഡിലാണെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നിന്ന് പ്രൊവിഷൻ മൈനസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആൻഡ് ഗുഡ്വിൽ, എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ വരെ വരുന്ന ക്വസ്റ്റ്യൻ. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറയുന്ന ഒരു ഐറ്റത്തിനെ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്.
രണ്ട് പ്രധാനപ്പെട്ട ഐറ്റമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരുപക്ഷെ നമുക്ക് ഡെബിറ്റ്സ് മീൻസ് ലയബിലിറ്റി സൈഡിൽ വരാം, അല്ലെങ്കിൽ എങ്ങോട്ട് വരാം, അസറ്റ് സൈഡിൽ വരാം. ലയബിലിറ്റി സൈഡിലാണെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇനി അഡ്ജസ്റ്റ്മെന്റ് വായിച്ചു നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അതായത് സംഗീത കംസ് എസ് എ ന്യൂ പാർട്ട്ണർ. സംഗീത എന്ന് പറയുന്ന ആളാണ് റിസർവ് ഫണ്ട് ജനറൽ റിസർവും സെയിം അല്ലേ സർ? അല്ല, റിസർവ് ഫണ്ടും ജനറൽ റിസർവും സെയിം ആണ്. അതായത് റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ജനറൽ റിസർവ്. ഓക്കെ, വെറും റിസർവ് ചെയ്തതും സെയിം ആണ്. ഇനി സംഗീത എന്ന് പറയുന്ന പാർട്ട്ണർ വരുന്നു. അദ്ദേഹം കൊണ്ടുവരുന്നത് 66,750 ക്യാപിറ്റലാണ്. ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് എന്ന് ന്യൂ റേഷ്യോ തന്നു. അപ്പോൾ എന്തായാലും സാക്രിഫൈസ് റേഷ്യോ കാണേണ്ടി വരും. ന്യൂ റേഷ്യോ ക്വസ്റ്റിനകത്ത് വന്നു. ഇനി ഗുഡ്വിൽ ഓഫ് ദ ഫേം 50,000. ഫേം ഗുഡ്വിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഷെയർ കാണണം. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നോ മോർ റിക്വയർഡ്. റീവാലുവേഷൻ അക്കൗണ്ട് പോകേണ്ട ഐറ്റമാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു 5,000 ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഐറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റ് വാല്യൂഡ് അറ്റ് ₹20,000 ആൻഡ് ടേക്കൺ ബൈ ഗീത. ഗീത എന്ന് പറയുന്ന ആൾ എടുത്തു. ഇൻവെസ്റ്റ്മെന്റ് വില കുറഞ്ഞിട്ടുണ്ട്, അത് ഗീത എടുക്കുകയും ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കുറഞ്ഞ ശേഷമാണ് ഗീത എടുക്കുന്നത്. ദെൻ ഫർണിച്ചർ വാല്യൂഡ് 1 lakh, ബിൽഡിംഗ് വാല്യൂഡ് 120% ഇൻക്രീസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഓരോന്ന് വരയ്ക്കാം. നമുക്ക് ഓരോന്ന് വരയ്ക്കാം. ലഞ്ച് ബ്രേക്ക് ഇല്ലേ സാർ? ലഞ്ച് ബ്രേക്ക് ഇല്ലേ? ഇപ്പം ബ്രേക്ക് ഒന്നും വേണ്ട. നോക്കാം, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്ന് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. നമുക്ക് വേഗം ചെയ്യാം. നല്ലപോലെ ശ്രദ്ധിക്കുക, കുറേ കാൽക്കുലേഷൻ വരുന്നുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഓരോ ഐറ്റം എടുക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചോ, ഓരോ ഐറ്റം എടുക്കാം. ഒന്ന് പ്രീപെയ്ഡ്. റീവാലുവേഷൻ ആദ്യം വരുന്ന ഐറ്റം ഈ 4ാമത്തെ ഐറ്റമാണ് കേട്ടോ. 4ാമത്തെ ഐറ്റം പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇസ് നോ മോർ റിക്വയർഡ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇല്ല, കുറഞ്ഞു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. അസറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. സോ പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനകത്ത് നോക്കുക. ക്വസ്റ്റ്യനകത്ത് അസറ്റ് സൈഡ് പോവുക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 10,000 കാണുന്നത്. 10,000 നോ മോർ എന്നാ പറഞ്ഞാൽ 10,000 ഇല്ല, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. ഓക്കെ അല്ലേ? ഓരോ ഐറ്റവും. അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു 5,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഇപ്പോൾ ക്വസ്റ്റിനകത്ത് എത്രയാണുള്ളത്? 2,000 ഉള്ളത്. ആ 2,000 എത്രയായി കൂടിയെന്ന് പറയുന്നത് 5,000 കൂടണം. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 3,000 വ്യത്യാസം. വീണ്ടും പ്രൊവിഷൻ വന്നു 3,000. സോ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ പ്രൊവിഷൻ വന്നു വീണ്ടും. ദാറ്റ് ഇസ് ദ എമൗണ്ട് ഈസ് 3,000. കൃത്യമായി നോക്കി വെച്ചോ. പ്രൊവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് കഴിഞ്ഞു. 5ാമത്തെ കഴിഞ്ഞു. അടുത്തയായിട്ട് നമുക്ക് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് വാല്യൂഡ് അറ്റ് 20% ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഓവർ ബൈ ഗീത. ആര് വേണം എടുത്തോട്ടെ, ഏതെങ്കിലും പാർട്ണർ എടുത്തോട്ടെ. നമ്മളെ ചോദ്യം എന്താ? ഇവിടെ റീവാലുവേഷൻ വന്നിട്ടുണ്ടോ? റീവാലുവേഷൻ സാർ ഇച്ചിരി വാട്ടർ കുടിക്കൂ, കണ്ടിന്യൂസ് ക്ലാസ് എടുക്കല്ലേ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സാറിൻ്റെ വാട്ടർ ബോട്ടിൽ വെള്ളം ഇല്ല സാർ. ഇപ്പോൾ എടുക്കും, വെള്ളം ഇപ്പോൾ എടുക്കും കേട്ടോ, കുഴപ്പമില്ല. ഞാൻ പറയാം. ഓർമ്മ ഇപ്പം ശരിക്കും ഇപ്പോൾ ഓർമ്മ വന്നു വെള്ളത്തിൻ്റെ കാര്യം. കറക്റ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആയില്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഒറിജിനൽ വാല്യൂ? ഇൻവെസ്റ്റ്മെൻറ്റ് ദ വാല്യൂ വിൽ ബി 30,000. അത് എത്രയിലേക്ക് വന്നടാ? 20,000 വന്നു എന്ന് പറഞ്ഞാൽ 10,000 മൈനസായി, 10,000 കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആയി. ഇൻവെസ്റ്റ്മെന്റ് 10,000 ഗീത എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗീതയാണ് എടുത്തത്, ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗീതയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണിച്ചു. ഇനി ഫർണിച്ചർ വാല്യൂഡ് അറ്റ് ₹10,000 കോമൺ ആണ്. ഫർണിച്ചർ വാല്യൂഡ് അറ്റ് ₹1 lakh. ഫർണിച്ചറിന്റെ വാല്യൂ എത്രയാടാ? 1,30,000 ആണ് ഫർണിച്ചറിന്റെ വാല്യൂ. കണ്ടോ, അത് 1 lakh ആയി. അപ്പോൾ 30,000 കുറഞ്ഞില്ലേ? സോ നമുക്ക് നേരെ ഡെബിറ്റ് സൈഡിൽ വീണ്ടും ഫർണിച്ചർ വാല്യൂ കുറഞ്ഞു. That is 30,000. Building valued at 120%. Sir, ഒരു ഹായ് തരുമോ? എസാ ഹായ്. സോ 120% ആണ്. സോ ബിൽഡിംഗ് വാല്യൂ സോ 2 lakh ആണ്. അപ്പോൾ 20 കൂടി അതിൻ്റെ കൂടെ, അപ്പം 40,000 കൂടി. സോ 40,000 കൂടുമ്പോൾ ബിൽഡിങ്ങിലേക്ക് വരും. ബിൽഡിങ് ഓക്കെ. ബിൽഡിംഗ്
40,000. സോ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു, ബിൽഡിംഗ് വരെ എഴുതിയില്ലേ, ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ബാലൻസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1-2 കാര്യങ്ങൾ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. സോ ഒറ്റ നോട്ടത്തിൽ അറിയാം നമുക്ക് ഡെബിറ്റ് സൈഡ് തന്നെയാണ് വലുത്. സോ ലോസിലേക്കാണ് പോകുന്നത്. അപ്പം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 13, 20, 23, 30, 53. 53,000. ഓക്കെ, 53,000. 53,000 40 മൈനസ് ചെയ്ത് 40 മൈനസ് കഴിഞ്ഞാൽ 13,000 ആണ്. 13,000 നമുക്ക് 3 പാർട്ട്നേഴ്സ് ഉള്ളത്. ഗീതാസ് ക്യാപിറ്റൽ, രണ്ടാമത്തെ ആൾ സീതയാണ്, സീതാസ് ക്യാപിറ്റൽ, മൂന്നാമത്തെ ആൾ റീതയാണ്, റീതാസ് ക്യാപിറ്റൽ. ഏതാ അവരുടെ പ്രപ്പോർഷൻ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2 പേർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ 5,000 അല്ലേ, 5,200, 5,000 ഇവർ 2 പേർക്ക് ഒന്നും ബാലൻസ് വരുന്നത് 2,000 അല്ലേ, കറക്റ്റാ. ലോസ് 53K. ജോയൽ കറക്റ്റാ. അങ്ങനെ റീവാലുവേഷൻ കൊണ്ട് ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, 4 പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം ഗീത, സീത, റീത, അഡ്മിറ്റ് ചെയ്യുന്ന ആരാ? സംഗീത. അപ്പം ഗീത, റീത, സോറി സീതയാണ് അല്ലേ, നല്ല പേരല്ലോ അല്ലേ, സീത, റീത, സംഗീത ഒക്കെ തായാണ്. ഓക്കെ. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ബാലൻസ് എഴുതിക്കൊണ്ടായിരിക്കണം. സോ വി ആർ റെക്കോർഡിംഗ് ബാലൻസ് ബ്രോ ഡൗൺ. ബാലൻസ് ബ്രോ ഡൗൺ മീൻസ് എന്താണോ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതാണ് ബാലൻസ് ബ്രോ ഡൗൺ. 80, 80 and 60. Easily we can record 80, 80 and 60. So we are recording 80,000, 80,000 and 60,000. Is that okay? Then the next process. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കാം. The next process, where is Sangeeta's capital? So we admitted a new person, new partner, that is Sangeeta. സംഗീതയുടെ ക്യാപിറ്റൽ എവിടെ? സംഗീതയുടെ ക്യാപിറ്റൽ ബാലൻസിൽ ഉണ്ടാവില്ല. സംഗീത brought her capital here. So her capital will be 66,750. അത് വേഗം തന്നെ എഴുതി വെക്കുക. അതിനൊരു മിസ്സിങ് വേണ്ട. അത് ബൈ ബാങ്ക് ആണ്, ബാങ്ക് ഓർ ക്യാഷ്. എമൗണ്ട് 66,750. ഓക്കെ അല്ലേ? അങ്ങനെ 4 പേരുടെ ക്യാപിറ്റലായി. 4 പേരുടെ ക്യാപിറ്റൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീവാലുവേഷൻ അക്കൗണ്ട് ഒന്നുമല്ല, പഴയ നമ്മളെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് പോവുക. ആ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ എന്താണോ പാർട്ട്നേഴ്സിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാനോ ഡെബിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് മുഴുവൻ എടുക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പോവേണ്ടത് ലയബിലിറ്റി സൈഡിലേക്കാണ്. ആ ലയബിലിറ്റി സൈഡ് നിങ്ങൾ പോയതിന് ശേഷം എന്താണോ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട് അതെല്ലാം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റേഴ്സ് അവിടെ നിൽക്കട്ടെ, ബിൽസ് പേബിൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ റിസർവ് ഫണ്ട് കണ്ടു. റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പാർട്ട്നേഴ്സെ ഗീതയും സീതയും റീതയും കൂടി ഉണ്ടാക്കി വെച്ച റിസർവാണ്. അത് 40,000 റുപ്പീസാണ്. ആ റിസർവ് അവർക്ക് അവകാശപ്പെട്ടതാണ്. സോ ആ റിസർവ് എടുത്ത് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. റിസർവ് ഫണ്ട് 40,000 ആണ്. റിസർവ് ഫണ്ട് 16,000. സോ 32 വരും, ബാലൻസ് 34 വരും. 32 വരും, ബാലൻസ് 8,000 റുപ്പീസ്. ഓക്കെ, റെഡി. ഓക്കെ, റിസർവ് ഫണ്ട് 3 പേർക്ക് കൊടുത്തു. അത് ഓൾഡ് റേഷ്യോയിലാണ്. നെക്സ്റ്റ് ഐറ്റം റിസർവ് കഴിഞ്ഞു. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം മക്കളെ. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് ശ്രദ്ധിക്കണം. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് 3 രീതിയിൽ വരാം. ഒന്ന്, വർക്കേഴ്സിനുള്ള കോമ്പൻസേഷനായിട്ട് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഏതെങ്കിലും വർക്ക്മെൻസ് കോമ്പൻസേഷൻ ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്തതിന് ശേഷം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇനി അത് കൂടുതലാണെങ്കിൽ നമുക്ക് ലയബിലിറ്റി പ്രശ്നമാണ്, പുതിയ ലയബിലിറ്റി ക്രിയേറ്റ് ആവും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ WCFനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ ഈ മുഴുവൻ എമൗണ്ടുകൾ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അത് 30,000 ആണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയാത്തത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് ടോട്ടൽ 30,000 അല്ലേ? അപ്പം 12,000 ദെൻ 6,000. ക്ലിയർ ആയോ? വർക്ക്മെൻസ് കുറച്ച് മോട്ടിവേഷൻ തരും. ശ്രേയ ശ്രീകാന്ത്, ഓക്കെ തരാലോ കുഴപ്പമില്ല.
ഒന്നാമത് നമ്മൾ CBSE സിലബസ് പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടൻസി എക്സാം പേടിയാവുന്നു. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അഡ്മിഷൻ നമുക്ക് ഇപ്പോൾ ശരിയാക്കാം. CBSE സിലബസ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റ് സ്റ്റേറ്റ് സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു ആർ ബെറ്റർ. അതായത് അത്രയും റിസ്ക്കാണ് നിങ്ങൾ എടുക്കുന്നത്. ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസമുള്ളൂ, അതായത് +1 നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷ ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി നിങ്ങൾ എടുക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ആണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന പോർഷൻസ് അങ്ങനെയാണ്. കാരണം പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു. രണ്ടാമത് കമ്പനി അക്കൗണ്ട്സ് മൊത്തം പഠിക്കുന്നു, ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചർ. പാർട്ട് ബി AFS മൊത്തം പഠിക്കുന്നു. അതായത് 80 മാർക്സ് നിങ്ങൾ റിട്ടേൺ എക്സാമിനേഷൻ എഴുതുന്നു. 3 hours എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നത് വിത്തൗട്ട് കാൽക്കുലേറ്റർ ആണ്. യു ആർ റൈറ്റിംഗ് ദ എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവൽ സെൻട്രൽ സിലബസ് ആണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഒരു CBSE സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ CBSE +2 പാസ്സായി വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ വാല്യൂ, കൊമേഴ്സ് പഠിക്കുന്ന വാല്യൂ അത്രയും വലുതാണ്. കാരണം നിങ്ങളൊരു മേ ബി ഒരു ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ CA CMA അല്ലെങ്കിൽ ACCA പോലുള്ള കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 90% നിങ്ങൾ പഠിച്ച് കഴിഞ്ഞു. അതായത് അത്ര ആ റിസ്ക് നിങ്ങൾ +2 എടുത്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഇത് നിങ്ങളെ കൈക്ക് ഒരു അസറ്റാണ്, അത്രയും നല്ല അസറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ള. കാരണം അത്രയും വലിയ സിലബസ് നിങ്ങൾ +2 തന്നെ പഠിക്കുന്നു എന്നുള്ളത് വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എക്സാം ഹാളിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് അതും ഒരു നമുക്കറിയാം അത്രയും റിസ്ക് എടുത്ത് നമ്മൾ പഠിക്കുന്നു. കൂടാതെ കാൽക്കുലേറ്റർ നമ്മൾ സ്റ്റേറ്റ് ലെവലിലും കമ്പയർ ചെയ്യുമ്പോൾ അവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റർ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും നല്ല അഡ്വാൻസ് സിലബസ്, അത്രയും റിസ്ക് എടുത്ത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക പല ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ട്. സാർ ഞാൻ ACC എടുക്കും സാർ. ഓക്കെ, ദേവാന്തന ACC എടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം, ACC എടുക്കണം. ഓക്കെ, സോ ACC ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നല്ല പ്രീമിയം കോഴ്സിലേക്ക് തന്നെയാണ് നിങ്ങൾ പോവേണ്ടത് കേട്ടോ. പ്രീമിയം കോഴ്സിലേക്ക് തന്നെ നിങ്ങൾ പോകണം. സോ പ്രീമിയം കോഴ്സിലേക്ക് തന്നെയാണ് നിങ്ങൾ പോവേണ്ടത്. ഓക്കെ റൈറ്റ്. സോ വി ആർ മൂവിങ്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ ആയിപ്പോയി. നേരെ നോക്കാം വർക്ക്മെൻസ് കോമ്പൻസേഷൻ. ഓക്കെ, ദേവനന്ദന. ഓക്കെ, സോ നമുക്ക് നേരെ നോക്കാം. ബാലൻസ് ഷീറ്റ് തന്നെ പോകണം. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ്. സാറ് പറഞ്ഞു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇനി അസറ്റ് സെയിലാണ് വരുന്നതെങ്കിൽ അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, ആ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. 20,000 ഉള്ളത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 20,000 ആണ്. 8,000 ആൻഡ് 4,000. ഓക്കെ ശ്രേയ. ഓക്കെ, നോ ഇഷ്യൂസ്. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഐറ്റം വന്നിട്ടുണ്ടോ നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് ബാലൻസ് ഷീറ്റ് നമുക്ക് ഇനി റിസർവ് എഴുതി നമ്മൾ ഇനി ഗുഡ്വിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനുണ്ട്. ഇനി അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡ് ഒരാൾ കിടക്കുന്ന ഗുഡ്വിൽ, ഇത് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എന്നാണ് പറയുക. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ തീർച്ചയായും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. സോ ഡെബിറ്റ് സൈഡ് പോകുന്നു, നമ്മൾ നേരെ ഡെബിറ്റ് സൈഡിൽ ഗുഡ്വിൽ എഴുതുന്നു. ഗുഡ്വിൽ ഓൾഡർ റേഷ്യോ പോകുന്നു 20,000 ആണ്. 8 തന്നെ വരും. 8,000 ആൻഡ് 4,000. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഗുഡ്വിൽ 25,000. നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഗുഡ്വിലേക്ക് പ്രീമിയത്തിലേക്ക് പോകാം. സോ പ്രീമിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. സോ പ്രീമിയത്തിൻ്റെ കാൽക്കുലേഷൻ നടത്തണം. പ്രീമിയം ഈസ് 50,000 ഫേമിൻ്റെതാണ്. ഇനി അഡ്മിറ്റ് ചെയ്യുന്ന ആളുടെ ഇത് കാണണം. ഗുഡ്വിൽ 25 ആണ്, ശ്രദ്ധിക്കണേ. ഓക്കെ, സോ 50,000 ആണ്. അയാളുടെ ഷെയർ നോക്കുക. പുതിയ ആളുടെ ഷെയർ ഇതാ 2 അല്ലേ. അപ്പം 3 3 6 8 10 2/10 ആണ് വരിക. 2/10. റിവാലുവേഷൻ ലോസ് കറക്റ്റാണ്. 2/10 അല്ലേ വരിക. 2/10 ആണെങ്കിൽ നോക്കിക്കോളൂ. 50,000 ഇൻറ്റു 2/10 ആണെങ്കിൽ തീർച്ചയായും ഗുഡ്വിൽ വാല്യൂ 10,000 ആണ്. ഗുഡ്വിൽ വാല്യൂ 10,000 ആണെങ്കിൽ തീർച്ചയായും നമുക്ക് സാക്രിഫൈസിൻ്റെ റേഷ്യോ കാണണം. സാക്രിഫൈസിൻ്റെ റേഷ്യോ കണ്ടിട്ട് വേണം നമുക്ക് ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? സോ ഇനി സാക്രിഫൈസിൻ്റെ റേഷ്യോ ആളെല്ലാം കാണണം. ആദ്യത്തെ ആളാരാ? സംഗീത അല്ലേ? ഗീതാ സാക്രിഫൈസ്. ഗീതയുടെ ഓൾഡർ ഷെയർ എന്ന് പറയുന്നത് 3:2:1 ആണ്. 2:2:1 ആണ്. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:3:2:2 ആണ് ന്യൂ റേഷ്യോ. അപ്പോൾ ആദ്യം ഗീതയുടെ സാക്രിഫൈസിങ് കാണാം. ഗീതയുടെ സാക്രിഫൈസിങ് ഓൾഡർ റേഷ്യോ ഗീതയുടെ എത്രയാണ്? 2/5 മൈനസ് ന്യൂ റേഷ്യോ എത്രയാ? 3/10 വരും. 10 ഇടുന്നു. 4 - 3 ദാറ്റ് ഈസ് 1/10. ഇനി രണ്ടാമത്തെ പേഴ്സൺ ആരാ? ഗീത കഴിഞ്ഞാൽ പിന്നെ സീതയാണ്. സീതയുടെ ഓൾഡർ റേഷ്യോ എന്ന് പറയുന്നത് 2/5 തന്നെയാണ്. 2/5 മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3/10 തന്നെയാണ്. അപ്പോൾ സീതയുടെ നമുക്ക് എത്ര കിട്ടുക?
1/10 തന്നെയാണ് കിട്ടുക. ഇനി ഒരാളും കൂടി ഇല്ലേ, ആരാ അത്? ഗീത, സീത ആൻഡ് റീത. റീതയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 1/5 ആണ്, മൈനസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 2/10 ആണ്. സോ 0 ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഈ അഡ്മിഷൻ്റെ എസ് എക്കകത്ത് ഏറ്റവും ഓൺലി 2% സാക്രിഫൈസ് റേഷ്യോ ഐ തിങ്ക് നല്ല ഷുവർ. ഫൈസേ അത് തിങ്ക് ചെയ്യേണ്ട, അത് ഷുവർ ആണ്. വെരി ഗുഡ്. സാക്രിഫൈസിൻ്റെ റേഷ്യോ ആദ്യത്തെ 2 പേർക്ക് മാത്രമേ ഉള്ളൂ, അത് 1:1 ആണ്. മൂന്നാമത്തെ ആളായ റീതയ്ക്ക് 0 വരുന്നത്. അപ്പം ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്വില്ലിനെ നമുക്ക് 2 പേർക്ക് മാത്രം കൊടുത്താൽ മതി. ആദ്യത്തെ 2 പാർട്ട്നേഴ്സായ നമ്മുടെ ഗീതയ്ക്കും സീതയ്ക്കും മാത്രം കൊടുത്താൽ മതി. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ പ്രീമിയം കൊടുക്കാം. സോ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ സോ 5,000 ആണ്. 1:1 അല്ലേ? 1:1 ആകുമ്പോൾ 5,000. ഓക്കെ അല്ലടാ? ക്യാഷ് ഫ്ലോ എന്തായാലും എടുക്കും. ഖദീജ, ക്യാഷ് ഫ്ലോ എടുക്കാതെ എവിടെ പോകാനാ? ക്യാഷ് ഫ്ലോ എടുക്കും, എന്തായാലും ക്യാഷ് ഫ്ലോ എടുക്കും കേട്ടോ. ക്യാഷ് ഫ്ലോ എടുക്കും. സോ വി റെക്കോർഡഡ് ഓൾ ദ ഐറ്റംസ്. ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം 1, 2, 3, 4, 5. നിങ്ങളെ ആൻസർ നോക്കുക. ക്രെഡിറ്റ് സൈഡിലെ ആൻസർ നോക്കുക, ഐറ്റംസ് നോക്കുക. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് നോക്കുക. ഡെബിറ്റ് സൈഡ് നമുക്ക് 2 പേരുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട ഐറ്റം, ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അസറ്റ് എടുക്കുകയോ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധിക്കണം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് റീവാലുവേഷൻ ആണ്. ക്രെഡിറ്റ് സൈഡിൽ ഏകദേശം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾ പോവുക റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ റീവാലുവേഷൻ ലോസ് ആയതുകൊണ്ട് നമുക്ക് ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. സോ റീവാലുവേഷൻ ലോസ് ആണ് 5,200 ആൻഡ് 2,600. ഏത് അസറ്റായിരുന്നു പാർട്ട്ണർ എടുക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 rupees ടേക്കൺ ബൈ ഗീത. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗീതയ്ക്ക് 20,000 rupees റെക്കോർഡ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് കുറയണം, ഗീത എടുക്കുന്നതുകൊണ്ട് കുറയണം, തീർച്ചയായും കുറയണം. ഇനി ഇത്രയും ഐറ്റം റീവാലുവേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ വേ പറഞ്ഞു തരുമോ? റിയലൈസേഷൻ അക്കൗണ്ട് വർക്കൗട്ട് ചെയ്ത് ഡിസൊല്യൂഷൻ സമയത്താണ്. അവിടെ നമുക്ക് അസറ്റ്സിൻ്റെ ക്ലോസിങ്ങും അസറ്റ് സെയിലും ലയബിലിറ്റിയുടെ സെറ്റിൽമെൻറ്റും ഒക്കെയാണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് പ്രോസസ്സിൽ മാത്രമല്ലേ വരുന്നുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാം. ആദ്യം ഗീതയെ ബാലൻസ് ചെയ്യാം. 8, 16, 12, 8,000 and 5,000, total 1,21,000. Then 80 plus 60, 96, 98, 1,08, 1,21, same 1,21,000. Okay. Then 78,000, 66,750. Okay അല്ലേ? റിയലൈസേഷൻ അക്കൗണ്ട് ഓൺലി ഡിസൊല്യൂഷൻ. ഓക്കെ, അത്രമാത്രം ആലോചിച്ചാൽ മതി. ജോയൽ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 1,21,000 ആണ്. 1,21,000 ആണ്. ദെൻ 78,000 ആണ്. ദെൻ 66,750 ആണ്. സോ നമുക്ക് മൈനസ് ചെയ്യാം. 1,21,000 മൈനസ് 8,000, 5,200 and 20,000 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 87,800. ദെൻ 1,21,000, 8,000, 5,000 ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇയാളുടെ അക്കൗണ്ട് മാറി 1,07,000 സംതിങ്, 7,800. 78 4 2,600 മൈനസ് ചെയ്യണം. 71,400. ദെൻ 66,750. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ആയി. ദെൻ വി ക്യാൻ മൂവ് ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. എന്താണോ കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് ആ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു. ആ ബാലൻസ് ഷീറ്റ് അതേപോലെ ഐറ്റംസിനെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നു. ആദ്യം നമുക്ക് ലയബിലിറ്റി സൈഡിലേക്ക് പോകാം. ലയബിലിറ്റി സൈഡിൽ ഒന്നാമത്തെ ആരാ? ക്രെഡിറ്റേഴ്സാ. ക്രെഡിറ്റേഴ്സിന് വാല്യൂവിൽ മാറ്റമൊന്നുമില്ല, നേരെ എഴുതാം. ക്രെഡിറ്റേഴ്സ് 1 lakh. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 1 lakh. ഇനി എന്താ ലയബിലിറ്റി സൈഡിൽ ഐറ്റംസ് നോക്കിയേ. ബിൽസ് പേയബിൾ ഉണ്ട് 70,000. എടുത്ത് എഴുതിക്കോ. ബിൽസ് പേയബിൾ 70,000 ചെയ്യുന്നുണ്ടല്ലേ? ബിൽസ് പേയബിൾ 70,000. ഓക്കെ, ബിൽസ് പേയബിൾ 70,000. ഇനി ലയബിലിറ്റി സൈഡ് പോയി നോക്കുക. വീണ്ടും ലയബിലിറ്റി സൈഡ് പോവുക. റിസർവ് ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, എടുക്കേണ്ട. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് എടുത്തു കഴിഞ്ഞു. പ്രോഫിറ്റ് ലോസ് എടുത്തു കഴിഞ്ഞു. പ്രൊവിഡൻറ്റ് ഫണ്ട് മറന്നു പോകരുത്. ആ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. PF ആണ്. PF എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പൈസയിൽ നിന്ന് മാറ്റിയേക്കുന്ന അവർക്കുള്ള എമൗണ്ട് ആണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് എഴുതണം 20,000. ഇനി നേരെ പോകേണ്ടത്
ക്യാപിറ്റൽസ് ആണ്, പുതിയ ബാലൻസ് ആണ്, എഴുതി വെക്കാം. ക്യാപിറ്റൽസ് ഗീത, സീത, റീത ആൻഡ് സംഗീത. നേരെ ക്യാപിറ്റൽ ബാലൻസ് നോക്കുക 87,800. ദെൻ സെക്കൻഡ് പേഴ്സൺ 1,07,800. തേർഡ് പേഴ്സൺ 74,100. ദ ലാസ്റ്റ് പേഴ്സൺ 67,750. 3,33,750. ഓക്കെ സാർ, ബാലൻസ് ഷീറ്റ് വരുമോ? ബാലൻസ് ഷീറ്റ് വരും. അടുത്ത ബാലൻസ് ഷീറ്റ് വരെ പഠിച്ചു വെക്കണം. അവിടെ റിസ്ക് എടുക്കരുത് കേട്ടോ. ബാലൻസ് ഷീറ്റ് വരെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അസറ്റ് സൈഡ് ആണ്. അസറ്റ് സൈഡ് ആദ്യം ബാങ്കാണുള്ളത്. ബാങ്കിനെ ശ്രദ്ധിക്കണം. ബാങ്ക് 60,000 ഉള്ളത്. അതിനെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ബാങ്കിന് ആഡ് ചെയ്യാനുണ്ട്. ക്യാപിറ്റലും ഗുഡ്വില്ലും ആഡ് ചെയ്യാനുണ്ട്. സോ ബാങ്ക് 60,000 ആണ്. പ്ലസ് ക്യാപിറ്റൽ 66,750 ഉണ്ട്. പ്ലസ് ഗുഡ്വിൽ 10,000 ഉണ്ട് അല്ലേ? ആഡ് ചെയ്യുന്നു 1,36,750. ഓക്കെ, 1,36,750. ഇനി ഓരോ ഐറ്റവും എടുക്കുക. ഡെപ്റ്റേഴ്സ് 52,000 ലെസ് ചെയ്യാനുണ്ടല്ലോ. പ്രൊവിഷൻസ് 5,000 ഇൻക്രീസ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 47,000. ഓക്കെ. ചില ക്വസ്റ്റ്യൻസിൽ ബാലൻസ് ഷീറ്റ് വരുമില്ലല്ലോ. ഇല്ലടാ, ചില ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ഷീറ്റ് ചോദിക്കാറില്ല. റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ചില ക്വസ്റ്റ്യനകത്ത് പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയാറ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുഴുവൻ വരയ്ക്കണം. ബാലൻസ് ഷീറ്റ് വരെ ചെയ്ത് പഠിച്ചോളൂ. കാരണം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റ് ചെയ്യാൻ വേഗം കഴിയില്ലേ? ഡെപ്റ്റേഴ്സ് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ വാല്യൂ ഇട്ടാൽ പോരെ. ഇനി ഡെപ്റ്റേഴ്സിന് പുതിയ വാല്യൂ ഇട്ടു. ഇനി ബിൽഡിങ്ങിൻ്റെ പുതിയ വാല്യൂ ഇടണം. ബിൽഡിങ്ങിൻ്റെ 40,000 കൂടിയിട്ടുണ്ടല്ലോ. ബിൽഡിംഗ് 2,40,000 ഇട്ടാൽ മതി. ബിൽഡിംഗ് 2,40,000 ഇൻക്രീസ് ആയിട്ടുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് നോക്കിയാൽ കാണാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി ഫർണിച്ചർ ഏതാണുള്ളത്? ഫർണിച്ചറിൽ ഇനി ഫർണിച്ചർ 1,30,000. ഫർണിച്ചറിൽ വ്യത്യാസമുണ്ട്. ഫർണിച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. 1,30,000 1,00,000 ആയിട്ടുണ്ട് അല്ലേ? കുറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ 1,30,000 കുറഞ്ഞാണല്ലോ. ഇനി അടുത്തുള്ള ഐറ്റം നോക്കി. അവിടെ അടുത്ത ഐറ്റം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ പോയി? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ ഗീത പാർട്ണർ എടുത്തു. എടുക്കേണ്ട ആവശ്യമില്ല, പോയി. പ്രീപെയ്ഡ് എക്സ്പെൻസ് നോ മോർ ഇല്ല. ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. ഇത്ര ഐറ്റേ ഉള്ളൂ. ടോട്ടൽ ചെയ്താൽ ബാലൻസ് ഷീറ്റ് ഈക്വലായി. ടോട്ടൽ ചെയ്യുന്നു 5,23,750. 5,23,750. ഓക്കെ സാർ, ഡെപ്റ്റേഴ്സ് 5,000 എങ്ങനെയാണ് സാർ വന്നത്? ആദൻ ശ്രദ്ധിക്കൂ. ഡെപ്റ്റേഴ്സ് ടോട്ടൽ ക്വസ്റ്റിൻ്റെ അകത്ത് എത്ര ഉണ്ടായിരുന്നതാടാ? ക്വസ്റ്റിനകത്ത് 2,000 ഉണ്ടായിരുന്നു. കണ്ടില്ലേ? 2,000. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു. ഡെപ്റ്റേഴ്സ് ദ പ്രൊവിഷൻ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ഇൻക്രീസ്ഡ് ടു 5,000. 2,000 എന്നുള്ള 5,000 ആയി. അതുകൊണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് കാണിച്ചത്? 3,000 കൂടി കാണിച്ചില്ലേ? അപ്പോൾ മൊത്തം 3,000 കൂടി കുറയ്ക്കണ്ടേ? അതുകൊണ്ടാണ് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 5,000 നമ്മൾ മൈനസ് ചെയ്തത്. ഓക്കെ ആണോ? ഏതൻ ആയിപ്പോയി. ഏതൻ പാറ്റോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പോൾ മക്കളെ, അഡ്മിഷൻ്റെ എസ് ഇതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, റിസർവ് ഫണ്ട് ഉണ്ട്. സോ എല്ലാം അടങ്ങിയ ഒരു അഡ്മിഷൻ്റെ എസ് എ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എസ് എ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോവാൻ. ഓക്കെ ആണല്ലോ? സോ ഐ ആം ഹാൻഡ് ഓവറിങ് ക്ലാസ് ടു മിസ്റ്റർ ബഹാവുദ്ദീൻ. നിങ്ങൾ ഹലോ ദേവാനന്ദ സുനിൽ ആരാ? മോശമല്ല, CBSE മോശമല്ല. അപ്പോൾ മക്കളെ, നിങ്ങൾ നമ്മുടെ തമ്പനയിൽ 3 പേരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അതിൽ രണ്ടാമത്തെ ആൾ എത്തിയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ആൾ ബഹാവുദ്ദീൻ സാറാണ്. സാറിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ക്ലാസ് എടുക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിങ്ങളെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് എന്തിനു വേണ്ടി? നമ്മുടെ CBSE കുട്ടികൾക്ക് വേണ്ടി. അപ്പം തീർച്ചയായും നമുക്ക് ഇനി റിട്ടയർമെൻറ്റും ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇനി ബഹാവുദ്ദീൻ സാറേയും തുടങ്ങുക, കംപ്ലീറ്റ് ചെയ്യുക. സാർ, +1 അക്കൗണ്ടൻസി വളരെ ഈസി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അത് നമ്മളെ +1 പബ്ലിക് പരീക്ഷ. ഓക്കെ, നമ്മളെ നിയ മനോജ് ഉണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് ഇനി റിട്ടയർമെന്റും ഡിസൊല്യൂഷൻ പെട്ടെന്ന് തീരും. സാറ് ഏതൻ പേട്ട സാറ് പോകുന്നില്ല. സാറിനി ബൈ പറയല്ലേ. സാറിന് പാർട്ട് ബി ആയിട്ട് വരുന്നത് റേഷ്യോ അനാലിസിസ് ഒക്കെ ആയിട്ട് സാറ് വരുന്നുണ്ട്. റേഷ്യോ അനാലിസിസ് അതേപോലെ തന്നെ കമ്പാരിറ്റീവ് പഠിക്കാറുണ്ട്. അതിനുശേഷം കൂടാതെ അതിന് മുമ്പേ നമുക്ക് എന്തുണ്ട്, കമ്പനി അക്കൗണ്ട്സ് ഉണ്ട്. ഷർക്കാപ്പിലായിട്ട് മൊമിൻ സാറ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. മൊത്തം സിലബസ് ഒന്നും എടുക്കില്ല, മൊത്തം തീർച്ചയായിട്ടും. നോമ്പൊക്കെ തുറന്നില്ലേ? നോമ്പൊക്കെ തുറന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, CBSE മോശമല്ല മാഷേ, നമ്മൾ പറഞ്ഞ പോലെ. ഓക്കെ ഗായ്സ്, ഹലോ ഹായ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പോർഷൻസിലേക്ക് അടുക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാർ ലാസ്റ്റ് ചെയ്തത് ക്വസ്റ്റ്യൻ 6 മാർക്ക് ആണോ? ഓക്കെ, നിങ്ങൾക്ക് 8 മാർക്കിനും വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, 6 മാർക്കിനും ആ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ. ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കാൻ പറ്റും? Okay, X, Y and Z are partners sharing profit and loss in the ratio of 2:3:5. Okay എടാ എക്സും വൈയും സെഡും ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? എക്സും വൈയും സെഡും പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ റേഷ്യോ 2:3:5 are the ratios. Okay, goodwill exists in the book at ₹50,000, which means the firm have a existing goodwill of ₹50,000, right? Okay, fine. Next, X retires and on the day X retirement, goodwill is valued ₹45,000. അതായത് ഈ 50,000 rupees എന്ന് പറഞ്ഞതായിരുന്നു എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ. എന്താ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഓൾറെഡി കാണിക്കുന്ന ഗുഡ്വില്ലെ നമ്മൾ വിളിക്കുന്ന പേരാണത് മക്കളെ, നമ്മളെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ അല്ലേ? എന്നാൽ ഈ ₹45,000 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർ ഫേമിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഗീവ് ദം സം certain percentage of goodwill, right? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 45,000 rupees ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഇത് ആരായിരിക്കും കൊടുക്കാം? ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും കൊടുക്കുക, ഗെയിനിങ് റേഷ്യോയിലായിരിക്കും കൊടുക്കുക. ഓക്കെ അല്ലേ? ഫൈൻ. X, Y and Z decide to share future profits equally. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഈക്വലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിനിങ് റേഷ്യോ നോക്കാം. എന്താ ഗെയിനിങ് റേഷ്യോ ഇക്വേഷൻ? ഗെയിനിങ് റേഷ്യോ ഇക്വേഷൻ ആണ് മക്കളെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ? എങ്ങനെ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് എന്ത്? ഗെയിനിങ് റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. അയ്യോ, അടിപൊളി. ഓക്കെ ഫൈൻ. ഈ ചോദ്യത്തിലേക്ക് ഒന്ന് എല്ലാവരും നോക്കിക്കേ. ഫൈൻ. ഇവിടുത്തെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഗെയിനിങ് റേഷ്യോൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ് അല്ലേ? എങ്ങനെ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്, റൈറ്റ്? സോ ഇവിടുത്തെ ന്യൂ റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ വൈക്കും സെറ്റിനായിരിക്കും എന്തുണ്ടാവും? ഗെയിനിങ് റേഷ്യോ ഉണ്ടാവും. സോ വൈസ് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ ഈക്വലി എന്നല്ല പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ. സോ 1/2 മൈനസ് എത്രയായിരുന്നു മക്കളെ ഓൾഡ് റേഷ്യോ? ഒന്ന് സിമ്പിളാക്കി എന്ന് പറഞ്ഞേ. അതെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഇവിടെ ഓൾഡ് റേഷ്യോ എത്രയാണ് വൈൻ്റെത്? എക്സും വൈയും സെഡ് ആണ്. അപ്പോൾ വൈന് 3/10 ആണ് അല്ലേ? ഓക്കെ, 3/10 ദാറ്റ് ഈക്വൽ എത്ര വരും മക്കളെ? നമുക്ക് സിമ്പിളാക്കി എങ്ങനെ ചെയ്യാൻ പറ്റും? ജസ്റ്റ് സെക്കൻഡ്, ഞാൻ ഈ കളേഴ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ, ഇവിടുത്തെ കളർ പാറ്റേൺ ഒക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. നമുക്ക് ഈസിയായി നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്താൻ പറ്റും. സെറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നൈസായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്തായിട്ട് മാറി? 5 മൈനസ് 2/10 കിട്ടി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം, സെഡിൻ്റെ ചെയ്യാം. സെഡ്സ് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു 1/2 മൈനസ്. ഓക്കെ, ന്യൂ റേഷ്യോ ആണ് 1/2. ഓക്കെ, ഓൾഡ് റേഷ്യോ എത്രയാണ്? സെഡിൻ്റെ 5/10 ആണ് അല്ലേ? എത്രയാണ്? 5/10 ആണ്. ഓക്കെ, 5/10 ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നൈസായിട്ട് കൺവേർട്ട് ചെയ്തൂടെ? ഓക്കെ, സോ 5 മൈനസ് 5 ദാറ്റ് ഈക്വൽ 0. സോ ദാറ്റ് ഈക്വൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ 0 കിട്ടിയതിനർത്ഥം ഇവിടെ എന്ത് ചെയ്യണം മക്കളെ? സെഡ് എന്തില്ല? ഗെയിനിങ്ങും ഇല്ല, സാക്രിഫൈസിങ്ങും ഇല്ല. എങ്ങനെയാണ്? ഗെയിനിങ്ങും ഇല്ല, സാക്രിഫൈസിങ്ങും ഇല്ല. ഓക്കെ, ഇവിടെ വൈ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഗെയിൻ ചെയ്യുന്നത്. എത്ര വൈൻ്റെ ഗെയിനിങ് റേഷ്യോ? 2/10 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വൈ ഗെയിൻ ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഒരാൾ ചോദിക്കുന്നുണ്ട്,
കൃഷി ചോദിക്കുന്നത് സാർ ഷെയർസും ഡിബെഞ്ചേഴ്സും എക്കം ചെയ്യും. ഓ തീർച്ചയായിട്ടും ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഷെയർസും ഡിബെഞ്ചേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ ഫൈൻ, ബാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കിട്ടി. ഇനി ഗെയിനിങ് റേഷ്യോ കിട്ടിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കിക്കേ. ഇവിടെ എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ന്യൂ ഗുഡ്വില്ലും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ കൊടുക്കണം മക്കൾ, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഇവിടെ ആർക്കൊക്കെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, എക്സിനും വൈക്കും സെഡിനും അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണോ അതിന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എക്സിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ എക്സിന് 2/10 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് എത്ര ആയിരിക്കും ഇവിടെ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ടാവുക, എക്സ് ഷെയർ ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ എത്രയായിരിക്കും ഉണ്ടാവുക, 50,000 ഇൻറ്റു എത്ര റേഷ്യോ വന്നിട്ടുള്ളത്, 2/10 അല്ലേ. ഓക്കെ, 2/10 നോക്കുകയാണെങ്കിൽ എത്ര വരും, 10,000 ആയിരിക്കും എക്സിന് വരാം. അതേപോലെ വൈൻ്റെ നമുക്കാണ് എത്രയ്ക്കും വരാം, 50,000 ഇൻറ്റു 3/10 ആയിരിക്കും വരാം അല്ലേ, 15,000. സെഡിന് നോക്കുകയാണെങ്കിലോ, സെഡിന് 50,000 ഇൻറ്റു 5/10 ആണ് വരിക, അതായത് 25,000 ആയിരിക്കും വരാം അല്ലേ. അപ്പം എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഫൈൻ, എക്സിസ്റ്റിംഗ് ഗുഡ്വിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജേർണൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ട് കുറയാണ് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ ജേർണൽ എഴുതാൻ പറ്റും, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഓക്കെ, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് എന്ത് പറഞ്ഞ് കാണിക്കാൻ പറ്റും, നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ആണല്ലേ, സോ ഗുഡ്വിൽ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. എത്ര എമൗണ്ട്, 50,000 ആണ് ഗുഡ്വിൽ, 25,000 സെഡ്, 15,000 വൈ ആൻഡ് ഫൈനലി 10,000 ആർക്ക് വരും മക്കളെ, എക്സിന് വരും. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, റിട്ടയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ആരാ റിട്ടയർ ചെയ്യുന്നത്, നമുക്കറിയാം ഈ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് വൈ ആണ് റിട്ടയർ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് വൈക്ക് എത്രയ്ക്ക് ഉണ്ടാവുക, വൈ ഷെയർ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു, വൈ ഷെയർ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു 45,000 ആണ് ഫേമിലുള്ള ഗുഡ്വിൽ, 45,000 അതായത് റിട്ടയർമെൻറ്റിന് സമയത്ത് നമ്മൾ എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്, 45,000 റുപ്പീസ് അല്ലേ. സോ 45,000 റുപ്പീസ് ഇൻറ്റു എത്ര റേഷ്യോ, വൈൻ്റെ ഷെയർ എത്രയാണോ ആ ഷെയർ എത്ര, 3/, എത്ര വരും മക്കളെ, 3/10. ദാറ്റ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും, 9,000 ആയിരിക്കും കിട്ടുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ, എത്ര കിട്ടുക, 9,000 ആയിരിക്കും കിട്ടുക. ക്ലിയർ. ഈ 9,000 ഗുഡ്വിൽ ഇനി ആരെ കൊടുക്കേണ്ടി വരാം, ഗെയിനിങ് പാർട്ണറാണ് കൊടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ. അപ്പോൾ അവിടെ ആരെ ഗെയിൻ ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു കേസിൽ ഗെയിൻ ചെയ്തിരിക്കുന്ന ആരാണ്, വൈ ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയും ജേർണൽ ഉണ്ടാവുക, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഓക്കെ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരെ റിട്ടയർ ചെയ്തിരിക്കുന്നത്, ഓക്കെ സോറി വൈ അല്ല, ആരെ റിട്ടയർ ചെയ്തിരിക്കുന്നത്, ഇവിടെ വൈ ആ റിട്ടയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ. സോ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സോറി എക്സ് ആണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ് ക്യാപിറ്റൽ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ് ക്യാപിറ്റൽ. എത്ര എമൗണ്ട് വന്നിട്ടുള്ളത്, 9,000. ഓക്കെ, 9,000 സെറ്റ്. ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ മക്കൾ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചേ. A, B, C are partners in a firm partnership sharing profit and loss in the ratio 1/2, 2/10 and 1/5 respectively. B retires and his share is taken by A and B in the ratio of 2:1. അതായത് ഇവിടെ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. ആരൊക്കെയാണ്, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. എൻ്റെ ഷെയർ 1/2 ആണ്, ബീൻ്റെ ഷെയർ 3/10 ആണ്, സീൻ്റെ ഷെയറോ 1/5 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ആരാ റിട്ടയർ ചെയ്യുന്നത്, ബി ആണ് ഇവിടെ റിട്ടയർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. എന്നാൽ ബീൻ്റെ ഷെയർ എയും സിയും കൂടി ഏത് റേഷ്യോയിൽ എടുക്കുന്നത്, 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഇവർ രണ്ട് പേരും കൂടി വീതിച്ചെടുക്കുകയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഓക്കെ ഫൈൻ. 45,000 ഗുഡ്വിൽ എടുത്തില്ല. അവിടെ ആ 45,000 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഗുഡ്വില്ല. ക്ലിയർ അല്ലേ. അപ്പം ഈ ഗുഡ്വില്ലിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആർക്ക് കൊടുക്കേണ്ട ഗുഡ്വില്ലാണത്, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ആരാണോ അയാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ 45,000 റുപ്പീസ് ഗുഡ്വില്ല് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്, നമുക്ക് നോക്കി എക്സ് ആണ് റിട്ടയർ ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യും, എക്സ് നമ്മൾ ഗുഡ്വില്ല് കൊടുക്കുകയാണ്. എക്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു 45,000 ഇൻറ്റു എക്സിൻ്റെ ഷെയർ എത്രയായിരുന്നു നമ്മൾ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ളത്, 2/10 അല്ലേ. എക്സിൻ്റെ ഷെയർ അല്ലേ 2/10 ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സോ 2/10 ഇത് നമുക്ക് എന്ത് കിട്ടും, 9,000 ആയിരിക്കും കിട്ടുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. എങ്ങനെ 45,000 ഇൻറ്റു 9/12 നമുക്ക് എന്ത് കിട്ടും, ഓക്കെ അല്ലേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 45,000 കൊടുത്തിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ. സെറ്റല്ലേ. ഓക്കെ ഫൈൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടത്തേക്ക് നോക്കുമ്പം എൻ്റെയും സിൻ്റെയും ഷെയർ ആര് ബീൻ്റെ ഷെയർ ആര് ഏറ്റെടുക്കുകയാണ്, എയും സിയും കൂടെ ഏറ്റെടുക്കുകയാണ്. ഏത് റേഷ്യോയിൽ ഇവിടെ നോക്കാൻ പറ്റും, റേഷ്യോ കൊടുത്തിട്ടുള്ളത് എത്രയാണ് മക്കളെ, ഈ ക്വസ്റ്റിന് റേഷ്യോ കൊടുത്തിട്ടുള്ളത് 2:1 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഓക്കെ. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ബീൻ്റെ ഷെയറിന് എത്ര ഭാഗം എക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ബീൻ്റെ ഷെയറിന് എത്ര ഭാഗം എക്ക് കിട്ടുന്നുണ്ട്, അതാണെന്ത് എ ഷെയർ ടു
എ ഷെയർ ടു സോറി ഓക്കെ ഒറ്റ സെക്കൻഡ് കേട്ടോ ഓക്കെ ബി ഷെയർ ടു എ ബീൻ്റെ എത്ര ഷെയർ എക്ക് കിട്ടുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക 3/10 ആണ് ടോട്ടൽ ഷെയർ ഇൻറ്റു 2/3 ആണ് ആർക്ക് കിട്ടുന്നത് നമ്മുടെ ആർക്ക് കിട്ടുന്നത് എക്ക് കിട്ടുന്നത് അപ്പോൾ എത്ര ഉണ്ടാവും 6/30 ഉണ്ടാവും ഇതേപോലെ തന്നെ ആരും ചെയ്യാം മക്കളെ നമ്മൾ ഇയാതും ചെയ്യുക സീൻ്റെയും ചെയ്യുക ബീസ് ഷെയർ ടു സി അതായത് ബീൻ്റെ ഷെയറിന് എത്ര ഭാഗം സിക്ക് കിട്ടുന്നുണ്ട് നോക്കണം അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കിക്കേ ഇവിടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 3/10 ആണ് ആരെ ഷെയർ നമ്മൾ സി റിട്ടയർ ചെയ്ത പാർട്ട്ണർ ഷെയർ ഇൻറ്റു 1/3 അല്ലേ നമ്മൾ ആരെടുക്കുന്നത് ബി എടുക്കുന്നത് അല്ലേ സോറി 1/3 അല്ലേ സി എടുക്കുന്നത് അപ്പോൾ എത്രയായിരിക്കും വരാം 3/30 ആയിരിക്കും വരാം പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അപ്പോൾ നോക്കുകയാണെങ്കിൽ സീൻ്റെ ഷെയറിൻ്റെ 6/30 ആണ് ആർക്ക് കിട്ടുന്നത് എക്ക് കിട്ടുന്നത് അപ്പോൾ സിക്ക് എത്ര കിട്ടുന്നത് 3/30 ആണ് ആർക്ക് കിട്ടുന്നത് സി കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുക ന്യൂ റേഷ്യോ ഓഫ് എ ഈക്വൽ ടു ഓക്കെ എങ്ങനെ ന്യൂ റേഷ്യോ ഓഫ് എ ഈക്വൽ ടു എത്ര ആയിരിക്കും വരാം ഓൾഡ് റേഷ്യോ എത്ര എൻ്റെ 1/2 ആണല്ലേ സോ 1/2 പ്ലസ് 6/30 ചെയ്താൽ മതി എങ്ങനെ 1/2 പ്ലസ് 6/30 ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിക്കേ നൈസായി നോക്കി ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് 15ലേക്ക് എല്ലാം അപ്പോൾ എത്ര വരും 21/30 വരും ഇനി അതേപോലെ തന്നെ നമുക്ക് ആരും ചെയ്യാം ബീൻ്റെയും ചെയ്യാം ന്യൂ റേഷ്യോ ഓഫ് ബി ഈക്വൽ ടു എത്ര വരുന്നത് ബീൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ബീൻ്റെ ഓൾഡർ സോറി ബി അല്ല സി ആണ് കേട്ടോ സീൻ്റെ നോക്കുകയാണെങ്കിൽ 1/5 പ്ലസ് എത്രയാണ് 3/30 ആണ് അല്ലേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെയും നമുക്ക് 5 ആണല്ലോ 5നെ 30ലേക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ സോ നമുക്ക് നോക്കിയാൽ എത്ര കിട്ടും 9/30 കിട്ടും അപ്പോൾ ന്യൂ റേഷ്യോ കിട്ടി 21/9 21:9 കിട്ടി പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ന്യൂ റേഷ്യോ എത്ര കിട്ടി 21:9 ആണെന്ന് മക്കളെ ന്യൂ റേഷ്യോ എന്താ നമുക്കൊരു കാര്യം കൂടി ഉണ്ട് ഈ ക്വസ്റ്റിന് മറ്റൊരു ടെസ്റ്റ് ഉണ്ട് എന്താ ടെസ്റ്റ് ദെയർ ആഫ്റ്റർ ഡി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/4 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓക്കെ അല്ലേ അതായത് ഇതിന് ശേഷം ആര് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഡി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ണർ നമ്മുടെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ് എന്നിട്ടോ ഹാഫ് ഓഫ് വിച്ച് വാസ് ഗിവൺ ബൈ എ ആൻഡ് ദി റിമൈനിങ് ഷെയർ ഓഫ് ടേക്കൺ ഈക്വലി ഫ്രം എ ആൻഡ് സി പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അതായത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് അതായത് 1/4 ഷെയർ ആണ് ക്ലിയർ അല്ലേ എങ്ങനെ 1/4 ഷെയർ ആണ് പറഞ്ഞ കാര്യം ക്ലിയർ അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് ഇവർ ഹാഫ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ എങ്ങനെയാണ് കൊടുക്കുന്നത് ഹാഫ് ആക്കിയിട്ടാണ് രണ്ടുപേരും എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡി എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ണർ വന്നല്ലോ അപ്പം ഡീൻ്റെ എത്ര ഷെയർ ആണ് എക്കും ബിക്കും ഉണ്ടാവും നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയാൽ 1/4 ആണ് അല്ലേ എടാ 1/4 ആണെങ്കിൽ 1/4ൻ്റെ 1/2 എത്രയായിരിക്കും 1/8 അല്ലേ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും 1/8 ആണ് എ കൊടുക്കുന്ന പോർഷൻ അതേപോലെ സി കൊടുക്കുന്ന പോർഷൻ എത്രയാണ് 1/8 ആണ് കാരണം എന്തുകൊണ്ടാണ് ഹാഫ് ആണ് രണ്ടുപേരും കൂടി കൊടുക്കുന്നത് അല്ലേ എങ്ങനെ രണ്ടുപേരും കൂടി എത്ര കൊടുക്കുന്നത് ഹാഫ് ആണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിമൈനിങ് ഷെയർ എന്താണ് റിമൈനിങ് ഓക്കെ റിമൈനിങ് ഷെയർ ഓഫ് എ ഈക്വൽ ടു നോക്കിക്കേ എൻ്റെ നിലവിലെ ഷെയർ എത്രയായിരുന്നു 21/30 ഓക്കെ അവിടെ 21/30 നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ ഓക്കെ ഈ 21:7 എന്ന് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ 7:3 എന്നാക്കിക്കൂടെ നമുക്ക് അല്ലേ 7:3 എന്നാക്കാൻ പറ്റൂലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 7/10 ആണ് എൻ്റെത് മൈനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1/8 അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം എത്ര 7/8 56 minus 10 divided by 80 that equal to 46/80 ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് ആര് കാണാം ഓക്കെ റിമൈനിങ് ഷെയർ ഓഫ് സി ഈക്വൽ ടു സീൻ്റെ 3/10 ആണ് മൈനസ് 1/8 ആണ് ആർക്ക് കൊടുക്കുന്നത് നമ്മുടെ സിക്ക് കൊടുക്കുന്നത് ബിക്ക് കൊടുക്കുന്നത് സോറി പുതിയ പാർട്ണർ കൊടുക്കുന്നത് അപ്പോൾ എത്ര വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 3/8 24 minus 10 whole divided by 80 that equal എത്ര വരും മക്കളെ 14/8 വരും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഇനി ഡീൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീൻ്റെ ഷെയർ ഇവിടെ എത്ര വന്നിട്ടുള്ളത് 1/4 ആണ് ഈ 4 നമുക്ക് 8ലേക്ക് കൺവേർട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 20 ഉണ്ട് സോ 20/80 സോ ഡി വന്നതിന് ശേഷം ഈ ഫേമിലെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 46:14:20 ആണെന്ത് ഡി എന്ന് പറഞ്ഞ പാർട്ണർ വന്നതിന് ശേഷമുള്ള റേഷ്യോ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരു റിട്ടയർമെൻറ്റും അതിനുശേഷം ഒരു അഡ്മിഷനും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് മക്കളെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ റാം മനോഹർ ആൻഡ് ഓക്കെ ജേഷൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 1/2 3/10 1/5 ഓക്കെ റേഷ്യോ എങ്ങനെയൊക്കെയായിരുന്നു ഓക്കെ ആരൊക്കെയായിരുന്നു റാം അതേപോലെ തന്നെ മനോഹർ അതേപോലെ തന്നെ നമ്മുടെ മക്കളെ ജഷൻ റേഷ്യോ
1/2 ആണ്, ദെൻ 3/10 ആണ്, ദെൻ എത്ര മക്കളെ 1/5 ആണ്. മനോഹർ റിട്ടയർസ് ഫ്രം ദ ഫേം. ഓക്കെ, ആര് റിട്ടയർ ചെയ്യുന്നത്? മനോഹർ റിട്ടയർ ഫ്രം ദ ഫേം ആൻഡ് റാം ആൻഡ് ജഷൻ എഗ്രി ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഓക്കെ, ഇവരെ ഫ്യൂച്ചർ പ്രോഫിറ്റ്, അതായത് രാമിൻ്റെയും അതേപോലെ തന്നെ ജഷൻ്റെയും ഫ്യൂച്ചർ പ്രോഫിറ്റ് എത്രയാണ്? 3:2 ആണ്. കാൽക്കുലേറ്റ് ദ ഗെയിനിങ് റേഷ്യോ. ഓക്കെ, എന്തായിരുന്നു മക്കളെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? എത്രയാണ്? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ എന്ത് മക്കളെ? ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ന്യൂ റേഷ്യോ എത്രയാണ് മക്കളെ? നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ റേഷ്യോ ഓഫ് എങ്ങനെ? ഓക്കെ, ന്യൂ റേഷ്യോ ഓഫ് റാം ഈക്വൽ ടു എത്രയൊക്കെ ഉണ്ടാവുക? അയാളെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/5 ആണല്ലേ. സോ 3/5 മൈനസ് ഇയാൾ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? റാമിൻ്റെ ഓൾഡ് റേഷ്യോ 1/2 അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? 1/2 വെച്ച് ചെയ്യാം. ഓക്കെ, 1/2 വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 6/10 മൈനസ് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? 5/10 അല്ലേ. സോ ദാറ്റ് ഈക്വൽ ടു 1/10 കിട്ടി. ഓക്കെ, ഫൈൻ. ഇനി അതേപോലെ തന്നെ ന്യൂ റേഷ്യോ ഓഫ് ജഷൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ജഷൻ്റെ ന്യൂ റേഷ്യോ എത്ര? 2/5 ആണ്. മൈനസ് ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 1/5 അല്ലേ. ഓക്കെ, 2/5 മൈനസ് 1/5 ദാറ്റ് ഈക്വൽ എത്ര കിട്ടി മക്കളെ? നമുക്ക് 1/5 കിട്ടി. 1/5 നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണെങ്കിൽ 2/10 ആക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ. സോ സാക്രിഫൈസ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു 1:2 ആണ്. ഓക്കെ, എത്ര ഗെയിനിങ് റേഷ്യോ? 1:2 ആണ് ഗെയിനിങ് റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഗെയിനിങ് റേഷ്യോ ഇതാണ്, ഈ ഒരു രൂപത്തിലാണ് ചെയ്യുക. സെറ്റ്. ഓക്കെ, സെറ്റ്. ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആലിയ, കരൺ ആൻഡ് ശില്പ. ഓക്കെ, ഫൈൻ. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് മക്കളെ? ഒന്ന് ആലിയയാണ്, 2 കരനാണ്, ദെൻ ശില്പ were partners in a firm sharing profit and loss in the ratio of 5:3. Goodwill appear in their books at value 60,000 and general reserve 20,000. എന്താ ഗുഡ്വിൽ അപ്പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതായത് ഓൾറെഡി ബുക്കിൽ എത്ര എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ കാണിക്കുന്നുണ്ട്? എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ വിച്ച് മീൻസ് ഓൾറെഡി ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എത്ര ഗുഡ്വിൽ ഉണ്ട്? 60,000 റുപ്പീസ് ഗുഡ്വിൽ ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ. അതേപോലെ എന്തുണ്ട്? ഫേമിൽ ജനറൽ റിസർവ് എത്രയുണ്ട് മക്കളെ? 20,000 റുപ്പീസ് എന്തുണ്ട്? ജനറൽ റിസർവ് ഉണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. കരൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. ആരാ റിട്ടയർ ചെയ്യുന്നത്? കരൺ എന്താണ് മക്കളെ? റിട്ടയർ ചെയ്യാണ്. ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെന്റ് ഗുഡ്വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് റുപ്പീസ് 2,40,000. ഓക്കെ, റിട്ടയർമെന്റിന്റെ സമയത്തുള്ള ഗുഡ്വിൽ, അതായത് കരൺ റിട്ടയർ ചെയ്യുമ്പോൾ അവിടുത്തെ ഗുഡ്വിൽ എത്ര മക്കളെ? 2,40,000 റുപ്പീസ് ആണ് എന്തുള്ളത്? ഗുഡ്വിൽ ഉള്ളത്. ഓക്കെ, ഫൈൻ. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിസൈഡ് അമംഗ് ആലിയ ആൻഡ് ശില്പ വാസ് 2:3. ക്ലിയർ അല്ലേ? അതായത് ഇവരെ ന്യൂ റേഷ്യോ ആലിയൻ്റെയും അതേപോലെ തന്നെ ശില്പൻ്റെയും ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 2:3 ആണ്. റെക്കോർഡ് നെസറി ജേർണൽ എൻട്രി ഓൺ കറൻസ് റിട്ടയർമെൻറ്റ്. കറണ്ട് റിട്ടയർമെൻറ്റ് സമയത്തിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കുള്ള ജേർണൽ എൻട്രി ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ മക്കളെ, നമ്മൾ ആദ്യം ഈ ഒരു സിറ്റുവേഷൻസ് വരാൻ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗെയിനിങ് റേഷ്യോ ഓഫ് ആലിയ ഭട്ട്. ഓക്കെ, എന്തായിരുന്നു ഗെയിനിങ് റേഷ്യോ ഇക്വേഷൻ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ലേ? പറയടാ. അങ്ങനെയാണെങ്കിൽ 2/5 മൈനസ് എത്രയാണ് ആലിയൻ്റെ ഓൾഡ് റേഷ്യോ? 5/10 അല്ലേ? 2/5 മൈനസ് 5/10 ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഓക്കെ, -1/10. അയ്യവാ, -1/10. അതിന് മീനിങ് എന്താ? ഗെയിനിങ് റേഷ്യോ ചെയ്ത് ഒരാൾക്ക് മൈനസ് ഫിഗർ വരാണ്. അതിനർത്ഥം എന്താണ്? ഇദ്ദേഹം സാക്രിഫൈസ് ചെയ്യാണ്. എന്ത് ചെയ്യാണ്? സാക്രിഫൈസ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഗെയിനിങ് റേഷ്യോ ഓഫ് ആലിയല്ലാതെ വേറെ ആയിരുന്നു? ശില്പ ഷെട്ടി. ഓക്കെ, ശില്പാസ് ഈക്വൽ ടു എന്താ മക്കളെ? ഗെയിനിങ് റേഷ്യോ 3/5 മൈനസ് ഓൾഡ് റേഷ്യോ 2/10 റൈറ്റ്? 2/10 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റു 2. ഓക്കെ, സോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 4 - 2 ദാറ്റ് ഈക്വൽ ടു 6 - 2 ദാറ്റ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 4/10. ഓക്കെ, ഇവിടെ ഇയാൾക്ക് എന്താണ്? ഗെയിനിങ് ആണ്. കാരണം എന്താ? ഗെയിനിങ് റേഷ്യോ ചെയ്ത് ഗെയിനിങ് പോസിറ്റീവ് ഫിഗർ കിട്ടുകയാണെങ്കിൽ ഗെയിനിങ് ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എന്ന് ഓക്കെയാണ്, സംശയമില്ല എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗെയിനിങ് റേഷ്യോ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യം കൊടുത്തിട്ടുണ്ട്? എക്സിസ്റ്റിംഗ് ഗുഡ്വില്ലുണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. ഈ 2 ഐറ്റംസ് നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എങ്ങനെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? എല്ലാവർക്കും സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നൈസായിട്ട് നോക്കി നോക്കിയേ. ഇവിടെ 60,000 റുപ്പീസ് ആണ്. ഈ 60,000 റുപ്പീസിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് 3 പേർക്കും, ആർക്കൊക്കെ? ആലിയക്കും അതേപോലെ കരണ്ണും ശില്പക്കും എന്ത് ചെയ്യുക? ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 60,000 × 5/10 അതായത് 15,000. ഓക്കെ, 60,000, 30,000, അതേപോലെ 18,000, 12,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ ജനറൽ റിസർവ് ഗുഡ്വില്ല് വിധിച്ചു കൊടുക്കുന്ന ജനറൽ എന്തായിരിക്കും ഉണ്ടാവുക?
നോക്കിക്കോ, ആലിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ആലിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. അതേപോലെ തന്നെ കറണ്ട് അല്ലേ രണ്ടാമത്തത് അല്ലേ? ഓക്കെ, കറൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ മക്കൾ ആരായിരുന്നു മക്കളെ? ശില്പാസ് ക്യാപിറ്റൽ. ഓക്കെ, ശില്പാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് എന്ത് പറഞ്ഞ് എഴുതാൻ പറ്റും? ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ആണ്, 60,000 റുപ്പീസ് ആണ്. സോ ആലിയക്ക് എത്ര വരും? 30,000 വരും. സോ 1812K. ഇതാണ് എന്ത് വരെ മക്കളെ? റേഷ്യോസ് വരാം. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്വിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഗുഡ്വിൽ മാത്രമാണോ? എല്ലാ ജനറൽ റിസർവിലെ ഈ ജനറൽ റിസർവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് 3 പേർക്കും ഓൾഡ് റേഷ്യോ വീതിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ എന്തൊക്കെയും ജേണൽ എൻട്രി ഉണ്ടാവുക? ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജേണൽ എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആലിയാസ് ക്യാപിറ്റൽ. ഓക്കെ, ടു കറൻസ് ക്യാപിറ്റൽ. കറൻസ് ക്യാപിറ്റൽ ടു നമുക്ക് ആർക്ക് കൊടുക്കേണ്ടി വരും? ആലിയ, കറണ് ആൻഡ് ടു ആരാണ്? ശില്പാസ് ക്യാപിറ്റൽ. ഓക്കെ, ശില്പാസ് ക്യാപിറ്റൽ എത്രയാണ്? 10,000 റുപ്പീസാണ് ടോട്ടൽ ജനറൽ റിസർവ് ഉള്ളത്. അതിനാൽ 10,000 ആണോടാ? അല്ല, 20,000 ആണ്. 20,000 ആണുള്ളത്. അതിൽ 10,000 നമ്മൾ ആർക്ക് കൊടുക്കണം? ആലിയ കൊടുക്കണം. 6,000 റുപ്പീസ് കറണ്ടും 4,000 റുപ്പീസ് ആർക്കും കൊടുക്കണം? ശില്പക്കും കൊടുക്കണം. ഇനി നോക്കിക്കേ, ഇവിടെ എന്തുണ്ട്? റിട്ടയർമെൻറ്റ് സമയത്ത് വാല്യൂ ചെയ്യുന്ന ഗുഡ്വില്ലില്ലേ എത്ര? 2,40,000. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇവിടെ 2,40,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ആർക്കും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്? ആലിയക്ക് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ? ആലിയക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വിൽ കൊടുക്കണം. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എങ്ങനെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മൈനസ് വാല്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ മക്കളെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവർക്ക് നമ്മൾ ഗുഡ്വിൽ കൊടുത്തിരിക്കണം. സോ ആലിയാസ് ഷെയർ ഓഫ്, ഓക്കെ, ആലിയാസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു 2,40,000 ഇൻറ്റു 1 എത്രയായിരുന്നു റേഷ്യോ? 1/10. എത്ര വരും മക്കളെ? 2,40,000 ഇൻറ്റു 1/10 എന്നൊക്കെയാണെങ്കിൽ 24,000 വരും. ഇനി അതേപോലെ തന്നെ ആരായിരുന്നു റിട്ടയർ ചെയ്തിരുന്നത്? കറണ്ട് അല്ലേ? കറണ്ട് ഷെയർ എത്ര? 3/10 അല്ലേ? അപ്പോൾ നമ്മൾ കറണ്ട് എന്ത് കൊടുക്കണം? ഗുഡ്വിൽ കൊടുക്കണം. അതായത് കറൻസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു എത്ര വരാം? 2,40,000 ഇൻറ്റു എത്രയായിരുന്നു ഷെയർ? 3/10 ആണ് അല്ലേ? അതായത് 72,000. അതായത് ഇവിടെ ആരാണോ ഗെയിനിങ് പാർട്ട്ണർ? ശില്പയല്ലേ? അപ്പോൾ ശില്പ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ഇവർക്ക് ആലിയക്കും കറണ്ടും നിർബന്ധമായിട്ട് എന്ത് കൊടുത്തിരിക്കണം? ഗുഡ്വിൽ കൊടുത്തിരിക്കണം അല്ലേ? സോ ഹിയർ ദ ജേണൽ എൻട്രി വിൽ ബി എന്തായിരിക്കും ജേണൽ എൻട്രി വരാം? ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ശില്പാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. എങ്ങനെ? ശില്പാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആലിയാസ് ക്യാപിറ്റൽ, ആലിയാസ് ക്യാപിറ്റൽ ടു കറൻസ് ക്യാപിറ്റൽ. ഓക്കെ, ടു കറൻസ് ക്യാപിറ്റൽ. ഓക്കെ, എത്ര വരും? 72,000 റുപ്പീസ് കറണ്ട് കൊടുക്കണം, 24,000 റുപ്പീസ് ആലിയ കൊടുക്കണം. സോ ടോട്ടൽ എത്ര കൊടുക്കണം? 96,000 റുപ്പീസ് ശില്പ കൊടുക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്തരത്തിൽ ഗെയിനിങ് റേഷ്യോ വരാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നോക്കാം, ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. MNG were partners in a firm sharing profit and loss in the ratio of 5:3 on 31st March 2016. Their balance sheet as on under. ഓക്കെ, താഴെ ബാലൻസ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. എം റിട്ടയർഡ്. ആരാ റിട്ടയർ ചെയ്ത്? എം ആ റിട്ടയർ ചെയ്തിട്ടുള്ളത് അല്ലേ? ആൻഡ് ബാക്കി എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. On the above date and it was agreed that okay, debtors 20,000 will be written off as bad debt and provision 5% debtors on bad debt which will be ബാഡ് ഡെപ്റ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് നമുക്ക് എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്? പ്രൊവിഷൻ 5% ഉണ്ട്, 2,000 റുപ്പീസ് എന്തുണ്ട്? ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഓക്കെ, ബാക്കി നോക്കാം. പേറ്റന്റ് വിൽ ബി കംപ്ലീറ്റ് റിട്ടേൺ ഓഫ് ആൻഡ് സ്റ്റോക്ക് മെഷീനറി ബിൽഡിംഗ് വിൽ ബി ഡിപ്രീസിയേറ്റഡ് ബൈ 5%. ഓക്കെ, പേറ്റന്റ് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യണം. അതേപോലെ സ്റ്റോക്ക് മെഷീനറി അങ്ങനത്തെ ബിൽഡിംഗ് അങ്ങനത്തെ ഐറ്റംസ് എന്തുണ്ട്? 5% എന്തുണ്ട്? ഡിപ്രീസിയേഷൻ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അൺറെക്കോർഡഡ് ക്രെഡിറ്റർ ₹10,000 will be taken into account. Okay, 10,000 രൂപ ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യണം. NNG will share future profits the ratio of 2:3. Goodwill of the firm M's retirement was valued 3 lakh rupees. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്താണ്? പ്രിപ്പയർ എംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യമാണ് നമുക്ക് വന്നത് എന്നുണ്ടെങ്കിൽ ക്ലിയർ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻ റീവാലുവേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കണം. ഓക്കെ, നോക്കാം. ഈ ക്വസ്റ്റ്യൻ റീവാലുവേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യണോ? നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതെന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ അസറ്റിൻ്റെ വാല്യൂസിന് കൃത്യമായി ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെ ചേഞ്ചസ് വരാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? റീവാലുവേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, ഫസ്റ്റ് നമുക്ക് എന്താ റെക്കോർഡ്
ആദ്യം നമുക്ക് എന്താ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത് നോക്കാം. ഒന്നാമത്തെ ഡെപ്റ്റേഴ്സ് 2000 വിൽ ബി റിട്ടേൺ ഓഫ് എസ് ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ, ഡെപ്റ്റേഴ്സ് എന്താണ് 2000 നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിൽ എന്തുണ്ട് 5000 റുപ്പീസ് ഓൾറെഡി പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? 5000 റുപ്പീസ് ഓൾറെഡി പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ 5000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ബാഡ് ഡെപ്റ്റിനെ കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായോ? എങ്ങനെ? ഈ 5000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ബാഡ് ഡെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ, ഇനി ബാക്കി നോക്കാം. എന്ന് നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ആൻഡ് 5% ഓക്കെ എന്തുണ്ട് റിട്ടേൺ ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ 5% ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇറ്റ് ബി മെയിൻറ്റെയിൻ. 5% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ശ്രദ്ധിച്ച് കേട്ടോ, ഇത്തരത്തിൽ ബാഡ് ഡെപ്റ്റ് വരുന്ന സിറ്റുവേഷൻസിൽ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എത്ര പ്രൊവിഷൻ ഉള്ളത്? സോറി, ബാഡ് ഡെപ്റ്റേഴ്സ് എത്ര? അത് 45,000 ആണല്ലോ. സോ 45,000 നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ബാഡ് ഡെപ്റ്റ് എത്രയാണോ അത് മൈനസ് ചെയ്യുക. എത്ര? പുതിയ ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 2000 അല്ലേ? അതിന് മൈനസ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ? എത്ര കിട്ടും? 43,000. ദെൻ 43,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണോ പ്രൊവിഷൻ? എത്ര കിട്ടി? 2150. ഇത് ക്ലിയർ ആണോ? ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യന് കൊടുത്ത ബാഡ് ഡെപ്റ്റേഴ്സ് എത്രയാണോ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ന്യൂ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന് മൈനസ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ? അപ്പോൾ എന്ത് കിട്ടും? 43,000 കിട്ടി. ദെൻ 43,000 ഇൻറ്റു എത്ര പേഴ്സൺ ന്യൂ പ്രൊവിഷൻ അത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ന്യൂ പ്രൊവിഷൻ്റെ വാല്യൂ കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂ പ്രൊവിഷൻ്റെ വാല്യൂ നമുക്ക് 2150 കിട്ടി. എങ്ങനെ? 2150 എന്തിൻ്റെ വാല്യൂ കിട്ടി? ന്യൂ പ്രൊവിഷൻ്റെ വാല്യൂ കിട്ടി അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഇവിടെ എത്രയൊക്കെ ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ 5000 കാണിച്ചിട്ടുണ്ട്. അത് 2000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അഗെയിൻ ഇപ്പം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? 2150 എന്ത് വന്നു? പ്രൊവിഷനും വന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ബാലൻസ് എമൗണ്ട് എത്രയുണ്ട് മക്കളെ? 850 റുപ്പീസ് ന്യൂ പ്രൊവിഷൻ ഇല്ലേ? ഇത് ഫേമിന് പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് പറയും? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ് 850 വരും. ഹൗ? എങ്ങനെ? നോക്കാം. ഇവിടെ ന്യൂ പ്രൊവിഷനും ബാഡ് ഡെപ്റ്റും കൂട്ടിക്കാൻ നമുക്ക് എത്ര കിട്ടും? 4150 ആണ് കിട്ടുക. ക്ലിയർ അല്ലേ? എങ്ങനെ? 4150 ആണ് കിട്ടുക. ഓൾറെഡി നമ്മൾ 5000 പ്രൊവിഷൻ ആയിട്ട് റിസർവ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിനെക്കാട്ടി ഫണ്ട് കുറവാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഇവിടെ 850 റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്തു? റീവാലുവേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ? അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പേറ്റന്റ് വിൽ ബി കംപ്ലീറ്റീവ് റിട്ടേൺ ഓഫ്. നോക്കി, ഈ ക്വസ്റ്റിനെ പേറ്റന്റിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എത്ര ക്വസ്റ്റിന് കൊടുത്തിട്ടുള്ളത്? 30,000 ആണ്. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയണം അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാം. അത് ഓക്കെ സാർ, ഒന്നുകൂടെ പറയാം. ബേടാ, ഈ ക്വസ്റ്റിനിലേക്ക് നോക്കാൻ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 45,000 ആണ്. ഓൾറെഡി നമ്മൾ പ്രൊവിഷൻ എത്ര കണ്ടിട്ടുണ്ട്? 5000 റുപ്പീസ് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വിച്ച് മീൻസ് ഓൾറെഡി നമ്മൾ 5000 ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് പ്രൊവിഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടെ ക്വസ്റ്റ്യന് 2000 റുപ്പീസ് ബാഡ് ഡെപ്റ്റ് ആയിട്ട് കണ്ടു. സോ നമ്മൾ ബാഡ് ഡെപ്റ്റിനെ 2000 കൺസിഡർ ചെയ്തു അല്ലേ? ദെൻ നമുക്ക് എന്തുണ്ട്? ന്യൂ പ്രൊവിഷൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2150 ന്യൂ പ്രൊവിഷനും കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ എങ്ങനെ? ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ 4150 റുപ്പീസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഒഴിവാക്കേണ്ടത്. ക്ലിയർ? എന്നാൽ ഓൾറെഡി നമുക്ക് ഓൾഡ് പ്രൊവിഷൻ എത്ര ഉണ്ട്? 5000 റുപ്പീസ് ഓൾഡ് പ്രൊവിഷൻ ഉണ്ടല്ലോ ഇവിടെ അല്ലേ? എടാ, ആദ്യം നമ്മൾ 5000 കിട്ടില്ല എന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ? റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? എന്നാൽ ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 5000 റുപ്പീസ് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര റൈറ്റ് ഓഫ് ചെയ്താൽ മതി? 4150 റൈറ്റ് ഓഫ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 850 റുപ്പീസ്, വിച്ച് മീൻസ് ഇതിനെ ഡിഫറൻസ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് അല്ലേ? ഒന്ന് ആലോചിച്ചേ. ആദ്യം 5000 നമ്മൾ ഒഴിവാക്കി, കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ നമുക്ക് എന്ത് റിയലൈസ് ചെയ്യാൻ പറ്റി? 4150 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒഴിവാക്കിയാൽ മതി എന്ന് മനസ്സിലാക്കാൻ പറ്റി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ 850 നമ്മൾ റെക്കോർഡ് ചെയ്തു. ബാലൻസ് ഷീറ്റ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഫൈൻ സെറ്റ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് എന്താണ്? റിട്ടേൺ ഓഫ് സ്റ്റോക്ക് മെഷീനറി ബിൽഡിംഗ് വിൽ ബി ഡിപ്രീസിയേറ്റഡ് ബൈ 5%. നോക്കാം, സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, സ്റ്റോക്കിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 50,000 റുപ്പീസ്, 50,000 രൂപയാണ്. അപ്പോൾ 50,000 റുപ്പീസിനെ 5% എന്ന് ഡിപ്രീസിയേറ്റ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആദ്യം പേറ്റൻറ്റ്. ഓക്കെ, 30,000 റുപ്പീസിനെ പേറ്റൻറ്റ് റൈറ്റ് ഓഫ് ചെയ്തു. ദെൻ നമുക്ക് സ്റ്റോക്ക് 5% ഉണ്ട്, വിച്ച് മീൻസ് 2500 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താ മക്കളെ? പേറ്റൻറ്റ് കഴിഞ്ഞാൽ മിഷനറി ആണ്. മിഷനറിയുടെ വാല്യൂ എത്രയാണ്? 1,50,000 ആണ് അല്ലേ? സോ 1,50,000 5% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മക്കളെ? 7,500 ആണ്. ക്ലിയർ? നെക്സ്റ്റ് ആയിട്ട് എന്താ മക്കളെ? ഓക്കെ, ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 1 lakh ആണ്. 1 lakhൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? ബിൽഡിംഗ്. ഓക്കെ,
ബിൽഡിങ്ങിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 5,000 റുപ്പീസിലേക്ക് നമുക്ക് എന്തുണ്ടാവുക വാല്യൂ കുറയുക. പറഞ്ഞ കാര്യം ക്ലിയർ, സെറ്റ് പറഞ്ഞ കാര്യം ക്ലിയർ. ഓക്കെ ഫൈൻ. അങ്ങനെയാണ് സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താ, ആൻഡ് അൺറെക്കോർഡ് ക്രെഡിറ്റ് 10,000 വിൽ ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ 10,000 റുപ്പീസിനെ കൂടി നമ്മൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യല്ലേ അല്ലേ. അപ്പോൾ ഈ 10,000 റുപ്പീസിനെ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ, റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലിയർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, നേരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, ഡെബിറ്റ് സൈഡ് നമ്മൾ 10,000 റുപ്പീസിന് റെക്കോർഡ് ചെയ്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇതൊക്കെ ഫേമിന് ലോസ് ആണ് അല്ലേ. എങ്ങനെ, ഇതൊക്കെ ഫേമിന് എന്താണ്, ലോസ് ആണ്. ക്ലിയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ആൻഡ് ഫൈനലി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ചെയ്യാം. സോ 55,000 ബാലൻസ് 54,150. ഇത് റിയലൈസേഷൻ ലോസ് ആണ്. ഈ റിയലൈസേഷൻ ലോസ് നമ്മൾ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ആരൊക്കെയാണോ പാർട്ട്നേഴ്സ് ഉള്ളത് അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആരൊക്കെയാണ്, MNG അല്ലേ. സോ എംസ് ക്യാപിറ്റൽ. ഓക്കെ ദെൻ എൻസ് ക്യാപിറ്റൽ MN, ദെൻ ജീസ് ക്യാപിറ്റൽ. ഓക്കെ എത്ര വരും, റേഷ്യോ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യന് 5:3:2 ആണ്. ഓക്കെ അല്ലേ. സോ നമ്മൾ 5:3:2 നമുക്ക് വീതിച്ചു കൊടുക്കാം. സോ 27075 16245 10830. ഓക്കെ അല്ലേ, സെറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. സോ റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി എന്താ മക്കൾ നമുക്ക്, ഓക്കെ ഇവിടെ നമുക്ക് എന്താണ്, എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം, എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. നോക്കാം, എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾഡ് ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഐറ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. എങ്ങനെ, ഓൾഡ് ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഐറ്റം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൺസിഡർ ചെയ്യണം. ഓക്കെ എന്തൊക്കെയാണത് നോക്കാം. ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കേണ്ടത് എമ്മിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദെൻ ഓൾഡ് ബാലൻസ് ജനറൽ റിസർവ് ഉണ്ട്, അതിന് റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ പ്രോഫിറ്റ് ലോസ് ഉണ്ട്, അതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ദെൻ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതിനെയും ഡിസ്ട്രിബ്യൂട്ട്, വിച്ച് മീൻസ് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ വരാനാണ് അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കും. ഈ 4 ഐറ്റത്തെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഓക്കെ സെൻ ഈ സെന്നിന് എനിക്ക് എവിടെയും അറിയാലോ, ഇവൻ +2 കൊമേഴ്സിലും +1 കൊമേഴ്സിലും ഒക്കെ വരുന്ന സെന്നാണല്ലോ ഇവന്. എടാ കറക്റ്റാണോ ഞാൻ പറഞ്ഞത് സെന്നെ? ഓക്കെ ഫൈൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യണം. നേരെ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യണത്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എല്ലാത്തിനെയും റെക്കോർഡ് ചെയ്യണം. ക്ലിയർ. എങ്ങനെ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് റെക്കോർഡ് ചെയ്യണം. ഒന്ന് നോക്കിക്കുക നിങ്ങൾ, ഇവിടേക്ക് നോക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്, 1,50,000. നേരെ ഓപ്പോസിറ്റ് എവിടത്തേക്ക് റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും മക്കളെ, ബാലൻസ് ബ്രോഡൗൺ. എന്താണ് ബാലൻസ് ബ്രോഡൗൺ, എത്രയാണ്, 1,50,000. ഓക്കെ ദെൻ സെക്കൻഡ് വൺ നോക്കുകയാണ്, ജനറൽ റിസർവ് ഉണ്ട് ഇവിടെ, എത്രയാണ്, 30,000 ആണ്. അങ്ങനെയാണെങ്കിൽ 30,000 റുപ്പീസ് ജനറൽ റിസർവ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം മക്കളെ, നമുക്ക് എമ്മിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. എത്ര എമ്മിൻ്റെ റേഷ്യോ 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ ജനറൽ റിസർവ് എത്രയ്ക്ക് ഉണ്ടാവില്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് പറഞ്ഞിരുന്നു, ജനറൽ റിസർവ്. ഓക്കെ ജനറൽ റിസർവ് എത്ര, 15,000. 30,000 ആണ് അതിൻ്റെ റേഷ്യോയിൽ നമ്മൾ കൊടുക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു, ജനറൽ റിസർവ് റെക്കോർഡ് ചെയ്തു, എമ്മിൻ്റെ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഉണ്ട്, 25,000 ആണ് അല്ലേ. സോ ഈ പ്രോഫിറ്റ് ലോസിന് എന്ത് ചെയ്യുക, വീണ്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എമ്മിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏത് റേഷ്യോയിൽ, എമ്മിൻ്റെ 5/10 അല്ലേ. സോ 25,000 ആണ്. 25,000 × 5/10 എന്ന് പറയുകയാണെങ്കിൽ എത്രയ്ക്ക് മക്കൾ ഉണ്ടാവുക, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 12,500 റുപ്പീസ് ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റിന് ഗുഡ്വിൽ ഇല്ല, ഈ ക്വസ്റ്റിന് എവിടെ ഗുഡ്വിൽ ഇല്ല, ഓൾഡ് ബാലൻസിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഇല്ല. സോ നമ്മൾ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇവിടെ നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, റീവാലുവേഷൻ ലോസ് ആണ് അല്ലേ. നേരെ എന്താ ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യാം. ക്ലിയർ. എത്രയാണ് എമ്മിനുള്ളത്, 27075. ഓക്കെ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, റീവാലുവേഷൻ ലോസ്. ഓക്കെ റീവാലുവേഷൻ അക്കൗണ്ട് ആണ് ലോസ്. എത്രയായിരുന്നു, 27075. ഓക്കെ 27075. ഓക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് നോക്കാം, നമുക്ക് നോക്കാം. ഇനി എന്താ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കാം, അഡ്ജസ്റ്റ്മെന്റ് വായിക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും മക്കളെ. നോക്കാം, ഇവിടത്തേക്ക് നോക്കുമ്പോൾ ഗുഡ്വിൽ ഓഫ് ദ ഫേം ഓൺ ദ എംസ് റിട്ടയർമെന്റ് 3 lakh rupees. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കണം മക്കളെ, ഗുഡ്വില്ല് കൊടുക്കണം അല്ലേ. ഇവിടെ 3 lakh ആണ് ഗുഡ്വിൽ ഉള്ളത്. ക്ലിയർ അല്ലേ. അങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 lakh ഗുഡ്വിൽ ഉണ്ടെങ്കിൽ നമ്മൾ എമ്മിന് നമ്മൾ എത്രയ്ക്കും കൊടുക്കേണ്ടി വരാം, അല്ലെങ്കിൽ നമ്മൾ എന്നിന് നമ്മൾ എത്രയ്ക്കും കൊടുക്കേണ്ടി വരാം. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്ക്. ഇവിടെ എം ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയായിരിക്കും ഉണ്ടാവുക നോക്കിയേ. എംസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു 3 lakh ആണ് ടോട്ടൽ എമൗണ്ട് അല്ലേ, ഇൻറ്റു എമ്മിൻ്റെ ഷെയർ എത്ര, 5/10, ദാറ്റ് ഈക്വൽ ടു 1,50,000. ഓക്കെ ഇനി അടുത്ത ചോദ്യം, ഈ 1,50,000 ആര് കൊടുക്കും പൈസ
ആരാ കൊടുക്കുക? ഫണ്ട് ആരാ കൊടുക്കുക? ഗെയിനിങ് പാർട്ട്നേഴ്സ് കൊടുക്കും അല്ലേ? ഗെയിനിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? അത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇവിടെ നോക്കുക, ക്വസ്റ്റിന് ന്യൂ റേഷ്യോ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നിൻ്റെയും ജീൻ്റെയും ന്യൂ റേഷ്യോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്തും കൊടുത്തിട്ടുണ്ട് മക്കളെ ഇവിടെ ഈ ക്വസ്റ്റിനിൽ ഈ ക്വസ്റ്റിൽ എന്തും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓൾഡ് റേഷ്യോയും കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ഹൗ? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഹൗ? എന്നാ പിടിച്ചോ, ഗെയിനിങ് റേഷ്യോ ഓഫ് n ഈക്വൽ ടു എത്രയാണ്? എന്നിൻ്റെ ഓൾഡ് റേഷ്യോ 2/5. ന്യൂ റേഷ്യോ 2/5 ആണ്, മൈനസ് ഓൾഡ് റേഷ്യോ 3/10 ആണ്. അതേപോലെ ഗെയിനിങ് റേഷ്യോ ഓഫ് g ഈക്വൽ ടു ന്യൂ റേഷ്യോ 3/5 ആണ്, മൈനസ് ഓൾഡ് റേഷ്യോ എത്ര ആയിരുന്നു? 2/10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇൻറ്റു 2 ചെയ്ത് കാണുമെങ്കിൽ 4 മൈനസ് 1/10 വരും. ഇവിടെ നമുക്ക് ഇൻറ്റു 2 ചെയ്ത് കാണാൻ എത്ര മക്കളെ? 6 മൈനസ് 2 4/10, വിച്ച് മീൻസ് 1:4 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ 1:4 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇത് നമുക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിളാക്കി നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കുക? 1:4 ആണെങ്കിൽ 1,55,000 ഇൻറ്റു 1/5. ഓക്കെ, 1/5 ദാറ്റ് ഇക്വൽ എത്ര വരും മക്കളെ? 30,000 വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ n എത്ര കൊടുക്കണം? 30,000 കൊടുക്കണം. ബാക്കി ആര് കൊടുക്കും? നമ്മളെ മറ്റാൾ കൊടുക്കും. ആര്? എൻസ് ക്യാപിറ്റൽ 30,000. ബാക്കിന് എത്ര ഉണ്ട്? 1,20,000 അല്ലേ? ഈ 1,20,000 റുപ്പീസ് ഞാൻ കൊടുക്കും മക്കളെ? ജി കൊടുക്കും. എന്ത് പറഞ്ഞു? ഇതും ജീസ് ക്യാപിറ്റൽ. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ, എന്നിൻ്റെ ക്യാപിറ്റൽ എഴുതി, ജീൻ്റെ ക്യാപിറ്റൽ എഴുതി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഞാൻ ഫൈനലി ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുന്ന സമയത്ത് 3,15,000 ഇവിടെ വരും. 3,50,000 മൈനസ് 275,425 എന്ത് പറഞ്ഞു? ഇതും എം റിട്ടേൺ ചെയ്യാണ്. സോ എംസ് ലോൺ അക്കൗണ്ട്. ഇനി വിചാരിക്കാം എം ഡെത്ത് ആയതാന്ന് വിചാരിക്കാം. ക്ലിയർ? എങ്ങനെ? എം ഡെത്ത് ആയതാന്ന് വിചാരിക്കാം. എം ഡെത്ത് ആണ് എന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതേണ്ടി വരാം? എംസ് ലോൺ അക്കൗണ്ട് എന്നതിന് പകരം എംസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? എംസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? എഴുതേണ്ടി വരിക. കാരണം ഡെത്ത് ആവാണ്, നമുക്ക് അയാൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരാം? അയാൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്, അയാൾക്ക് നമ്മൾ എന്തെങ്കിലും ഫണ്ട് കൊടുക്കേണ്ടി വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേടാ? എല്ലാവർക്കും ക്ലിയർ ആണ്, ഡൗട്ട് ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെയാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആ ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ, വായിച്ചോ, എല്ലാവരും വായിച്ചോ. കിടിലൻ ചോദ്യമാണ്. എന്താണ്? വായിച്ചിട്ട് പറഞ്ഞുതരാം. XYZ were partnership sharing profit and loss in the ratio of 3:1. Okay da, X ഉം YZ ഉം പാർട്ട്നേഴ്സ് ആണ്, 3:1 ആണ് ഓരോ റേഷ്യോ. Z റിസൈറ്റ്, ഓ മൈ ഗോഡ്, Z എന്താ മക്കളെ? റിട്ടയർ ചെയ്യാണ് on 1st April 2017. After adjustments, his capital account shows a credit balance of 1 lakh in the date of retirement for equal annual installment. അത് ലോൺ അക്കൗണ്ട് ആണ്. എന്നാൽ ഇതിനേക്കാൾ അതിമനോഹരമായ ലോൺ അക്കൗണ്ട് ആണ് ഇത്. കേസ് 2. ഈ ഒരു ലോൺ അക്കൗണ്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ ക്വസ്റ്റ് നോക്കിക്കേ. ഇതാണ് കൃത്യമായിട്ട് ലോൺ അക്കൗണ്ട്. മറ്റേത് സിമ്പിൾ ലോൺ അക്കൗണ്ട് ആണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലോൺ അക്കൗണ്ട് ആണ്. ഇതൊന്നും കൂടി ഒരു വെറൈറ്റി ആണ്. നോക്കിക്കോ. ഓക്കെ, XYZ were partnership sharing profit and loss equally. ഓക്കെ, എക്സും വൈയും സെഡും പാർട്ട്നേഴ്സാണ്. അവരെന്താണ്? ഈക്വൽ പാർട്ട്നേഴ്സാണ്. വളരെ സന്തോഷം. വൈ റിട്ടേഴ്സ് ഫ്രം ദ ഫേം. ആരാ മക്കളെ? വൈ റിട്ടേഴ്സ് ഫ്രം ദ ഫേം ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സ്. ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹75,000. മൂവേടി സസാ എടാ, വൈ റിട്ടയർ ചെയ്യുന്ന വൈക്ക് എത്ര കൊടുക്കാനുണ്ട്? 75,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പേ ചെയ്യാനുണ്ട് ഓൺ 1st April 2018. ഓക്കെ, വൈ വാസ് പെയ്ഡ് 15,000 ഇമ്മീഡിയറ്റ്ലി. 75,000 റുപ്പീസിൽ 15,000 റുപ്പീസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പേ ചെയ്തു. പെട്ടെന്ന് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? പേ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ? ബാക്കി നോക്കാം. Okay, on retirement, and the balance amount to be paid in the 3 equal annual installments along with the interest 5% per annum. അതായത് ഇനി ബാലൻസ് കൊടുക്കാനുള്ള ഫണ്ട്. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് എത്ര കൊടുക്കാനുണ്ടാവും? 60,000 രൂപ. ഇതെങ്ങനെ കൊടുക്കും? 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്, അതായത് ഒരു വട്ടം 20,000 രൂപ വെച്ച് കൊടുക്കും. 20,000 മാത്രമാണ് കൊടുക്കുക? എല്ലാ പ്ലസ് 5% എന്തും കൊടുക്കും മക്കളെ? ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? പാസ് ദ ജേർണൽ എൻട്രി ആൻഡ് പ്രിപ്പയർ വൈസ് ലോൺ അക്കൗണ്ട് അൺടിൽ ഹി ഈസ് പെയ്ഡ് ദ എൻറ്റയർ എമൗണ്ട് ഡ്യൂ ടു ഹിം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ പരിപാടി ആരംഭിച്ചാലോ? ആദ്യം നമുക്ക് ഇവിടെ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ജേർണൽ എൻട്രി പാസ്സാക്കണം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ നമുക്ക് എന്തേക്കും നമ്മൾ ജേർണൽ എൻട്രി എഴുതേണ്ടി വരാം? ഒന്ന് നൈസായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ വൈക്ക് നമ്മൾ റിട്ടയർ ചെയ്യാണ്. സോ വൈക്ക് നമ്മൾ ഫണ്ട് കൊടുക്കാണ്ടല്ലേ? സോ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ടു വൈസ് ലോൺ അക്കൗണ്ട്. അതായത് 75,000 റുപ്പീസ് ആണ് വൈക്ക് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കാനുണ്ടായിരുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ?
പറഞ്ഞ കാര്യം ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അതിൽ എന്ത് ചെയ്തു മക്കളെ? 15,000 rupees നമ്മൾ ബാങ്കിൽ കൊടുത്തു, വിച്ച് മീൻസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പേ ചെയ്തു അല്ലേ? ബാക്കി നമ്മൾ എത്ര കൊടുക്കാനുണ്ട്? 60,000 rupees നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ലോൺ ആയിട്ടും കൊടുക്കാനുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, ഇവിടെ ജേണൽ എൻട്രി വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു വൈസ് ലോൺ അക്കൗണ്ട് ആയതുകൊണ്ട് ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? വൈസ് ക്യാപിറ്റൽ. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് എന്ത് റെക്കോർഡ് ചെയ്യും? വൈസ് ക്യാപിറ്റൽ. എത്ര? 60,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓരോ വർഷത്തിൻ്റെയും അവസാനത്തിൽ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തിരിക്കണം. എന്ത് കൊടുത്തിരിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇവിടെ 1st April 2018 ആണ്. അപ്പം 31st March 2019 നമ്മൾ എന്ത് ചെയ്തിരിക്കും മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുക്കും. എത്ര ആയിരിക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? അൺപെയ്ഡ് ബാലൻസ് എത്രയാണോ അതിൻ്റെ മുകളിൽ 5%. എങ്ങനെ? അൺപെയ്ഡ് ബാലൻസ് എത്രയാണോ അതിൻ്റെ മുകളിൽ എത്ര? 5%. ദാറ്റ് വിൽ ബി എത്ര വരും മക്കളെ? 3,000 rupees ആണ് എന്ത് വരാം? ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് വരാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടാണെങ്കിൽ ആ വർഷത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കണ്ടേ? അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 60,000 rupeesൽ 3,000 rupees ഇൻട്രസ്റ്റ് വന്നു അല്ലേ? ഫൈൻ, നമ്മൾ എന്ത് ചെയ്യും? 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഈ 60,000 രൂപയെ നമ്മൾ എന്ത് ചെയ്യും? 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. അതായത് ഒരു വട്ടം 20,000 രൂപ കൊടുക്കും അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ഇങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി വൈസ് ലോൺ അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ്. എങ്ങനെ? വൈസ് ലോൺ അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ പോയിട്ട് എന്ത് റെക്കോർഡ് ചെയ്യും? ഡേറ്റ് 31st March 2019. ഇതാണല്ലോ ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം അല്ലേ? എന്ത് പറഞ്ഞതും ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഇവിടെ എത്രയായിരിക്കും നമ്മൾ പേ ചെയ്യുക? 23,000 ആയിരിക്കും. അതെങ്ങനെ കിട്ടി? 20,000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണ്, എന്നാൽ 3,000 rupees എന്താണ്? ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ് അല്ലേ? ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ്. ഓക്കെ, സോ ബാലൻസ് എത്ര ഉണ്ടാവും? ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര? 63,000 മൈനസ് 23, ദാറ്റ് വിൽ ബി 40,000. നെക്സ്റ്റ് ഇയറിലും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്താ സംഭവിക്കാം? 1/4/2019 അല്ലേ? എന്ത് പറഞ്ഞു നമ്മൾ? ബാലൻസ് ബ്രോഡൗൺ. എന്ത് പറഞ്ഞതും? ബാലൻസ് ബ്രോഡൗൺ. എത്ര എമൗണ്ട്? 40,000, 40,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? 31st March 2020 എന്ത് ചെയ്യുന്നു? വീണ്ടും ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടാവുക? അൺപെയ്ഡ് ബാലൻസ് 40,000 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അൺപെയ്ഡ് ബാലൻസിന് മുകളിലായിരിക്കും മക്കളെ നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈക്വൽ ടു എത്ര വരും? സോറി, 10% അല്ല, 5% ആണ് കേട്ടോ. ഓക്കെ, സോ 5% നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും മക്കളെ? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 2,000 rupees എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എത്ര ഉണ്ടാവും? 2,000 rupees എന്തുണ്ടാവും മക്കളെ? ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ ആസ് യൂഷ്വൽ ഇയർ എൻഡിൽ, അതായത് ഏതാ ഡേറ്റ്? 31st March 2020 അല്ലേ? 31st March 2020 നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് നമ്മൾ വീണ്ടും ഫണ്ട് കൊടുക്കുന്നു. ഈ വർഷം എത്രയായിരിക്കും ഫണ്ട് ഉണ്ടാവുക? 20,000 ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് 2,000 rupees ഈ വർഷത്തെ ഇൻട്രസ്റ്റ്, അതായത് 22,000 rupees അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും മക്കളെ? നോക്കാം. 42,000 ആണ്. 42,000 മൈനസ് 22,000, ദാറ്റ് വിൽ ബി 20,000. ഓക്കെ, നെക്സ്റ്റ് ഇയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നു. 1/4/2020 എന്ത് പറഞ്ഞിരുന്നു? ബാലൻസ് ബ്രോ ഡൗൺ. ഹൗ മച്ച്? 20,000 will be the value, right? So as usual 31st March we should record the interest on loan. How much will be the interest on loan? The unpaid, here the unpaid balance will be 20,000. So 20,000 into 5/100, that will lead to 1,000 rupees. Okay, so we should balance like this. And at the year 31st March 2021, here the in bank balance will be, we should pay like 20,000 installment amount and 2,000 rupees interest amount. So that equal to 22,000 will be the total amount. Sorry, 1,000 rupees will be the interest, right? So 21,000 will be the balance amount. Okay alle? Set alle? So 21,000. Clear aane? Clear aane? ഇങ്ങനെയാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. സെറ്റാണ്. ഓക്കെ, ലോൺ അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ലോൺ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? essay ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? essay ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അനിത, ഗൗരവ്, സോനു വേർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ എ പ്രൊപ്പോർഷൻ ടു ദർ ക്യാപിറ്റൽസ്. അതായത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോ ആണ്. എത്ര ക്യാപിറ്റൽ? 2 lakh, 2 lakh, 1 lakh ആണ്. അതായത് 2:2:1 ആണെന്ന് മക്കളെ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബാക്കി നോക്കാം. ദർ ബാലൻസ് ഷീറ്റ് at 31st March 2019 as follows. ഓക്കെ, അവരുടെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. ഓൺ ദി അബവ് ഡേറ്റ് അനീറ്റ, ഓക്കെ, ഓൺ ദി അബവ് ഡേറ്റ് അനീറ്റ റിട്ടേഴ്സ് ഫ്രം ദ ഫേം. ഓക്കെ, ആരാ റിട്ടയർ ചെയ്യുന്നത്? അനീറ്റയാണ് റിട്ടയർ ചെയ്യുന്നത്. അതായത് 2 ആണ് റിട്ടയർ ചെയ്യുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബാക്കി നോക്കാം.
The remaining partners decided to carry the business. It was agreed to revalue the assets and liabilities as follows. ഓക്കെ, അവർ എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ പറഞ്ഞിരിക്കുന്ന പോലെ അസറ്റിനെയും ലയബിലിറ്റിയെയൊക്കെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്? റീവാല്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ തീരുമാനിച്ചത്. ഗുഡ്വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് at rupees 3 lakh and Anita's share of goodwill was adjusted in the capital account of the remaining partners Gaurav and Sonu. ഓക്കെ, അതായത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? അവിടെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടോ. ഓക്കെ, നമ്മളെന്താണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നമ്മളിവിടെ നേരത്തെ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞില്ലേ? എന്ത്? എംസ് ലോൺ അക്കൗണ്ട്. അപ്പോൾ അത് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്കുള്ള ലോൺ അക്കൗണ്ട് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്തും ഡെത്ത് ആണെങ്കിലും സെയിം സിറ്റുവേഷൻ ആണ്, സെയിം ഇഫക്റ്റ് ആണ്. ഓക്കെ, എന്തിന് മാത്രമേ മാറ്റുള്ളൂ? ഇവിടെ നമ്മൾ എംസ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതുന്നതിന് പകരം ഡെത്ത് ആണ് എന്ന് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞ് എഴുതിയാൽ മതി? എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? എന്താണ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ, സെറ്റാണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ഫൈൻ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇവിടെ അനീറ്റ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അനീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം മക്കളെ? നമുക്ക് ഗുഡ്വില്ല് കൊടുക്കാനുണ്ട്. ആ ഗുഡ്വില്ല് ആര് കൊടുക്കണം? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയാലും ഗൗരവും സോനും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? നാളെ ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, ഇന്ന് നമ്മൾ മുഴുവൻ സിലബസ് ഇന്ന് തന്നെ നമ്മൾ തീർക്കും. ഓക്കെ, ബാക്കി നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് ടു ബി ബോട്ട് അപ് ടു 120% ബുക്ക് വാല്യൂ. അതായത് ബുക്ക് വാല്യൂ എത്ര? അതിന് 120% നിലവിൽ ഇപ്പോഴത്തെ വാല്യൂ. ഓക്കെ, ബാക്കി നോക്കാം. ഓക്കെ, Anita's loan sundry creditors. Okay, fine. Next, bad debt amount rupees 20,000. A provision for doubtful debt was A provision for doubtful debt was to be maintained at a 10% debtors. Debtors നമ്മൾ എന്താണ് മക്കളെ? 10% എന്ത് കൊടുത്തിരിക്കണം? നമ്മൾ പ്രൊവിഷൻ കൊടുത്തിരിക്കാനുണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് 20,000 rupees ഉണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് 1,10,000 ആണ്. 1 lakh was paid immediately by check to Anita. Out of the amount due to the balance was to be transferred to her loan account, which was to be paid in 2 equal annual installments along with the interest 10% per annum. അതായത് ഈ അനീറ്റയ്ക്ക് കൊടുക്കാനുള്ള ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 lakh ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ലോൺ അക്കൗണ്ട് ആക്കി കാണിച്ചു. ആ ലോൺ അക്കൗണ്ട് എന്തുണ്ട് മക്കളെ? 10% rupees 10% എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കാം. പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അനീറ്റാസ് റിട്ടയർമെന്റ്. അപ്പോൾ അനീറ്റ റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ആൻഡ് ഫൈനലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കിയാലോ മക്കളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനം റീവാലുവേഷൻ അക്കൗണ്ടാണ്. എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? റീവാലുവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം പ്രിപ്പയർ ചെയ്യണം. നോക്കാം. നമുക്ക് ഒന്നാമത്തത് എന്താണ്? ഗുഡ്വിൽ ഓഫ് ദ ഫേമസ് റീവാല്യൂഡ്. നമുക്ക് റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇല്ല. റീവാലുവേഷനിലേക്ക് റെക്കോർഡ് ചെയ്യാത്ത ഐറ്റം ആണല്ലേ? വേണ്ട. രണ്ടാമത്തെ ഐറ്റം എന്താ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാസ് ബി ബോട്ട് 120% ബുക്ക് വാല്യൂ. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ എത്ര മക്കളെ? 5 lakh ആണ്. അപ്പോൾ 5 lakhന്റെ 120% എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ. 5 lakhന്റെ 120% എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് മക്കൾ ഉണ്ടാവുക? 6 lakh ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഓക്കെ, അതായത് എത്ര ആയിട്ട് മാറി? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്ര ആയിട്ട് മാറി മക്കളെ? 6 lakh rupees ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? 1 lakh rupees അപ്രീസിയേഷൻ സംഭവിച്ചില്ലേ? വിച്ച് മീൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്തില്ലേ? ഇങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്താ? കമ്പനിക്ക് പ്രോഫിറ്റ് അല്ലേ? സോ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. റീവാലുവേഷന് ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, എവിടെ റെക്കോർഡ് ചെയ്യും? ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര മക്കളെ? 1 lakh. എത്ര എമൗണ്ട്? 1 lakh rupees. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ മക്കളെ? ഓക്കെ, ബാഡ് ഡെപ്റ്റ് എമൗണ്ട്സ് rupees 20,000. ഓക്കെ, ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ് മക്കളെ? 20,000 rupees ആണ്. ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ബട്ട് മെയിൻറ്റെയിൻ 10% ഡെപ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ ബാഡ് ഡെപ്റ്റിൻ്റെ കേസിൽ സിറ്റുവേഷൻ പറഞ്ഞു. നോക്കാം, ഇവിടുത്തെ കേസിലേക്ക് നോക്കും. ബാഡ് ഡെപ്റ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, പ്രൊവിഷൻ്റെ വാല്യൂ 10,000 rupees ആണുള്ളത്. ഓക്കെ, എത്ര ഉള്ളത്? 10,000 rupees നമുക്ക് എന്തുള്ള ഇവിടെ മക്കളെ? പ്രൊവിഷൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാഡ് ഡെപ്റ്റിന് 20,000 rupees ഉണ്ട്. നമ്മൾ ഓൾറെഡി 10,000 rupees കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിലവിലെ സിറ്റുവേഷൻ പ്രകാരം ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കി? 10,000 rupees കിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ നിലവിലെ സിറ്റുവേഷനിലോ 20,000 rupees കിട്ടില്ല. വിച്ച് മീൻസ് പഴയതിനേക്കാൾ 10,000 rupees എക്സസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ലോസിൻ്റെ സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം എന്താ? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഫണ്ടാണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? 10,000 rupees റെക്കോർഡ് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 10% നമുക്ക് എന്ത് കൊടുക്കണം? പ്രൊവിഷൻ കൺസിഡർ ചെയ്യാണ്ട്. നോക്കാം എങ്ങനെ നമുക്ക് പ്രൊവിഷൻ കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ കേസിലേക്ക് നോക്കുകയാണ്. 1,50,000 നമുക്ക് എന്തുള്ളത്? ശ്രദ്ധിച്ച് കേട്ടോ. അതായത് 1,50,000 rupees നമുക്ക് എന്തുള്ളത് മക്കളെ? നമുക്ക് ഡെപ്റ്റേഴ്സ് ഉള്ളത്.
അതിൽ 20,000 റുപ്പീസ് ബാഡ് ഡെപ്റ്റ് അല്ലേ, ബാക്കി എത്ര ഉണ്ടാവും 1,30,000 റൈറ്റ്. അങ്ങനെയാണെങ്കിൽ 1,30,000 ഇൻറ്റു 10% പ്രൊവിഷൻ എത്ര വരും 13,000 ആയിരിക്കും പ്രൊവിഷൻ വരാം. മനസ്സിലായോ? അത് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യും 30,000 ലോസിനെ സൈഡ് റെക്കോർഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഈ പൈസ നമുക്കിനി തിരിച്ച് കിട്ടില്ല, പ്രൊവിഷൻ അല്ലേ, അപ്പോൾ തിരിച്ച് കിട്ടോ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ലോസ് സൈഡ് കൺസിഡർ ചെയ്തു. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വാസ് 1,10,000. നോക്കിയാടാ, ഇവിടെ നമുക്ക് നോക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് വാല്യൂ 1,20,000 അല്ലേ, അത് എന്തായിട്ട് മാറി 1,10,000, വിച്ച് മീൻസ് വാല്യൂ 10,000 റുപ്പീസ് കുറഞ്ഞില്ലേ. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ലോസ് ആണ്. സോ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും മക്കളെ 10,000 റുപ്പീസ് റെക്കോർഡ് ചെയ്യും. ചെയ്യൂല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യൂല. എന്തുകൊണ്ടാണ്? ഇവിടെ ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? റീസൺ, ദ റീസൺ ബിഹൈൻഡ് ദ പ്രോസസ് ഈ സിമ്പിളാണ്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ, ആ ലോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫണ്ടാണെന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അല്ലേ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എത്ര ഉണ്ട് മക്കളെ, 40,000 റുപ്പീസ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത്, 10,000 റുപ്പീസ് ആണ് ഫ്ലക്ച്വേഷൻ സംഭവിച്ചത്, വിച്ച് മീൻസ് വാല്യൂ കുറഞ്ഞത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഇനി IFF എത്രയായിരിക്കും ഉണ്ടാവുക, 30,000 റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ നമുക്ക് റീവാലുവേഷനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമ്മളിവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെന്റിന് റീവാലുവേഷനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇത് നമ്മൾ റിട്ടയർ അനീറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിന് ഫണ്ടിനെ പറ്റിയാ പറഞ്ഞിട്ടുള്ളത്. ഇത് റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇനി എന്ത് റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ നമുക്ക് നൈസ് ആയിട്ട് കൊണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, 1 lakh, then 1 lakh minus 23,000, that will be 77,000. നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും മക്കളെ, ഇത് നമുക്ക് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, 3 പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കണം. ആരൊക്കെയാണ് 3 പാർട്ട്നേഴ്സിന്? അനീറ്റ, ഓക്കെ, അനീറ്റാസ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഗൗരവ് അല്ലേ, ഗൗരവ്സ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ആരാ മക്കളെ, സോനൂസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലാണ്? ക്വസ്റ്റ്യൻ്റെ ക്യാപിറ്റൽ റേഷ്യോ 2:1 അപ്പോൾ എത്രയൊക്കെ ഉണ്ടാവുക, 2:1 നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും 30,800, 30,800, 15,400. സെറ്റ്. റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്താ മക്കളെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. നോക്കിക്കോ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓൾഡ് ബാലൻസ് ഷീറ്റിനെയാണ്. ക്ലിയർ അല്ലേ? എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? ഓൾഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഓൾഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത്? ഞാൻ പിടിച്ചോ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവർ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ നമുക്ക് എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ദെൻ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നേരെ ഡെബിറ്റ്സ് ലയബിലിറ്റി സൈഡിലാണ് വന്നിട്ടുള്ളത്, നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ. എന്താണ് ബാലൻസ് ബ്രോ ഡൗൺ? എത്രയായിരുന്നു? അനീറ്റിൻ്റെത് 2 lakh ആണ്, ഗൗരവിൻ്റെത് 2 lakh ആണ്, സോനുവിൻ്റെ എത്രയാണ് മക്കളെ? 1 lakh ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ദെൻ ജനറൽ റിസർവ് 30,000. ഈ 30,000 റുപ്പീസ് ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റേഷ്യോയിൽ 3 പേർക്ക് നമ്മൾ വീതിച്ച് കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും, ജനറൽ റിസർവ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജനറൽ റിസർവ് എത്രയായിരിക്കും ഉണ്ടാവുക? 30,000 അല്ലേ? സോ ക്യാപിറ്റൽ റേഷ്യോയിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എത്രയ്ക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരാം? ജനറൽ റിസർവ് വിൽ ബി 12,000 അനീറ്റ, 12,000 ഗൗരവ്, ദെൻ 6,000 റുപ്പീസ് ആർക്ക് വരും? സോനുവിന് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടാ. IFFന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 40,000 ഫണ്ട് ഉള്ളത്, എന്നാൽ 10,000 റുപ്പീസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് വാല്യൂ കുറഞ്ഞിട്ടില്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ വന്നത് 10,000 കുറഞ്ഞില്ലേ, ബാക്കി എത്ര ഉണ്ട്? 30,000. ഈ 30,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്ത് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും? ഓക്കെ, 12,000 റുപ്പീസ് അനീറ്റക്കും, 12,000 റുപ്പീസ് ഗൗരവനും,
6,000 rupees ആർക്കും ഉണ്ടാവും, നമ്മളവർക്ക് സോനുനും ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എന്താ? നെക്സ്റ്റ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഈ ക്വസ്റ്റിന് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആണല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എത്ര? 30,800, 30,800, 15,400. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞതും റീവാലുവേഷൻ. ഓക്കെ, റീവാലുവേഷൻ 30,800, 30,800, 15,400. ഓക്കെ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞേ. മൂന്ന് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് എന്താ? നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കാം. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്, ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അയാൾക്ക് കൊടുക്കാനുണ്ടോ നോക്കാം. ഒന്നും കൊടുക്കാനില്ല അല്ലേ? ഓക്കെ, എന്നാൽ ഇവിടെ എന്ത് പറയാനുണ്ട്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേമിന് ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ടില്ലേ 3 lakh. അനീറ്റ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 3 lakh rupees ഗുഡ്വിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അനീറ്റയ്ക്ക് എത്രയും ഗുഡ്വിൽ ഉണ്ടാവുക? 3 lakh ഇൻറ്റു 3 lakh ഇൻറ്റു അനീറ്റിൻ്റെ ഷെയർ എത്ര? 2/5. ദാറ്റ് ഈക്വൽ എത്ര വരും? 1,20,000. ക്ലിയർ അല്ലേ? ഈ 1,20,000 ഞാൻ ആരാ കൊടുക്കുക മക്കളെ? 1,20,000 നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ 2 പാർട്ട്നേഴ്സും ആയിരിക്കും. ആരൊക്കെ? നമ്മുടെ സ്വന്തം. ആരൊക്കെ? അതായത് ഗൗരവും സോനും. ഏത് റേഷ്യോയിൽ? 2:1 കൊടുക്കുക. ഏത് റേഷ്യോയിലാണ് കൊടുക്കുക? 2:1 കൊടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ഓക്കെ, ഗൗരവ്. ഓക്കെ, എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ഗുഡ്വിൽ നമ്മൾ കൊടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഗൗരവ്സ് ക്യാപിറ്റൽ. 1,20,000 ആണ്. സോ 1,20,000 ഇൻറ്റു 2/3. ഓക്കെ, 1,20,000 ഇൻറ്റു 2/3. അപ്പോൾ എത്ര ആയിരിക്കും വരാം? 1,20,000 ഇൻറ്റു 2/3 വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും മക്കൾ? നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 80,000 rupees ആയിരിക്കും വരാം. ഇനി അതേപോലെ തന്നെ സോനു എത്രയ്ക്ക് ഇനി കൊടുക്കുക? സോനൂസ് ക്യാപിറ്റൽ 1,20,000 ആണ് ടോട്ടൽ ഗുഡ്വിൽ കൊടുക്കേണ്ടത് അല്ലേ? ഏത് റേഷ്യോയിലാ? 2:1 അപ്പോൾ 1/3 ആര് കൊടുക്കാൻ? ഇനി സോനു കൊടുക്കണം. അപ്പോൾ സോനു ഇത്രയ്ക്കും കൊടുക്കേണ്ടി വരാം 40,000 rupees സോനും കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ എമൗണ്ട് നമ്മൾ ഇനി അവിടുന്ന് മൈനസ് ചെയ്യും. ഇവർ 2 പേരും കൊടുക്കല്ലേ? സോ ഇവരെ അക്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണ്ടേ? നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? അനീറ്റാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ? അനീറ്റാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കും. നമ്മൾ ഗൗരവിൻ്റെ അക്കൗണ്ട് ഗൗരവ് കൊടുത്ത 80,000ഉം സോനുവിൻ്റെ അക്കൗണ്ടിൽ സോനു കൊടുത്ത 40,000 റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അനീറ്റക്ക് കൊടുത്തതായിട്ട് കാണിച്ചു. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗൗരവിൻ്റെയും സോനുവിൻ്റെ അക്കൗണ്ടിൽ ഇവരെ അക്കൗണ്ട് കുറച്ച് കാണിച്ചു, വിച്ച് മീൻസ് മൈനസ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 1 lakh rupees ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? അനീറ്റക്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് എന്ന് പറഞ്ഞ് അനീറ്റിൻ്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 lakh rupees റെക്കോർഡ് ചെയ്യും ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യാം. നോക്കിക്കേ, ഇനി 2 സൈഡും ബാലൻസ് ചെയ്ത് എല്ലാ ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. 1,27,400, 1,27,400, then 87,400. ഓക്കെ, ദെൻ ഗൗരവിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 2,54,800, 2,54,800, ദെൻ എത്ര വരും? 1,74,800. അനീറ്റിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 3,74,800, 3,74,800, ദെൻ 2,74,800. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ഗൗരവിൻ്റെയും സോനുവിൻ്റെയും ബാലൻസ് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, എന്നാൽ അനീറ്റിൻ്റെ ഫണ്ടിൽ നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കുക? സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? അനീറ്റയ്ക്ക് ഇനി നമ്മൾ കൊടുക്കാനുള്ള ഫണ്ടാണില്ലേ, അത് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കുക? ലോൺ അക്കൗണ്ട് ആണ്. സോ അനീറ്റാസ് എന്ത് പറഞ്ഞ് കാണിക്കും? അനീറ്റാസ് ലോൺ അക്കൗണ്ട് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? അനീറ്റ കൊടുക്കാനുള്ള ഫണ്ടിനെ കാണിക്കും. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പുതിയ വാല്യൂസിനെ ആയിരിക്കണം. എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? ന്യൂ വാല്യൂസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റെക്കോർഡ് ചെയ്യാൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കാം. ഇവിടെ ഒന്നാമത്തെ കേസിലേക്ക് നോക്കുമ്പോൾ അസറ്റ്സ് ലയബിലിറ്റീസിലേക്ക് നോക്കണം ക്യാപിറ്റൽ. ഓക്കെ, ഇനി അനീറ്റിൻ്റെയും ഗൗരവിൻ്റെയും സോനുവിൻ്റെയും ക്യാപിറ്റൽ ഈ വാല്യൂ ആണ് ഉണ്ടാവുക? അല്ല, ക്യാപിറ്റൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞതും ക്യാപിറ്റൽ. ഓക്കെ, ഇനി ആർക്കൊക്കെ ക്യാപിറ്റൽ ഉണ്ടാവുക? ഗൗരവിൻ്റെയും അതേപോലെ തന്നെ സോനുവിനും മാത്രമേ ക്യാപിറ്റൽ ഉണ്ടാവുള്ളൂ. അനീറ്റയ്ക്ക് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ഇല്ലാത്തത്? അനീറ്റ ഈസ് നോ ലോങ്ങർ ആസ് എ പാർട്ട്ണർ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? അയാൾ റിട്ടയർ ചെയ്തില്ലേ? അപ്പോൾ എത്ര അനീറ്റിൻ്റെ ക്യാപിറ്റൽ? ഇവിടെയൊക്കെ നോക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ഗൗരവിൻ്റെ ക്യാപിറ്റൽ 1,74,800 ആണ്, സോനുവിൻ്റെ ക്യാപിറ്റൽ 87,400 ആണ് അല്ലേ? സോ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യും 1,74,800, സോനുൻ്റെത് 87,400. അനീറ്റയ്ക്ക് നമ്മൾ എത്രയായിരുന്നു കൊടുക്കാണ്ടായിരുന്നു? ഇനി 2,74,800. അത് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? അനീറ്റാസ് ലോൺ അക്കൗണ്ട്. ഓക്കെ, എങ്ങനെ? അനീറ്റാസ് ലോൺ അക്കൗണ്ട് എത്ര?
2,74,800. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ? എങ്ങനെ? ക്യാപിറ്റൽ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഇനി ഉണ്ടാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പാർട്ട്നേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തില്ലേ? സോ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ടാവോ? ഉണ്ടാവില്ല. ജനറൽ റിസർവ് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഈ രണ്ട് ഐറ്റംസ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലേ? വീതിച്ച് കൊടുത്തില്ലേ രണ്ട് പേർക്കും? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? നിനക്ക് IFF എന്ന് പറഞ്ഞിട്ടും അതേപോലെ ജനറൽ റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? വീതിച്ച് കൊടുത്തു. അപ്പോൾ ഇനി അത് ഉണ്ടാവോ? ഉണ്ടാവത്തില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ഫൈൻ. ഇനി അടുത്ത ഐറ്റം എന്താ? ക്രെഡിറ്റേഴ്സ് ആണ്. ഈ ക്രെഡിറ്റേഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമുണ്ടെങ്കിൽ എവിടെ വന്നിട്ടുണ്ടോ മക്കളെ? റീവാലുവേഷനെ കൊണ്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം ക്രെഡിറ്റേഴ്സിന് ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂവിനെ അതേപോലെ റെക്കോർഡ് വെച്ചു. എത്ര? ക്രെഡിറ്റേഴ്സ് 4,60,000. ഓക്കെ, 4,60,000. ഓക്കെ, ഇനി അസറ്റ് സൈഡിലേക്ക് പോകാം. ഒന്നാമതിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ത് ചെയ്തു? 120% ഹൈക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് പുതിയ വാല്യൂ എത്ര വയ്ക്കും? ആദ്യം എത്രയായിരുന്നു? 5 lakh ആയിരുന്നു. ഇപ്പം എന്തായിട്ട് മാറി? 6 lakh ആയിട്ട് മാറി അല്ലേ? 1 lakh rupees ഇൻക്രീസ് ചെയ്തില്ലേ? സോ എന്തായിട്ട് മാറി? 6 lakh rupees ആയിട്ട് മാറി. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ട് മക്കളെ? 1,10,000 ആയിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ 1,10,000 ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പുതിയ വാല്യൂ ഇനി കാണിക്കൽ 1,10,000 എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? നെക്സ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഡെപ്റ്റേഴ്സ് 1,30,000 rupees ആണ് ഉള്ളത്. ഓക്കെ, എങ്ങനെ 1,30,000 rupees എങ്ങനെ വന്ന് നോക്കിക്കേ? ഇവിടെ ഡെപ്റ്റേഴ്സിൻ്റെ കേസിലേക്ക് 1,50,000. എന്നാൽ 20,000 rupees ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ എത്ര ആയിട്ട് മാറി? 1,30,000 rupees ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? 1,50,000 ഉണ്ട്, എന്നാൽ 20,000 rupees ബാഡ് ഡെപ്റ്റ് പോയില്ലേ? ബാക്കി എത്ര? 1,30,000. എഗെയിൻ വീണ്ടും 13,000 rupees എന്തുണ്ട്? പ്രൊവിഷൻ ഉണ്ട്. സോ നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? ലെസ് പ്രൊവിഷൻ. ഓക്കെ, ലെസ് പ്രൊവിഷൻ. എത്ര? 13,000, 13,000. ബാക്കി എത്ര? 1,17,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്തായിരുന്നു മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്ന് വെച്ചിട്ടാണെങ്കിൽ സ്റ്റോക്കാണ്. എത്രയാണ് സ്റ്റോക്കിൻ്റെ വാല്യൂ? സ്റ്റോക്കിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്കിൻ്റെ വാല്യൂ 1 lakh അതേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ ഐറ്റം? ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഓക്കെ, ഇവിടെ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ? ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ കേസിലേക്ക് നോക്കുകയാണ് 1,70,000 rupees ഉണ്ടായിരുന്നു ആദ്യം. എന്നാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിവിടെ അനീറ്റ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് 1 lakh rupees ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ആയിട്ട് കൊടുത്തില്ലേ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ 1,70,000 ഉണ്ടാവില്ലോ? ഉണ്ടാവോ? നെവർ. അപ്പോൾ ഇനി ബാക്കി എത്രയൊക്കെ ഉണ്ടാവുക? 1 lakh rupees നിന്ന് 1,70,000 rupees 1 lakh rupees കുറഞ്ഞു അല്ലേ? സോ ബാക്കി ഇനി എത്രയൊക്കെ ഉണ്ടാവുക? 70,000 rupees എന്തുണ്ടാവും മക്കളെ? ക്യാഷ് ബാലൻസ് ഉണ്ടാവുക. സോ ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും റെക്കോർഡ് ചെയ്യാം. എത്ര? 9,97,000, 9,97,000. ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും സെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിട്ടയർമെൻറ്റിൻ്റെ കേസിലും ഡെത്തിൻ്റെ കേസിലും, ഐ റിപ്പീറ്റ്, റിട്ടയർമെൻറ്റിൻ്റെ കേസിലും ഡെത്തിൻ്റെ കേസിലും ഒരേപോലെ മക്കളെ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്ക് ഇത്തരത്തിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എന്തും പ്രിപ്പയർ ചെയ്യേണ്ടത്? റീവാലുവേഷനും പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ് ആ ക്വസ്റ്റ്യൻ? എന്നാ പിടിച്ചോ. അതായത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അരുൺ, തരുൺ, വരുൺ വെർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ റേഷ്യോ 4:3:2. ഓക്കെ, അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3:2 ആണ്. തരുൺ റിട്ടയർസ് ഓൺ 1st April 2021. ഓക്കെ, തരുൺ റിട്ടയർ ചെയ്യാണ് മക്കളെ. ഓക്കെ, ഓൺ ദാറ്റ് ഡേറ്റ് ക്യാപിറ്റൽ ഓഫ് അരുൺ ആൻഡ് തരുൺ ആൻഡ് വരുൺ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റുഡ് ആസ് 19,650, 19,800, 9,150 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇതാണ് അവരുടെ ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം as newly constituted is fixed at ₹28,000 between Arun and Varun. അതായത് അരുണും വരുണും എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ ക്യാപിറ്റൽ, അരുണും വരുണും അവരെ ക്യാപിറ്റൽ ഫിക്സ് ചെയ്തു. എന്താ ക്യാപിറ്റൽ ഫിക്സ് ചെയ്യുക? ഇനി മുതൽ നമ്മുടെ ഫേമിൻ്റെ ക്യാപിറ്റൽ എത്ര മതി? 28,000 rupees ഫിക്സ്ഡ് ആയാൽ മതി എന്ന് അവരെന്ത് ചെയ്യാണ്? ഫിക്സ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഫൈൻ. എന്നാൽ അരുണിൻ്റെ വരുന്ന ന്യൂറേഷൻ എത്ര? അരുണിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 5/8 ആണ്. വരുണിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലോ 3/8 ആണ്. എന്ത്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, 5/8 അതേപോലെ 3/8 ആണ്. ക്ലിയർ അല്ലേ? അത് എന്ത് ചെയ്യണം? പാസ് ദി നെസസറി ജേർണൽ എൻട്രീസ്. നോക്കാം, സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇവിടത്തേക്ക് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ഓൾറെഡി ഇവരെ ക്യാപിറ്റൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? എത്ര? 28,000. അങ്ങനെയാണെങ്കിൽ അരുണിൻ്റെ ക്യാപിറ്റൽ എത്രയൊക്കെ ഉണ്ടാവുക? അരുൺസ് ക്യാപിറ്റൽ ഈക്വൽ ടു, ഓക്കെ, അരുൺസ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഈക്വൽ ടു 28,000 ഇൻറ്റു എത്ര ഷെയർ? 5/8. 28,000 ഇൻറ്റു 5/8 താറ്റിക്കൽ എത്ര വരും? 70,500 ആയിരിക്കും അരുണിൻ്റെ ക്യാപിറ്റൽ വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ വരുണിൻ്റെ ക്യാപിറ്റൽ എത്രയ്ക്കും വരാം? വരുൺസ് ക്യാപിറ്റൽ ഈക്വൽ ടു, ഓക്കെ,
28,000 ഇൻറ്റു 3/8 ആണ് വരുണിൻ്റെ ന്യൂ റേഷ്യോ അല്ലേ? അപ്പോൾ എത്ര വരും മക്കളെ? 10,500 ആയിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? 10,500 ആയിരിക്കും വരാം. എന്നൊരു കാര്യമുണ്ട്. ഇവിടേക്ക് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അരുണിൻ്റെ അക്കൗണ്ടിൽ നിലവിൽ ഇപ്പോൾ എത്ര ക്യാപിറ്റൽ ഉണ്ട്? 19,650 ആണ് അരുണിൻ്റെ അക്കൗണ്ട് ക്യാപിറ്റൽ ഉള്ളത്. എത്രയാണ്? 19,650. ഓക്കെ, 19,650. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 2150 സർപ്ലസ് അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ. എന്താ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എടാ ആക്ച്വലി 17,500 ആറ് അക്കൗണ്ടിൽ മതി, നമ്മുടെ സ്വന്തം അരുണിൻ്റെ അക്കൗണ്ടിൽ മതി. എന്നാൽ അരുണിൻ്റെ അക്കൗണ്ട് നിലവിൽ ഇപ്പോൾ എത്ര ഉണ്ട്? 19,650 ഉണ്ട്. ക്ലിയർ? ദാറ്റ് മീൻസ് 2,150 റുപ്പീസ് സർപ്ലസ് ആണ്, എക്സസ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം? വിഡ്രോ ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എടാ 17,500 മതി, പക്ഷേ ആക്ച്വലി അക്കൗണ്ട് എത്ര ഉണ്ട്? 19,650 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് ബിസിനസ്സിനായി അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? വിഡ്രോ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? എന്നാൽ നേരെ മറിച്ച് വരുണിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ വരുണിൻ്റെ അക്കൗണ്ട് നിലവിൽ ഇപ്പോൾ എത്ര ക്യാപിറ്റൽ ഉള്ളത്? 9150 ആണ്. എത്ര ക്യാപിറ്റൽ ഉള്ളത്? 9150 ആണ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 1350 ഡെഫിസിറ്റ് ആണ്. എന്താണ് ഈ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഫണ്ട് കുറവാണ്. ആക്ച്വലി 10,500 വേണം, എന്നാൽ എത്രയും നിലവിലുള്ളൂ? 9150 മാത്രമേ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അരുണിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യും. അപ്പോൾ എന്താ ജേണൽ എൻട്രി? അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഒറ്റ ചെക്ക്. ഓക്കെ, എന്താണ്? അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് അരുണിൻ്റെ കേസിൽ എൻട്രി വരാം. എത്ര എമൗണ്ട് വരാം? 2150. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് നമ്മൾ വരുണിൻ്റെ കേസിലേക്ക് നോക്കുകയാണ്. വരുൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ എന്തായിരിക്കും എൻട്രി ഉണ്ടാവുക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. എങ്ങനെ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വരുൺസ് ക്യാപിറ്റൽ. ഓക്കെ, വരുൺസ് ക്യാപിറ്റൽ. ഓക്കെ, എത്ര എമൗണ്ട്? 1350. ഇത് ഓക്കെ ആണോ? ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു എഴുതണം? ബീയിങ് ക്യാപിറ്റൽ വിഡ്രോ ബൈ അരുൺ ആൻഡ് ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പാർട്ട്ണർ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ അതിമനോഹരമായി സിമ്പിളാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ, എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം? ഇവിടെ ലൈബ്രറി സൈഡിലും അസറ്റ് സൈഡിലും തന്നിട്ടുള്ള ഐറ്റംസ് എന്താണോ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. ഏതൊഴികെ ഒരു 6 ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എത്ര ഐറ്റംസ് ഒഴികെ? 6 ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഫസ്റ്റ് സ്റ്റെപ്പിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണത്? എന്നാ പിടിച്ചോ. ഏതൊക്കെയാണത്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ, അത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്ഫറിങ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, ഉജ്വൽ കൃഷ്ണ, ഉജ്വലെ നിന്നെ അറിയോന്ന്? എന്ത് ചോദ്യമാണ് ഉജ്വലെ? ഓക്കെ, നിന്നെ അറിയാത്ത ആൾക്കാരിവിടെ. ഓക്കെ, താങ്ക് യൂടാ. എക്സാം ഒക്കെ ഈസി ആയിരുന്നല്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചതുകൊണ്ട്, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ അത്. ഓക്കെ, ഫൈൻ, ഗ്രേറ്റടാ, അടിപൊളി, സൂപ്പർ ഉജ്വലെ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടുത്തെ സിറ്റുവേഷൻസിലേക്ക് നോക്കുകയാണ് മക്കളെ, സിമ്പിളായിട്ട് ഒറ്റ സെക്ക്. ഓക്കെ, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ബാലൻസ് ഷീറ്റിൽ നിന്നും റിയലൈസേഷനിലേക്ക് നമ്മൾ സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറച്ച് ഐറ്റംസ് ഒഴിവാക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒഴിവാക്കേണ്ട ഐറ്റംസ് ക്യാഷ്, ബാങ്ക്, അതേപോലെ എന്താണ്? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ജനറൽ റിസർവ്, ദെൻ പ്രോഫിറ്റ് ഓർ ലോസ്. ഈ 6 ഐറ്റം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഐറ്റവും നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, എന്താ അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്? ദാ ഇവിടെ കൊടുത്തിരിക്കുന്നതാ. ഇവിടെ എല്ലാത്തിനും ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്തോ. നോക്കാം. ആദ്യം എന്താ ഐറ്റം? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. റെക്കോർഡ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ 6 സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? ഇല്ല. എത്ര വാല്യൂ? 30,000. സോ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സൺട്രി ക്രെഡിറ്റേഴ്സ് എത്ര ആയിരുന്നു വാല്യൂ? 30,000. 30,000. ഒറ്റ സെക്കൻഡ്. ക്രെഡിറ്റേഴ്സ് എത്ര വാല്യൂ? 30,000. 30,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി അടുത്തായിട്ട് എന്താ? ബിൽസ് പേയബിൾ. ബിൽസ് പേയബിളിൻ്റെ വാല്യൂ എത്ര? 8,000. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ഓക്കെ, ബിൽസ് പേയബിൾ എത്ര വാല്യൂ? 8,000. ഓക്കെ, നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം, ഇന്നർ കോളത്തിൽ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, 30,000 ആണ്. ഇനി അടുത്ത ബിൽസ് പേയബിളിൻ്റെ വാല്യൂ 8,000 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം മക്കളെ, ബിൽസ് പേയബിൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഐറ്റം ലോൺ മിസ്സിസ് എ. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മിസ്സിസ് എ ആണിത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പാർട്ട്ണർ ആണോ? അല്ല. നമ്മളിവിടെ പറഞ്ഞത് പാർട്ട്നേഴ്സ് ലോൺ എടുക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ വൈഫിന് ലോൺ എടുക്കാൻ പറ്റുമോ? പറ്റും. നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്ത് റെക്കോർഡ് ചെയ്യും? മിസ്സിസ്
എ ലോൺ വിച്ച് മീൻസ് ലോൺ ബൈ മിസ്സിസ് എ. എത്രയായിരുന്നു എമൗണ്ട്? 5,000. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്കല്ലേ ലോൺ ബൈ മിസ്സിസ് ബി 10,000. നേരെ അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാം. ലോൺ ബൈ മിസ്സിസ് ബി എത്ര എമൗണ്ട്? 10,000. ഓക്കെ, അടുത്ത ഐറ്റം ലോൺ ബൈ ബി. ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? ലോൺ ബൈ ബി ആണ്. ബി മീൻസ് പാർട്ട്ണർ ആണ്, അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് ഐറ്റം ജനറൽ റിസർവ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നെക്സ്റ്റ് ഐറ്റം എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? എത്ര ഫണ്ട്? 1,000 rupees അല്ലേ? റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നേരെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എത്ര എമൗണ്ട്? 1,000 rupees റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്കളെ ഏസ് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ക്യാപിറ്റൽ ബാലൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത അസറ്റ് സൈഡിലേക്ക് നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം നമുക്കളെ ക്യാഷ് ഇൻ ഹാൻഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര വാല്യൂ? 5,000. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, എത്ര എമൗണ്ട്? 5,000. സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ വാല്യൂ എത്രയാണ്? 5,000. നെക്സ്റ്റ് ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 ആണ്. അതേപോലെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, എത്ര എമൗണ്ട്? 10,000 rupees ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 20,000 rupees ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 20,000 rupees ആണ് കൺസിഡർ ചെയ്തത്. എന്നാൽ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രൊവിഷൻ കൊടുത്തില്ലേ 2,000. ഈ പ്രൊവിഷൻ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ നമ്മൾ എവിടെ എഴുതണം? ലയബിലിറ്റി സൈഡിൽ പോയിട്ട് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് 2,000 rupees നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താ? പ്ലാന്റ് ആൻഡ് മിഷനറി 20,000. എങ്ങനെ റെക്കോർഡ് ചെയ്യും? ആസ് യൂഷ്വൽ പ്ലാന്റ് ആൻഡ് മിഷനറി എത്ര എമൗണ്ട്? 20,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താ? ബിൽഡിംഗ് 15,000. നൈസ്. ആസ് യൂഷ്വൽ എന്താ പറയുക? റെക്കോർഡ് ചെയ്യുന്നു. ബിൽഡിംഗ് എത്ര എമൗണ്ട്? 50,000. റൈറ്റ്? 50,000 അല്ല. ഓക്കെ, 15,000. റൈറ്റ്, കറക്റ്റാണ്. 15,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് എന്താ? ഗുഡ്വിൽ 4,000. ഓക്കെ, ഗുഡ്വിൽ എത്ര എമൗണ്ട്? 4,000 റെക്കോർഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ലോസ് കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. പ്രോഫിറ്റ് ലോസിന് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത എല്ലാ ഐറ്റത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? ഫസ്റ്റ് സ്റ്റെപ്പിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യണം. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം? ബാങ്ക് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഏതാ വാല്യൂ? ദ വാല്യൂ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റിൽ തന്ന വാല്യൂ ഏതാണോ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അവിടെയും നമുക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊവിഷൻ, അതേപോലെ തന്നെ WCF, അതേപോലെ IFF, ദെൻ JLP റിസർവ്. ശ്രദ്ധിക്കുക, JLP റിസർവ് ആണ് കേട്ടോ. ഓക്കെ, ഈ ഇത്രയും ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. എങ്ങനെ? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുക്കാൻ പാടില്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്? നോക്കിയാടാ, ഈ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ പറ്റിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞു നോക്കിക്കേ. സ്റ്റോക്ക് ഇൻ ട്രേഡിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു? ദേ എന്താ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? അഡ്ജസ്റ്റ്മെന്റ് എന്ത് പറഞ്ഞിരിക്കണേ? എ ടുക്ക് ഓവർ സ്റ്റോക്ക് ഇൻ ട്രേഡ് ₹4,000. അതായത് സ്റ്റോക്ക് ആരെടുത്തിട്ടുണ്ട്? എ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടാണെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഏസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഏസ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ എന്താണ് ഐറ്റം? സ്റ്റോക്ക്. എത്രയായിരുന്നു എമൗണ്ട് മക്കളെ? നമുക്ക് 4,000 rupees അല്ലേ? സോ 4,000 rupees നമ്മൾ റെക്കോർഡ് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സ്റ്റോക്ക് 4,000. ഇനി അടുത്ത ഐറ്റം എന്താ? നെക്സ്റ്റ് ഐറ്റത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റാണ്. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, നല്ല അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കാൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി എന്തൊക്കെയാണ്? ബി ടുക്ക് ഓവർ ഹാഫ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് 10% ഡിസ്കൗണ്ട്. അതായത് 10% ഡിസ്കൗണ്ട് ആര് ഏറ്റെടുത്തിട്ടുണ്ട്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആര് ഏറ്റെടുത്തു? പകുതി ഇൻവെസ്റ്റ്മെൻറ്റ് ആര് ഏറ്റെടുത്തു? നമ്മുടെ സ്വന്തം എ ഏറ്റെടുത്തു. നോക്കാം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 10,000 rupees. അപ്പോൾ അതിന് ഹാഫ് എത്ര? 5,000 rupees. 5,000 rupees പ്രൊഡക്റ്റ് 10% ഡിസ്കൗണ്ട്. അതായത് 500 രൂപ ഡിസ്കൗണ്ട് ആരെടുത്തു? ബി എടുത്തു. ബി എടുത്തെന്നല്ലേ പറഞ്ഞത്? സോ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും മക്കളെ? ബീസ് ക്യാപിറ്റൽ. എന്ത് പറഞ്ഞതും? ബീസ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ എന്ത് പറഞ്ഞു? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എത്ര എമൗണ്ട്? 4,500. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കേസിലേക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. എന്താ ഇവിടെ പകുതി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി ഇൻവെസ്റ്റ്മെൻറ്റോട് പോയി റിമൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ₹4,500. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞതും ഇത് റിയലൈസ് ചെയ്താലേ? എന്താ റിയലൈസ് ചെയ്യുക? നമ്മൾ സെല് ചെയ്തു, ക്യാഷ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. എങ്ങനെ?
ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. എന്താ ഐറ്റം? ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്ര? 4500. ഓക്കെ, ഇനി ഡെപ്റ്റേഴ്സ് എത്ര റിയലൈസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹിയർ 25,000. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്റ്റേഴ്സ് 25,000. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 25,000 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം, അടുത്ത ഐറ്റം എന്താ? ഡെപ്റ്റേഴ്സ് കഴിഞ്ഞു. പ്ലാന്റ് ആൻഡ് മിഷനറി. പ്ലാന്റ് ആൻഡ് മിഷനറി എത്ര റിയലൈസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, സോറി, പ്ലാന്റ് റിയലൈസ് 25,000 ആണ്. ഡെപ്റ്റേഴ്സ് എവിടെ? ഡെപ്റ്റേഴ്സ് മക്കൾ, ഡെപ്റ്റേഴ്സ് റിയലൈസ് 19,000 ആണ് കേട്ടോ. ഓക്കെ, പ്ലാന്റ് ആൻഡ് മിഷനറി ആണിത്. ഓക്കെ, സെറ്റ്. പ്ലാന്റ് ആൻഡ് മിഷനറി. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ കേസിലേക്ക് നോക്കുകയാണ്. ഡെപ്റ്റേഴ്സ് എത്ര മക്കളെ? 19,000 ആണ് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി, പ്ലാന്റ് എഴുതി, ഡെപ്റ്റേഴ്സ് എഴുതി. നെക്സ്റ്റ് ബിൽഡിങ്ങിനെ പറ്റി ഇവിടെ എന്താ പറഞ്ഞത്? 40,000 റുപ്പീസാണ് ബിൽഡിംഗ് റിയലൈസ് ചെയ്തതല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിൽഡിംഗ്. ഓക്കെ, എത്ര എമൗണ്ട്? 40,000, 40,000. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് മക്കളെ ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുഡ്വിൽ 6,000 റുപ്പീസാണ് റിയലൈസ് ചെയ്തതല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്വിൽ റുപ്പീസ് 6,000. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 4,500 പ്ലസ് 25,000 plus 90,000 plus 40,000 plus 6,000. That will be 94,500. Set 94,500. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ലൈബിലിറ്റി സൈഡിലേക്ക് നോക്കാം. നോക്കി, ക്രെഡിറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രെഡിറ്റേഴ്സിൻ്റെ കേസിലേക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ were due after 1 month but they were paid immediately at a discount of 6% per annum. ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടുത്തെ സിറ്റുവേഷൻസിലേക്ക് നോക്കാം. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എടാ, ഇവർക്ക് ഒരു മാസമേ ഡ്യൂ ആയിട്ടുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ അവർക്ക് എന്തുണ്ട്? 6% per annum ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂവിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര ക്രെഡിറ്റേഴ്സ് ഉള്ളത്? 30,000 രൂപയാണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത് അല്ലേ? എത്രയാണ്? 30,000 റുപ്പീസാണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 6/100 നമുക്ക് എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ എത്ര മാസമേ ഉള്ളൂ? 1 മന്തേ ഡ്യൂ ആയിട്ടുള്ളൂ. ക്ലിയർ. അപ്പോൾ 1 മാസത്തേക്കുള്ള എമൗണ്ട് അല്ലേ ഉള്ളൂ? എത്ര? 150. അതായത് 30,000 രൂപേൻ്റെ 150 നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ ഇനി എത്ര പേ ചെയ്യണം മക്കളെ? ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട്. എത്ര എമൗണ്ട്? ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞതും ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് എത്ര മക്കളെ? 30,000 നിന്നും 150 കുറച്ചാലേ ബാക്കി എത്ര? 29,850. ഓക്കെ, 29,850. ഓക്കെ, ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്തു. സോറി, ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് എന്താ? അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം കഴിഞ്ഞു. ബിൽസ് പേബിളിൻ്റെ കേസിലേക്ക് നോക്കണം. ഇതേപോലെ അവസ്ഥ തന്നെയല്ലേ? അതായത് 8,000 റുപ്പീസാണുള്ളത്. ഓക്കെ, 8,000 റുപ്പീസിൽ നമുക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട്? 6% ഡിസ്കൗണ്ട് ഉണ്ട്. എന്നാൽ ഒരു മാസം മാത്രമേ ഡ്യൂ ആയിട്ടുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അതായത് എത്ര എമൗണ്ട് വരാം? ദ എമൗണ്ട് വിൽ ബി 8,000 ഇൻറ്റു 40 റുപ്പീസ് വരും. 8,000 ഇൻറ്റു 6/100 ഇൻറ്റു 1/2 എത്ര വരും? 40 റുപ്പീസ് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ബാലൻസ് നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ബിൽസ് പേയബിൾ എത്ര? 7960. ക്ലിയർ ആണ്? 7960. ദെൻ ലോൺ ബൈ മിസ്സിസ് എ. എടാ, ലോൺ ബൈ മിസ്സിസ് എ എന്താ? ലോൺ ബൈ മിസ്സിസ് എനെ പറ്റി പറഞ്ഞിട്ടുള്ളത് നല്ലോ ശ്രദ്ധിച്ച് നോക്കിക്കേ. അതാ എ അണ്ടർടുക്ക് പേ ദ ലോൺ ഓഫ് മിസ്സിസ് എ. ക്ലിയർ അല്ലേ? എ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്യാഷ് ചെയ്തണോ? വേണ്ട. പകരം എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്താൽ മതി. ബ്രാക്കറ്റിൽ വൈഫ് ലോൺ. ക്ലിയർ. എത്ര എമൗണ്ട്? 5,000. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആയിട്ട് എന്താ? പേ ലോൺ ബൈ മിസ്സിസ് ബി. എടാ, അതിനെ പറ്റി ഇവിടെ എന്തെങ്കിലും പറഞ്ഞിരിക്കണോ? ക്വസ്റ്റ്യനിൽ ലോൺ ബൈ മിസ്സിസ് ബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കണോ? ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നേരെ നമ്മൾ എന്ത് പറഞ്ഞു? ബാങ്ക് ബ്രാക്കറ്റിൽ ബീസ് വൈഫ് ലോൺ. എത്ര എമൗണ്ട് മക്കളെ? നമുക്ക് നോക്കുകയാണെങ്കിൽ 10,000 റുപ്പീസ് അല്ലേ? ദെൻ നെക്സ്റ്റ് ആയിട്ട് എന്താ? IFF-ഉം പ്രൊവിഷനും റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ 2 ഐറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യൂല. ഇത് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവൻ നമുക്ക് ഒന്നും കൂടെ വായിക്കണം. വിച്ച് മീൻസ് നമ്മൾ എല്ലാ ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം എന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? A undertook to pay the loan of Mrs. A stock in trade. റെക്കോർഡ് ചെയ്തു. B took over half the investment 10% ഡിസ്കൗണ്ട്. റെക്കോർഡ് ചെയ്തു. ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ്. റെക്കോർഡ് ചെയ്തു. ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും 6% ഡിസ്കൗണ്ട് 1 മന്ത് ഡ്യൂ ആയത്. റെക്കോർഡ് ചെയ്തു. പ്ലാന്റ് റിയലൈസ്ഡ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ്ഡ്. റെക്കോർഡ് ചെയ്തു. ഓക്കെ, there was an old ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല. There was an old typewriter in the firm which had been written off completely from the books. It's now estimated to realize 300. അതായത് 300 രൂപേൻ്റെ അൺറെക്കോർഡ് ടൈപ്പ്റൈറ്റർ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ റിയലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇറ്റ് വാസ് ടേക്കൺ ബൈ ബി അറ്റ് ദിസ് എസ്റ്റിമേറ്റഡ് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബി ഏറ്റെടുത്തിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞതും അസറ്റ് റിയലൈസ് ചെയ്ത സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് നമ്മൾ എന്ത് പറഞ്ഞതും ബീസ് ക്യാപിറ്റൽ. ഓക്കെ, ബ്രാക്കറ്റിൽ
ടൈപ്പ് റൈറ്റർ എത്ര എമൗണ്ട് 300. ഓക്കെ അല്ലേ? സോ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ദെൻ റിയലൈസേഷൻ എക്സ്പെൻസസ് വേർ ₹1000. റിയലൈസേഷൻ എക്സ്പെൻസ് എത്ര ഉണ്ട്? 1000 rupees ഉണ്ട്. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം മക്കളെ? നമ്മൾ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? ബാങ്ക് ബ്രാക്കറ്റിൽ റിയലൈസേഷൻ എക്സ്പെൻസസ്. ഓക്കെ, ബാങ്ക് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ എക്സ്പെൻസസ്. എത്ര എമൗണ്ട്? 1000 rupees, റൈറ്റ്? എത്ര എമൗണ്ട്? 1000 രൂപയാണ്. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് അല്ലേ? റിയലൈസേഷൻ എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്തു അല്ലേ? എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്തു. സോ നമുക്ക് ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡും സം ചെയ്തേ. ഓക്കെ, രണ്ട് സൈഡ് നമുക്ക് സം ചെയ്ത് എന്ത് ചെയ്യാം? ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡും സം ചെയ്യാൻ നമുക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റും? 1,59,300, 1,59,300. ദെൻ 1,59,300 മൈനസ് ഇവിടുത്തെ ഡെബിറ്റ് സൈഡ് എമൗണ്ട് നോക്കുകയാണെങ്കിൽ 31,490 കിട്ടും. ക്ലിയർ? 31,490 കിട്ടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 31,490 നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പേർക്കും, അതായത് ഇവിടെ ആരൊക്കെ പാർട്ട്നേഴ്സ് ആയിട്ട് എയും ബി അല്ലേ വീതിച്ചു കൊടുക്കാം. എന്ത് പറഞ്ഞതും? എസ് ക്യാപിറ്റൽ. ഓക്കെ, അതേപോലെ തന്നെ ബീസ് ക്യാപിറ്റൽ. ഓക്കെ, എത്ര എമൗണ്ട് വരാം? ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ? 15745 രണ്ട് പേർക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ? നെക്സ്റ്റ് ആയിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒഴിവാക്കിയ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് അത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത ഐറ്റത്തിൻ്റെ കേസിലേക്ക് നോക്കാം. നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ഇത് നോക്കിയേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ ജനറൽ റിസർവ്. ഓക്കെ, ജനറൽ റിസർവ്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഈ മൂന്ന് ഐറ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിധിച്ചു കൊടുക്കാം. ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ 10,000 എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിധിച്ചു കൊടുക്കാം. ഓക്കെ, നേരെ എന്ത് ചെയ്യുക? നേരെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുക മക്കളെ? വിധിച്ചു കൊടുക്കുക. ക്ലിയർ അല്ലേ? എന്ത് പറഞ്ഞതും? ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? എക്ക് 10,000 ആണ്, ബിക്കും അതേപോലെ 10,000 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കേസിലേക്ക്, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നോക്കുകയാണ്. ജനറൽ റിസർവ് 10,000 ഇല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് പേർക്കും വിരിച്ചു കൊടുക്കണം അല്ലേ? ജനറൽ റിസർവ്. ഓക്കെ, എത്ര? 5,000 എക്കും വരും, ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 5,000 ബിക്കും വരും. ജനറൽ റിസർവ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താ? ഓക്കെ, ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. ഇത് നമ്മൾ എന്ത് ചെയ്തു? ജനറൽ റിസർവ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എത്രയാണ്? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് കേസിലേക്ക് നോക്കണം. 3,001 അസറ്റ് സൈഡാ, നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡിലേക്ക് എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അപ്പോൾ എത്ര വരും? 1,750, 1,750. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണെന്ത്? ഫസ്റ്റ് സ്റ്റെപ്പ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ സിമ്പിളായിട്ട് നോക്കാം. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിൽ എവിടെയൊക്കെ പാർട്ട്നേഴ്സിൻ്റെ പേര് വന്നിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. നേരെ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ഐറ്റം ഇവിടെ എസ് ക്യാപിറ്റൽ വന്നിട്ടുണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ വന്നല്ലോ, നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ. ഓക്കെ, എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും? റിയലൈസേഷൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്ത് പറഞ്ഞ റിയലൈസേഷൻ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക? നോക്കാം. ഇവിടെ എൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ റിയലൈസേഷൻ എന്താണ്? വൈഫ് ലോൺ ആണ് 5,000 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈഫ് ലോൺ എത്ര? എൻ്റെ അക്കൗണ്ടിൽ 5,000 rupees റെക്കോർഡ് ചെയ്യും. ഇനി അതേപോലെ റിയലൈസേഷൻ പ്രോഫിറ്റ് ഇവിടെ എത്ര ഉണ്ട്? ഈ 15745 നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യും. എന്താണ്? റിയലൈസേഷൻ ബ്രാക്കറ്റിൽ എന്താണ്? പ്രോഫിറ്റ്. എത്ര മക്കളെ? പ്രോഫിറ്റിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 15745. ഓക്കെ, രണ്ട് കൂട്ടർക്കും റെക്കോർഡ് ചെയ്ത് കൊടുത്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡ്. എവിടെയെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ പേര് വന്നിട്ടുണ്ടോ? ദ എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, ഇത് വീണ്ടും ബീസ് ക്യാപിറ്റൽ. നേരെ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? റിയലൈസേഷൻ. ഓക്കെ, റിയലൈസേഷൻ. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തേത് എസ് ക്യാപിറ്റൽ സ്റ്റോക്ക് 4,000. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എസ് ക്യാപിറ്റൽ എത്ര റെക്കോർഡ് ചെയ്യുന്നു? 4,000 rupees റെക്കോർഡ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ബീസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബീൻ്റെ ക്യാപിറ്റൽ കൊണ്ട് 4,500 rupees നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. 4,500 രൂപ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? വീണ്ടും ബീസ് ക്യാപിറ്റൽ ടൈപ്പ് റൈറ്റർ 300 അല്ലേ? ദെൻ ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ് ബീസ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? 300 rupees റെക്കോർഡ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം സെറ്റ്.
റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞില്ലേ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബാലൻസ് ചെയ്യാം രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം ബാലൻസ് ചെയ്യാം നമുക്ക് ആദ്യം എൻ്റെ നോക്കാം ഓക്കെ എൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റും ഓക്കെ 35,745 35,745 ഓക്കെ ഇനി ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ടാവും 29,995 അതേപോലെ വീണ്ടും നോക്കാം എത്ര 30745 ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ടാവും 24195 ഇത് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും അതിനർത്ഥം ഇവിടെ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ബാലൻസ് എന്താണ് ഈ വാല്യൂ ആണ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഈ വാല്യൂ നമുക്ക് ആർക്ക് കൊടുക്കാനുള്ളത് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളത് ക്ലിയർ അല്ലേ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ക്യാഷ് അക്കൗണ്ട് ആണ് ഓക്കെ ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഓക്കെ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഓക്കെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഓൾഡ് ബാലൻസ് ഷീറ്റ് അതായത് ക്വസ്റ്റ്യന് കൊടുത്ത ബാലൻസ് ഷീറ്റിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒന്നാമത്തെ ഏതാണ് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും വാല്യൂ രണ്ട് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ക്ലിയർ അല്ലേ ഈ ഐറ്റംസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാം ഓക്കെ അല്ലേ ഇതിന് കേസിലേക്ക് നോക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് 5,500 ബാങ്ക് എത്രയാണ് 8,000 ആണ് എന്ത് ചെയ്യുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു എന്ത് പറയുന്നു ബാലൻസ് ബ്രോഡ് ഓൺ എത്രയാണ് 8,000 ദെൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര റെക്കോർഡ് ചെയ്യും ക്യാഷിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 5,500 ആണ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ദെൻ നെക്സ്റ്റ് ഐറ്റം ബി ലോൺ അക്കൗണ്ട് അല്ല 5,000 നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യും എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും ബീസ് ലോൺ അക്കൗണ്ട് എത്ര എമൗണ്ട് 5,000 ഓക്കെ ബീസ് ലോൺ അക്കൗണ്ട് എത്ര എമൗണ്ട് 5,000 ബീസ് ലോൺ അക്കൗണ്ട് ഓക്കെ ഫൈൻ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ നെക്സ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ ഇനി റിയലൈസേഷൻ അക്കൗണ്ടിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് എന്ന് പറഞ്ഞ് വന്ന ഐറ്റംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ റെക്കോർഡ് ചെയ്യാം എങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നോക്കുകയാണ് ഇവിടെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞ് വന്ന ഐറ്റംസ് ഏതൊക്കെയാണ് ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചൊരു എമൗണ്ട് നമ്മൾ എഴുതിയില്ലേ അത് നേരെ ഓപ്പോസിറ്റിലേക്ക് റെക്കോർഡ് ചെയ്യാം എത്ര 94,000 ഓക്കെ നമ്മൾ എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും ബാങ്ക് അല്ല റിയലൈസേഷൻ ഓക്കെ എന്തോ റെക്കോർഡ് ചെയ്യും റിയലൈസേഷൻ എന്താണിത് അസറ്റ് റിയലൈസ് ചെയ്ത ഫണ്ടാണ് എത്രയും എമൗണ്ട് 94,500 പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യും നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങനെ നേരെ ഓപ്പോസിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട് ഈ സൈഡും ബാങ്ക് എന്ന ഐറ്റംസ് ഉണ്ട് ഇതെല്ലാത്തിനും സം ചെയ്യുക 11,000 ഈ എമൗണ്ടിന് സം ചെയ്യുക പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഇതെല്ലാത്തിനും എന്ത് ചെയ്യാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും റെക്കോർഡ് ചെയ്യാം ഇതെന്താ എമൗണ്ട് ഈ എമൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് റിയലൈസേഷൻ അതായത് ലയബിലിറ്റി റിയലൈസ് ചെയ്ത ഫണ്ടാണ് എത്ര എമൗണ്ട് 48,810 പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ 48,810 പറഞ്ഞ കാര്യം ക്ലിയർ ഇനി നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ ഉണ്ട് ബാങ്ക് എന്ന് പറഞ്ഞു വന്നില്ലേ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും എന്ത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും എസ് ക്യാപിറ്റൽ ഓക്കെ എത്ര എമൗണ്ട് എസ് ക്യാപിറ്റൽ ജസ്റ്റ് സെക്കൻഡ് ഓക്കെ എസ് ക്യാപിറ്റൽ എത്ര എസ് ക്യാപിറ്റൽ എമൗണ്ട് 29,995 അല്ലേ ഇനി അതേപോലെ ബീസ് ക്യാപിറ്റൽ എത്രയാ ബീസ് ക്യാപിറ്റലിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ ബീസ് ക്യാപിറ്റലിൻ്റെ കേസിലേക്ക് നോക്കണം 24,195 ഓക്കെ ഫൈൻ മക്കളെ ഇതെല്ലാവർക്കും ഓക്കെ ആണോടാ അതെല്ലാവർക്കും ഓക്കെ ആണോ അപ്പോൾ ഇങ്ങനെയാണ് റിയലൈസേഷനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക സോ ബാലൻസ് ചെയ്യുക 108,000 108,000 ഓക്കെ ഫൈൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ മക്കളെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ എല്ലാവർക്കും ഓക്കെ ആയടാ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ഇട്ടടാ മക്കളെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൽ എല്ലാവർക്കും ഓക്കെ ആണോ റിയലൈസേഷൻ അക്കൗണ്ട് എക്സാം നിങ്ങൾക്ക് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനം നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റാണെന്ന് പെട്ടെന്ന് ആരൊക്കെയാണ് എവിടെയൊക്കെയാണുള്ളത് നോക്കട്ടെ ഒന്ന് വേഗം ഒന്ന് പെട്ടെന്ന് സെറ്റായിട്ട് വാ റിയലൈസേഷൻ അക്കൗണ്ട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റിയലൈസേഷൻ അക്കൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വേഗം പറഞ്ഞേടാ ഇവിടെ എല്ലാവരും ഓക്കെ ഒന്ന് പെട്ടെന്ന് ഉഷാറായ എല്ലാവരും എവിടെ നമ്മളെ ഉജ്ജ്വൽ കൃഷ്ണൊക്കെ ഇവിടെ ഓക്കെ പോയോ ജോണി ആൻ്റണിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക്ക് മക്കൾ നമുക്ക് എടുക്കാൻ വേണ്ടി ഇതാ നമ്മളെ സ്വന്തം മൂമിൻ സാർ എത്തിയിരിക്കുകയാണ് ഇവിടെ ഓക്കെ മൂമിൻ സാർ നിങ്ങൾക്ക് എടുക്കുന്ന റേഷ്യോസ് ആണ് സാർ ഒരു കുറേ നേരെ റേഷ്യോസിൻ്റെ കാര്യം ഇങ്ങനെ കമ്പനി അക്കൗണ്ട്സ് ഇങ്ങനെ റേഷ്യോസ് നമ്മളെ ബബി സാർ ആയിരുന്നു അല്ലേ ഓക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ എവിടെ എത്തിയോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാം ഓക്കെ ഓക്കെ സെറ്റ് സാർ ഓക്കെ ആ സെറ്റ് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ സെറ്റാണോ ഡെഫിനറ്റ്ലി അത് ആവാനാണ് ചാൻസ് കാരണം നമ്മൾ അവിടെ എത്തണല്ലോ അവിടെ എത്തിയിട്ട് കമൻറ്റ് അവിടെ എത്തണല്ലോ എത്തിയില്ല ഒന്ന് ഓണാക്കി വെച്ചാൽ എവ്രി വൺ
ഒറ്റ മിനിറ്റ് കേട്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ മക്കളെ ഒറ്റ സെക്കൻഡ്, ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. ടെക്നിക്കൽ ഓക്കെ മക്കളെ, കമ്പനി അക്കൗണ്ട്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേടാ, കമ്പനി അക്കൗണ്ട്സ് ഓക്കെ അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ? കമ്പനി അക്കൗണ്ട്സ് ഓക്കെ? ഇതൊന്ന് സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ, ഒറ്റ മിനിറ്റ്, ഇപ്പോൾ റെഡിയാക്കി തരാം. ഓക്കെ ഇതൊന്നിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നോക്കാം, 1 by 1 ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. പെട്ടെന്ന് നമ്മൾ കമ്പനി അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 നോക്കാം. ഓക്കെ, ആ കമൻറ്റ് ഒന്ന് ഓക്കെ, സ്ലൈഡിലേക്ക് വരാം. നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിയിലിടും. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്കറിയാം എന്താണ് കമ്പനി എന്നുള്ളത്. 2 ടൈപ്പ് ഷെയർസ് ഉണ്ട് എന്ന് അറിയാം അല്ലേ. പ്രിഫറൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ആൾക്കാർക്കാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, സ്ക്രീൻ ഒന്ന് ഓക്കെ. ഇപ്പോൾ പ്രിഫറൻസ് റൈറ്റ് ഉള്ള ആൾക്കാർക്കാണ്, 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ആൾക്കാരാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതല്ലാത്ത ബാക്കി ഷെയർസിനെ നമ്മൾ എന്ത് പറയും, ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. അതിൽ 8 ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. പിന്നെ ഷെയർ ക്യാപിറ്റൽ കാറ്റഗറി ഉണ്ട്, ഓതറൈസ്ഡ് ഉണ്ട്, ഇഷ്യൂഡ് ഉണ്ട് അല്ലേ, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. നോക്കാം, നമ്മളെ MCQയിൽ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഡാഷ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ റൈസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം അല്ലേ. ലൈഫ് ടൈമിൽ മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ ഏതാണെന്നാ ചോദ്യം. പറയടാ, ഏതാണ്? നമുക്കറിയുന്നതാണ് അല്ലേ. മാക്സിമം ഒരു കമ്പനിക്ക് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലിനെ നമ്മൾ പറയുന്നതാണ് ഏത്? ഓക്കെ, സെറ്റാണ് സാർ. ഓക്കെ ശ്രേയ, ഓക്കെ, താങ്ക് യു. ഓക്കെ, വണ്ടി പ്രാന്തൻ, ഓക്കെ, യെസ്. എടാ, ഇതിൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഏതാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറയുന്നത്? ഏതായിരിക്കും? ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലേ. നമുക്കൊരു ഡൗട്ടും അതിൽ വേണ്ട. ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. അതിന് വേറെ 2 പേരുണ്ട്, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ ഉണ്ട്, നോമിനൽ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ. വെരി ഗുഡ് റിച്ചു, വെരി ഗുഡ്, യെസ്, കറക്റ്റ് ആൻസർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഷോൺ ഇൻ ദ കമ്പനീസ് ബാലൻസ് ഷീറ്റ്? കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ക്യാപിറ്റൽ ഏതാണെന്ന ചോദ്യം. ഓക്കെ അല്ലേ. ഓതറൈസ്ഡ് ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ക്യാപിറ്റൽ ഉണ്ട്. ഈ പറഞ്ഞതിൽ ഏതാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ അല്ലേ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ക്യാപിറ്റൽ എന്നാണ്.
നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ നോട്ട്സ് ടു അക്കൗണ്ട് ഉണ്ട്. ആ നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എന്തൊക്കെ കാണിക്കാറുണ്ട്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ നമ്മൾ കാണിക്കാറുണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, അതേപോലെ കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ക്യാപിറ്റൽ ആണ് അല്ലേ. നമുക്കറിയാം റിസർവ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യാറില്ല? മെൻഷൻ ചെയ്യാറില്ല, നോട്ട്സ് അക്കൗണ്ടിലും കാണിക്കാറില്ല. അപ്പോൾ ആൻസർ എന്തായിരിക്കും? റിസർവ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേടാ? റിസർവ് ക്യാപിറ്റൽ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ, പബ്ലിക് കമ്പനിയുടെ ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്ക്, ആസ് പെർ സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ട് 2013 സെക്യൂരിറ്റീസ് പ്രീമിയം കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഏതായിരിക്കും? എടാ സെക്യൂരിറ്റി പ്രീമിയത്തിന് 4 പർപ്പസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് പഠിക്കാനുണ്ട് 4 പർപ്പസേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 3 പർപ്പസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലുണ്ട്. ഏതോ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാറില്ല? സെക്യൂരിറ്റി പ്രീമിയത്തിൻ്റെ പർപ്പസ് ആയിട്ട് എടുക്കാറില്ല. ഏതാണെടാ? നോക്ക്, ഏതാണ്? സെക്യൂരിറ്റി പ്രീമിയം കനോട്ട് ബി യൂട്ടിലൈസ് ഫോർ ഏതാണ്? നമുക്കറിയാം ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാറുണ്ട്. റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏതാണ്? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചർ ആണ്. ഇതിലൊന്നും ഇല്ലാത്തത് ഏതാ? റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ആൻസർ എ ആണ്. ഓക്കെ അല്ലേ? റിച്ചു വെരി ഗുഡ്, ആൻസർ എ ആണ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കണം. വാട്ട് വിൽ ബി ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്? 4 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് സീക്വൻസ് പറയാനാണ്. ഓക്കെ നോക്ക്, ഫോർഫീച്ചർ ഉണ്ട്, ഡീഫോൾട്ട് ഓൺ കോൾസ് ഉണ്ട്, റീഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ട്, എമൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. നമ്മൾ ഇതിൻ്റെ ജേണൽ എൻട്രി ചെയ്ത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരും. ഇത് കഴിഞ്ഞ് ഉടനെ നമ്മൾ അതാ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞേ. ആദ്യം എന്താ സംഭവിക്കുക? ആദ്യം എന്താ? ഫോർഫീച്ചർ ആണോ, ഡീഫോൾട്ട് ഓൺ കോൾസ് ആണോ, റീഇഷ്യൂ ആണോ, എമൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് ആണോ? ആദ്യം ഏതാ വരാം? ഓക്കെ വണ്ടിപ്രാന്തൻ, ഓക്കെ ശരിയാണ്, വെരി ഗുഡ്. ഓക്കെ, ഈ പറഞ്ഞതിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞിടാ. ഏതാണ് ആദ്യം വരാം? നമുക്കറിയാം കോൾസ് അല്ലേ, കോൾസ് ഇൻ അരേഴ്സ് ആണ് ആദ്യം വേണ്ടത്. സോ ഡീഫോൾട്ട് ഓൺ കോൾസ് വരും. ദെൻ കമ്പനി എന്ത് ചെയ്യും? അത് ഫോർഫീറ്റ് ചെയ്യും. ദെൻ കമ്പനി എന്ത് ചെയ്യും? ആ ഷെയർസ് റീഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഫോർഫീച്ചറുള്ള ബാലൻസ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻസർ എന്തായിരിക്കും? സി ആണ്. വെരി ഗുഡ്, സി ആണ് ആൻസർ. ഓക്കെ, ഏതോ ഒരു പഠിപ്പിച്ചിട്ടാണ് അല്ലേ, എല്ലാത്തിനും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്ന ഇതും കൂടി ട്രൈ ചെയ്യും. ഓക്കെ, Z ലിമിറ്റഡ് allotted 2000 equity shares of 10 each fully called up ഒക്കെ വിളിച്ചിട്ടുണ്ട് അല്ലേ ടു ദ പബ്ലിക്. ഔട്ട് ഓഫ് ദീസ് ഷെയർസ് ഫൈനൽ കോൾ ഓഫ് ₹3 on 200 ഷെയർസ് were not received അല്ലേ. നമ്മൾ 2000 ഇക്വിറ്റി ഷെയർസിന് ₹10 ഷെയർ വാല്യൂ ഉള്ളത് അല്ലേ, നമ്മൾ പബ്ലിക്കിനോട് എന്ത് ചെയ്തു? എല്ലാ ഷെയർസ് എമൗണ്ട് പേ ചെയ്യാൻ പറഞ്ഞു. അതിൽ 200 ഷെയർസ് ഉള്ള ആൾ ₹3 വെച്ചിട്ട് ഫൈനൽ കോൾ പേ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് എമൗണ്ട് ഈസ് ഷോൺ അണ്ടർ ദ ഹെഡ് ഷെയർ ക്യാപിറ്റൽ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി? എടാ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനിയിൽ ഏത് എമൗണ്ട് ആണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ കാണിക്കുക? ഒന്ന് പറഞ്ഞേടാ. ഇവിടെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട് അല്ലേ, നമ്മൾ 200 ഷെയർസിന് ₹3 വെച്ചിട്ട് എന്താക്കാൻ പറ്റിയിട്ടില്ല? പേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെയും വരാം? നമുക്കറിയാം 2000 × 10 എത്രയാണ്? 20,000 ആണ്. അതിൽ കോൾസ് ഇൻ അരിയേഴ്സ് എത്രയാണ്? 200 × 3 600 ആണ്. സോ ദ ആൻസർ വിൽ ബി 19,400. ബി അല്ലടാ, ബി അല്ല ആൻസർ. ഓക്കെ ആണോ? സോ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കോൾഡ് അപ്പ് ക്യാപിറ്റലിന് ലെസ് ചെയ്തിട്ടാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കാണാം. ഓക്കെ അല്ലേ? സോ ആൻസർ 19,400 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്ക്. എ ഷെയർ ഓഫ് ₹10 each issued at ₹4 premium, out of which 7 including 1 premium was called up. ഓക്കെ, ബി ആണ് ജെറി. ഓക്കെ ജെറി പറഞ്ഞ ആൻസർ ശരിയാണ്, ബി ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എനിക്കറിയാം ഷെയർസ് ആണ്, കമ്പനി അക്കൗണ്ട്സ്. അത് നമ്മൾ സെറ്റ് ആക്കും കേട്ടോ, പേടിക്കേണ്ട. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്, ഇഷ്യൂഡ് അറ്റ് ₹4 പ്രീമിയം, അപ്പോൾ 14 ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഔട്ട് ഓഫ് വിച്ച് ₹7 ഇൻക്ലൂഡിങ് 1 പ്രീമിയം വാസ് കോൾഡ് അപ്പ്. അപ്പോൾ കമ്പനി കോൾ ചെയ്തത് 7 ആണ്, ഇൻക്ലൂഡിങ് 1 പ്രീമിയം ആണ്. ദ അൺകോൾഡ് ക്യാപിറ്റൽ വിൽ ബി ഏതായിരിക്കടാ? അൺകോൾഡ് ക്യാപിറ്റലാണ് ചോദിക്കുന്നത്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്, അതിൽ 7 ഇൻക്ലൂഡിങ് പ്രീമിയം ആണ്. അപ്പോൾ പ്രീമിയം നമ്മൾ ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര അൺകോൾഡ് ക്യാപിറ്റൽ ഉണ്ടാവുക? 4 ആണ് അല്ലേ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 6 ആണ്, അൺകോൾഡ് 4 ആണ്. ബി ആണ് ആൻസർ. വെരി ഗുഡ്. യെസ് വണ്ടിപ്രാന്തൻ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. മാക്സിമം ഡിസ്കൗണ്ട് അലോഡ് ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ്. നമുക്കറിയാം ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് വോയിഡ് ആണ്. അറിയാലോ, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ അല്ലേ? പക്ഷേ നമുക്ക് റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് കൊടുക്കാം. എത്ര വരെ? അപ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഷെയർ ഫോർഫീച്ചർ എമൗണ്ട്. സോ
ഡിസ്കൗണ്ട് ഓൺ റേഷ്യോ എന്തായിരിക്കണം? ക്യാൻ ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോർഫീറ്റ് ഓൺ സച്ച് ഷെയർസ്. ആൻസർ വിൽ ബി സി. ഓക്കെ അല്ലേ? ദ ആൻസർ ഈസ് സി. ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തടാ. ഓക്കെ ആണോ? സി ആണ് ആൻസർ അല്ലേ? നെക്സ്റ്റ് നോക്ക്. എ ഷെയർ ഓഫ് ₹100 each at a premium of 10% is forfeited due to non-payment of final call of ₹30. എടാ ഫൈനൽ കോൾ 30 എന്താക്കിയിട്ടില്ല, പേ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മളെ ഷെയറിൻ്റെ വാല്യൂ എത്ര? 100 + 10 ആണ്. 10 പ്രീമിയം ആണ് അല്ലേ? പ്രീമിയം ഒരാൾ പേ ചെയ്താൽ പ്രീമിയം നമ്മൾ ഇഗ്നോർ ചെയ്യുക, കാരണം അത് ചോദിച്ചു, അത് കിട്ടി, റൈറ്റ്? നമ്മളൊരു ഷെയർസ് ഇഷ്യൂഡ് ആയിട്ട് പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം നമ്മൾ ഒരാളോട് കോൾ ചെയ്യുന്നു, ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ആൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം ഓക്കെ ആണ്, അത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇയാൾ തരാത്തത് എത്ര? 30 ആണ് തരാത്തത്. ഓക്കെ അല്ലേ? ദെൻ ദ എമൗണ്ട് ട്രാൻസ്ഫർ ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ പെയ്ഡപ്പ് ഉണ്ടാവുക അല്ലേ? എത്ര ആണോ ആ ഷെയർസിൻ്റെ എമൗണ്ട് പേ ചെയ്തത് ആ എമൗണ്ട് ഉണ്ടാവുക, ഉറപ്പായിട്ടും അത് എത്രയാണ്? 70 ആണ്. ഓക്കെ അല്ലേ? പ്രീമിയം ചോദിച്ചു, പ്രീമിയം കിട്ടി. ഓക്കെ, സോ റിമൈനിങ് എത്രയാണുള്ളത്? 100ൽ 30 ആണ് പേ ചെയ്യാത്തത്. സോ 70 അയാൾ എന്താക്കിയിട്ടുണ്ട്? അയാൾ പെയ്ഡ് ആണ്. സോ പെയ്ഡ് എമൗണ്ട് ആണ് ഫോർഫീച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദ ആൻസർ ഈസ് ₹70. ഓക്കെ ആണോ? ഫോർഫീച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലേ 1 വേർഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കടാം. എഗെയിൻ ഫോർഫീച്ചറുമായി ബന്ധപ്പെട്ടതാണ്. 400 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നു, ഓൺ വിച്ച് ദ ഹോൾഡർ ഹാസ് പെയ്ഡ് ഓൺലി ആപ്ലിക്കേഷൻ മണി ഓഫ് ₹4 per share. അപ്പോൾ പെയ്ഡ് എത്രയാണ്? ₹4 ആണ്. അൺപെയ്ഡ് എത്രയാണ്? അൺപെയ്ഡ് ₹6 ആണ് അല്ലേ? എടാ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്. അതിൽ പെയ്ഡ് 4 ആണെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ മണി മാത്രമേ പെയ്ഡ് ഉള്ളൂ അല്ലേ? സോ അൺപെയ്ഡ് എമൗണ്ട് എത്ര? ₹6 ആണ്. ഇവിടെ ചോദ്യം എന്താണ്? ഔട്ട് ഓഫ് ദീസ് 250 ഷെയർസ് were reissued at ₹12 per share fully paid. എടാ 10 rupeesൻ്റെ ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയാണ്? അറ്റ് എ പ്രീമിയം 10 + 2 അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ റീഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലല്ല. ഓക്കെ അല്ലേ? സോ ഷെയർ ഫോർഫീച്ചറിൻ്റെ എമൗണ്ടിൽ എത്ര ഉണ്ടോ ആ എമൗണ്ട് ഫുള്ള് പ്രോഫിറ്റ് ആണ്, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ റിസർവ് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് എത്രയാണ്? 250 ഷെയർസിൻ്റെ ഫോർഫീച്ചർ എമൗണ്ട് എത്ര ഉണ്ടാവുക? ₹1000 അല്ലടാ. ഒരു ഷെയറിന് ₹4 പേ ചെയ്തോ? ₹4 ആണ് ആകെ ആപ്ലിക്കേഷൻ എമൗണ്ട് പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 250 ഷെയർസിൻ്റെ ഫോർഫീച്ചർ എത്ര ഉണ്ടാവുക? 250 × 4 ആൻസർ എത്ര ആയിരിക്കും? 1000. ഓക്കെ അല്ലേ? റിച്ചു ഗോമസ് ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞടാ. ജെറി ഓക്കെ, കമൻറ്റ് ചെയ്ത് ഓക്കെ ആണോ? 400 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് 250 ഷെയർസ് ആണ്. സോ 250 ഷെയർസിൻ്റെ ഫോർഫീച്ചർ എത്ര ഉണ്ടാവുക? 250 × 4 പെയ്ഡ് എമൗണ്ട് അത്രയാണ്? 1000 ആണ്. സോ ദാറ്റ് 1000 വിൽ ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, ക്ലാസ് പെട്ടെന്ന് കഴിയും, നമ്മൾ മാക്സിമം സ്പീഡ് ആക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വേണം, റൈറ്റ്? സോ നിങ്ങൾ എക്സാം നാളെ അല്ല മറ്റന്നാളാണ്, നിങ്ങൾക്കിത് നാളെ ഇരുന്ന് കാണാം. ഓക്കെ, നമ്മളെ ലൈവിൽ ഇവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്കും കൂടി അയച്ചു കൊടുക്കുക. നമ്മൾ മാക്സിമം ലൈവിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ആൻസർ പറയുക, അതിനനുസരിച്ചുള്ള എനർജി നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് മാക്സിമം സ്പീഡിൽ എന്ത് ചെയ്യാം? ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം, പേടിക്കേണ്ടതില്ല. ഓക്കെ, പെട്ടെന്ന് തീർത്തരാം കേട്ടോ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച സ്റ്റുഡൻസ് ആണ്, നമുക്കറിയാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് നോക്കടാ. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ അതർ ദാൻ ക്യാഷുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് ഷെയർസിനും ആവാം, ഡിബഞ്ചേഴ്സിനും ആവാം. എന്താ ക്വസ്റ്റ്യൻ? നെറ്റ് അസെറ്റ്സ് മൈനസ് ക്യാപിറ്റൽ റിസർവ് ഈസ്. നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസെറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. അതിനാണ് നെറ്റ് അസെറ്റ് എന്ന് പറയുക. അതിന് ക്യാപിറ്റൽ റിസർവ് കുറച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എന്താ കിട്ടുക? പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ ദിയ, ഓക്കെ ആണ്. യെസ്, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ആണോ കമ്പനിക്ക് കൊടുക്കാനുള്ളത് ആ എമൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. നിങ്ങളുടെ കോൺസെപ്റ്റ് ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് എബവ് ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് ഷെയറിൻ്റെ വാല്യൂ എങ്കിൽ ഉറപ്പായിട്ടും എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആണ് അല്ലേ? ബിലോ ദ ഫേസ് വാല്യൂ ആണെങ്കിലോ അറ്റ് ഡിസ്കൗണ്ട് ആണ്. ക്യാൻസലേഷൻ നമ്മൾ എന്താ പറയുക? ഫോർഫീച്ചർ എന്നാണ് പറയുക. ഡിമാൻഡ് ഫോർ പേയ്മെൻറ്റ് എന്താണ്? കോൾ എന്ന് പറയും. ദെൻ അൺകോൾഡ് ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ ആണ് അല്ലേ? ഖദീജ ഓക്കെ, ഹായ് സാർ. ഓക്കെ, ഹായ് ഖദീജ. ഓക്കെ, അൺകോൾഡ് ക്യാപിറ്റൽ ആണ് റിസർവ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ പ്രോബ്ലംസ് ആണ്. നിങ്ങളെ 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീമിയത്തിൻ്റെ ഒരു നോട്ട് ഇവിടെ കാണാം. 4 പർപ്പസിനാണ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫുള്ളി പെയ്ഡ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാം, ഡിസ്കൗണ്ട് ലോസും റൈറ്റ് ഓഫ് ചെയ്യാം. അതേപോലെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാം. ഓക്കെ,
ഇനി ഓവർ സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്രയാണോ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതലാണ് പബ്ലിക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്, ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ലേ. എ കമ്പനി റിസീവ്ഡ് 20,000 ആപ്ലിക്കേഷൻ എഗെയിൻസ്റ്റ് 15,000 ഷെയർസ്. നമ്മൾ ഇഷ്യൂ ചെയ്ത് എത്രയാണടാ, 15,000 ഷെയർസ് ആണ്. നമുക്ക് കിട്ടിയത് എത്ര, 20,000 ഷെയർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ മണി എത്ര കൊടുക്കുക, ആപ്ലിക്കേഷൻ മണി 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്താ, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി. ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ ആ ജേണൽ എൻട്രി സെയിം ആണ്, ഡിബഞ്ചറിലും ആ ജേണൽ എൻട്രി സെയിം ആണ്. എന്താണ് ആദ്യത്തെ ജേണൽ എൻട്രി, ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ, 40,000. എടാ ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ, ഈ ചാപ്റ്റർ മാത്രമല്ല ഡിബഞ്ചറും ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി സെയിം ആണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. എത്ര എമൗണ്ട്, 40,000. അതെങ്ങനെ, 20,000 ആപ്ലിക്കേഷൻസ് വന്നു, 2 രൂപ വെച്ചിട്ടാണ്. സോ 40,000 നമുക്ക് എന്ത് കിട്ടും, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് കിട്ടും. ഇനി ഈ എക്സസ് ആയി വന്നത് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. മാക്സിമം നമുക്ക് ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റത്ര, എത്രയാണോ ഷെയർസ് ഇഷ്യൂഡ് ചെയ്തത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലേ. സോ ഇവിടെ കൂടുതൽ ഷെയർസിന് നമുക്ക് ആപ്ലിക്കേഷൻ വന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 15,000ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി ഓർ എക്സസ് ഷെയർസ് റിസീവ്ഡ് നമ്മൾ എന്ത് ചെയ്യണം, 3 രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. ഒന്ന് റിജക്ഷൻ ആണ്, 2 കംപ്ലീറ്റ് ഷെയർസിനെ പ്രോറാട്ട ബേസിസിലാക്കുക, മൂന്നാമത്തത് പാർട്ട്ലി റിജക്റ്റഡ് പാർട്ട്ലി ഓൺ പ്രോറാട്ട ബേസിസ്. ഓക്കെ, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണ്. ഇതിൻ്റെ ജേണൽ എൻട്രി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഷെയർസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ, ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴാണ്. ആ റേഷ്യോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോവാം. ഒന്ന് നോക്കടാ, ആ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കേസ് 1 എന്താ, റിജക്ഷൻ ആണ് അല്ലേ. മൊത്തം എക്സസ് ഷെയർസ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, റിജക്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എൻട്രി എന്താ, ഒന്ന് പറഞ്ഞ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ട് ഉണ്ടോ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ട്, 40,000 ഉണ്ട് അല്ലേ. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നമുക്ക് എത്ര അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർസ് നമുക്ക് എത്ര അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം 15,000 അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ്, എത്രയാണോ ഇഷ്യൂഡ് ക്യാപിറ്റൽ അതാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അലോട്ട് ചെയ്യാൻ പറ്റുക. സോ ഷെയർ ക്യാപിറ്റലിലേക്ക് 15,000 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ക്രെഡിറ്റ് ചെയ്യുന്നുള്ളൂ. എക്സസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്, ആ 5,000 ഇൻറ്റു 2 ടു ബാങ്ക് വഴി റിജക്റ്റ് ചെയ്യാണ്. സോ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയില്ലേ. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ കേസ് എയിൽ നമ്മൾ എന്താണ്, റിജക്ഷൻ ആണ്. എത്രയാണോ എക്സസ് വരുന്നത് അത് റിജക്റ്റ് ചെയ്യുന്നതോടുകൂടി ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഇനി ചെയ്യുന്നതൊക്കെ 15,000 വെച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി പറയുന്നത് പ്രോറാട്ട ആണെങ്കിലോ, പ്രോറാട്ട അലോട്ട്മെൻ്റ് ആണെങ്കിലോ ഇവിടെ നമ്മൾ റിജക്ഷൻ സംഭവിക്കുന്നില്ല. എക്സസ് ആപ്ലിക്കേഷൻ മണി പെയ്ഡ് എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റഡ് ടുവേർഡ് ഷെയർസ് അലോട്ട്മെൻറ്റ് മണിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. എവിടെ ഡിഫറൻസ് വരുന്നത് ശ്രദ്ധിച്ചോ. ഷെയർ ആപ്ലിക്കേഷനിൽ എത്ര ഉണ്ടാ നോക്ക്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ എത്ര ഉണ്ട്, 40,000 ഉണ്ട്. ഷെയർ ആപ്ലിക്കേഷനിൽ 40,000 ഉണ്ട്. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവാം, ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്ര ചെയ്താൽ അഗെയിൻ 30,000. കാരണം 15,000 ഇൻറ്റു 2 ആണ് മാക്സിമം. ഓക്കെ അല്ലടാ, മാക്സിമം 50,000 ഇൻറ്റു 2 ആണ്. ഇനി എത്രയാണ് എക്സസ് വരുന്നത്, 5,000 ആണ്. അത് നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിലേക്കാണ് സെറ്റാക്കുന്നത്. ഓക്കെ, ഷെയർ അലോട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കേസ്, പ്രോറാട്ട. ഓക്കെ, പ്രോറാട്ട എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യേണ്ട, പകരം എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് മണി പേ ചെയ്യുമ്പോൾ ഈ 10,000 കുറച്ചിട്ട് പേ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, 10,000 ഓൾറെഡി അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റഡ് ആണ്. ഇനി അത് കുറച്ചിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്താൽ മതി, അലോട്ട്മെൻറ്റ് മണി പേ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. മൂന്നാമത്തത് ഇതിൻ്റെ കോമ്പിനേഷൻ ആണ്, പാർട്ട്ലി എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ബാലൻസ് ഓൺ പ്രോറാട്ട ബേസിസ്. ഓക്കെ, നോക്ക് എഗെയിൻ നമ്മൾ എൻട്രി ചെയ്തുന്നു മൂന്നാമത്തെ കേസ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് എക്സാമിന് വരാം. ഓക്കെ, ഷെയർ ആപ്ലിക്കേഷനിൽ എത്ര ഉണ്ട്, 40,000 ഉണ്ട്. എഗെയിൻ ടു ഷെയർ ക്യാപിറ്റൽ 30,000, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. മാക്സിമം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റാം 30,000 ഏത് കേസാണെങ്കിലും. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ 3 കേസ് നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, എത്രയാണ് റിജക്റ്റ് ചെയ്യുന്നത്, എത്രയാണ് പ്രോറാട്ട ചെയ്യുന്നത് മാത്രമാണ് അല്ലേ. 30,000 ആണ് ഷെയർ ക്യാപിറ്റൽ വരാം. എക്സസ് ആയി കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫുൾ അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിലോ കുറച്ച് റിജക്റ്റ് ചെയ്യും, ബാക്കി അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുകയാണ് 2,000 ഷെയർസ് വർ റിജക്റ്റഡ് ആൻഡ് ബാലൻസ് ഓൺ പ്രോറാട്ട ബേസിസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2,000 റിജക്റ്റ് ചെയ്തു. സോ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്
2,000 into 2, 4,000. Then remaining 3,000 into 2 transfer to share allotment. Okay, allotment adjust ചെയ്തു. ഈ 3 കേസ് ഓക്കെ ആണോ ഒന്ന് പറയടാ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓവർ സബ്സ്ക്രിപ്ഷന് നമ്മൾ 3 രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുക. ഒന്ന് ഫുള്ള് റിജക്റ്റ് ചെയ്യുന്ന കേസാണ്, 2 പ്രോറാട്ടൻ്റെ കേസാണ്, 3 അത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. ആദ്യത്തെ ജേണൽ എൻട്രിയിൽ ഡിഫറൻസ് ഇല്ല, ബാങ്ക് ടു ഷെയർ ആപ്ലിക്കേഷൻ ഏത് കേസാണെങ്കിലും. രണ്ടാമത്തെ ജേണൽ എൻട്രി മുതൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അതിലൊന്ന് റിജക്ഷൻ ആണെങ്കിൽ ടു ബാങ്ക് എന്നാണ് വരിക, അലോട്ട്മെൻറ്റിലേക്ക് ആണെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്നാണ് വരിക. ഇതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ടു ബാങ്കും വരും, ടു ഷെയർ അലോട്ട്മെൻറ്റ് വരും. ഈ മൂന്നിലും നമ്മൾ ഇഷ്യൂഡ് എത്രയാണോ അതിലേക്ക് ഷെയർ ക്യാപിറ്റൽ റെസ്ട്രിക്റ്റ് ചെയ്തു, 15,000. ഓക്കെ അല്ലേ? ഓക്കെ ആണോ ഒന്ന് പറഞ്ഞിടാ. ഓക്കെ, ഇനി കോൾസ് ഇൻ അറേസും കോൾസ് ഇൻ അഡ്വാൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഞാൻ നോട്ടിൽ ജസ്റ്റ് ആഡ് ചെയ്താണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അറേസ് 10%, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് 12%. റിച്ചു തേർഡ് കേസ് ഒന്നും കൂടി. ഓക്കെ എടാ, തേർഡ് കേസ് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷെയർസ് റിജക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് ബാങ്ക് റിജക്ഷൻ ഒക്കെ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ, എല്ലാ റിജക്ഷനെയും നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ, ബാക്കി എത്രയാണോ വരുന്നത് അത് അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. എത്രയേ ഉള്ളൂ. ആ രണ്ടിൻ്റെയും കോമ്പിനേഷൻ റിജക്റ്റ് ചെയ്യുന്നത് ടു ബാങ്ക് വഴിയും, റിമൈനിങ് ഷെയർസ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. വേറെ ഓപ്ഷൻ അവിടെ ഇല്ല. 2 രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആകുമ്പോൾ രണ്ടും ക്രെഡിറ്റിൽ വരും, ടു ബാങ്ക് ആൻഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? യെസ്. കോൾസ് ഇൻ അറേസും കോൾസ് ഇൻ അഡ്വാൻസും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഇൻട്രസ്റ്റിൻ്റെ റേറ്റിലാണ്, അത് MCQയിൽ ചോദിക്കുന്നതാണ്. 2 ഇത് എവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളതാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനോടാണ് കോൾസ് ഇൻ അറേസ് ഡിഡക്റ്റ് ചെയ്യുക. ഇത് അതർ കറൻറ്റ് ലാബിലിറ്റീസിലാണ് കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ 2 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക, എപ്പോൾ MCQയിൽ വരുന്നതായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഫോർഫീച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആണ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി അല്ലേ. സറണ്ടർ എന്ന് പറഞ്ഞാൽ വോളണ്ടറിലി റിട്ടേൺ ചെയ്യുന്നതാണ് ഷെയർസ്, ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, റീഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക, റീഇഷ്യൂ ചെയ്യുക. അത് ഡിസ്കൗണ്ടിൽ പോസിബിൾ ആണ്, അപ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഫോർഫീച്ചർ എമൗണ്ട്. ആദ്യത്തെ ആൾ എത്രയാണോ പേ ചെയ്തത് അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞടാ, ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഓക്കെ ആണോ എന്ന്. നമ്മൾ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ബോക്സ് കത്തിച്ച ഫയർ ഇട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എക്സാമിന് ഉറപ്പായിട്ടും വരും ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ മാത്രമുള്ള ക്വസ്റ്റ്യൻ. സാറിൻ്റെ നെയിം എന്താണ്? ഓക്കെ, എൻ്റെ നെയിം മൂമിൻ എന്നാണ്, മൂമിൻ തോപ്പിൽ. ഓക്കെ, മൂമിൻ സാറിന് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ഓക്കെ ദിയ, ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. നോക്കടാ, ഷെയർ ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്ക്, എത്ര ഷെയർസാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നത്? 200 ഷെയർസാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. ഓക്കെ ആണ് സാർ, താങ്ക് യു റിച്ചു. ഓക്കെ, 200 ഷെയർസാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നത്. എത്ര ഒരു ഷെയറിൻ്റെ വാല്യൂ? 10 ആണ്. ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണ്? അറ്റ് എ പ്രീമിയം ഓഫ് 5 ആണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ആണെങ്കിൽ അത് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ പ്രീമിയം പെയ്ഡ് ആണോ എല്ലാം നോട്ട് പെയ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ? ഇഫ് പ്രീമിയം ഈസ് പെയ്ഡ് ആണെങ്കിൽ ഇഗ്നോർ ദ പ്രീമിയം എമൗണ്ട്. പ്രീമിയം എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. ഇഫ് പ്രീമിയം ഈസ് നോട്ട് പെയ്ഡ്, നിങ്ങൾ പ്രീമിയം കൂടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. നോക്ക്, ഇവിടെ 200 ഷെയർസ് ഉള്ള ആൾ, ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തത്. രാജേഷ് എന്ന് പറഞ്ഞ ആളാണ്. ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് ₹3. എടാ, ഫൈനൽ കോൾ മാത്രമേ തരാത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, അയാൾ പ്രീമിയം തന്നിട്ടുണ്ട്, റൈറ്റ്? സോ ₹10 + 5 അയാൾ ഈ പ്രീമിയത്തിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? തരാത്തത് എത്ര? ഈ 10ൽ 3 ആണ്. സോ ബാലൻസ് 7 പെയ്ഡ് ആണ്, ഈ 3 ആണ് അൺപെയ്ഡ്. ഇത്രയും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഫോർഫീറ്റ് ചെയ്യാം. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 ആണ്, +5 ഇഷ്യൂ ചെയ്തത്, ആ 5 പെയ്ഡ് ആണ്. സോ അത് ഇഗ്നോർ ചെയ്യുക. ചോദിച്ചു, അത് കിട്ടി. കിട്ടാത്തത് ഏതാ? ഷെയർ ക്യാപിറ്റലിൽ 3 മാത്രമാണ്. സോ അയാൾ 7ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാമെന്ന് നോക്കിക്കോ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. എത്ര എമൗണ്ട്? 200 × 10. ഷെയറിൻ്റെ വാല്യൂ 10 ആണ്. 200 × 10, 2000. ഓക്കെ അല്ലേ? ദെൻ 2 ഏത് കോളാണ് തരാത്ത? ഷെയർ ഫൈനൽ കോൾ. ടു ഷെയർ ഫൈനൽ കോൾ. അവിടെ നിങ്ങൾ കോൾസ് ഇൻ അറേസ് എഴുതാട്ടോ. ടു ഷെയർ ഫൈനൽ കോളിന് ടു കോൾസ് ഇൻ അറേസ് എഴുതാം. ഓക്കെ, എത്ര എമൗണ്ട്? 3 ആണ് അല്ലേ? 200 × 3 എത്രയാണ്? 200 × 3, 600. ടു ഷെയർ ഫോർഫീച്ചർ, ടു ഷെയർ ഫോർഫീച്ചർ എത്ര എമൗണ്ട്? ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് 1400 എന്ന് പറഞ്ഞാൽ
200 into 7. ഓക്കെ അല്ലേ? ഷെയർ ക്യാപിറ്റൽ എപ്പോഴും കോൾഡ് അപ്പ് വാല്യൂ ആണ് ചെയ്താൽ കോൾഡ് അപ്പ്. 600 എന്ന് പറഞ്ഞാൽ എന്താ? അൺപെയ്ഡ്. 1400 ഏതാ? പെയ്ഡ്. ഇത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ നമ്മൾ ചെയ്താൽ കോൾഡ് അപ്പ് വാല്യൂ ആണ്. ശ്രദ്ധിക്കണേ, കോൾഡ് അപ്പ് വാല്യൂ എത്ര പേരാണോ വിളിച്ചത്, ഇവിടെ എൻറ്റയർ 10 വിളിച്ചിട്ടുണ്ട്. സോ 10 നിങ്ങൾക്ക് എടുക്കാം, കോൾഡ് അപ്പ് ആണ് എടുക്കുക. ടു ഷെയർ ഫൈനൽ കോൾ അൺപെയ്ഡ് ആണ്. ടു ഷെയർ ഫോർഫീച്ചർ പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. ഓക്കെ ആണോ? ഇനി ഇത് റീഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്? ടു ദേവരാജ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹4. എടാ 10 റുപ്പീസിൻ്റെ ഷെയർ അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 4 നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളെ ബാങ്കിലേക്ക് എത്ര വരാം ഒന്ന് പറഞ്ഞേ. നമ്മളെ ബാങ്കിലേക്ക് എത്ര വരാം? 200 into 6. അതുകൊണ്ട് 6 എടുത്തത് 4 ഡിസ്കൗണ്ട് ആണ്. സോ എമൗണ്ട് വിൽ ബി 1200. ദെൻ ബാലൻസ് ഡിസ്കൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം എന്നാണ് പഠിച്ചത്? ഷെയർ ഫോർഫീച്ചർ. എത്ര എമൗണ്ട്? 200 into 4 800. സോ ഷെയർ ക്യാപിറ്റൽ എത്ര വേണം? 2000. ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഫേസ് വാല്യൂ കാണിക്കണം. ഓക്കെ അല്ലേ? എടാ ഷെയർ ക്യാപിറ്റൽ എപ്പോഴും എന്ത് കാണിക്കണം? ഫേസ് വാല്യൂ കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഷെയർ ഫോർഫീച്ചറിൽ ബാലൻസ് ഉണ്ടോ നോക്ക്. 1400 ഉണ്ട്, അതിൽ 800 ആണ് ഡിസ്കൗണ്ട് കൊടുത്തത്. ബാലൻസ് എത്ര ഉള്ളത്? ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാലൻസ് എത്ര ഉള്ളത്? 600 ആണ്. അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ മാത്രം ചോദിച്ചാൽ ചെയ്യേണ്ടത്. ആദ്യം ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അത് റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുത്തത് അത് ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. റിമൈനിങ് ഫോർഫീച്ചർ എമൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ ആണോ ഒന്ന് പറഞ്ഞടാ. ഓക്കെ ആണോ? ഇനി നമ്മൾ എസ്എ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 8 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ നോക്കിയാൽ കാണാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കടാം. നമ്മൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്? 50,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 50,000 ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? ₹10 ആണ് അല്ലേ? അറ്റ് എ പ്രീമിയം ഓഫ് 10% പേയബിൾ എന്ന് പറഞ്ഞാൽ 10+1 എത്രയാണ് ഇഷ്യൂ ചെയ്യുന്നത്? 11 ആണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? അതിൽ ആപ്ലിക്കേഷൻ 4 ആണ്, അലോട്ട്മെൻറ്റ് 4 ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഉറപ്പായിട്ട് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ബാലൻസ് എത്രയാണ് ഉള്ളത്? 3 അല്ലേ? 4+3 ആണ് 11. 10+1 ആണ് അല്ലേ? പ്രീമിയം ആണ് 1. ഓക്കെ, 1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രീമിയം ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? ആപ്ലിക്കേഷൻ ഫോർ 70,000 ഷെയർസ് were received. എടാ എത്ര ആപ്ലിക്കേഷനാണ് വന്നത്? 70,000 ഷെയർസ് ആണ്. ഇത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇതേതാണ്? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓഫ് വിച്ച് 10,000 ഷെയർസ് were rejected. എടാ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ തേർഡ് മെത്തേഡാണ്, കോമ്പിനേഷൻ ആണ്. ഓക്കെ, കോമ്പിനേഷൻ ആണ്. ഈ 70,000ൽ 10,000 റിജക്റ്റ് ചെയ്ത് ഇനി എത്ര ഉണ്ട്? 10,000 ഉണ്ട് അല്ലേ? ഔട്ട് ഓഫ് 70 50,000 ഷെയർസ് അലോട്ട് ചെയ്യും. 10,000 റിജക്റ്റ് ചെയ്തു. ബാലൻസ് എത്ര ഉണ്ട്? 10,000 ഉണ്ട്. ആ എമൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് നോക്കാം. ഇനി എന്താ പറയുന്നത്? റിമൈനിങ് ആപ്ലിക്കേഷൻസ് were given pro-rata allotment. റിമൈനിങ് എത്ര? എടാ 70ൽ 10 റിജക്റ്റ് ചെയ്തു. റിമൈനിങ് എത്ര? 60,000. ആ 60,000നെ 50,000 ആയിട്ട് ഷെയർസ് അലോട്ട് ചെയ്തു. സോ pro-rata എത്ര? 6:5 ആണ്. ഒരാൾ 6 ഷെയർസിന് അപ്ലൈ ചെയ്താൽ അയാൾക്ക് 5 ഷെയർസ് അലോട്ട് ചെയ്യുക. അപ്പോൾ റിമൈനിങ് 1 ഷെയറിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇതാണ് റൂള്. ഓക്കെ ആണോ? യെസ് ഓർ നോ? നോക്ക്, ഇനി നോക്കടാ. ഇനി എന്താ പറയുന്നത്? അനിൽ ടു ഹും 1,500 ഷെയർസ് were allotted. എടാ അയാൾക്ക് എത്ര ഷെയർസ് അലോട്ട് ചെയ്തത്? 1,500 ഷെയർസ് അലോട്ട് ചെയ്തത്. അപ്പോൾ അയാൾ അപ്ലൈ ചെയ്തത് അതിനേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. ഫെയിൽഡ് ടു പേ ദ അലോട്ട്മെൻറ്റ് മണി, ഹിസ് ഷെയർസ് were forfeited immediately after allotment. എടാ അലോട്ട്മെൻറ്റ് അനിൽ കൊടുത്തിട്ടില്ല. ആപ്ലിക്കേഷനിൽ ഒരിക്കലും കോൾസ് ഇൻ അരിയസ് വരുന്നില്ല. കാരണം എന്താണ്? അപ്ലൈ ചെയ്താൽ മാത്രമേ അനിൽ എന്ന് പറയുന്ന ആൾ ഷെയർ ഹോൾഡർ ആവുള്ളൂ. സോ അയാൾ ആപ്ലിക്കേഷൻ മണി പെയ്ഡ് ആണ്, പക്ഷേ അയാൾ അലോട്ട്മെൻറ്റ് മണി പെയ്ഡ് അല്ല. സോ സ്റ്റേറ്റുകാരനാണ്. ഓക്കെ, നൈസ്. ഓക്കെ ജിഷ, CBSE ക്ലാസ് അടിപൊളിയല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? ഒപ്പീനിയൻ പറഞ്ഞിട്ട് കൂടി പോയിക്കോട്ടോ. ഓക്കെ, ഇവിടെ നോക്കിടാ. നമ്മൾ 1,500 ഷെയർസ് ആണ് നമുക്ക് അലോട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അയാൾ അപ്ലൈ ചെയ്തത് 1,500 ഷെയർസിനായിരിക്കില്ല. ഓക്കെ, അതിനേക്കാൾ കൂടുതൽ ഷെയർസിനൊക്കെ നമുക്ക് നോക്കാം. അയാൾ എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി പേ ചെയ്തില്ല. അലോട്ട്മെൻറ്റ് മണിയിൽ കോൾസ് ഇൻ അരിയർ വരുത്തി. അയാളെ ഷെയർ ആഫ്റ്റർ അലോട്ട്മെൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഷെയർ ക്യാൻസൽ ചെയ്തു. ഓക്കെ,
ഓക്കെ, ഷെയർ ക്യാൻസൽ ചെയ്തു. ഇനി നോക്ക് നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്ക്. ഈ പറഞ്ഞ ഫോർഫീറ്റഡ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരാൾക്ക് റീഇഷ്യൂ ചെയ്തു. ₹8 പെർ ഷെയർ ഫുള്ളി പെയ്ഡ്. 8 റീഇഷ്യൂ ചെയ്യുന്നത്, ഫുള്ളി പെയ്ഡ് ആണ്. ആഫ്റ്റർവേർഡ്സ് ദ ഫൈനൽ കോൾ വാസ് മെയ്ഡ്. ഇതിൻ്റെ ശേഷമാണ് നമ്മൾ ഫൈനൽ കോൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതിലോ റിത്തു എന്ന് പറയുന്ന ഒരാളും കൂടി എന്ത് ചെയ്തു, 1800 ഷെയർസിന് അപ്ലൈ ചെയ്ത ആളാണ്. അലോട്ട് ചെയ്തതല്ലേ, ഒന്ന് അലോട്ടഡ് ആണ്, ഒന്ന് അപ്ലൈഡ് തന്നത്. ഇത് രണ്ടും എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫെയിൽഡ് ടു പേ ദ ഫൈനൽ കോൾ. ഫൈനൽ കോൾ പേ ചെയ്യാൻ ഫെയിൽഡായി. ഹെർ ഷെയർ വാസ് ഓൾസോ ഫോർഫീറ്റഡ്. റിത്തുവിൻ്റെ ഷെയറും ഫോർഫീറ്റ് ചെയ്തു. ഇവിടെ 2 ഫോർഫീച്ചർ ഉണ്ട്. ഒന്ന് അലോട്ട്മെൻറ്റ് തരാത്തത് ഫോർഫീറ്റ് ചെയ്തു, ഒന്ന് ഏതാണെടാ ഫൈനൽ കോൾ തരാത്തതും ഫോർഫീറ്റ് ചെയ്തു. ഒരു ഫോർഫീച്ചർ വരുന്നത് ആഫ്റ്റർ അലോട്ട്മെൻ്റ് ആണെങ്കിൽ അടുത്ത ഫോർഫീച്ചർ വരുന്നത് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് ആണ്. നമുക്ക് നോക്കത് എങ്ങനെ എടുക്കാമെന്ന്. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അനിലിൻ്റെതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അനിലിൻ്റെതാണ്. അനിലിൻ്റെ ഷെയർ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അനിലിൻ്റെ ഷെയർ ശ്രദ്ധിച്ചോ. അനിലിൻ്റെ ടോട്ടൽ ഷെയർസ് അലോട്ടഡ് എത്രടാ? ടോട്ടൽ ഷെയർസ് അലോട്ടഡ് എത്ര? ടോട്ടൽ ഷെയർസ് അലോട്ടഡ് അനിലിന് എത്രയാണ് ടോട്ടൽ ഷെയർസ് അലോട്ടഡ് ആയിട്ടുള്ളത്? 1500 ഷെയർസ് ആണ് അല്ലേ? അയാൾക്ക് 1500 ഷെയർസ് അലോട്ട് ചെയ്യണമെങ്കിൽ അയാൾ 1500 ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇത് പ്രോറാട്ടൽ അലോട്ട് ചെയ്ത ഷെയർസ് ആണ്. സോ കൂടുതൽ അപ്ലൈ ചെയ്താൽ മാത്രമേ 1500 അലോട്ട് ആവുള്ളൂ അല്ലേ? അപ്പോൾ പ്രോറാട്ട് എത്രയായിരുന്നു? നമ്മളെ പ്രൊപ്പോർഷൻ എത്രയാണെടാ? 6:5 ആണ്. 6 ഷെയർസിന് അപ്ലൈ ചെയ്താൽ മാത്രമേ 5 ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ therefore ഷെയർസ് അപ്ലൈഡ് ബൈ അനിൽ, ഷെയർസ് അപ്ലൈഡ് ബൈ അനിൽ എത്ര ഇരിക്കടാ? അനിൽ എത്ര ഷെയർസിനേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 1500 × 6/5 ചെയ്യാം. നമുക്ക് വലിയ എമൗണ്ട് അല്ലേ കിട്ടണ്ടേ? 1800 ഷെയർസ്. ഇത് ഓക്കെ ആണോ? എടാ 1800 ഷെയർസിന് അപ്ലൈ ചെയ്തത് കൊണ്ടാണ് 1500 ഷെയർസ് അലോട്ട് ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ അപ്ലൈഡ് കൂടുതലും അലോട്ടഡ് കുറവായിരിക്കും. കാരണം പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്. സോ 6 ഷെയർസിന് അപ്ലൈ ചെയ്താൽ 5 അലോട്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സോ 1800 ഷെയർസിനാണ് അനിൽ അപ്ലൈ ചെയ്തത്. അനിൽ അലോട്ട് ചെയ്തത് എത്രയാണ്? 1500 ഷെയർസ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? എക്സസ് ആപ്ലിക്കേഷൻ മണി പെയ്ഡ് ആണ് അല്ലേ? എക്സസ് ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ട്. എത്ര ഷെയർസിന്? 300 ഷെയർസ് അല്ലേ? ഓക്കെ, 300 ഷെയർസിന് എക്സസ് ആപ്ലിക്കേഷൻ മണി പേ ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് അത്? 300 × 4 1200. ഇത് അനിൽ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട് അറ്റ് ദ ടൈം ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ സമയത്ത് അനിൽ എന്ത് ചെയ്തു? ഈ പറഞ്ഞ 300 ഷെയർസിനും കൂടി എമൗണ്ട് കൊടുത്തു. അതെന്താക്കി വെച്ചതാണ്? ഈ എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ടു അനിൽ എത്രയായിരിക്കും? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ടു അനിൽ, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ടു അനിൽ എത്രയായിരിക്കും? ഡ്യൂ ടു അനിൽ എത്രയായിരിക്കും വരടാ? 1500 × 4 ഇൻക്ലൂഡിങ് പ്രീമിയം. 6000 ആണ് അനിൽ പേ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ അനിൽ അലോട്ട്മെൻറ്റ് മണിയാണ് എന്താക്കിയിട്ടുള്ളത്? ഫെയിൽഡ് ടു പേ എന്ന് പറഞ്ഞത്. സോ അലോട്ട്മെൻറ്റ് മണി 6000 ആണ് ഉള്ളതെങ്കിലും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ലെസ് എക്സസ് ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്, ലെസ് എക്സസ് ആപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്. എടാ അയാൾ കൊടുത്ത എക്സസ് ആപ്ലിക്കേഷൻ മണി 1200 എവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്? അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. therefore calls in arrears on allotment, calls in arrears on allotment എത്രയായിരിക്കും? 4800. ഓക്കെ അല്ലേ? 4800. ഇതാണ് കാൽക്കുലേഷൻ. ഇങ്ങനെ ചെയ്യണം ഓവർ സബ്സ്ക്രിപ്ഷനിൽ അലോട്ട്മെൻറ്റിൽ കോൾസ് ഇൻ അരിയർ വന്നാൽ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷെയർസ് അലോട്ട് ചെയ്തത് 1500 ആണെങ്കിൽ അയാൾ അപ്ലൈ ചെയ്ത് അതിനേക്കാൾ കൂടുതലാണ്. × 6/5 ചെയ്യുക. അപ്പോൾ നമുക്ക് ഷെയർസ് അപ്ലൈഡ് കിട്ടി. അപ്പോൾ എക്സസ് ഷെയർസ് എത്ര? 300 ഷെയർസിൻ്റെ 4 അയാൾ പേ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് അലോട്ട്മെൻറ്റിലേക്കാണ് മാറ്റി വെച്ചത്. അലോട്ട്മെൻറ്റ് 6000 ആണ് പേ ചെയ്യേണ്ടതെങ്കിലും അയാൾ എന്താക്കിയിട്ടില്ല? പേ ചെയ്തിട്ടില്ല. സോ 1200 ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൈനിങ് കോൾസ് ഇൻ അരിയർ എത്ര? 4800 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആളാണ് ആര്? റിത്തു എന്ന് പറയുന്നത്. ഓക്കെ, അയാൾക്ക് എത്ര ഷെയർസാണ് അപ്ലൈ ചെയ്തത്? ടോട്ടൽ ഷെയർസ് അപ്ലൈഡാണ് തന്നത്. റിത്തു എന്ന് പറഞ്ഞ ആൾ ടോട്ടൽ ഷെയർസ് അപ്ലൈഡ് എത്ര? 1800 ഷെയർസ് ആണ്. ഓക്കെ അല്ലേ? നമ്മളെ പ്രോറാട്ട എത്ര? പ്രോറാട്ട 6:5 ആണ്. therefore total shares allotted, therefore total shares allotted എത്രയ്ക്കടാ വരാം? 1800 × 5/6 എത്രയ്ക്ക് ആൻസർ?
1500 ഷെയർസ്. അപ്പോൾ റിത്തു എന്ന് പറയുന്ന ആൾക്ക് എത്ര ഷെയർസ് അലോട്ട് ചെയ്തത്? 1500 ഷെയർസ് അലോട്ട് ചെയ്ത്. അതെങ്ങനെ കിട്ടിയത്? ആപ്ലിക്കേഷൻ ഇൻറ്റു 5/6 ആ പ്രോറാട്ട ചെയ്തതാണ്. ഓക്കെ അല്ലേ? ഇനി ഇയാൾ വരുത്തിയ കോൾ സിനാരിയോ എത്രയാണ്? 1500 ഇൻറ്റു എമൗണ്ട് ഡ്യൂ ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ടു റിത്തു എത്രയാണ്? 1500 ഇൻറ്റു 3, ഫൈനൽ കോൾ 3 അല്ലേ? അപ്പോൾ 4500. ഇപ്പോൾ ഞാൻ ചെയ്തത് രണ്ടാളുടെയും കോൾ സിനാരിയോസ് ആദ്യം കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ഇത് ഓക്കെ ആണോടാ? ഈ കാൽക്കുലേഷൻ മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാൽക്കുലേഷൻ ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ കമൻറ്റ് ബോക്സിൽ. കാൽക്കുലേഷൻ ഓക്കെ ആണോ? ഒന്ന് അനിലിൻ്റെതും നമ്മൾ ചെയ്തു, റിത്തുവിൻ്റെതും ചെയ്തു. അനിലിൻ്റെ പ്രത്യേകത എന്താ? അലോട്ട്മെൻ്റ് ആണ് ഫെയിൽ ചെയ്തത്. സോ അവിടെ പ്രോറാട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അത് കുറച്ചിട്ടുള്ളതാണ് കോൾ സിനാരിയോസ് എന്ന് പറയുന്നത്. റിത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളാണ്. അലോട്ട്മെൻറ്റിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ കോളിലേക്ക് ഒന്നും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. സോ എത്രയാണോ ഫൈനൽ കോൾ ഡ്യൂ അത് ഫുള്ള് കോൾ സിനാരിയോ ആണ്. ഇതാണ് വ്യത്യാസം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് പോവാം. ഓക്കെ, ജേണൽ എൻട്രി പോവാം. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നു, 70,000 എമൗണ്ട് ആണ് അല്ലേ? സോ ജേണൽ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. എത്രയുടെ എമൗണ്ട്? 70,000 ഇൻറ്റു 4 എത്ര വരാം? 2,80,000. ഇവിടെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിൽ ഡൗട്ട് വരരുത്. വേറെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ബാങ്ക് ടു ഷെയർ ആപ്ലിക്കേഷൻ ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ. ഓക്കെ ബട്ട് ടു കോംപ്ലിക്കേറ്റഡ്. യെസ് എടാ, അത്രയും ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ലേ? അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണോ? നല്ലതല്ലേ? നമ്മൾ CBSE സ്റ്റുഡൻസ് അല്ലേ? ഓക്കെ, നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക? ലൈവ് എൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി വന്ന് നോക്കുക. അപ്പോൾ അത് റെഡിയാവും. ഇനി ഈ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? ഈ ഷെയർ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? എടാ 2,80,000 ട്രാൻസ്ഫർ ചെയ്യോ? ഇല്ല. നമുക്ക് മാക്സിമം അലോട്ട് ചെയ്യാൻ പറ്റാത്ര 50,000 ഇൻറ്റു 4 2 lakhs ആണ്. അതെന്തുകൊണ്ടാണ്? മാക്സിമം എത്ര അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇഷ്യൂഡ് ക്യാപിറ്റൽ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ്. സോ നമ്മളത് ചെയ്തു. ഇനി റിജക്റ്റ് ചെയ്തത് എത്ര? ടു ബാങ്ക് വൈ റിജക്റ്റ് ചെയ്തത് എത്ര? എടാ ടു ബാങ്ക് വൈ റിജക്റ്റ് ചെയ്തത് 10,000 അപ്ലിക്കൻസ് ആണ് റിജക്റ്റ് ചെയ്തത്. അത് 40,000 ആണ്. ഇനി ബാലൻസ് എത്ര ഉണ്ട്? 70ൽ 10,000 ഇൻറ്റു 4 അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ടു ഷെയർ അലോട്ട്മെൻറ്റ്. 40,000. ഇത് ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞിടാം, ഇത് ഓക്കെ ആണോ? ഓവർ സബ്സ്ക്രിപ്ഷനിലെ തേർഡ് കേസ്. ഓക്കെ, ഇതും ഓക്കെ ബട്ട് ടു കോംപ്ലിക്കേറ്റഡ് ആണോ റിച്ചു? ഒന്ന് പറഞ്ഞേ. ഈ 70,000-നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണിത്. ഓക്കെ, 70,000 മാക്സിമം ഷെയർ ക്യാപിറ്റലൊക്കെ അലോട്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂഡായ 50,000 ആണ്. പിന്നെ 10,000 റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ റിമൈനിങ് 10,000 നമ്മൾ എന്ത് ചെയ്തു? ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റി. ഇത് ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. ഇത് ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ ഏതാ? അലോട്ട്മെൻറ്റ് ഡ്യൂ ആവണം അല്ലേ? അലോട്ട്മെൻറ്റ് ഡ്യൂവിൻ്റെ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയുടെ എമൗണ്ട്? 50,000. ഇനിയുള്ള എല്ലാം നമ്മൾ 50,000 വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ എത്രയ്ക്കും വരാം? 50,000 ഇൻറ്റു 4 ടു സെക്യൂരിറ്റി പ്രീമിയം. ഇവിടെ പ്രീമിയം കൂടി ഉണ്ട് കേട്ടോ. പ്രീമിയം ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 50,000 ഇൻറ്റു 3 ക്യാപിറ്റലിലേക്കും 50,000 ഇൻറ്റു 1 പ്രീമിയത്തിലേക്കാണ് പോവുക. സോ ഈ 2 lakhൽ 1,50,000 ക്യാപിറ്റലും 50,000 പ്രീമിയം ആണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് ഡ്യൂ എൻട്രി ആണ്. ഡ്യൂ എൻട്രിയിൽ നമ്മൾ പഠിച്ചതാണ്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഡ്യൂ എൻട്രി ഈ ചാപ്റ്ററിൽ മാറ്റങ്ങളൊന്നും വരില്ല. സാധാ ഡ്യൂ എൻട്രി ചെയ്താൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ അല്ലേ? ഇനി ഇത് റിസീവ് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് കിട്ടുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? നമ്മളെ ബാങ്കിലേക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? ബാങ്കിലേക്ക് അനിൽ എന്ന് പറഞ്ഞ ഒരു ഷെയർ ഹോൾഡർ എമൗണ്ട് തന്നിട്ടില്ല. സോ എൻറ്റയർ 2 lakhs നമ്മൾ റിസീവ് ചെയ്യുന്നില്ല. ഒന്നത്. രണ്ടാമത്തത് ഓൾറെഡി ഷെയർ അലോട്ട്മെൻറ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 40,000 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടാനുള്ള എത്ര? 1,60,000 ആണ്. നല്ലോണം ശ്രദ്ധിക്കണേ. എടാ ഇവിടെ 40 ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. നോക്ക്, ഷെയർ അലോട്ട്മെൻറ്റ് 40 ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആപ്ലിക്കേഷനിൽ വന്ന എക്സസ് എമൗണ്ട് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് 40 നമുക്ക് ആപ്ലിക്കേഷൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ളത് എത്ര? ഇനി കിട്ടാനുള്ളത് 1,60,000 ആണ്. 1,60,000 ആണ്. അതിൽ അനിൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ 4,800 എന്ത് വരുത്തിയിട്ടുണ്ട്? കോൾസ് ഇൻ അരിയർ വരുത്തിയിട്ടുണ്ട്. സോ ബാങ്കിലേക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? 1,55,200. എത്രയാണെടാ? ദ ആൻസർ ഈസ് 1,55,200. ഇതാണ്
ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി 40 കിട്ടിയിട്ടുണ്ട്, ഇനി എത്ര കിട്ടാനുള്ളത്? 1,60,000 ആണെന്ന് നമുക്ക് അറിയണം. ഒന്ന്. രണ്ട്, ഇനി ആരെങ്കിലും അവിടെ കോൾസിന് എറിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടി കുറച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ബാങ്കിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്തായിട്ട് കാണിക്കാൻ. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞിടാം. ഇനി ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരുത്? അനിലിൻ്റെ ഷെയർ. നമുക്കറിയാം അനിൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ പ്രീമിയം ഇവിടെ പെയ്ഡ് അല്ല. അതെന്തുകൊണ്ടാണ്? അലോട്ട്മെൻറ്റിലാണ് പ്രീമിയം ഉള്ളത്. അലോട്ട്മെൻറ്റ് പെയ്ഡ് അല്ലെങ്കിൽ പ്രീമിയം പെയ്ഡ് അല്ല. ഓക്കെ അല്ലേ? സോ രണ്ട് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഒന്ന്, നമ്മൾ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യണം. അതോടൊപ്പം നമ്മൾ എന്തും കൂടി ക്യാൻസൽ ചെയ്യണം? അതോടൊപ്പം ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം കൂടി ക്യാൻസൽ ചെയ്യണം. ഇത് രണ്ടും ആരുതാ ക്യാൻസൽ ചെയ്യുന്നത്? ഇത് രണ്ടും നമ്മൾ ആരുതാ ക്യാൻസൽ ചെയ്യുന്നത്? അനിൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡറിനാണ്. എത്രയ്ക്കും വരാം? 200 × 7 200 × 1. ഓക്കെ അല്ലേടാ? സോറി, 1500 ആണ്, 200 അല്ല, സോറി. 1500 × 7 1500 × 1 ആണ്. ഓക്കെ അല്ലേ? 1500 ഷെയർസ് ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. 1500 × 1 പ്രീമിയം നമ്മൾ ക്യാൻസൽ ചെയ്യണം. സോ ആൻസർ എത്രയായിരിക്കും? 10,500 1500. ഇനി ഷെയർ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യണം. അതിനി കിട്ടൂല, റൈറ്റ്? സോ ഷെയർ അലോട്ട്മെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് എത്ര കിട്ടാത്തത്? 4,800 ആണ്. ഓക്കെ അല്ലേ? ഇനി അയാൾ തന്ന എമൗണ്ട് എത്ര? അത് ഷെയർ ഫോർഫീച്ചറിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അയാൾ തന്ന എമൗണ്ട് എത്ര? അയാൾ തന്നത് 1,800 4 വെച്ചിട്ടാണ്. ഷെയർസ് അപ്ലൈഡ് എത്ര? ഷെയർസ് അപ്ലൈഡ് ബൈ അനിൽ എത്ര? 1,800 ആണ്. ആപ്ലിക്കേഷൻ മണി പെയ്ഡ് എത്ര? 4 ആണ്. സോ ആൻസർ എത്ര ആയിരിക്കും? 7,200. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫോർഫീച്ചർ ജേണൽ എൻട്രി. ഒറ്റ ജേണൽ എൻട്രി ഉള്ളൂ. ഓക്കെ അല്ലേ? എപ്പോഴും ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ജേണൽ എൻട്രി എഴുതിയാൽ മതി. ഓക്കെ, ഷെയർ ഫോർഫീറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരേ ഒരു ജേണൽ എൻട്രി നമുക്ക് എഴുതാനുള്ളൂ. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 1,500 റീഇഷ്യൂ ചെയ്യാൻ പോവാണ് അല്ലേ? ആർക്കാ റീഇഷ്യൂ ചെയ്യുന്നത് നോക്ക്. ഇത് റീഇഷ്യൂ ചെയ്തത് 8 per ഷെയർ ആണ്. ഓക്കെ എടാ, റീഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്? 8 rupees 8 ആണ്. സോ നമ്മൾ ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? 8 per ഷെയർ ഫുള്ളി പെയ്ഡ് ആണ്. സോ നമ്മൾ ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? നോക്ക്, നമ്മളെ ബാങ്കിലേക്ക് റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയ്ക്കും വരാം? 1,500 × 8 12,000 വരും. ഓക്കെ അല്ലേ? സോ ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്ത എത്ര? 1,500 × 2 അല്ലേ? എടാ, ഒരു ഷെയറിൻ്റെ വാല്യൂ ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ 10ൽ 18 നമ്മൾ ഇഷ്യൂ ചെയ്തതെങ്കിൽ 8 ബാങ്കിലേക്ക് വരും. റിമൈനിങ് 2 നമ്മൾ എവിടെ നിന്ന് എടുക്കും? എടാ, റിമൈനിങ് 2 നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ഷെയർ ഫോർഫീച്ചർ. അപ്പോൾ എത്രയ്ക്കും വരാം? 3,000. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവും? ടു ഷെയർ ക്യാപിറ്റലിലേക്ക് 15,000. ഓക്കെ അല്ലേ? റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? എനിവൺ ഫ്രം റാണി വാച്ചിങ്? ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. റാണി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ എടാ, ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മളെപ്പോഴും ഫേസ് വാല്യൂ തന്നെ കൊടുക്കണം. 1,500 × 10. അത് ഓക്കെ ആണോ? മനസ്സിലായോ? യെസ് ഓർ നോ? ഇനി നോക്ക്, ഇനി ഫോർഫീച്ചറിൽ ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. 7,200 ആണ് അനിൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ പേ ചെയ്തത്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തത് എത്ര? 3,000 ആണ്. ഇനി എത്ര ബാലൻസ് ഉണ്ട്? 4,200 അല്ലേ ബാലൻസ് ഉള്ളത്? ഒന്ന് നോക്കിയേ, 4,200 ആണ് ബാലൻസ് ഉള്ളത്. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോ? യെസ് ഓർ നോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഫോർഫീറ്റ് ചെയ്തു, അത് റീഇഷ്യൂ ചെയ്തു, ബാലൻസ് ഫോർഫീച്ചർ എമൗണ്ട് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ അല്ലേ? യെസ് ഓർ നോ? ഇനി എന്നിട്ടാണ് നമ്മളോട് ഫസ്റ്റ് കോൾ ചെയ്യാൻ പറഞ്ഞത് അല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളോട് എന്ത് പറയുന്നത്? ഫസ്റ്റ് കോൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫസ്റ്റ് കോൾ വിളിക്കാൻ പോവാണ്. നോക്കിക്കോ, ജേണൽ എൻട്രി എന്താണ്? സാധാ ഫസ്റ്റ് കോള് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. സാധാ ഡ്യൂ എൻട്രി, ഒരു മാറ്റവും ഇല്ല അല്ലേ? സിമ്പിൾ ജേണൽ എൻട്രിയാണ്. ടു ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എന്താ വ്യത്യാസം? ഇനി എത്ര ഷെയർസിനോടാണ് നമ്മൾ ഫസ്റ്റ് കോൾ വിളിക്കുന്നത്? 50,000 ഉണ്ടോ? 48,500 ഉള്ളൂ. കാരണം 1,500 ഓൾറെഡി റീഇഷ്യൂ ചെയ്ത് ഫുൾ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞ്. സോ 48,500 × 3 എത്ര ആൻസർ വരാം? 1,45,500. ഇതാണ് ഫസ്റ്റ് കോളിൻ്റെ ഡ്യൂ എമൗണ്ട്. കാരണം ബാക്കി എമൗണ്ട് ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്ത് ഫുൾ എമൗണ്ട് റിസീവ് ചെയ്ത്. സാർ ക്യാഷ് ഫ്ലോ എടുക്കുമോ? യെസ്, ക്യാഷ് ഫ്ലോ ഞാൻ തന്നെ എടുക്കും. എൻ്റെ ടോപ്പിക്കാണ്, ഞാനത് എടുത്തിട്ടേ നിങ്ങൾക്ക് പോവുള്ളൂ. ആ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യും. കംപ്ലീറ്റ് എവിടെ വരാമെന്ന് പറഞ്ഞുതരും. ഓക്കെ, ഇതേപോലെ
ഇപ്പോൾ ഷെയർസിൻ്റെ ഈ പറഞ്ഞ എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ ക്യാഷ് ഫ്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് റിസീവ് ചെയ്യുമ്പോൾ റിത്തു എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ എന്താക്കിയിട്ടില്ല, നമുക്ക് എമൗണ്ട് പേ ചെയ്തിട്ടില്ല, കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട്. സോ നമ്മളെ ബാങ്കിലേക്ക് ഫുൾ എമൗണ്ട് വരുന്നില്ല. എത്ര ആണോ നമുക്ക് കിട്ടാനുള്ളത് ആ 1,45,500 റിത്തു തരാനുള്ളത് എത്ര 4,500 ആണ്. അത് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ അല്ലേ, അത് കുറച്ചിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. സോ 1,41,000 ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ, ഇത് കഴിഞ്ഞ ഉടനെ റിത്തുവിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ റിത്തുവിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സോ ജേണൽ എൻട്രി എന്തായിരിക്കും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. റിത്തു എന്ന് പറഞ്ഞ ആൾ പ്രീമിയം പെയ്ഡ് ആണ്, സോ ഇഗ്നോർ ചെയ്യുക. ഒരാൾ പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അൺപെയ്ഡ് ആണ്. ടു ഷെയർ ഫോർഫീച്ചർ. ഓക്കെ അല്ലേ, ഷെയർ ക്യാപിറ്റലിലേക്ക് ഫേസ് വാല്യൂ പോകണം 1,500 ഇൻറ്റു 10 15,000. ഓക്കെ, അയാൾ തരാത്ത എത്രയാണ് 1,500 ഇൻറ്റു 3 ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണ്. റിമൈനിങ് എമൗണ്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 7 തന്നു. ഇവിടെ പ്രീമിയം ഇഗ്നോർ ചെയ്യണം, കാരണം ഓൾറെഡി പെയ്ഡ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഷെയർ ഹോൾഡർ പ്രീമിയം പെയ്ഡ് ആണെങ്കിൽ അത് ഫോർഫീച്ചറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മൾ ഡ്യൂ ആക്കി അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്ത്. സോ പ്രീമിയം ഇഗ്നോർ ചെയ്യുക. അനിലിൻ്റെ കേസ് എന്തായിരുന്നു, പ്രീമിയം പെയ്ഡ് അല്ല, സോ നമ്മൾ പ്രീമിയം കൂടി ക്യാൻസൽ ചെയ്തു. ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ. ഇത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. ദെൻ നെക്സ്റ്റ് അതർ ദാൻ ക്യാഷിലേക്ക് പോവാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിബെഞ്ചറിൻ്റെ ചാപ്റ്റർ പോകും, ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ ആണോ, ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് ഫയർ ഇട്ടേ, ഒന്ന് ഉഷാറാക്കിയ പെട്ടെന്ന്. ഇനി നോക്ക്, ഇവിടെ ബിസിനസ് ആണ് ടുക്ക് ഓവർ ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ജേണൽ എൻട്രി ആണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. നമുക്കറിയാം ബിസിനസ് ടുക്ക് ഓവർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. എത്ര അസറ്റാണ് നമ്മൾ എടുത്തത്, 45 lakhs അസറ്റാണ് നമ്മൾ ടുക്ക് ഓവർ ചെയ്തത്, അതിനെ ഡെബിറ്റ് ചെയ്യും. കോൾസ് ഇൻ അരിയേഴ്സ് കൊടുക്കാം. ഖദീജ നോ ഇഷ്യൂസ്. ഞാൻ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എഴുതിയവിടെ നിങ്ങൾക്ക് കോൾസ് ഇൻ അരിയർ വെച്ച് ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. കോൾസ് ഇൻ അരിയർ ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാം, എല്ലാണ്ടും ചെയ്യാം. രണ്ടും ഓക്കെയാണ്, രണ്ടും ശരിയാണ്, രണ്ടും ഓക്കെയാണ് ഖദീജ, ഒരു ഇഷ്യൂ ഇല്ല, രണ്ടിനും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം, ഓർ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. രണ്ട് മെത്തേഡും ഓക്കെയാണ്, രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം, നോ ഇഷ്യൂസ്. ഇവിടെ നോക്ക്, അസറ്റ് 45 lakhs. ദ നെക്സ്റ്റ് എന്താണ്, ടു ലാബിലിറ്റീസ് എത്രയാണ്, ടു ലാബിലിറ്റീസ് 6,40,000. ടു മെച്ചോർ ലിമിറ്റഡ് എത്രയാണ്, എത്ര നമുക്ക് തന്നെ 36 lakh. എടാ ഇവിടെ നോക്ക്, ഈ പർച്ചേസ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്ക്. 45 lakhs അസറ്റ് നമുക്ക് കിട്ടി. എത്ര, 45 lakhs അസറ്റ് നമുക്ക് കിട്ടി. നമുക്ക് വന്ന എത്രയാണ്, ഇത് രണ്ടും ആഡ് ചെയ്യും, നമുക്ക് എത്ര വന്നത് 42,40,000 ആണ് നമുക്ക് എന്ത് എക്സ്പെൻസ് ആയിട്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ 36 lakh മെച്ചോർ ലിമിറ്റഡിനും 6,40,000 ലാബിലിറ്റിയും കൊടുക്കാനുണ്ട്. 45 lakhs അസറ്റ് നമുക്ക് കിട്ടിയപ്പോൾ ലാബിലിറ്റീസും മെച്ചോർ ലിമിറ്റിനും കൂടി നമുക്ക് എത്ര കൊടുക്കാനുള്ളത്, 42,40,000 കൊടുക്കാനുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ട്, 2,60,000 എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ, അത് നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, ടു ക്യാപിറ്റൽ റിസർവ്. ഇത് പ്രോഫിറ്റ് ആണ്, ഇതെങ്ങനെ മനസ്സിലാക്കുക, അസറ്റിൻ്റെ വാല്യൂ കൂടുതലും ലാബിലിറ്റീസ് പർച്ചേസ് കൺസിഡറേഷൻ കുറവാണെങ്കിൽ, അസറ്റ് വാല്യൂ കൂടുതലും ലാബിലിറ്റീസിൻ്റെയും പർച്ചേസ് കൺസിഡറേഷൻ്റെ വാല്യൂ കുറവാണെങ്കിൽ അത് നമുക്ക് എന്താണ്, പ്രോഫിറ്റ് ആണ്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അങ്ങോട്ടാണ്, ക്യാപിറ്റൽ റിസർവിലേക്കാണ്. ആൻസർ എത്രയായിരിക്കും, 2,60,000. ഓക്കെ ആണോ, യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേടാ. ഓക്കെ ആണോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മെച്ചോർ ലിമിറ്റഡിന് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കാൻ പോവാണ്. നോക്കിക്കോ, ഈസിയാണ്. മെച്ചോർ ലിമിറ്റഡിന് നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് എത്രയാണ്, 36 lakhs ആണ് അല്ലേ, 36 lakhs ആണ്. എത്ര നമ്മളൊരു ഷെയറിൻ്റെ വാല്യൂ 100 ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്, 20% പ്രീമിയത്തിലാണ്. സോ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുക, 36 lakh by 120 ആണ്. ആൻസർ വിൽ ബി 30,000 ഷെയർസ്. ഇത്രയും ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. എടാ പ്രീമിയം എന്ന് കണ്ടാൽ ജേണൽ എൻട്രി എന്തായിരിക്കും, ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. നമുക്ക് ഉറപ്പാണ് അല്ലേ, പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എടാ ഇത് അതർ ദാൻ ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് രണ്ടും വേണം അല്ലേ. നീ എങ്ങനെ എമൗണ്ട് അലോട്ട് ചെയ്യുക, 30,000 ഇൻറ്റു 100 30 lakhs, 30,000 ഇൻറ്റു 20 എത്രയാണ്, 6 lakh. രണ്ടും കൂടി എത്രയായി, 36 lakh ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് അതർ ദാൻ ക്യാഷ്. ഓക്കെ ആണോ, ഒന്ന് പറഞ്ഞ് ഓക്കെ ആണോ. അതർ ദാൻ ക്യാഷ് മനസ്സിലായോ. എടാ ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര ആണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇഷ്യൂ പ്രൈസ്. നമ്മളെ ഷെയറിൻ്റെ വാല്യൂ
ഫേസ് വാല്യൂ ആണെങ്കിൽ 100 ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ 90 ചെയ്യുക, ഇൻക്ലൂഡിങ് പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം ആഡ് ചെയ്ത് എഴുതാം. ഇതേ ടോപ്പിക്ക് ഡിബഞ്ചറിലുണ്ട്, അവിടെ നമ്മളിത് എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിലും ഷെയർസിനും കൂടിയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെയിം രീതിയിലാണ് ഡിബഞ്ചറിലും വരാം. ടു ഷെയർ ക്യാപിറ്റലിന് എഴുതണം, അവിടെ ടു ഡിബഞ്ചറിന് എഴുതിയാൽ മതി, വേറെ ഡിഫറൻസ് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതർ ദാൻ ക്യാഷ് നമ്മൾ പഠിക്കുമ്പോൾ ഷെയർസിലേക്കും ഡിബഞ്ചറിലേക്കും ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഡിബഞ്ചറിൽ ഇത് സെപ്പറേറ്റ് റൂൾ ഇല്ല. ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും അതർ ദാൻ ക്യാഷ് സെയിം ആണ്. ഓക്കെ അല്ലേ? അതർ ദാൻ ക്യാഷ് സെയിം ആണ്. നമ്മൾ ഷെയർസിന് എഴുതുന്നതോടെ ഡിബഞ്ചേഴ്സിന് എഴുതിയാൽ മതി. ഓക്കെ ആണോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. അപ്പോൾ അതർ ദാൻ ക്യാഷ് പഠിച്ചു. ഇനി ബിസിനസ് അല്ല അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലോ അതേപോലെ തന്നെ എഴുതാം, വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം എന്നാണ്. അസറ്റ് എന്നാവുന്നുള്ള അതിൻ്റെ ജേണൽ എൻട്രി. ബിസിനസ് നമ്മൾ ഒന്നായിട്ട് വാങ്ങുന്നില്ല, അസറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റിൻ്റെ വാല്യൂ എത്ര? 1 lakh. ടു ആർക്കാണ്? ഫെയർ ഡീൽസ് ലിമിറ്റഡ്. ഫെയർ ഡീൽസ് ലിമിറ്റഡ് എത്ര എമൗണ്ട്? 1 lakh. അസറ്റ് വാങ്ങുമ്പോഴുള്ള സിമ്പിൾ ജേണൽ എൻട്രി, അസറ്റ് വാങ്ങുമ്പോൾ വളരെ സിമ്പിളാണ് ജേണൽ എൻട്രി അല്ലേ? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഫെയർ ഡീൽസ് ലിമിറ്റഡ്. ഇനി ഫെയർ ഡീൽസ് ലിമിറ്റഡിന് നമ്മൾ എത്ര കൊടുക്കാനുള്ളത്? 1 lakh ആണ്. അതും സെയിം, ഇതും നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? പ്രീമിയത്തിലാണ്. സോ ജേണൽ എൻട്രി ഉറപ്പായി ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. അപ്പോൾ ജേണൽ എൻട്രി നമുക്ക് ക്ലിയർ ആയി. ഓക്കെ അല്ലേ? എടാ പ്രീമിയത്തിലാണ് അതർ ദാൻ ക്യാഷ് എങ്കിൽ ടു ഷെയർ ക്യാപിറ്റൽ ടു പ്രീമിയം എന്ന് എഴുതാം. ഫേസ് വാല്യൂലാണെങ്കിൽ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് മതി. ഓക്കെ, എത്ര വരുന്നത് നോക്ക്? 1 lakh ഡിവൈഡഡ് ബൈ 12.5. അതെങ്ങനെ കിട്ടി? 12.5 10 ആണ് ഷെയറിൻ്റെ വാല്യൂ പ്ലസ് 25%. 10ൻ്റെ 25% 2.5 ആണ്. സോ എത്ര ഷെയർസ് അലോട്ട് ചെയ്യണം? 8,000 ഷെയർസ് അലോട്ട് ചെയ്യണം. സോ ജേണൽ എൻട്രി ഷെയർ ക്യാപിറ്റലിലേക്ക് 80,000, ദെൻ പ്രീമിയത്തിലേക്ക് 20,000. ഓക്കെ ആണോ? അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ റിഹാന, ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നാ ചെയ്യുന്നത്? അതർ ദാൻ ക്യാഷ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഷെയർസിലും പഠിക്കാനുണ്ട്, ഡിബഞ്ചേഴ്സിലും പഠിക്കാനുണ്ട്. രണ്ടിൽ വന്നാലും ഇതാണ് അതിൻ്റെ എൻട്രി. ഷെയർസിന് എഴുതി അവിടെ ഡിബഞ്ചേഴ്സിന് എഴുതി അതിൻ്റെ ആൻസറായി. ഓക്കെ ആണോ? സോ നമ്മൾ ഒരേ ടൈം ഷെയർസും കംപ്ലീറ്റ് ചെയ്ത് ഡിബഞ്ചേഴ്സിൻ്റെ അതർ ദാൻ ക്യാഷും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും ഒന്ന് ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോഴും. ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ റിസർവ് ഓർ ഗുഡ്വിൽ വരും. ലോസ് ആണെങ്കിൽ ഗുഡ്വിലാണ്. ഓക്കെ, ലോസ് ആണെങ്കിൽ ഗുഡ്വിൽ എന്നും പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് വരാം. ഗുഡ്വിൽ ആണെങ്കിൽ അത് ഡെബിറ്റിലാട്ടോ വരാം. ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്താൽ ഡെബിറ്റിൽ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഇത് ലോസ് ആണെങ്കിലാണ് വരാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ റിസർവ്. ഇത് ഓക്കെ ആണോ? ഇനി ഈ ടോപ്പിക് എടുക്കൂലേ? ഷെയർസിലും എടുക്കൂല, ഡിബഞ്ചേഴ്സിലും എടുക്കൂല. അപ്പോൾ നമ്മൾ അതർ ദാൻ ക്യാഷ് എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അതർ ദാൻ ക്യാഷ് 2 ടോപ്പിക്കിലും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുക. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ക്യാപിറ്റൽ എന്നാണ് അല്ലേ? അൺകോൾഡ് ഷെയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക? റിസർവ് ക്യാപിറ്റൽ. ഒന്ന് പ്രോഫിറ്റ് ആണ്, ഒന്ന് അൺകോൾഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ അല്ലേ? ഇതെന്താണ്? ദ റിസൾട്ട് ഓഫ് അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. ഇത് കമ്പൽഷൻ ആണെങ്കിൽ അവിടെ റിസർവ് ക്യാപിറ്റലിന് ഒരു കമ്പൽഷനും ഇല്ല. ഓക്കെ, റിസർവ് ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എവിടെയും കാണിക്കില്ല. ക്യാപിറ്റൽ റിസർവ് അണ്ടർ ദ ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഈ ക്യാപിറ്റലൊക്കെ എവിടെ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പാസ്സാകുമോ? പാസ്സാവാനല്ലേ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കമ്പനി അക്കൗണ്ട്സിൻ്റെ മേജർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓവർ സബ്സ്ക്രിപ്ഷനും പ്രോറാട്ടയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ പറ്റുമോ? ഇല്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല CBSE. ഓക്കെ, കാൽക്കുലേറ്റർ പറ്റില്ല. സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? നോക്കടാ, നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദ്യം എന്താണ്? ജേണൽ എൻട്രി എഴുതാനൊന്നുമല്ല, കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, കോൾഡ് അപ്പ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ ക്യാപിറ്റലുകളൊക്കെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാമെന്ന ചോദ്യം. നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? നോട്ട്സ് ടു അക്കൗണ്ടിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. നോക്ക്, നോട്ട്സ് ടു അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്തത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര എന്നുള്ളത് എഴുതി. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ടോട്ടൽ ₹1 lakh ആണ്. അതിന് 60,000 ഷെയർസും 40,000 പ്രിഫറൻസ് ഷെയർസുമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 60 and 40 ആയിട്ട് ടോട്ടൽ ചെയ്ത് 10 lakh ആക്കി കാണിച്ചു. അതവിടെ ഡബിൾ അണ്ടർലൈൻ ചെയ്ത് ക്ലോസ് ചെയ്ത്. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റലിലേക്ക് വന്നാലോ? ക്വസ്റ്റിനിൽ തന്നെത്ര? 50,000 ഇക്വിറ്റി, 30,000 പ്രിഫറൻസ് ഷെയർസ്. അത് രണ്ടും അവിടെ കാണിക്കുക, 50 and 30. ആൻസർ 8 lakh ആണ്. അതും അവിടെ ക്ലോസ് ചെയ്ത്. ഇഷ്യൂഡ് എത്ര എന്ന് കാണിക്കുക, ക്ലോസ് ചെയ്യുക. സബ്സ്ക്രൈബ്ഡ് എത്ര? 45 and 20,000 ആണ്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ നേരെ ചെയ്താൽ 6,50,000 ക്ലോസ് ചെയ്യുക. ഓതറൈസ്ഡ് ക്ലോസ് ചെയ്ത്
ഇഷ്യൂഡ് ക്യാപിറ്റൽ ക്ലോസ് ചെയ്ത്, സബ്സ്ക്രൈബ്ഡ് ക്ലോസ് ചെയ്ത്. ഇനി കോൾഡ് അപ്പ് എത്രയാണ്? 8 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ₹8 ഇൻറ്റു ചെയ്യുക, 7 ഇൻറ്റു ചെയ്യുക, അതും നമ്മൾ ക്ലോസ് ചെയ്ത്. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്. ഇനി നമുക്ക് വേണ്ട പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. ഇതാണ് ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ കാണിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ എന്താ കാണിക്കുക? പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അതിൽ കോൾസ് ഇൻ അരിയേഴ്സ് വന്നിട്ടുണ്ട്. 100 ഷെയർസ് ഫെയിൽഡ് ടു പേ ₹2 per share. ഓക്കെ അല്ലേ. ഇപ്പോൾ 200 കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ട്. അത് കുറച്ചാൽ ബാക്കി 4,99,800. നമുക്ക് കോൾഡ് അപ്പ് 5 lakh ആണ്. അതിൽ നിന്നും 200 കുറച്ചാൽ 4,99,800. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh ലെസ് കോൾസ് ഇൻ അരിയേഴ്സ് 4,98,000 പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അങ്ങനെ എഴുതാം, നോ ഇഷ്യൂസ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എഴുതുന്നു, ലെസ് കോൾസ് ഇൻ അരിയേഴ്സ് എഴുതുന്നു, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 4,99,800 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഷെയർ ക്യാപിറ്റൽ എത്ര വരാം? 4,99,800. ഈ വാല്യൂ ആണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആസിഫ് ഹായ്, ഇന്നോടല്ലെങ്കിലും ഹായ് പറയുന്നുണ്ട്. ഓക്കെ ആസിഫ്. ഓക്കെ, നമ്മൾ കമ്പനി അക്കൗണ്ട്സിലെ ഷെയർസ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ കം ടു ഡിബഞ്ചർ. വലിയൊരു ചാപ്റ്ററിലെ 12 marks വെയിറ്റേജ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെയർസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. ഇനി നമ്മൾ ഡിബഞ്ചറാണ്, ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. കാരണം ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും സെയിം ആണ് ഷെയർസിലുള്ളതും. ഷെയർസും ഡിബഞ്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡിബഞ്ചർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഡിബഞ്ചർ നമ്മൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും, പേടിക്കേണ്ടതില്ല. നോക്ക്, ഡിബഞ്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എടാ ക്യാഷ് ഫ്ലോയിലേക്കാണ് വരുന്നത് ബുഷറ. ഓക്കെ ബുഷറ, നമ്മൾ ഷെയർസ് കഴിഞ്ഞു, ദെൻ ഡിബഞ്ചർ, ദെൻ ഫൈനൽ അക്കൗണ്ട്സ്, ദെൻ റേഷ്യോസ്, ദെൻ ഫൈനലി ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത്. നമ്മൾ മാക്സിമം സ്പീഡാണ്, നിങ്ങൾക്ക് അറിയാലേ. ഓക്കെ ആസിഫ്. ഓക്കെ നോക്കടാ, ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 ടൈപ്പ് ഉണ്ട്. അത് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. പിന്നെ ഷെയർസ് ആൻഡ് ഡിബഞ്ചർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നല്ലോണം അറിയാം. ഷെയർസ് ഓണേഴ്സ് ഫണ്ടാണിത്, ബോറോഡ് ഫണ്ടാണ്, ഷെയർ ഹോൾഡറാണ്, ഡിബഞ്ചർ ഹോൾഡറാണ്, ഡിവിഡൻ്റ് ആണ്, ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, വോട്ടിംഗ് റൈറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. ഇനി നോക്കണം, കുറച്ച് MCQ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ MCQ നോക്ക്. 500 ഡിബഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. 50 ഈച്ച് ആണ്, പക്ഷേ ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലാണ് 10%. അങ്ങനെയാണെങ്കിൽ ദ ഡിബഞ്ചർ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ബൈ, വിത്തൗട്ട് ഡൗട്ട് അത് എത്രയായിരിക്കും? 25,000. ആൻസർ എങ്ങനെ കിട്ടി? 500 × 50. എടാ ഡിബഞ്ചറിൽ എപ്പോഴും ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഫേസ് വാല്യൂ കൂടാനോ കുറയാനോ പാടില്ല. ജേണൽ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഡിബഞ്ചറിൽ എപ്പോൾ എന്തുണ്ടാവും? ഫേസ് വാല്യൂ ഉണ്ടാവും. അത് ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്ക്, ഡിബഞ്ചർ കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് നൺ ഓഫ് ദീസ് ആണ്. ഡിബഞ്ചർ ക്യാൻ ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്ക്, എ കമ്പനി ഇഷ്യൂഡ് 10%, 1000 ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് അറ്റ് പാർ. ഹിയർ 10% ഇൻഡിക്കേറ്റ്സ് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലേ. 10% എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അടുത്ത നോക്കടാ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളിപ്പോൾ 10 ടൈപ്സ് പറഞ്ഞത് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മച്ച ഇത് CBSE ആണോ? യെസ് ബ്രോ. ആസിഫ് ബ്രോ CBSE ആണ്. ഓക്കെ അറിയാണ്ട് കയറിപ്പോയതാണോ? പോണ വഴിക്ക് വെറുതെ വന്നു പോവാണ് അല്ലേ. ഓക്കെ നൈസ്. ഇത് നോക്കടാ, റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് മെൻഷൻ ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഡിബഞ്ചേഴ്സ് മെൻഷൻ ചെയ്യാനാണ് പറയുന്നത്. നോക്ക്, ഡിബഞ്ചേഴ്സ് ഫോർ വിച്ച് ദ കമ്പനി ഡസ് നോട്ട് കീപ്പ് എനി റെക്കോർഡ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഒരു റെക്കോർഡും കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ബെയറർ ഡിബഞ്ചർ എന്നാണ്. ഓക്കെ, രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഉണ്ട്, വേറെ ഡിബഞ്ചർ ഉണ്ട്. വേറെ ഡിബഞ്ചർ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്, രജിസ്റ്റേർഡ് അങ്ങനെയല്ല. ഓക്കെ, ഡിബഞ്ചർ വിച്ച് ആർ റിഡീമബിൾ ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഇത് ഇറിഡീമബിൾ ആണ് അല്ലേ. ഇറിഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിബഞ്ചർ റിഡീം ചെയ്യുക. നെക്സ്റ്റ് നോക്ക്, ഡിബഞ്ചർ വിച്ച് ആർ റീപേയബിൾ ഓൺ ദ എക്സ്പയർ ഓഫ് സ്പെസിഫൈഡ് പീരീഡ്. അത് റിഡീമബിൾ ആണ്. അപ്പോൾ റിഡീമബിൾ ഉണ്ട്, ഇറിഡീമബിൾ ഉണ്ട്. ഓക്കെ അല്ലേ. ഡിബഞ്ചർ വിച്ച് ആർ കൺവേർട്ടിബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ്, അത് കൺവേർട്ടിബിൾ ആണ്. ഓക്കെ അല്ലേ. ദെൻ ഡിബഞ്ചർ ഡു നോട്ട് ക്യാരി സ്പെസിഫിക് റേറ്റ്, 0 കൂപ്പൺ ബോണ്ട് ആണ്. ഓക്കെ ആണോ? അടുത്ത നോക്ക്, ഡിബഞ്ചേഴ്സ് വിച്ച് ഹാവ് ക്രിയേറ്റഡ് എ ചാർജ് ഓൺ ദ അസറ്റ്. അതേതാണ്? സെക്യൂർഡ് ആണ് അല്ലേ. സെക്യൂർഡിനാണ് എന്തുള്ളത്? ചാർജ് ഓൺ ദ അസറ്റ് ഉള്ളത്. ഓക്കെ, നാളെ ക്ലാസ് ഇല്ല മക്കളെ. സാർ നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ ക്ലാസ് ഇല്ലടാ. നിങ്ങൾക്കിത് കാണാം, ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടോ. നമ്മൾ ഫുള്ളിലെ ഈ മെഗാ മാരത്തോണിൽ എൻറ്റയർ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വേണ്ട പോർഷൻസ് എന്ത് ചെയ്യാം? ആ ടോപ്പിക്കിലേക്ക് മാറ്റാം, കാണാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടാം. ഇത് നോക്ക്, നെക്സ്റ്റ് നോക്ക്, 5000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. 100 ഈച്ച് ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്രയാണെന്ന് അറിയില്ല, സെർട്ടൈൻ റേറ്റ് ഓഫ് പ്രീമിയം എന്നാണ് പറയുന്നത്. ആൻഡ് ടു ബി റിഡീംഡ് 10% പ്രീമിയം. റിഡീം ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ് എന്ന് പറഞ്ഞാൽ
പ്രീമിയം ഓൺ റിഡംഷൻ എത്ര ആയിരിക്കും? ₹5 lakh ആയിരിക്കും. പ്രീമിയം ഓൺ റിഡംഷൻ ₹5 lakh. അതെങ്ങനെ കിട്ടി? 50,000 ഇൻറ്റു 100 ആണ് ഫേസ് വാല്യൂ, ഇൻറ്റു 10% ആണ് പ്രീമിയം. അപ്പോൾ 5 lakh ആണ് ആൻസർ. ഓക്കെ, 50,000 ഇൻറ്റു 100 എത്ര വരുന്നതാണ്? 50 lakhs ആണ്. അതിൻ്റെ 10% 5 lakhs ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് റൈറ്റിംഗ് ഓഫ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വാസ് ഡെബിറ്റഡ് വിത്ത് ₹2 lakh. എടാ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 2 lakh കാണുന്നുള്ളൂ. നമുക്ക് ശരിക്ക് പ്രീമിയം ഓൺ റിഡംഷൻ ലോസ് ആണല്ലോ. ആ ലോസ് എങ്ങനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും? ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റ് വാട്ട് റേറ്റ് ഓഫ് പ്രീമിയം ദീസ് ഡിബഞ്ചേഴ്സ് വെർ ഇഷ്യൂഡ്? അങ്ങനെയാണെങ്കിൽ എത്ര റേറ്റിലേക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും 6% ആണ്. നമുക്കറിയാം 50 lakhsൻ്റെ 6% 3 lakhs ആണ്. അപ്പോൾ ഈ 5 lakhൽ 3 lakh നമ്മൾ എന്ത് ചെയ്തു? ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം റൈറ്റ് ഓഫ് ചെയ്തു. റിമൈനിങ് 2 lakh ആണ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെയാണ് 6 lakh കിട്ടിയത്. ക്ലിയർ? നമുക്ക് 3 lakh ആണ് റൈറ്റ് ഓഫ് ചെയ്തത് നമുക്ക് മനസ്സിലായി. 5 lakh ആണ് ലോസ് വേണ്ടത്. പക്ഷെ 2 lakh പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ളൂ. അതിന് ഡിഫറൻസ് ആണ് 3 lakhs. സാറ് ഷെയർ എടുത്തു കഴിഞ്ഞു, ക്യാഷ് ഫ്ലോ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡിബഞ്ചറിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഷെയർ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ബാക്ക് അടിച്ച് നോക്കിയാൽ ഫുള്ള് കാണാം. നോക്കടാ, 5 lakh ആണ് ലോസ് വേണ്ടത്, പക്ഷേ പ്രോഫിറ്റ് ലോസ് 2 lakh ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? സെക്യൂരിറ്റി പ്രീമിയം കൊണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട്? 3 lakhs. ആ ഡിഫറൻസ് ആണ്. ആ 3 lakh ആണ്. ആ 3 lakh കിട്ടണമെങ്കിൽ 6% ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഇതൊക്കെ ലോജിക്കലാണ് അല്ലേ? നെക്സ്റ്റ് നോക്ക്. കമ്പനി ഇഷ്യൂഡ് 20,000 ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 60. അപ്പോൾ 160 എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? ഇഷ്യൂഡ് അറ്റ് 160 ആണ്, ഇൻക്ലൂഡിങ് പ്രീമിയം. എന്താ പറയുന്നത്? ദ കമ്പനി റിസീവ്ഡ് ആപ്ലിക്കേഷൻ ഫോർ 35,000 ഡിബഞ്ചർ. എടാ കമ്പനിക്ക് എത്ര ആപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടി? 35,000 ഡിബഞ്ചർ ആപ്ലിക്കേഷൻ കിട്ടി. നോക്ക്, 15,000 ഡിബഞ്ചേഴ്സ് വർ റിജക്റ്റഡ്. ഇത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണല്ലേ? എക്സസൈസ് വന്നത് 15,000 ആണ്. എൻറ്റയർ 15,000 വർ റിജക്റ്റഡ്. ഇത് കേസ് 1 ആണ് ഓവർ സബ്സ്ക്രിപ്ഷനിൽ. ഓക്കെ ആണോ? ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസ് 1 ആണ്. ദ റെസ്റ്റ് വർ അലോട്ടഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ 35,000ൽ 15,000 റിജക്ട് ചെയ്താൽ ബാക്കി ഇഷ്യൂഡ് അല്ലേ വരുന്നുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്തു? അലോട്ട് ചെയ്തു. ദ ഓൾ മണി വാസ് പേബിൾ ഓൺ ആപ്ലിക്കേഷൻ. സോ ആപ്ലിക്കേഷൻ എമൗണ്ട് എത്രയാണ്? 160. ഓക്കെ അല്ലേ? ആപ്ലിക്കേഷൻ എമൗണ്ട് 160 ആണ്. അതെങ്ങനെ മനസ്സിലായി? എൻറ്റയർ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷനിലാണ്. ഓക്കെ എടാ, ഞാൻ മാക്സിമം MCQ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഷെയർസിൽ നമ്മൾ കുറേ MCQ ചെയ്തു. ഡിബഞ്ചേഴ്സിൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ MCQ ആയിരുന്നു. ഇപ്പോഴാണ് പ്രോബ്ലത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് പറ്റും. ഓക്കെ, ഡോണ്ട് വെറി, നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് പറ്റും. MCQ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നത് കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, പ്രാക്ടീസ് ചെയ്താൽ പറ്റും. നിങ്ങൾ ഇന്ന് നൈറ്റ് നാളെ ഫുൾ ഡേ ഒക്കെ ഇരുന്ന് എന്താ ചെയ്യുക? മാക്സിമം സ്പീഡാക്കാൻ നോക്കുക കാൽക്കുലേഷൻ. ഓക്കെ, ഇവിടെ നോക്ക്. എപ്പോഴും ആപ്ലിക്കേഷൻ ജേണൽ എൻട്രി സെയിം ആണ്. ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഷെയറിലും ഡിബഞ്ചറിലും ഒക്കെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി സെയിം ആണ്. എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ഒറ്റ കോളുള്ളൂ അല്ലേ? ഇപ്പോൾ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്ര എമൗണ്ട്? 35,000 ഇൻറ്റു 160. എൻറ്റയർ എമൗണ്ട് ആപ്ലിക്കേഷൻ തന്നെ റിസീവ് ചെയ്തു. സോ 56 lakhs ആണ് കിട്ടുക. ഇനി ഈ 56 lakh എന്ത് ചെയ്യണം? ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യണം? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചറിലേക്ക് എത്രയേ പോവുള്ളൂ? ടു ഡിബഞ്ചറിലേക്ക് ഫേസ് വാല്യൂ. എത്ര ഫേസ് വാല്യൂ? 20,000 ഇൻറ്റു 100. ഇപ്പോൾ എത്ര വരാം? 20 lakhs ആണ് വരാം. ടു സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് എത്ര പോവും? ടു സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് ഇൻറ്റു 60 അല്ലേ വരാം? ഇൻറ്റു 60 ചെയ്താൽ അപ്പോൾ 12 lakhs വരും. ബാക്കി നമ്മൾ റിജക്റ്റാണ് ചെയ്തത്. ടു ബാങ്ക് വഴി റിജക്റ്റ് ചെയ്തു. എത്ര റിജക്റ്റ് ചെയ്തത്? 15,000 ഷെയർസ് ഇൻറ്റു 160. 15,000 ഷെയർസ് ഇൻറ്റു 160. ഓക്കെ, 15,000 ഇൻറ്റു 160 എത്രയാണ്? 24 lakhs ആണ്. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രിപ്ഷനിലെ ഫസ്റ്റ് കേസാണ്. ഫുള്ളി റിജക്ഷൻ ആണ് അല്ലേ? എക്സസ് ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു? അല്ലെങ്കിൽ എക്സസ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു? ഫുള്ളി റിജക്റ്റഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് നോക്ക്. അതർ ദാൻ ക്യാഷ് ഞാൻ പറഞ്ഞു ഓൾറെഡി സെയിം ആണ്. ഷെയർസിലും ഡിബഞ്ചറിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഇനി നോക്ക്, അടുത്ത നോക്ക്. കൊളാട്രൽ സെക്യൂരിറ്റി ആണ്. അതർ ദാൻ ക്യാഷ് ഒക്കെ നമ്മൾ ബാക്കിലുണ്ട്. ഷെയർസിൻ്റെ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്, ഇൻക്ലൂഡിങ് ഡിബഞ്ചർ ആണ്. ഓക്കെ, സോ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തത് കൊളാട്രൽ സെക്യൂരിറ്റി ആണ്. എന്താ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സെക്യൂരിറ്റി കൊടുക്കണം
അല്ലേ? അസറ്റ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ചാർജ് ഓൺ അസറ്റ് ഉണ്ടാവും അല്ലേ? ആ അസറ്റിൻ്റെ പേരിലാണ് നമുക്ക് ലോൺ പാസ്സാവുന്നത്, റൈറ്റ്? അതിന് പുറമെ സെക്കൻഡറി സെക്യൂരിറ്റി കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് കൊളാട്രൽ സെക്യൂരിറ്റി. അത് നമ്മൾ കൊടുക്കുന്നത് ഡിബഞ്ചറാണ്. ഓക്കെ അല്ലേ? ഞാൻ ബാങ്കിൽ നിന്ന് 10 lakhs ലോൺ എടുക്കുന്നു, എൻ്റെ ഒരു അസറ്റ് എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു. അതിന് പുറമെ എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചർ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെക്യൂരിറ്റി ആയിട്ട്, അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട്, അതിന് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി സെക്യൂരിറ്റിയാണ്. അത് നമ്മൾ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുക. കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ എടാ, കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറും കൂടി കൊടുക്കുന്നു പ്രിൻസിപ്പൽ സെക്യൂരിറ്റിക്ക് പുറമെ. ഓക്കെ അല്ലേ? അത് രണ്ട് രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ജേണൽ എൻട്രി ഒന്നും എഴുതണ്ട, സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ട, ജസ്റ്റ് നോട്ട്സ് ടു അക്കൗണ്ടിൽ അത് കൊടുത്താൽ മതി. ആസ് പെർ ദിസ് മെത്തേഡ് ദ കമ്പനി മേക്സ് നോ എൻട്രി അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂയിങ് ദിസ് ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു എൻട്രി ഇല്ല. നിങ്ങൾ പകരം എന്ത് ചെയ്യാം, ഇറ്റ് ഡിസ്ക്ലോസ് ദം ബൈ വേ ഓഫ് not under the liability secure the issue of debenture and outstanding under the notes to account of balance sheet. ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. നോക്കാം നമുക്ക്. നമ്മൾ 10 ലക്ഷം റുപ്യേൻ്റെ ലോണാണ് എടുത്തത്. 10 ലക്ഷം റുപ്യേൻ്റെ ലോണ് ലോങ് ടേം ബോറോയിങ്സിലാണ് വരാം. നമുക്കറിയാം ബാങ്ക് ലോണ് ലോങ് ടേം ബോറോയിങ്സിലുണ്ടാവുക 10 lakh നമ്മളിവിടെ കാണിച്ചു. ഇനി ഇതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട് നമ്മൾ ചെയ്യുമല്ലോ. നോട്ട്സ് ടു അക്കൗണ്ടിൽ നമ്മൾ എന്താ കൊടുത്തത് നോക്ക്. ബാങ്ക് ലോൺ 10 lakhs കൊടുത്തു, ബാങ്ക് ലോൺ 10 lakhs. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു. ഈ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മെൻഷൻ ചെയ്യുക. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? അതിന് പ്രത്യേക ജേണൽ എൻട്രി വേണ്ട, ജസ്റ്റ് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. സെക്കൻഡ് മെത്തേഡ് പറയുന്നത് നിങ്ങൾക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രി എന്താ, സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചറിന് എഴുതാം. പക്ഷേ ഇവിടെ ബാങ്കിലേക്ക് എമൗണ്ട് വരുന്നുണ്ടോ? ഇല്ല, സെക്യൂരിറ്റി ആയിട്ടാണ് കൊടുത്തത്. സോ നിങ്ങൾക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് കൊടുത്തതല്ലേ, നമ്മൾ വാലിഡ് ട്രാൻസാക്ഷൻ ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചറിന് എൻട്രി ചെയ്താം. ഓക്കെ അല്ലേ? രണ്ട് മെത്തേഡ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് നോട്ട്സ് ടു അക്കൗണ്ട് മാത്രം കാണിക്കുക, രണ്ടാമത്തത് ജേണൽ എൻട്രി പാസ് ചെയ്യുക. രണ്ട് മെത്തേഡും ഓക്കെയാണ്. ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ സിമ്പിൾ ജേണൽ എൻട്രി, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റ് ടു ഡിബഞ്ചർ. ഇനി ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ വരാം? അപ്പോൾ ലോങ് ടേം ബോറോയിങ്സ് റിമെയിൻ സെയിം, അത് 10 lakh തന്നെ കാണിക്കുക ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട്. ഇതെവിടെ കാണിക്കുക, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 10 lakhs ലെസ് ഡിബഞ്ചർ സസ്പെൻസ് 10 lakh. ഇവിടെ ലെസ് ചെയ്യും, ഇവിടെ ആൻസർ 0 ആവും. ഇങ്ങനെയാണ് അത് കാണിക്കുക. ഓക്കെ അല്ലേ? നേരത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ ജേണൽ എൻട്രിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കാണിച്ചത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 10 lakh ആണ്, ലെസ് ഡിബഞ്ചർ സസ്പെൻസ്, അതൊരു വാലിഡ് ഇഷ്യൂ അല്ല, ഒരു സെക്യൂരിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. സോ രണ്ട് മെത്തേഡ് ഓക്കെ ആണോ? രണ്ട് മെത്തേഡ് ഓക്കെ ആണോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? രണ്ട് മെത്തേഡ്. ഒന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുക്കുന്നതും, രണ്ടാമത്തെ എന്താണ്, ജേണൽ എൻട്രി പാസ് ചെയ്യുക. ആ ജേണൽ എൻട്രി ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കാണിക്കുക. ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് ലെസ് ഡിബഞ്ചർ സസ്പെൻസ് പറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നമ്മളോട് ചോദിച്ചു നോക്ക്, ഒരു ലോൺ എടുത്തിട്ടുണ്ട്, 70,000 ആണ് ലോൺ എമൗണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 90,000 ആണ് ഡിബഞ്ചർ കൊളാട്രൽ ആയിട്ടാണ്. നമ്മളോട് പാസ് ചെയ്യാൻ പറഞ്ഞത് ജേണൽ എൻട്രി ആണ്. സോ ജേണൽ എൻട്രി വിൽ ബി ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. ഇതാണ് ജേണൽ എൻട്രി. എത്ര എമൗണ്ട്? 90,000. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് യെസ്. ഓക്കെ, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ല? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിബഞ്ചറിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് നമുക്കറിയാം, ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. നമ്മൾ റിഡംഷൻ്റെ ടേംസ് വെച്ചിട്ട് ഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി ചെയ്തതാണ്. ഇതാണ് ഫൈനൽ ടോപ്പിക്. ഇതോടുകൂടി ഡിബഞ്ചർ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കാം, ഉറപ്പായിട്ടും വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ടേംസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിന് CBSE ചോദിക്കാറുണ്ട്. 6 കേസാണുള്ളത്, സിമ്പിളായിട്ടുള്ള 6 കേസാണ്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. കേസ് 1 എന്താ, ഇഷ്യൂഡ് അറ്റ് പാർ. നമ്മളൊരു ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്, 100 ആണ്. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്, 100 ആണ്. റിഡീം ചെയ്യുന്ന എത്രയാണ്, 100 ആണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതും 100 ആണ്, ഇഷ്യൂ ചെയ്യുന്നതും 100 ആണ്, റിഡീം ചെയ്യുന്നതും എത്രയാണ്, 100 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം, ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം ഒന്ന് പറഞ്ഞേ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ്, ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുള്ളത് കൂട്ടിക്കോ, ബാങ്കിലേക്ക് വരാം 100 ആണ്. ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. എടാ, ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി ആയിട്ട് നമ്മളെ ബാങ്കിലേക്ക് വരുന്നത് എത്ര, 100 ആണ്. ഇത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മച്ചാനെ? ഇത് CBSE ആണോ? യെസ് ആന്താ, യെസ് CBSE ആണ്. ഓക്കെ, ഇനി ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യണം,
ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, ടു ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് ജേണൽ എൻട്രി. ഓക്കെ അല്ലേ? എടാ 6 കേസിലെയും ആദ്യത്തെ ജേണൽ എൻട്രി തന്നെ ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. 6 കേസിലെയും ജേണൽ എൻട്രി എന്താണ്? ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇനി അത് എന്ത് ചെയ്യണം? ടു ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ഫേസ് വാല്യൂലാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ വേറെ പ്രീമിയോ ഡിസ്കൗണ്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല, ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ അല്ലേ? അത് ഉറപ്പാണ്, ഈ മാർക്ക് കൊണ്ട് കളയരുത്. ഈസിയാണ്. ബാങ്കിലേക്ക് 100 വരുന്നു, ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് ആ എമൗണ്ട് നമ്മൾ ടു ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി അടുത്ത നോക്ക്, ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. സോ നമ്മളെ ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? ഒന്ന് പറഞ്ഞിടാ. നമ്മളെ ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? 90 ആണ് വരുന്നത്. എന്തായിട്ടാണ് വരുന്നത്? ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി. ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി 90 ആണ്. ഇനി നമ്മൾ ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫേസ് വാല്യൂ ഡിബഞ്ചറിൽ വേണം. ഫേസ് വാല്യൂ കൂടാനോ കുറയാനോ പാടില്ല. സോ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് 90. ഒരു കാര്യം ഇവിടെ വരും, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തതുള്ളത് കൊണ്ട് തന്നെ എന്ത് പറഞ്ഞിട്ട് ചെയ്താൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 10 ടു ഡിബഞ്ചർ 100. എടാ ഡിബഞ്ചറിൽ 6 കേസിലും 100 ആയിരിക്കും ഉണ്ടാവാം. 6 കേസിലും ഡിബഞ്ചറിൽ 100 ആയിരിക്കും ഉണ്ടാവാം. അതിൽ ഡൗട്ട് വേണ്ട. ഡിബഞ്ചറിന് നേരെ എപ്പോഴും 100 എഴുതാൻ പറ്റൂ. ഓക്കെ അല്ലേ? മൂന്നാമത്തെ നോക്ക്, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. സോ നമ്മളെ ബാങ്കിലേക്ക് എത്ര വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് 110 ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എത്രയാണ്? ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എത്രയാണ്? 110. ഓക്കെ അല്ലേ? ഇനി ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിബഞ്ചറിൽ എപ്പോഴും 100 ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എക്സസ് ആയി വന്നത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 കേസിലും ഡിബഞ്ചറിൻ്റെ നേരെ ഞാൻ 100 എഴുതിയത്. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പാർ നമ്മൾ പഠിച്ചു, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം പഠിച്ചു, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് പഠിച്ചു. 3 കേസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത്. പാർ, പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഇത് ഓക്കെ ആണോ? ഇതൊക്കെ റിഡീമബിൾ അറ്റ് പാർ തന്നെയായിരുന്നു അല്ലേ? ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പാർ. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റിഡീമബിൾ അറ്റ് പാർ. ഇത് ഓക്കെ ആണോ? ഈ 3 കേസിലും റിഡംഷൻ്റെ ടേംസ് പാറാണ്. ഓക്കെ ആണോ? ഇനി 3 കേസ് ഏതാണ്? ഇഷ്യൂഡ് അറ്റ് പാർ, റിഡീമബിൾ അറ്റ് പ്രീമിയം. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? ഒന്ന് പറഞ്ഞ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് 100 ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എത്രയാണ്? 100 ആണ്. ഓക്കെ എടാ, ഫസ്റ്റ് ജേണൽ എൻട്രി മാറുന്നില്ലേ? 6 കേസിൻ്റെയും ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ്? റിമെയിൻ സെയിം. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ടു ഡിബഞ്ചർ എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ? ഇവിടെ റിഡീം ചെയ്യുമ്പോൾ ലോസ് ഉണ്ട് അല്ലേ? എടാ റിഡീമബിൾ അറ്റ് പ്രീമിയം അല്ലേ? ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് 10 ടു പ്രീമിയം ഓൺ റിഡംഷൻ. ഇതാണ് ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ലോസ് ഉണ്ടെങ്കിൽ, എടാ റിഡംഷൻ്റെ സമയത്ത് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് എന്ത് ചെയ്യണം? ടു പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് മാറ്റി വെക്കണം. അത് ഇഷ്യൂവിൻ്റെ ടൈമിൽ തന്നെ ജേണൽ എൻട്രി എഴുതണം. അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂയിങ് ഡിബഞ്ചർ. എടാ ഇഷ്യൂ ചെയ്യുമ്പോഴേ റിഡംഷനിൽ ലോസ് ഉള്ളത് നമുക്കറിയാം. സോ ആ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ? അടുത്തും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് റെഡിയാവും. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? ഒന്ന് പറഞ്ഞടാ. ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ബാങ്കിലേക്ക് എത്രയ്ക്കും വരാം? ബാങ്ക് അക്കൗണ്ട് അറ്റ് 90 ടു എന്തായിട്ടാണ് വരുന്നത്? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 90. ഓക്കെ അല്ലേ? ഇനി ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ജേണൽ എൻട്രി അറിയാം. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റിൽ എത്ര ഉള്ളത്? 90 ആണ് അല്ലേ? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റിൽ 90 ആണ്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എത്രയാണ്? 10 ആണ്. ടു ഡിബഞ്ചറിലേക്ക് എത്ര പോവാ? ടു ഡിബഞ്ചറിൽ 100 ആണ് എഴുതാം. ഇത് നേരത്തെയും നമ്മൾ അങ്ങനെ തന്നെ എഴുതിയത്. ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി റിഡീം ചെയ്യുന്നത് ലോസിലാണ്. 10 ലോസ് ഉണ്ട്. സോ നമ്മൾ ആ ജേണൽ എൻട്രി ഇവിടെ എഴുതി കൊടുക്കുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഉണ്ട് അല്ലേ? എടാ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതിൻ്റെ പേരിൽ എന്തുണ്ട്? 10 എക്സ്ട്രാ ലോസ് വന്ന് റിഡംഷൻ്റെ ലോസ് ആണ്. ടു ഏത് അക്കൗണ്ടിലേക്ക് ചെയ്താൽ? ടു പ്രീമിയം ഓൺ റിഡംഷൻ 10 എഴുതാം. ഓക്കെ ആണോ? അപ്പോൾ ഇതേ ജേണൽ എൻട്രി തന്നെയാണ് തൊട്ട് ബാക്കിൽ എഴുതിയത്. റിഡംഷനിൽ ലോസ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയിൽ എഴുതണം. ഓക്കെ അല്ലേ? ആ ലോസ് ഒരേപോലെ എഴുതാം 3 കേസിലും. ഓക്കെ, അടുത്ത നോക്ക്. പ്രീമിയത്തിൻ്റെ എൻട്രി എന്തായിരിക്കും? ബാങ്കിലേക്ക് എത്ര വരും? 110 വരും അല്ലേ? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്സ്. ഇത് ഓക്കെ ആണോ?
110 വരും അല്ലേ, 110. ഇനി ഇതെന്ത് ചെയ്യണം, ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 110 ടു ഡിബഞ്ചറിലേക്ക് എത്രടാ പോവാ 100 ടു സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് എത്ര പോവാ 10 ടു സെക്യൂരിറ്റി പ്രീമിയം 10. ഇനി ഇവിടെ റിഡീം ചെയ്യുന്നത് ലോസിലല്ലേ, ലോസ് എത്ര ഉണ്ട് 10 ഉണ്ട്. സോ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്തു, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 10 ടു പ്രീമിയം ഓൺ റിഡംഷൻ, ടു പ്രീമിയം ഓൺ റിഡംഷൻ. എടാ റിഡംഷൻ്റെ ലോസ് നമ്മൾ ഒരേപോലെയാണ് 3 എഴുതിയത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റിഡംഷനിൽ ലോസ് ഉണ്ടെങ്കിൽ ഒരേപോലെ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ടു പ്രീമിയം ഓൺ റിഡംഷൻ എഴുതണം. ഓക്കെ ആണോ, യെസ് ഓർ നോ? ഓക്കെ ബോസ്, ആരോടാണ് ഓക്കെ ബോസ്? പരസ്പരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ നൈസ്. ഓക്കെ, 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഷെയർസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഡിബഞ്ചേഴ്സും കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് എടുക്കാൻ നമ്മളെ ബബീർ സാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. സാർ ക്യാഷ് ഫ്ലോ ആയിട്ട് ഞാൻ വരും കേട്ടോ, അവർ ക്യാഷ് ഫ്ലോ ചോദിക്കുന്നുണ്ട്. അല്ല ഓക്കെ, നല്ല ഇന്ററാക്ഷൻ ഉണ്ട്, നന്നായിട്ട് അവര് ഓക്കെ ക്യാഷ് ഫ്ലോ ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ഫ്ലോ അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? യെസ് സാർ, ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് കുട്ടികൾ, അടിപൊളിയല്ലേ? സൂപ്പറാണ്. ഓക്കെ മക്കളെ, ഓക്കെ ഇതാ വരുന്നു. ഓക്കെ റൈറ്റ്. ജേണലൊന്നും മറന്നു പോകരുത് കേട്ടോ, പ്രാക്ടീസ് ചെയ്ത് എങ്ങനെയാണ് മറന്നു പോവുക, ഒന്നും മറന്നു പോകരുത്. ജേണൽ ഇപ്പം പഠിച്ചാലേ നാളേക്ക് മറന്നു പോകരുത്. നാളെ രാവിലെ മുതൽ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങണം എല്ലാവരും കേട്ടോ. നാളെ അടിപൊളിയാക്കണം. നാളത്തെ ഒരു ദിവസം നമുക്ക് ഏറ്റവും നല്ല ഡേ ആയിരിക്കണം. നാളെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായി. ഇത്രയും നേരം CBSE പവർ. ഓക്കെ, സോ ഇത്രയും നേരം നമ്മളിതാ ഇതിനു വേണ്ടി നല്ലപോലെ നല്ല സിൻസിയറായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്, അറിയാം. നല്ലപോലെ നമ്മൾ എല്ലാ പോർഷൻസും ടച്ച് ചെയ്തുകൊണ്ട് അടിപൊളി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അടിപൊളിയായി നിൽക്കുക. സോ നമുക്ക് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ്സ് ആണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ്സിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ് എന്തായാലും. ആ ക്വസ്റ്റ്യൻസ് ഇതാ നിങ്ങൾക്ക് ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചായിരിക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ തന്നെ അവിടെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. തീർച്ചയായും ഫോർമാറ്റ് പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൃത്യമായും അത് ഇങ്ങനെയാണ്. ഓരോന്നിൻ്റെ പ്രധാനമായിട്ട് ഹെഡിങ്സ് വരാറ് നമുക്കറിയാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഷെയർ ക്യാപിറ്റൽ, റിസർവ് സർപ്ലസ്, ഈ ഹെഡിങ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. നാളെ ലൈവ് ഉണ്ടാവും അക്കൗണ്ടൻസി. നമുക്ക് ഇന്ന് തീർത്തോടെ ഫെമിനെ. ഇനി ഏറ്റവും പ്രധാന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്ന സമയത്ത് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ടൂൾസിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ തന്നെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ ടൂൾസ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കോമൺ സൈസ്, ട്രെൻഡ് അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഓരോന്നും നമുക്ക് എക്സാമിന് വേണ്ടതാണ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിലാണെങ്കിൽ നമുക്കറിയാം കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ അനാലിസിസ് കമ്പാരിറ്റീവ് നടത്തുകയാണെങ്കിൽ നമുക്കറിയാം കമ്പാരിസൺ നടത്തുന്നത്. ആ കമ്പാരിസൺ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ കമ്പാരിസൺ നടത്തണം. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരിസൺ നടത്തുക എന്ന് പറയുമ്പോൾ അതിന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും കമ്പാരിസൺ നടത്തണം. അതുകൊണ്ട് 2 കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഓക്കെ ആസിഫ്, എന്താ പറ്റിയത്? കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇനി കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അക്കൗണ്ടൻസിയുടെ കൂടുതൽ തിയറംസ് ഒന്നും അപ്ലൈ ചെയ്യാതെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് റേഷ്യോ അനാലിസിസ് എടുക്കും. ഇത് കഴിഞ്ഞ റേഷ്യോസാണ്. റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് സാർ ഇതാ ഇപ്പം കാണിച്ചു തരും. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 2 ഇയേഴ്സിലെ ഫിഗേഴ്സ് തന്നു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ഫിഗേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ ഫിഗേഴ്സ് നമ്മൾ കമ്പാരിസണും പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസും മാറ്റി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണെങ്കിൽ ഒരു ഇയറിൽ 1 lakh rupees ആണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 2 lakh rupees ആണല്ലോ. ആ 2 lakh rupees ചേഞ്ച് എത്രയാ? 1 lakh rupees ഇൻക്രീസ് ആയി. എത്ര % ഇൻക്രീസ് ആയി? 100% ഇൻക്രീസ് ആയി. ഈ ചേഞ്ചസ് മാത്രം കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് എക്സാമിൻ്റെ സ്ഥിരം പോക്കറ്റാണ്. ഇനി എങ്ങനെയാണ് എബ്സല്യൂട്ട് ചേഞ്ചസിൽ നിന്ന് പേഴ്സണലേക്ക് കൺവേർട്ട് ചെയ്യുക? പേഴ്സണലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താണോ എബ്സല്യൂട്ട് ചേഞ്ച്, ഫോർ എക്സാമ്പിൾ A, B, C എന്ന് പറയുന്ന കോളം B മൈനസ് A ആണല്ലോ. അങ്ങനെയാണെങ്കിൽ C ഡിവൈഡ് ബൈ A ഇൻറ്റു 100. ഇതാണ് കമ്പാരിസൺ നടത്താനുള്ള ഫോർമുല. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഡാഷ് പെർസെൻറ്റേജ് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് കിട്ടുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് കോളമില്ലേ, അത് ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ബേസ് ഇയർ ഇൻറ്റു 100 ആണ്. അല്ലെങ്കിൽ C കോളം ഡിവൈഡ് ബൈ A കോളം ഇൻറ്റു 100 ആണ്. തീർച്ചയായും എത്രയാണോ ചേഞ്ച്
പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എത്രയാണോ ആ ചേഞ്ചസ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എത്രയാണോ ആ ചേഞ്ചസ് വെച്ചുകൊണ്ട് നാളെ ക്ലാസ് വെക്കൂലേ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ചസ് ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇയർ ഇൻറ്റു 100 ആണ്. ഇനി ക്വസ്റ്റ്യൻസ് വരിക എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് 2019-18 ആണെങ്കിൽ ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാവും. ആദ്യം 19 പിന്നീട് 18, അതായത് കറണ്ട് ഇയർ ആദ്യം പ്രീവിയസ് ഇയർ പിന്നെ. പക്ഷേ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 18-ഉം 19-ഉം എന്താണ് എബ്സല്യൂട്ട് ചേഞ്ചസ്, എന്താണ് പേഴ്സണൽ ചേഞ്ചസ്, ഇത് മാത്രം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ റെക്കോർഡ് ചെയ്യുന്നു. 2018 എമൗണ്ട് 10 lakh ആണെങ്കിൽ ആ 10 lakh റെക്കോർഡ് ചെയ്യുന്നു. ഇനി 2019 എമൗണ്ട് 15 lakh ആണെങ്കിൽ 15 lakh റെക്കോർഡ് ചെയ്യുന്നു. എന്താ ചേഞ്ചസ്? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അബ്സല്യൂട്ട് ഡിവൈഡ് ബൈ പ്രീവിയസ് അല്ല, ബേസ് ഇയർ ഇൻറ്റു 100. ബേസ് ആണ്, ബേസ് ഇയർ ഇൻറ്റു 100. ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ ആണോടാ? സാർ സ്ക്രീനിൽ കാണുന്നില്ല. ഓക്കെ വെയിറ്റ് ഒരു സെക്കൻഡ്, എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് സാർ. ഇപ്പം ശരിയാക്കാം. വെയിറ്റ്. ഇപ്പം കാണാം. ഇപ്പൊ ഓക്കെ അല്ലടാ? ഇപ്പോൾ ഓക്കെ അല്ലേ? കാണാലോ? പ്രശ്നമില്ലല്ലോ? ഓക്കെ മിററിങ് ആയിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഒന്ന് സാറ് കാണിച്ചു. സാർ റേഷ്യോ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ചേഞ്ചസ് എത്രയാ? 10 15 വരുമ്പോൾ 5 lakh അല്ലേ ചേഞ്ചസ് വരുന്നത്? 5 lakh ആണ് ചേഞ്ചസ്. ദെൻ എന്താണ് പെർസെൻറ്റേജ് ചേഞ്ചസ്? നമുക്കിതാ ഇവിടെ എഴുതാം. 5 lakh ഇത് ഇൻക്രീസ് ഓർ ഡിക്രീസ്? 5 lakh ഡിവൈഡ് ബൈ ഫസ്റ്റ് എത്രയാ? 10 അല്ലേ? 10 lakh ഇൻറ്റു 100. 10 ലക്ഷത്തിൻ്റെ നേരെ പകുതിയിലെ കൂടിയത് എത്ര ഇൻക്രീസ് ആയത്? വെരി സിമ്പിൾ, 50% ഇൻക്രീസ് ആയി. ഇത്രയേ ഉള്ളൂ. ഇപ്പം സെറ്റാണ്. ഇങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് വരെ എത്തണം. ഡയറക്റ്റ് എമൗണ്ടുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എക്സ്പെൻസ് അതർ ഇൻകം ആഡ് ചെയ്യുന്നു, അതുപോലെ എക്സ്പെൻസ് ലെസ് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നു. ആ കാൽക്കുലേഷൻ കറക്റ്റ് നടത്തി ഇൻക്രീസോ ഡിക്രീസ് കണ്ട് നേരെ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസോ ഡിക്രീസിലേക്ക് പോകുന്ന സമയത്ത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കഴിയും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. നോക്കിയേ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് അതർ എക്സ്പെൻസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ്. സാർ MCQ ആ പാട് ജിൽസി MCQ പേടിക്കേണ്ട ആവശ്യമില്ല. MCQ നമുക്ക് ചാപ്റ്റർ വൈസ് MCQ നമുക്ക് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. പ്രീവിയസ് മാത്രം എടുത്ത് പഠിച്ച്, കാരണം സാധാരണ സ്റ്റേറ്റ് സിലബസ് പോലെയല്ല, CBSE സിലബസിനകത്ത് MCQ കാൽക്കുലേഷൻ ഒക്കെ വരാൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ വരാറുണ്ട്. MCQ ആയിട്ട് കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല. 2 റൗണ്ട് 3 റൗണ്ടൊക്കെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ടി വരും. കാരണം അതിൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഒന്നുകൂടി നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഹിൻ്റ് ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ട. MCQയിൽ ധൈര്യമായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി ചില സമയങ്ങളിൽ ടാക്സ് റേറ്റ് തരും. ടാക്സ് റേറ്റ് എല്ലായ്പ്പോഴും നെറ്റ് പ്രോഫിറ്റിൻ്റെ മേലെ കാണേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഇല്ലടാ. ഇനി കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പലപ്പോഴും എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. ഒന്നും നമുക്ക് ചോദിക്കില്ല, പറയാൻ പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പമാണ്. കാരണം എന്താണോ ബാലൻസ് ഷീറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് തരും. ഇവിടെ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇവിടെ തന്നിരിക്കുന്ന അബ്സല്യൂട്ട് ഫിഗേഴ്സിനെ നേരിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് ആക്കിയിട്ട് എന്താക്കാം? പെർസെൻറ്റേജ് മാറ്റാം. കാരണം ചോദ്യത്തിനകത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഷെയർ ക്യാപിറ്റൽ ഫസ്റ്റ് ഇയറിൽ 1 lakh, സെക്കൻഡ് ഇയറിൽ 2 lakh. ഇതിങ്ങനെ ഡാറ്റ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചേഞ്ചസ് എത്രയാ? 1 lakh ആണ്. അബ്സല്യൂട്ട് ചേഞ്ചസ് എത്രയാ? 100% ആണ്. തന്നിട്ടുള്ള അബ്സല്യൂട്ട് ഫിഗറിനെ നേരെ അതിൻ്റെ പേഴ്സണലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ കാൽക്കുലേഷൻ നടത്തണം. നെറ്റ് പ്രോഫിറ്റ് വരെ എത്തണം. പർട്ടിക്കുലർ കോളത്തിൽ ജോലിയുണ്ട്, പക്ഷേ ബാലൻസ് ഷീറ്റ് പോകുന്ന സമയത്ത് ആ ജോലിയില്ല. എത്രയാണോ അബ്സല്യൂട്ട് ഫിഗർ ഉള്ളത് അതിന് നേരെ ഇൻക്രീസോ ഡിക്രീസ് ഇട്ടുകൊണ്ട് പേഴ്സണലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ജോലിയാണുള്ളത്. ഇനി ആ ചോദ്യത്തിലേക്ക് നിനക്ക് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. ഏതൊരു അബ്സല്യൂട്ട് ഫിഗറിനെയും നമ്മൾ അതിനെ രണ്ടിനെയും പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ അബ്സല്യൂട്ട് മീൻസ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അതായത് എത്രയാണോ അതർ ഇൻകം
ഫോർ എക്സാമ്പിൾ 10,000 ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ 20,000 ആണെങ്കിൽ ചേഞ്ചസിന് പകരം 10,000 പെർസെൻറ്റേജ് 20,000 പെർസെൻറ്റേജ് ഏത് അബ്സല്യൂട്ട് ഫിഗറിനെയും അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു എമൗണ്ടിനെ നമ്മൾ അബ്സല്യൂട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോമൺ ഫാക്ടർ വേണം. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇട്ടുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത്. ഏത് എമൗണ്ട് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ടോട്ടൽ. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ടോട്ടൽ. ഇനി നിങ്ങൾ പറഞ്ഞ റേഷ്യോസ് ആണ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് സാറ് വെക്കുന്നുണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് എല്ലാം നോക്കിക്കൊണ്ട് അടിപൊളിയായിട്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ അല്ലേ? അത് കുറച്ച് ലേറ്റ് ആയി എന്നൊക്കെ അറിയാം, എന്നാലും നിങ്ങൾ ചെയ്യട്ടോ. റേഷ്യോ അനാലിസിസിലെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ടൈപ്സ് ഓഫ് റേഷ്യോസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. liquidity ratio, solvency ratio, activity ratio and profitability ratio. These are the 4 ratios we want to study in this chapter. Liquidity എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റികൾ മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഒരു ഫേം ഒരു ബാങ്കിൽ ഷോർട്ട് ടേം ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കർ ഫേമിനോട് ചോദിക്കും, നിങ്ങളുടെ ലിക്വിഡിറ്റി റേഷ്യോ കാണിക്കൂ, നിങ്ങൾക്ക് ഒരു എബിലിറ്റി ഉണ്ടോ, തിരിച്ചടയ്ക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. ആ എബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ, എസ്പെഷ്യലി ഫോർ ഷോർട്ട് ടേം സോൾവൻസി. സോൾവൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ ചെറിയ ലയബിലിറ്റി മാത്രം നോക്കിയാൽ പോരാ, ആ ഫേമിൻ്റെ വലിയ ലയബിലിറ്റി കൂടി മീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കണം. അതാണ് സോൾവൻസി റേഷ്യോസ്. ആക്ടിവിറ്റി റേഷ്യോസ് കണക്റ്റഡ് വിത്ത് ടേൺ ഓവർ ആണ്. ട്രേഡ് റിസീവബിൾ, ട്രേഡ് പേയബിൾ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ഇതൊക്കെയാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ. കാരണം ഫേമിന് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ റേഷ്യോസിൻ്റെ 4 ടൈപ്പാണ് പഠിച്ചു വെക്കുക. ആ 4 ഹെഡിങ്ങിലുള്ള റേഷ്യോസിനെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. സാറ് ഫോർമുല എഴുതി പഠിപ്പിക്കാനുള്ള സമയം, അല്ലെങ്കിൽ അത് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് തന്നെയാണ്. അത് ഫോർമുല ഒരിക്കലും നമുക്ക് ബൈഹാർട്ടും പഠിക്കാൻ പറ്റില്ല. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ ലയബിലിറ്റി ആൻഡ് ക്വിക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട്. എന്താ ക്വിക്ക് അസറ്റ്? എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്ന അസറ്റാണ് ക്വിക്ക് അസറ്റ്. പക്ഷേ സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കില്ല. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ക്വിക്ക് അസറ്റ്. ഒന്നുമില്ല, കറണ്ട് റേഷ്യോ പറഞ്ഞാൽ ഫേമിൻ്റെ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റ് കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, കറണ്ട് ലയബിലിറ്റി ക്വിക്ക് അസറ്റ് കൊടുത്തുകൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടോ, ഇതിനാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കറണ്ട് റേഷ്യോൻ്റെ ഐഡിൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. എക്സാമിന് ചോദിച്ചാണ് ഐഡിൽ റേഷ്യോ കറണ്ട് റേഷ്യോയുടെ 2:1 ആണ്. പക്ഷേ ക്വിക്ക് റേഷ്യോയുടെ ഐഡിൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. എക്സാമിൻ്റെ ചോദ്യമാണ് 1:1 ആണ്, ഒന്ന് 2:1 ആണ്. ഓർമ്മിച്ച് വെക്കണം. ഇനി ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. വെരി സിമ്പിൾ. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 35,000 ആണ്. 35,000 ടോട്ടൽ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി 17,500. ഓക്കെ, കറണ്ട് റേഷ്യോസ് എല്ലാം കാണാൻ വളരെ സിമ്പിളാണ്. കറണ്ട് റേഷ്യോ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. 1 മാർക്കിനൊക്കെ എക്സാമിന് കറണ്ട് റേഷ്യോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 35,000 ഡിവൈഡ് ബൈ 17,500 ദാറ്റ് ഈസ് 2 ആണ്. സോ റേഷ്യോ വിൽ ബി 2:1. വെരി സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഇനി ക്വിക്ക് റേഷ്യോ കറണ്ട് അസറ്റിൽ നിന്ന് 35,000 നിന്ന് നമ്മൾ ഇൻവെൻ്ററി മൈനസ് ചെയ്യുന്നു. അപ്പോൾ 25,000 ആയിരിക്കും ക്വിക്ക് അസറ്റ്. ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി 10,000 ആണ്. അപ്പോൾ 25,000 ഡിവൈഡ് ബൈ 17,500 ഡിവൈഡ് ബൈ 17 1.4 ആണ്. 1.4:1. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. ഈ നോട്ട്സ് നിങ്ങളെ കയ്യിലേക്ക് എത്തും. വെരി സിമ്പിൾ. ഇൻവെൻ്ററി തന്നു, ട്രേഡ് റിസീവബിൾ തന്നു, അഡ്വാൻസ് ടാക്സ് തന്നു, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ഇതെല്ലാം കറണ്ട് അസറ്റ് ആണ്, ഇതെല്ലാം കറണ്ട് ലയബിലിറ്റി ആണ്. നേരെ ഡിവൈഡ് ചെയ്യുന്നു, റേഷ്യോ കാണുന്നു. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. കറണ്ട് ലയബിലിറ്റി തന്നു, കറണ്ട് അസറ്റ് തന്നു, ഇൻവെൻ്ററിയും അഡ്വാൻസ് ടാക്സും പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നു. അപ്പോൾ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടും. വേഗം നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോയിലേക്ക് പോവാം. ഇനി മറ്റൊരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കുക. ഈ ക്വിക്ക് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ലിക്വിഡ് റേഷ്യോ ആൻഡ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ക്വിക്ക് റേഷ്യോ ആണെന്ന് കൂടി മക്കൾ മനസ്സിലാക്കി വെക്കണേ. ഇനി നമുക്ക് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ വലിയ ലയബിലിറ്റികൾ മീറ്റ് ചെയ്യാനുള്ള കഴിവ് ഫേമിനുണ്ടോ എന്ന് നോക്കുന്നതാണ് സോൾവൻസി റേഷ്യോ. അതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. വെരി സിമ്പിൾ ഫോർമുല. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ മക്കൾ ഓർമ്മിച്ച് വെക്കണം, അത് ലോങ് ടേം ഡെപ്റ്റ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക.
ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ, ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സഡ് അസറ്റ്, എല്ലാ അസറ്റുമാണ്. അസറ്റ്സിന്റെ ടോട്ടലാണ് ബാലൻസ് ഷീറ്റ് തരികയാണെങ്കിൽ. പ്രൊപ്പറൈറ്ററി റേഷ്യോ പ്രൊപ്പറൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എക്സാമിന് കൂടുതൽ തവണ ചോദിച്ചാണ്. ജിൽസി ആൻഡ് റിഹാനിയ ഓക്കെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വിടും. ജസ്റ്റ് ശ്രദ്ധിക്കൂ കേട്ടോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചു. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്സ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇനി ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ ടൈംസിലാണ് പറയല്ലേ, ടൈംസിലാണ് ടേൺ ഓവർ റേഷ്യോ പറയുക. ആദ്യം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി, നമ്മളെ സ്റ്റോക്ക് വിൽക്കുന്നതാണ് ടേൺ ഓവർ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻവെന്ററി എന്ന സ്റ്റോക്കാണ് ടേൺ ഓവർ. അപ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ഏവറേജ് ഇൻവെന്ററി. ഏവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2. ദെൻ ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റർ ആണോ? ട്രേഡ് റിസീവബിൾ ഡെപ്റ്റേഴ്സ് അല്ലേ. ഒരു ഡെപ്റ്റർ എപ്പോൾ ഉണ്ടാവുക? ഒരു ഫേമിനകത്ത് സെയിൽസ് നടക്കുമ്പോഴല്ലേ. അതൊരു ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ഡെപ്റ്റർ ഉണ്ടാവില്ലേ. അപ്പോൾ അതും ഒരു ഡെപ്റ്ററുടെ കണക്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമിൻ്റെ ടേൺ ഓവറിൻ്റെ കണക്കും കൂടി നമുക്ക് കിട്ടും എന്നർത്ഥം. അപ്പോൾ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടോ, ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ഏവറേജ് ട്രേഡ് റിസീവബിൾ. ഓർമ്മിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ്. ഫോർമുല ഒരിക്കലും മറന്നുപോകില്ല, പ്രാക്ടിക്കലി ഓർമ്മിച്ച് വെക്കുക. ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റർ ആണ്. ആ ഡെപ്റ്റർ എപ്പോൾ ഉണ്ടാക്കണം? ഒരു ക്രെഡിറ്റ് സെയിൽസ് നടക്കണം. സെയിൽസിന് നമ്മൾ എന്താ പറയുക? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നാ പറയുക. പഠിച്ചു. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ആണ്, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. കണ്ടോ, ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ഏവറേജ് ട്രേഡ് പേയബിൾ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഫോർമുല ഇങ്ങനെ തന്നെ ഇപ്പം ഈ രാത്രി തന്നെ ഒന്ന് പഠിച്ചേ. ഈ രാത്രി തന്നെ നിങ്ങൾ മനസ്സിലങ്ങ് ഓർമ്മിക്കുക. ഇങ്ങനെ ഉറങ്ങുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മിക്കുക. സാറേ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പറഞ്ഞാൽ നമുക്കറിയാം കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ഏവറേജ് ഇൻവെന്ററി. ട്രേഡ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് നടക്കണം, ട്രേഡ് പേയബിൾ ക്രെഡിറ്റ് പർച്ചേസ് നടക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ ഓക്കെ അല്ലേ. ഇങ്ങനെ പഠിച്ചു വെക്കില്ലേ മക്കൾ. ഇനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പീരീഡെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാണ്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. ഇനി നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഉണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ, രണ്ടും എക്സാമിനേഷന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റേഷ്യോസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് പ്രൊപ്പറൈറ്ററി. ഈ ചോദ്യം നോക്കിയേ, കാൽക്കുലേറ്റ് പ്രൊപ്പറൈറ്ററി റേഷ്യോ. ഏറ്റവും ഒരു സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് സാർ എടുത്തത്. അപ്പോൾ കാൽക്കുലേറ്റ് പ്രൊപ്പറൈറ്ററി റേഷ്യോ ഇഫ് ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ ഈസ് 2:1, ഡെപ്റ്റ് ഈസ് ₹5 lakh, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 0.5 times ഓഫ് ഡെപ്റ്റ്, preference share capital is 25% of equity share capital, net profit before tax is 10% and tax rate is 40%. ശ്രദ്ധിക്കണേ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണേണ്ടത് എന്താ അറിയോ? ഫോർമുലയ്ക്കെല്ലാം ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ കാണേണ്ടത് ഇങ്ങനെയാണ്, അതായത് പ്രൊപ്രൈറ്ററി റേഷ്യോ is equal to പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് കാണേണ്ടത്. സോ പ്രൊപ്രൈറ്ററി റേഷ്യോ is equal to പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മളിപ്പം ഫോർമുല പഠിച്ചേ ഉള്ളേ, പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ, ഇനി എന്താണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്? പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് അല്ലേ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? ഇവിടെ കൊടുത്തൂലേ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് 0.5 times ഓഫ് ദ ഡെപ്റ്റ്. അതായത് ഡെപ്റ്റ് എത്രയാണ് നമുക്കുള്ളത്? ഡെപ്റ്റ് 5 ലക്ഷമാണ് ഡെപ്റ്റ്. വളരെ ശ്രദ്ധിക്കണേ, ഡെപ്റ്റ് എത്രയാണ്? 5 lakh ഡെപ്റ്റ് ഉള്ളത്. ആ ഡെപ്റ്റിൻ്റെ 5 ലക്ഷത്തിൻ്റെ 5 lakhൻ്റെ 0.5% പ്ലസ്
ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നോക്കിയോ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞു, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് 25% ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 25% അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 25%. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അറിയില്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കാൻ പോകുന്നേ 5 ലാഖിൻ്റെ 0.5% ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ 25% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്ലസ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യണമല്ലോ. പ്രോഫിറ്റ് നമുക്കൊരു ടാക്സ് ആണ്, ടാക്സ് ആഫ്റ്റർ ടാക്സ് ഉള്ളത്, നമുക്കത് ബിഫോർ ആക്കണം. പ്ലസ് 10 lakh ആണ് ബിഫോർ ടാക്സ്, അത് നമുക്ക് ആഫ്റ്റർ ടാക്സ് ആക്കണം. മൈനസ് 40% ഇസ് ഈക്വൽ ടു 2,50,000 പ്ലസ് 62,500 പ്ലസ് 6 lakh 9,12,500 ആണ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഇനി ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം, ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 10 lakh. സോ ടോട്ടൽ അസറ്റ് ഓഫ് ദ ഫേം ഈസ് ഈക്വൽ ടു 10 lakh 9,12,500 ഡിവൈഡ് ബൈ 10 lakh ഈസ് ഈക്വൽ ടു 0.91:1. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ നേരെ പ്രോബ്ലംസ് എല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഇനി നോക്കിയോ, ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലേ. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലേ. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഒന്ന് ഫോർമുല പറഞ്ഞ എല്ലാവരും. ട്രേഡ് റിസീവബിൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇസ് ഹിയർ. എല്ലോ അല്ലേ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്. സോ ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, ദെൻ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആ ഫോർമുല നമ്മളിപ്പം പഠിച്ചതേ ഉള്ളൂ. ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല ഇപ്പം പഠിച്ചേ ഉള്ളൂ. കണ്ടോ, നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡ് ബൈ ഏവറേജ് ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ഏവറേജ് ട്രേഡ് പേയബിൾ. ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എമൗണ്ട് ആയിട്ടാണ് എല്ലാം തന്നിരിക്കുന്നത്. ഡയറക്റ്റ് എമൗണ്ട് ആയതുകൊണ്ട് നേരെ നമുക്ക് ഏവറേജ് എടുക്കാൻ വേഗം കഴിയില്ല. ബിൽസ് റിസീവബിൾ ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, ഒക്കെ ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ബിൽസ് റിസീവബിളും ഡെപ്റ്റേഴ്സും നമുക്ക് എവിടെ വരും? ട്രേഡ് റിസീവബിൾ വരും. ട്രേഡ് പേയബിൾ, ബിൽസ് പേയബിൾ വരും, ക്രെഡിറ്റേഴ്സ് വരും. ഈ കാര്യം കൂടെ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം വേഗം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ എക്സാമിനേഷന് സാറ് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ തന്നെയാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എക്സാമിന് ചോദിച്ചിരിക്കും. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അല്ലേ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് 6 lakh, 10% ഡിബഞ്ചേഴ്സ്. 10% ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഈസ് ഈക്വൽ ടു 40%. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് കിട്ടണം. ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് 6 lakh ആഫ്റ്റർ ആണ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് നമുക്ക് 8 lakhൻ്റെ 10% ആണ്, 80,000 ആണ്. 80,000 ഇൻട്രസ്റ്റ് ആണ്. പ്ലസ് 4 lakh ആണ് ബിഫോർ ടാക്സ്. എങ്ങനെയാണ് കിട്ടുക? 6 lakh ഇൻറ്റു 40 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 4 lakh ആയിരിക്കും. അതാണ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഫോർ ടാക്സ് കിട്ടി 10,80,000. ഇനി നേരെ അപ്ലൈ ചെയ്യാം. 10,80,000 ഡിവൈഡ് ബൈ 80,000 ഈസ് ഈക്വൽ ടു 13.5 ടൈംസ്. ഇൻട്രസ്റ്റ് പഠിച്ചേ പറ്റൂ, ഫോർമുല പഠിച്ചേ പറ്റൂ.
ഓക്കെ അപ്പം എന്തായാലും തീർച്ചയായും നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ സിമ്പിളാണ്. ഏറ്റവും എളുപ്പത്തിലാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എല്ലാ കുട്ടികളും കണ്ടുപിടിക്കുക. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എല്ലാം ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. അപ്പം ലോങ് ടേം ഡെപ്റ്റ്സ്, ലോങ് ടേം ഡോറോയിങ്സ്, ലോങ് ടേം പ്രൊവിഷൻസ് ആണ് ഡെപ്റ്റ്. ഡിവൈഡ് ബൈ ഇക്വിറ്റി ഉണ്ട്. ഇക്വിറ്റി കാണാൻ കറണ്ട് അസറ്റ്സ് ഉണ്ട്. നോൺ കറണ്ട് അസറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇക്വിറ്റി കിട്ടി. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ആണ്. Calculate gross profit ratio and net profit ratio from the following. So gross profit ratio, gross profit divided by revenue from operation into 100 ആണ്. Revenue from operation ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നു. ഇനി revenue from operation 1,50,000 ആണ്. അതിൻ്റെ അകത്തുനിന്ന് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,20,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് 30,000 നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ദെൻ നമുക്ക് കാണാം 30,000 ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,50,000 ആണ്. ഇൻറ്റു 100 ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ്, അതായത് 30,000 മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 12,000 ആണ്. സോ ബാലൻസ് 18,000 ആയിരിക്കും. ഡിവൈഡ് ബൈ ഇൻറ്റു നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 100. ഓക്കെ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് 30,000 കിട്ടി ഓൾറെഡി. അതിൽ നിന്ന് 12,000 മൈനസ് ചെയ്യുക. 12,000 മൈനസ് ചെയ്യുമ്പോൾ 18,000 ആണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,50,000 ഇൻറ്റു 100. ഓൾവേസ് പെർസെൻറ്റേജിലാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്ക് കാണിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആയാലും ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആയാലും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആയാലും കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ആയി കഴിഞ്ഞാലും എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. ഇനി ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഗിവൺ ബിലോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. കൃത്യമായിട്ട് ഇത് തന്നെയാണ് എക്സാമിന് നമ്മുടെ CBSEയിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിച്ച് വെച്ചോളൂ. ഒന്ന് ലിക്വിഡിറ്റി റേഷ്യോസിലാണെങ്കിൽ അവിടെ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ആണ്. ഇനി സോൾവൻസി റേഷ്യോസിലാണെങ്കിൽ ഇൻവെൻ്ററി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസും അതുപോലെ തന്നെ റിസീവബിളും പേയബിളും ഒക്കെയാണ്. ഇനി പ്രോഫിറ്റബിലിറ്റി ടേൺ ഓവറിലും വരികയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇങ്ങനെ കലക്കി കുടിക്കണം. അതായത് റേഷ്യോ അനാലിസിൻ്റെ റേഷ്യോസ് പഠിച്ചുകൊണ്ട് ഫോർമുല പഠിക്കാതെ പോകാൻ പറ്റില്ല. ഫോർമുല നിർബന്ധമായിട്ട് പഠിക്കണം. ഫോർമുല പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റൂ, ഈ ഒരു റേഷ്യോ അനാലിസിസ് പോകാൻ പറ്റൂ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ, എക്സാമിനേഷന് പോകാൻ. ഓക്കെ അല്ലേ? റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ പക്ഷേ ആരായിരിക്കും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. പാർട്ട് ബിയിലെ എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാതെ, കാരണം പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലാഭമാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മിസ്സാവില്ല. നമുക്കത് എക്സാമിനേഷൻ്റെ കമ്പൽസറി ക്വസ്റ്റ്യനും കൂടിയാണ്. സാറല്ലേ ക്യാഷ് ഫ്ലോ? യെസ്. സൗണ്ടെല്ലാം പോയില്ലേ? സൗണ്ടൊക്കെ പോയി. നല്ല ടൈമാണ്. ഓക്കെ, ഞാൻ റിലീവ് ചെയ്യാം. ക്യാഷ് ഫ്ലോ കൂടിയല്ലോ ഉള്ളത്. ഓക്കെ, അവരെ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല കിട്ടിയതിൽ. അതെ. ഓക്കെ, നിങ്ങൾ ചോദിച്ച ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ബോബി സാർ കുറച്ചൊന്നുകൂടി സ്ക്രീൻ വയ്ക്കോ, വിസിബിൾ ആകുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സാറിന് ബൈ ബൈ പറയുന്നുണ്ട് കേട്ടോ. മതി. ഓക്കെയാണ്, ഇതിപ്പോൾ ഓക്കെയാണ്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അവസാനത്തെ ചാപ്റ്ററാണ്. നമുക്കറിയാം നമ്മൾ AFSലെ അല്ലെങ്കിൽ AFS പാർട്ട് ബിയിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. 8 മാർക്കിന് ഉറപ്പായിട്ടും വരുന്ന ചാപ്റ്ററാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫയർ ഇട്ടെ. വെൽക്കം ബാക്ക് സാർ. താങ്ക് യു ഫെബിൻ. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആണ് അല്ലേ? അപ്പോൾ ക്യാഷ് ബേസിസിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ആദ്യം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ഒരു വർഷത്തെ ഒരു ബിസിനസ്സിൻ്റെ
ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ, 3 ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ മുഹമ്മദ്, ഓക്കെ റിച്ചു, ഓക്കെ എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ സാർ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് 8 മാർക്കാണോ 6 മാർക്കാണോ? ഫെബിൻ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ 8 മാർക്ക് ക്യാഷ് ഫ്ലോ ആയിരിക്കും പാർട്ട് ബിയിൽ. പേടിക്കേണ്ടതില്ല, നമുക്ക് സ്കോർ ചെയ്യാം, ഈസിയാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, എല്ലാ ഇൻഫ്ലോസിനെയും ഔട്ട്ഫ്ലോസിനെയും നമ്മൾ എടുത്തിട്ട് ഈ 3 ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ആക്ടിവിറ്റീസ് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റിങ്ങിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്താ വരിക, അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്താ വരിക എന്നുള്ളതാണ്. ഇവിടെ കമ്പനീൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട്, കമ്പനീൻ്റെ ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലേ, കമ്പനീൻ്റെ ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരിക. ഏതൊക്കെയാണ് നമുക്കറിയാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, കമ്പനീൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഏതാണ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ, അതും ഫൈനാൻസിങ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ലോൺ എടുക്കുന്നത് എന്താണ്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഷെയർ, ഡിബഞ്ചർ, ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നോൺ കറന്റ് ലയബിലിറ്റീസും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടാവും, ലോൺ ടേക്കൺ ആണെങ്കിൽ ഇൻഫ്ലോ ഉണ്ടാവും. ഇതെപ്പോഴും ഔട്ട്ഫ്ലോ ആവുക, റിഡംഷൻ ഓഫ് ഷെയർസ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആണ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഔട്ട്ഫ്ലോ ആണ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഔട്ട്ഫ്ലോ ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ്. അതും കൂടി പഠിച്ചു വെക്കുക. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡും ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ ഏത് ആക്ടിവിറ്റി പഠിച്ചടാ? ഓക്കെ, നമ്മൾ ഏത് ആക്ടിവിറ്റി പഠിച്ച്? ഫിനാൻസിങ് ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ, ഇത് 3ഉം ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് റെക്കോർഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഏത്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ ആണോ? അതിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് പെയ്ഡും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. കാരണം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നത് ഡിബഞ്ചറോ ലോണോ എടുത്തത് കൊണ്ടാണ്, ശരിയല്ലേ? ഡിവിഡൻഡ് കൊടുക്കേണ്ടി വന്നത് എന്താ, ഷെയർസ് ഇഷ്യൂ ചെയ്തത് കൊണ്ടാണ്. സോ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് എന്തുമായി കണക്റ്റഡ് ആണ്? ഫൈനാൻസിങ് ആക്ടിവിറ്റിയുമായി കണക്റ്റഡ് ആണ്. സാർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താക്കുക? ഓക്കെ, ബാങ്ക് ഓഡിയും കൂടി നമുക്ക് ഇവിടെ എടുക്കാം, അതും ഫണ്ട് റൈസിങ്ങുമായി ബന്ധപ്പെട്ടല്ലേ. എടാ നമ്മൾ ബാങ്ക് ഓടി എന്തിനാണ് എടുക്കുന്നത്? ഫൈനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫണ്ടിൻ്റെ ഷോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ബാങ്ക് ഓടി എടുക്കുന്നത്. സോ ബാങ്ക് ഓടി എടുക്കുന്നതും നമ്മൾ എന്തിനണ്ടറിൽ കൊണ്ടുവരാം? ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ കൊണ്ടുവരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഓക്കെ അല്ലേ? ദെൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആയിരിക്കണം. ഓക്കെ എടാ, നമ്മൾ ഫൈനാൻസിങ് ആക്ടിവിറ്റി സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പറയാം. ഏതൊക്കെയാണ്? നമ്മൾ ഫിക്സഡ് അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. എപ്പോഴാണ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് വരാം? നോക്ക്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻഫ്ലോ ആണ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ ആണ്. ഇനി എപ്പോഴാണ് ഔട്ട്ഫ്ലോ ആവുക? പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ അസറ്റ് ബേസ് ചെയ്തിട്ടുള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഏത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരിക. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഐറ്റമാണ് ഏത്? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ്. ഇതാണ് എല്ലാവർക്കും തെറ്റിക്കുക അല്ലേ? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഈ കാണുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലേക്കും. പഠിക്കാൻ ഏറ്റവും എളുപ്പതാണ് അല്ലേ? അപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ വരാം? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ ആൻഡ് ബാങ്ക് ഓഡി. ഇതൊക്കെ എടുക്കുമ്പോൾ അത് ഇൻഫ്ലോ ആണ്, ഇതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റ് ഔട്ട്ഫ്ലോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴോ അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ബേസ് ചെയ്തിട്ടാണ്. ഇത് രണ്ടും സെയിൽ ചെയ്യുമ്പോൾ ഇൻഫ്ലോ ആണ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻഫ്ലോ ആണ്. എപ്പോഴാണ് ഔട്ട്ഫ്ലോ ആവുക? പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതല്ലാത്തതൊക്കെ ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻവെസ്റ്റിംഗ് അല്ലടാ. ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ് അമോർട്ടൈസേഷൻ എന്നാ പറയാം. ഡിക്രീസ് ഇൻ ഫിക്സ്ഡ് അസറ്റ് ടാഞ്ചിബിൾ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്നാ പറയാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് നമ്മൾ കാണിക്കാം. ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും അഡ്ജസ്റ്റ് ചെയ്യുക ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. ഓക്കെ അല്ലേ? സോ ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എവിടെ വരാം? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ആഡ് ബാക്ക് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിനോട്. അത് നമ്മൾ പറയും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് 2 മെത്തേഡ് ഉള്ളത് അല്ലേ?
ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. സോ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അത് രണ്ടിലും രണ്ട് ഫോർമാറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ, ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ, ഫീ ഓർ കമ്മീഷൻ റിസീവ്ഡ് ഇൻ ക്യാഷ്, റോയൽറ്റി റിസീവ്ഡ് ഇൻ ക്യാഷ്, ഇതൊക്കെയാണ് എന്ത് ക്യാഷ് ഡയറക്റ്റ് മെത്തേഡിലെ ഇൻഫ്ലോ. ഔട്ട്ഫ്ലോ ആണെങ്കിലോ ക്യാഷ് പർച്ചേസ്, ഓക്കെ, ക്യാഷ് പർച്ചേസ് വരും, ക്യാഷ് പേ ടു സപ്ലൈസ് വരും, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരും, ക്യാഷ് പേ ടു എംപ്ലോയീസ് വരും, ഇൻകം ടാക്സ് പെയ്ഡ് വരും. ഇതൊക്കെ ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഡയറക്റ്റ് മെത്തേഡിലെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ്. ഓക്കെ, ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് അതിലുള്ളത്, ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത്തത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ബാങ്ക് ഓഡിയും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബാങ്ക് ഓഡിയിലെ ഓഡി ടേക്കൺ, ഓക്കെ, ഇതും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ ഫെബിൻ്റെ ഡൗട്ട് ക്ലിയർ ആയി ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? സോ 3 ആക്ടിവിറ്റീസിൻ്റെയും ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് വരാമെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ 8 മാർക്കിലെ 6 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാം. അപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഷെയർ, ഡിബഞ്ചർ, ലോൺ, ബാങ്ക് ഓഡി ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് അവിടെ ലാബിലിറ്റി സൈഡിലാണ്. ഇൻവെസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നോൺ കറണ്ട് അസറ്റ്സ് ആണ്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്യുക അവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യൽ എവിടെയാണ്? അടിയിൽ അല്ലേ? എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആഡ് ചെയ്യും. അതിൽ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് എൻഡ് കിട്ടും. ഓക്കെ ഫെബിൻ, താങ്ക് യു. സാറിൻ്റെ പേര് പറയോ? എൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, മൂമിൻ എന്നാണ്. ഓക്കെ, മൂമിൻ. ഓക്കെ, മൂമിൻ തോപ്പിൽ എന്ന് പറയും, മൂമിൻ സാറിന് വിളിക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെയും ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെയും ഫോർമാറ്റ് പറയുന്നതോടുകൂടി ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് കുറച്ചും കൂടി ഈസിയാണ്, നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വെരി റെയർ ആണ്. നമ്മൾ ജസ്റ്റ് 1 മാർക്കിന് വേണ്ടി പഠിച്ചു വെക്കാം. നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മളൊരൊറ്റ സിംഗിൾ ഫോർമാറ്റിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക. നമുക്കറിയാം സിംഗിൾ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കാണും. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് കുറയ്ക്കുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇൻഫ്ലോസ് മൈനസ് ഔട്ട്ഫ്ലോ, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ, ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഒന്ന് പറഞ്ഞേ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴോ 2 ഇൻഫ്ലോ ഉണ്ട് അല്ലേ? 2 ഇൻഫ്ലോ ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ 2 ഇൻഫ്ലോ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞ്. 2 ഇൻഫ്ലോ ഉണ്ട്. സെയിൽ ഓഫ് ഫിക്സ്ഡ്, 2 അല്ല 3 അല്ലേ? സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്. 2 ഔട്ട്ഫ്ലോ ഉണ്ട്, പർച്ചേസ് ഓഫ് അസറ്റ് ആൻഡ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ദെൻ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുക? ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ലോൺ ടേക്കൺ, ഇതൊക്കെ ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക. ഇതിനൊക്കെ റിഡംഷൻസ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഇനി ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ വർഷം നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് മനസ്സിലാവും. സാറ്റർഡേ ആണ് എക്സാം, പേടിയാകുന്നു. ഒരിക്കലും പേടിയാവേണ്ട, കൂളായിട്ട് ഇരിക്കും എക്സാം. നല്ല മാർക്കോട് കൂടി പാസ്സാവാം. ഓക്കെ, നമ്മളെ മെഗാ മാരത്തോൺ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണണം. നിങ്ങൾക്ക് വേണ്ട പോർഷൻ മാത്രം എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് കംപ്ലീറ്റ് ചെയ്തു. ഇതിനോടാണ് ബിഗിനിങ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഡയറക്റ്റ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? എടാ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ മിഡിലുള്ള ഐറ്റമാണ് ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ അതിനെ ഓപ്പറേറ്റിംഗിലേക്ക് കൊണ്ട് എന്താ റിവേഴ്സ് ചെയ്ത് പോകണം അല്ലേ? നെറ്റ് പ്രോഫിറ്റിനോട് ലെസ് ചെയ്ത് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ക്യാഷ് ഇൻഫ്ലോ കാണാണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക എന്ത് വെച്ചിട്ടാണ്? എന്ത് വെച്ചിട്ടാണ്? നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നമ്മളിത് എടുക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഓക്കെ, ഇതെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസർവും പ്രൊവിഷൻസും ഒക്കെ ആഡ് ചെയ്തിട്ട് വേണം ഈ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എഴുതാൻ. ക്വസ്റ്റ്യനിലുള്ള
റിസർവിലേക്ക് ചെയ്ത ട്രാൻസ്ഫർ ആഡ് ബാക്ക് ചെയ്യണം, അതേപോലെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ വാല്യൂ എടുക്കുക, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെഡിങ് കൊടുക്കും, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഫോർമാറ്റ് നോക്കണേ, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? ഓപ്പറേറ്റിംഗ് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. സാർ 8 മാർക്ക് ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ഇല്ലല്ലോ. ഓക്കെ, essay ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ക്യാഷ് ഫ്ലോ വരുന്നത്. നോക്കിക്കോ, നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ? നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. ഏതൊക്കെയാണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് പറയുന്നത്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡിപ്രീസിയേഷൻ ആൻഡ് എമോർട്ടൈസേഷൻ. നേരത്തെ ഫെബിൻ പറഞ്ഞതാണ് അല്ലേ, ഇവിടെ ഡിപ്രീസിയേഷൻ എമോർട്ടൈസേഷനും നെറ്റ് പ്രോഫിറ്റ് കുറയുന്ന ഐറ്റമാണ്. പക്ഷെ നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യണം. അതെന്തുകൊണ്ടാണ്? നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യണം, നമുക്ക് ഓപ്പറേറ്റിങ്ങിൻ്റെ ക്യാഷ് ഇൻഫ്ലോ കിട്ടണം. സോ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. പിന്നെ ഏതാണ്? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ്. നല്ലോണം ശ്രദ്ധിക്കണേ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടാവുക, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടാവുക, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടാവുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ് പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു, ട്രാൻസ്ഫർ ടു റിസർവ് അഡ്ജസ്റ്റ് ചെയ്തു, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊന്നും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ ലോസ് നോൺ ക്യാഷ് ഐറ്റത്തിൽ വരുന്നതാണ്. സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, യെസ് ഓർ നോ. എടാ അത് ഓക്കെ ആണോ അല്ലേ? ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുത്ത് അതിനോട് എന്തൊക്കെ ആഡ് ചെയ്യണം? ഡിപ്രീസിയേഷൻ, എമോർട്ടൈസേഷൻ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് പെയ്ഡ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ നോൺ ക്യാഷ് ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചെന്ത് ചെയ്തു? ആഡ് ബാക്ക് ചെയ്തു. ഇനി ഇതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ആണ് ചെയ്തതെങ്കിൽ ഒക്കെ ആഡ് ബാക്ക് ആണോ ചെയ്യുക? അല്ല, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ നമ്മൾ ലെസ് ചെയ്യേണ്ടത്? ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ്. ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അത് ഓപ്പറേറ്റിംഗ് അല്ല. ഇൻട്രസ്റ്റോ ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ്. സോ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ നെക്സ്റ്റ് നോക്ക്, മെഷീനറി അക്കൗണ്ട് നമുക്ക് പറയാം. റിച്ച് ഓക്കെ ഉറപ്പായിട്ടും നമ്മൾ പറയും, essayയിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ലെഡ്ജർ നമ്മൾ പറയും. നോക്കിക്കോ, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മൾ ലെസ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഇതാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്ന കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. വെരി ഗുഡ് മുഹമ്മദ്, വെരി ഗുഡ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും അതേപോലെ ഏതൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഏതാ? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് അല്ല ആഡ് ചെയ്യേണ്ടത്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റും ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റിയാണ് ആഡ് ചെയ്യേണ്ടത്. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഡെപ്റ്റേഴ്സ് കുറഞ്ഞ്, സ്റ്റോക്ക് കുറഞ്ഞ്, അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. സ്റ്റോക്ക് കുറഞ്ഞാലോ ഡെപ്റ്റേഴ്സ് കുറഞ്ഞാലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റും ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റിയാണ് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ലെസ് ചെയ്യുക? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് കൂടാന്ന് പറഞ്ഞാൽ നമ്മളത് ലെസ് ചെയ്യണം. ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഇത് ഫിക്സ്ഡ് റൂളാണ്. എല്ലാ കറണ്ട് അസറ്റിൻ്റെയും റൂൾ ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ, കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താലും കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താലും വെദർ ഇറ്റ് ഈസ് ഡെപ്റ്റേഴ്സ് ഓർ ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തും ആയിക്കോട്ടെ, അതിനൊക്കെ റൂൾ ഇതാണ്. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഇൻഫ്ലോ ആണ്, അതേപോലെ കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ഇൻഫ്ലോ ആണ്. ഓക്കെ അല്ലേ? 6 മാർക്സ് ആണ്. ഓക്കെ റിഹാന, ഓക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. മാർക്സ് നമ്മൾ മാറ്റി വെക്കുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. അത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി എന്താണെടാ ലെസ് ചെയ്യേണ്ട? എന്താ? ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും ഡിക്രീസ് ഇൻ കറണ്ട്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. എന്താ കിട്ടുക? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഇതിനോടാണ് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടിയാൽ ലെസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് പെയ്ഡ്. നമുക്ക് എന്ത് കിട്ടി? ഇൻകം ടാക്സ് പെയ്ഡ് കുറയ്ക്കുന്നതോട് കൂടി നമുക്ക് എന്ത് കിട്ടി? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേ. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇതാണ് നമ്മളുടെ ഇൻഡയറക്റ്റ് മെത്തേഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങൾക്ക് ചോദിക്കുക essayയിൽ. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞിടാ.
നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ ഫെബിൻ? നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കുക. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ, ആ നെറ്റ് പ്രോഫിറ്റിനോട് റിസർവ് ആഡ് ചെയ്യണം, ആ നെറ്റ് പ്രോഫിറ്റിനോട് പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മളിവിടെ എടുത്തത്. അതിനോട് എന്താ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, അതിൻ്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഉണ്ട്, എമോർട്ടൈസേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി ലെസ് ചെയ്യേണ്ടത് ഏതാ? ഇൻട്രസ്റ്റ് ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് തരാം. ഇതൊക്കെ എവിടെ തരടാ? അഡ്ജസ്റ്റ്മെന്റിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. ഇനി ഇത് കിട്ടില്ല എവിടെ? ഇത് രണ്ട് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടാം. കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്, ക്യാഷ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്താലോ? സെറ്റ് അല്ലടാ? യെസ്, സെറ്റ് ആണല്ലേ? ഞാൻ തന്നെ പറയുന്നല്ല യെസ് എന്ന്. ഓക്കെ, ഓക്കെ ആണ്. ഫെബിൻ പറയുന്നുണ്ട് ഓക്കെ ആണ്. യെസ്, ഓക്കെ ആണ്. വെരി ഗുഡ് ഫെബിൻ. ഫെബിൻ ഒരു പഠിപ്പിസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ലാസ് ടോപ്പർ ആയിരിക്കും ഫെബിൻ അല്ലേ? ഫിദ പറയുന്നുണ്ട് ഓക്കെ ആണെന്ന്. യെസ് ഫിദ. ദെൻ പിന്നെ ആരാണ്? മുഹമ്മദ് കെ പി. ഓക്കെ, ആദം, റിഹാന. ഓക്കെ, നോക്കട്ടെ, നമ്മളെ ക്വസ്റ്റ്യൻ നമ്മളെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു. 1 by 1 ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. ആൻസർ നിങ്ങൾ പറയും, നിങ്ങൾക്ക് ടൈം തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് ആൻസർ പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാഷ് ഔട്ട്ഫ്ലോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ളതൊക്കെ ഇൻഫ്ലോ ആണ്. ഏതോ ഒന്ന് എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ഔട്ട്ഫ്ലോ അല്ല, ബാക്കിയൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ഔട്ട്ഫ്ലോ എക്സെപ്റ്റ് വൺ. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി? ഇത് ഡയറക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയർ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ക്യാഷ് പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഓക്കെ. റിഹാന അല്ല, പേര് പറഞ്ഞ ആ പേര് പറയാം. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, ഓക്കെ ഫെബിൻ, ഓപ്പോസിറ്റ് ആണെന്ന്. അല്ല ഫെബിന് ക്യാഷ് ഫ്ലോ അറിയാം അല്ലേ? ഫെബിന് കുറച്ചുകൂടി വിനയം കൂടുതലായതുകൊണ്ടായിരിക്കും. ഓക്കെ, ആൻസർ എന്താണ്? എടാ സി ആണ്. ക്യാഷ് പേയ്മെൻറ്റ് അക്വയർ ഫിക്സ്ഡ് അസറ്റ്. എടാ ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട ഔട്ട്ഫ്ലോ ഏതിലാണ് വരാം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, സോ ആൻസർ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഐഡൻറ്റിഫൈ ദ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ കാണാനാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയൊക്കെ ഇൻഫ്ലോസ് ആയിരിക്കും. നോക്ക്, ഏതാണ് ഔട്ട്ഫ്ലോ? ബാക്കിയൊക്കെ ഇൻഫ്ലോ ആയിരിക്കും. കമ്മീഷൻ റിസീവ്ഡ് നമുക്കറിയാം ഇൻഫ്ലോ ആണ്. എവിടെ വരാം? കമ്മീഷൻ റിസീവ്ഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആണ്. ഇതും ഡയറക്റ്റ് മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഏത് ആക്ടിവിറ്റിയാണ്? ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ ഇൻഫ്ലോ ആണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ലോൺ. പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻസർ സി ആണ്. ഔട്ട്ഫ്ലോ ആണ്. ഏത് ആക്ടിവിറ്റിയാണത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ഔട്ട്ഫ്ലോ ആണ് പർച്ചേസ് ഓഫ് പ്ലാന്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്ക്. ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻഫ്ലോ ആണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഏത് ആക്ടിവിറ്റിയാണെടാ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആണ്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ക്ലാസിഫൈ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. നമുക്ക് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യും, ഇൻവെസ്റ്റിംഗ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും. എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പറേറ്റിംഗ് എഴുതാം. ഓക്കെ, ഫുൾ എഴുതണമെന്നില്ല. എ എന്ന് പറഞ്ഞിട്ട് OP എന്ന് ഇട്ടാൽ മതി. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ആണെങ്കിൽ I എന്ന് ഇടാം, ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണെങ്കിൽ FI എന്ന് ഇടാം. ഓക്കെ, പറയും ഫസ്റ്റ് വൺ ഏതാ? സെയിൽ ഓഫ് പ്രോപ്പർട്ടി. പെട്ടെന്ന് പറഞ്ഞ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഏതാ? എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. സെയിൽ ഓഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി ഏതാ? സെയിൽ ഓഫ് പ്രോപ്പർട്ടീസ് ഏതിലാ വരാം? ഒന്ന് പറഞ്ഞേ. സെയിൽ ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, എ ഇൻവെസ്റ്റിംഗ്. വെരി ഗുഡ്, ആൻസർ ശരിയാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ആണ്. ബി എന്താണ്? എ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ശരിയാണ് ഫെബിൻ, ഫിദ. ഓക്കെ, എ കറക്റ്റാണ്. യെസ്, ആദം കറക്റ്റാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ബി എന്തായിരിക്കും വരാം? ബി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. എടാ ഡിബഞ്ചർ എന്തിനുള്ള വരാം? ഡിബഞ്ചർ. ഓക്കെ ഫിദ, എൻ്റെ ആൻസർ ഇൻവെസ്റ്റിംഗ് ആണ്. ബി ഡിബഞ്ചർ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക അല്ലേ? ഫിദ ആൻസർ പറഞ്ഞു. ബി എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ് ഓർ ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. ആൻസർ ശരിയാണ് ഫിദ, വെരി ഗുഡ്. ഓക്കെ,
ബി എടാ ഡിബെഞ്ചർ എന്തിനാണ്ടല്ല വരാം റിച്ചു ഓക്കെ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് സാർ ഇഷ്യൂയിങ് ഓഫ് ഡിബെഞ്ചർ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഇൻഫ്ലോ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇൻഫ്ലോ ഇത് റിഡംഷൻ ആണ് ഔട്ട്ഫ്ലോ ആണ് ഇത് ഔട്ട്ഫ്ലോ ആണ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റിങ്ങിൽ ഇൻഫ്ലോ ആണ് ഓക്കെ പേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് ആ ടേം തന്നെ അവിടെ ഉണ്ട് വെരി ഗുഡ് ഫിദ അഗെയിൻ ഫിദ അല്ലേ ഓക്കെ ഫിദ വെരി ഗുഡ് പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് പേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നുള്ളത് കൊണ്ട് അത് ഔട്ട്ഫ്ലോ ആണ് ഉറപ്പായിട്ട് ഔട്ട്ഫ്ലോ ആണ് ദെൻ റെസിപ്റ്റ് ഓഫ് റോയൽറ്റീസ് എടാ റോയൽറ്റീസ് ഏതിനുണ്ടല്ലോ വരാം റോയൽറ്റീസ് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റിങ്ങോ ഫൈനാൻസിങ്ങോ അല്ല ഓക്കെ എന്തിനുണ്ടല്ലോ വരാം റോയൽറ്റീസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോ ആണ് റെസിപ്റ്റ് ആണ് അല്ലേ ഓക്കെ അല്ലേ യെസ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്തിനുണ്ടല്ലോ വരാം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിലാണ് പർച്ചേസ് ആയതുകൊണ്ട് അതെന്താണ് ഔട്ട്ഫ്ലോ ആണ് ദെൻ ലാസ്റ്റ് ലോൺ ആണ് ലോൺ എന്തിൻ്റെ അണ്ടറിലേക്കും വരാം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ലോൺ ആണ് ഇൻഫ്ലോ ആണ് നമുക്ക് കിട്ടിയതാണ് ഓക്കെ അല്ലേ ഫെബിൻ യെസ് ഖദീജ ഓക്കെ യെസ് നിങ്ങളൊക്കെ പറഞ്ഞ ആൻസർ ശരിയാണ് ഇനി നമ്മൾ എന്തിലേക്കാണ് പോകുന്നത് വീണ്ടും ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിളാണ് അത് നിങ്ങൾക്ക് ഞാൻ വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്ക് റൈറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ ക്യാഷ് ഫ്രോം ഓപ്പറേഷൻ എടാ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഒരു കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താലുള്ള ഇമ്പാക്റ്റ് എന്താണ് ഒരു കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആഡ് ചെയ്യണം ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ത് ചെയ്യണം ഡിഡക്റ്റ് ചെയ്യണം അല്ലേ ഡിഡക്റ്റഡ് ഫ്രം ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഓക്കെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എത്താണ് ഇനി ഡിക്രീസ് ഇൻ ഇൻവെൻ്ററി എന്താ അത് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് ഇനി നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യനിലെത്തി മുഹമ്മദ് ഓക്കെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഇമോഷൻ ഓക്കെ നിങ്ങൾക്ക് ഉറങ്ങണം എനിക്ക് ഉറങ്ങണം അല്ലെ രണ്ടാൾക്കും ഉറങ്ങണം ഓക്കെ നമ്മൾ രണ്ടാളും ഉറങ്ങാൻ വേണ്ടി സ്പീഡാക്കാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോൺ നമ്മളിവിടെ എൻഡ് ചെയ്യും നിങ്ങളെ എസ് എ ക്വസ്റ്റ്യൻ ആണ് ബാലൻസ് ഷീറ്റ് തന്നിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇതോടുകൂടി നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യും മാരത്തോൺ എൻഡ് ചെയ്യും ഓക്കെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എസ് എ ക്വസ്റ്റ്യൻ ഓക്കെ ഇതെന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നോക്ക് പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തൊക്കെ തന്നിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട് നമുക്കറിയാം ഇത് എവിടെ വരുന്നതാണ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഓക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്തിനണ്ടിൽ വരുന്നതാണ് ഉറപ്പായിട്ടും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ലോങ് ടേം ബോറോയിങ്സ് എന്തിനണ്ടിൽ വരുന്നതാണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ജസ്റ്റ് ഇതൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണേ ഇവിടെ ലാബിലിറ്റി സൈഡിൽ ഐറ്റംസ് ഒക്കെ എവിടെ വരുന്നത് എന്നുള്ളതാണ് ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് തന്നെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഷെയർ ക്യാപിറ്റൽ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് മാറ്റി വെക്കാം റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓപ്പറേറ്റിംഗിലേക്ക് പോകും ലോങ് ടേം ബോറോയിങ്സ് ലോൺ ഡിബെഞ്ചർ പോലുള്ള ഐറ്റം ആയതുകൊണ്ട് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് മാറ്റി വെക്കാം ഷോർട്ട് ടേം ബോറോയിങ്സ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ബോറോയിങ്സ് ആണ് സോ എഗെയിൻ അത് എന്ത് ആക്ടിവിറ്റിയാണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അല്ലേ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറൻറ്റ് ലാബിലിറ്റി ആണ് ഇത് ഓപ്പറേറ്റിംഗിൻ്റെ അണ്ടറിലാണ് വരാം ഷോർട്ട് ടേം പ്രൊവിഷൻ നമുക്കറിയാം ടാക്സുമായി ബന്ധപ്പെട്ടതും ഓപ്പറേറ്റിംഗിൻ്റെ അണ്ടറിലാണ് വരാം ഓക്കെ അല്ലേ അപ്പോൾ ലാബിലിറ്റി സൈഡിൽ ഓരോ ഐറ്റം എവിടെ വരാമെന്ന് നിങ്ങൾ അറിയണം സാർ നാളെ ലൈവ് ഉണ്ടോ ഇല്ലടാ നാളെ ലൈവ് ഇല്ല ഫിദ ഇത് മെഗാ മാരത്തോൺ ആണ് നിങ്ങളെല്ലാ ചാപ്റ്ററും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് ആണ് ഓരോന്ന് എവിടെ വരാം എങ്ങനെ വരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് കിട്ടിയാൽ അത് എവിടെയൊക്കെ വരാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് തന്നത് ഷെയർ ക്യാപിറ്റൽ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ മാത്രം എടുത്താൽ മതി റിസർവ്സ് ആൻഡ് സർപ്ലസ് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗിലേക്ക് കൂടി വരണം ലോങ് ടേം ബോറോയിങ്സിൽ വരുന്നതൊക്കെ ഫൈനാൻസിങ് ആണ് ഷോർട്ട് ടേം ബോറോയിങ്സ് നമ്മൾ കടമെടുത്തതാണ് സോ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് ട്രേഡ് പേയബിൾ കറൻറ്റ് ലാബിലിറ്റി ആണ് സോ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് ഷോർട്ട് ടേം പ്രൊവിഷൻസ് ഒക്കെ ഓപ്പറേറ്റിംഗിലാണ് നമ്മൾ പറയുന്നത് ഇനി അസറ്റ് സൈഡിലേക്ക് വന്നാലോ നോൺ കറൻറ്റ് അസറ്റുകളൊക്കെ എവിടെ വരാം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ അതിൻ്റെ പ്രോഫിറ്റോ ലോസോ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ ഇനി അടുത്ത ഏതാ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം മാർക്കറ്റബിൾ ആണെങ്കിൽ അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിലാണ് വരാം അത് നമ്മൾ എൻഡിലെടുക്കാം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ എൻഡിലെടുക്കാം ഇൻവെൻട്രീസ് കറണ്ട് അസറ്റ് ആണ് ഓപ്പറേറ്റിംഗ് ട്രേഡ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ് ഓപ്പറേറ്റിംഗ് ഓക്കെ പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഇവിടെയുണ്ട്
ഓക്കെ, ഇതും ലാസ്റ്റ് എടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് ഷീറ്റ് കിട്ടിയാൽ അത് എവിടെ വരാമെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിന് ഓരോന്ന് ഏത് ആക്ടിവിറ്റീസിലാണ് നമ്മൾ പഠിക്കണം. കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി ഓപ്പറേറ്റിംഗിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ അല്ലേ? നോൺ കറണ്ട് അസറ്റ് ഇൻവെസ്റ്റിങ്ങിലേക്കാണ് പോകേണ്ടത്, അവിടെയാണ് നമ്മൾ ലെഡ്ജർ പഠിക്കുന്നത്. പിന്നെ നോൺ കറണ്ട് ലാബിലിറ്റീസും ഷെയർ ക്യാപിറ്റലും ഫൈനാൻസിങ്ങിലാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്ക്. പിന്നെ ഇവിടെ നോട്ട്സ് ടു അക്കൗണ്ട് തന്നിട്ടുണ്ട്. സർപ്ലസ് ആണ്. ഈ സർപ്ലസിൻ്റെ ഡിഫറൻസ് ആണ് 3,10,000 ആയിരുന്നു, അത് 3,50,000 ആയി. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്ര? എടാ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എത്ര? നെറ്റ് പ്രോഫിറ്റ് എത്ര? 40,000 ആണ്. ഓക്കെ അല്ലേ? 3,10,000 ഉള്ളത് 3,50,000 ആയി. ഇനി റിസർവ് 40 ഉള്ളത് 50,000 ആയി. എടാ നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അത് തിരിച്ച് നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ട്രാൻസ്ഫർ ടു റിസർവ് ഞാൻ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്തു. എത്ര എമൗണ്ട്? 10,000. പിന്നെ ഏതാ ചെയ്യാനുള്ളത്? പ്രൊവിഷൻ ഫോർ ടാക്സ് ഈ വർഷത്തേതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് ഈ വർഷത്തെ എത്ര? 84,000 എടുത്തു. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1,34,000 ആണ്. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 1,34,000 ആണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സർപ്ലസിൻ്റെ ഡിഫറൻസ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് കിട്ടി, ഇക്വൽ അത് 40,000 ആണ്. റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതും ആഡ് ബാക്ക് ചെയ്യുക. ഈ വർഷത്തെ പ്രൊവിഷനും ആഡ് ചെയ്യാം. ഇതിലപ്പോൾ ടാൻജിബിൾ ഫിക്സഡ് അക്കൗണ്ട് ലെഡ്ജർ ഉണ്ടാക്കണം അല്ലേ? യെസ്, നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കും. ഡിപ്രീസിയേഷൻ ഉണ്ടായതുകൊണ്ട് ഞാനതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഡിപ്രീസിയേഷൻ ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നോക്ക്. നമ്മൾ ഹെഡിങ് കൊടുക്കുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ബാലൻസ് ഷീറ്റ് തരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് ഏത് മെത്തേഡായിരിക്കും? ഇൻഡയറക്റ്റ് മെത്തേഡായിരിക്കും. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ്. നമ്മളിവിടെ ആദ്യത്തെ ഹെഡിങ് എന്ത് കൊടുക്കുക? ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. എന്താ ഹെഡിങ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇതാണ് ഹെഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ത് വെച്ചിട്ടാണ്? നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഞാൻ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് എടുത്തില്ലേ? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എത്ര എമൗണ്ട് വരുന്നത്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 1,34,000. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,34,000ലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? എടാ നമ്മളിവിടെ നോൺ ക്യാഷ് ഐറ്റംസും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്ത് ചെയ്യാൻ പോവാണ്? അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ ഉള്ളത്? ഡിപ്രീസിയേഷൻ ഉണ്ട്, നമുക്കറിയാതെ ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഉണ്ട്. ഇത് രണ്ടും ആഡ് ബാക്ക് ചെയ്യണം അല്ലേ? ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ പഠിച്ചതാണ്, ഇൻട്രസ്റ്റ് പെയ്ഡും നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ 2 ഐറ്റമാണ് ഉള്ളത്. അത് രണ്ടും ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഏതൊക്കെയാണ് നോക്ക്? നമുക്ക് 2 ഐറ്റം ഉള്ളത് ആഡ് ചെയ്യാനുള്ളത്. 2 ഐറ്റം. ഒന്ന് ഡിപ്രീസിയേഷൻ ആണ്. എമൗണ്ട് എത്രയാണ്? ഡിപ്രീസിയേഷൻ എപ്പോൾ ആഡ് ബാക്ക് ചെയ്യണേ? നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടാവരുത്. ഡിപ്രീസിയേഷൻ എപ്പോഴും ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് ഏതാ? ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, കാരണം അത് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ്. അവിടെ ക്യാഷിൻ്റെ ഫ്ലോ ഉണ്ട്, പക്ഷെ നോൺ ഓപ്പറേറ്റിംഗ് ആണ്. എത്ര എമൗണ്ട്? ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് നോക്ക്? ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണ്? 36,000. ഇൻട്രസ്റ്റ് പെയ്ഡ് 36,000. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. ഇത് ക്ലിയർ ആണോ? ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി ആണ് അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മീൻ ചെയ്യുന്ന എത്ര? കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റി ആണ്. ഓക്കെ അല്ലേ? ഇത് എത്ര ടോട്ടൽ വരുന്നത് നോക്ക്? 2,90,000 ആണോ? 2,90,000 ആണോ വരുന്നത്? ഒന്ന് നോക്കണേ. ഓക്കെ, 2,90,000 ആണോ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും എടുക്കണം. ഇവിടെ കറണ്ട് ലാബിലിറ്റീസ് എന്താ സംഭവിച്ചത്? ട്രേഡ് പേയബിൾ എന്താ സംഭവിച്ചത് നോക്ക്? ട്രേഡ് പേയബിൾ 50,000 ഉള്ളത്. ട്രേഡ് പേയബിൾ 50 ആയിരുന്നു, അത് എത്രയായി? 60 ആയി. ഇൻക്രീസ് ആയി. എടാ ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ എന്താ? കറണ്ട് ലാബിലിറ്റീസ് കൂടിയാൽ അത് ആഡ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ട്? ഇൻക്രീസ് ഇൻ കറണ്ട് ലാബിലിറ്റി. അതേതാ? ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ. ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ എത്ര എമൗണ്ട്? 10,000. ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾ എത്രയാണ്? 10,000. അത് നമ്മൾ എന്ത് ചെയ്തു? ഇതിനോട് ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്?
നമ്മൾ കറണ്ട് ലാബിലിറ്റിയിൽ ട്രേഡ് പേബിൾ മാത്രമേ ഉള്ളൂ അല്ലേ. പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് 84,000 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, പ്രോഫിറ്റിനോട് ആഡ് ചെയ്തു. ഇനി 60 എന്താ ചെയ്യുക, അത് ഇൻകം ടാക്സ് പെയ്ഡ് ആണ്. ഇൻകം ടാക്സ് പെയ്ഡ് ആണ്. നമുക്ക് 2 പ്രൊവിഷൻ ഉണ്ട്, ഓപ്പണിങ്ങും ക്ലോസിംഗും ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് പ്രൊവിഷൻ ഇൻകം ടാക്സ് പെയ്ഡും ഈ കൊല്ലത്തെ പ്രൊവിഷനാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ പ്രൊവിഷനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും പറയുന്നില്ല. പ്രൊവിഷൻ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. സോ ക്ലോസിംഗ് ഈക്വൽ ആഡ് ബാക്ക് ചെയ്യണം, ഓപ്പണിംഗ് നമ്മൾ പെയ്ഡ് ആയിട്ട് കാണിക്കണം. അത് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് കാണിക്കും. അത് അവിടെ കഴിഞ്ഞ് ദെൻ കറണ്ട് അസറ്റിലേക്ക് വരുമ്പോൾ ഇൻവെൻട്രി ആൻഡ് ട്രേഡ് റിസീവബിൾ രണ്ടും ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. ഇൻവെൻട്രി ആണെങ്കിലും ട്രേഡ് റിസീവബിൾ ആണെങ്കിലും ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ. എടാ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് അല്ലേ വരുന്നത്. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്താൽ ലെസ് ഇൻക്രീസ് ഇൻ ഇൻവെൻട്രി. എത്രടാ ഇൻക്രീസ് വന്നത്, 1 lakh ഉള്ളത് 2 lakh. എടാ എമൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ പറയണേ. ഇൻവെൻട്രിയിൽ എത്ര വന്നത്, 1 lakh ഉള്ളത് 2 lakh ആയി. അപ്പോൾ എത്ര ഇൻക്രീസ് വന്നത്, 1 lakh ആണ്. അത് മൈനസ് ചെയ്യണം. ഓക്കെ. ദെൻ ഇൻക്രീസ് ഇൻ ട്രേഡ് റിസീവബിൾ, ഇൻക്രീസ് ഇൻ ട്രേഡ് റിസീവബിളും ലെസ് ചെയ്യണം അല്ലേ. ട്രേഡ് റിസീവബിൾ ലെസ് ചെയ്യണം. എത്ര എമൗണ്ട്, 2,30,000 ഉള്ളത് 3,10,000 ആയി. സോ 80,000. ഇത്രയും ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഓക്കെ അല്ലേ. എത്ര എമൗണ്ട്, 1,20,000 ആണോ എന്ന് ചെക്ക് ചെയ്യണേ. 1,80,000 കുറച്ച് 1,10,000 1,20,000. ഓക്കെ. ദെൻ ഫൈനലി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അതാണ് പ്രൊവിഷൻ നമ്മൾ എടുത്തത്. ആ പ്രൊവിഷനിലുള്ള 60,000 ഇല്ലേ, ആ പ്രൊവിഷനിലുള്ള 60,000 അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇൻകം ടാക്സ് പെയ്ഡ് ആയിട്ട് എടുക്കുന്നത്. അത് നമ്മളിവിടെ ലെസ് ചെയ്യുന്നു. എത്ര എമൗണ്ട്, 60,000. സോ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എത്ര എമൗണ്ട്, 60,000. ഓക്കെ അല്ലേ. ഒന്ന് പറഞ്ഞേടാ. ഓക്കെ അല്ലേ. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 60,000 കിട്ടി. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നല്ലോണം പഠിച്ചു വെക്കണം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു, കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്തു, ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുന്നു. അതോടുകൂടി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി. സെറ്റ് അല്ലേ. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക. നെക്സ്റ്റ് ഹെഡിങ് എന്താ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ആ ലെഡ്ജർ ചോദിച്ചാക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അത് ഇവിടെയാണ് വരുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് ആ ലെഡ്ജറിൻ്റെ പ്രസക്തി ഉള്ളത്. ഓക്കെ. നോക്കിക്കോ മോനെ, നോക്കിക്കോ, സിമ്പിളാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏത് മാത്രമേ വരാം, നോൺ കറണ്ട് അസറ്റ് മാത്രമാണ് വരാം. അതിവിടെ ഏതാ ഉള്ളത്, PPE ആണ് അല്ലേ. PPE ഫിക്സഡ് ടാഞ്ചിബിൾ അസറ്റ് ആണുള്ളത്. ഓക്കെ. PPEയിൽ ഏതാ ഉള്ളത്, ഫിക്സഡ് ടാഞ്ചിബിൾ അസറ്റ് ആണ്. അതിൻ്റെ ലെഡ്ജറാണ് നമുക്ക് വേണ്ടത്. ചോദിച്ചത് കൊണ്ട് പറയാണ്, എന്നാൽ പിടിച്ചോ. നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ അസറ്റിൻ്റെ ലെഡ്ജറാണ്. ഓക്കെ. ടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട്. നമ്മൾ ഓപ്പണിംഗ് എവിടെ ചെയ്താൽ അസറ്റുകൾക്കൊക്കെ ഓപ്പണിംഗ് എവിടെയാണ് വരാം, ഒന്ന് പറഞ്ഞേ. എല്ലാ അസറ്റിൻ്റെയും ഓപ്പണിംഗ് എവിടേക്കും വരാം, ഡെബിറ്റിലാണ് വരാം അല്ലേ. ബാലൻസ് ബ്രോഡ് ഓൺ. എത്രയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ, ഒന്ന് ചെക്ക് ചെയ്യും. 9 lakh ആണ്. അത് 12 lakh ആയി അല്ലേ. 9 lakhs ആണ് ടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ. അത് എത്രയായി മാറി, 12 lakhs ആയി മാറി. ഓക്കെ. അത് ക്ലോസിങ്ങും ആണ്. നമുക്കറിയാം അസറ്റ്സിൻ്റെ ഒക്കെ ഓപ്പണിംഗ് എവിടെയായിരിക്കും, ഡെബിറ്റിലും ക്ലോസിങ് എവിടെ ആയിരിക്കും, ക്രെഡിറ്റിലുമാണ്. ഓക്കെ അല്ലേ. ഡെബിറ്റിൽ ഓപ്പൺ ചെയ്യുക, ക്രെഡിറ്റിൽ ക്ലോസ് ചെയ്യുക. എപ്പോഴും ഓൾവേസ് എല്ലാ അസറ്റിൻ്റെ ഓപ്പണിംഗ് ഡെബിറ്റിൽ ചെയ്താൽ ക്ലോസിങ് എവിടെ ചെയ്താൽ, ക്രെഡിറ്റിൽ ചെയ്താൽ. അപ്പോൾ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും റെക്കോർഡ് ചെയ്താൽ. ഇനി ഡിപ്രീസിയേഷൻ എവിടെ വരാം, ക്രെഡിറ്റിലാണ് വരാം അല്ലേ. അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു ഐറ്റം ആയിരുന്നേ. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളൊരു ഐറ്റം ആയിരുന്നു. എത്ര എമൗണ്ട് വന്നത്, 1,20,000 ആണ് എമൗണ്ട് വന്നത് അല്ലേ. എത്ര വന്നത്, 1,20,000. ഇനി ഇത് ബാലൻസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ലെഡ്ജർ. ഇത്ര ഐറ്റം ടാഞ്ചിബിൾ അസറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യനിലുള്ളൂ. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുക, ഏത് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡിൽ എത്ര ഉണ്ട്, 13,20,000 ഉണ്ട്. അതിൽ നിന്ന് 9 lakhs കുറച്ചാൽ ബാക്കി എത്ര വന്നത് നോക്ക്, 4,20,000. ഇതാണ് എന്ത്, ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതെന്താ സംഭവം, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റാണ്. ഓക്കെ. പർച്ചേസ് ഓഫ് അസറ്റ് ഏത് ആക്ടിവിറ്റിയിലാണ് വരാം, ഇതാണ് ബാലൻസിങ് ഫിഗർ. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഡെബിറ്റിലാണ് വന്നത്. എടാ 9 ലക്ഷമുള്ള ഒരു അസറ്റ്
12 ലക്ഷം ആണെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ പോരെ. അസറ്റ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തു. എത്ര എമൗണ്ടാണ് പർച്ചേസ് ചെയ്തത്? 4,20,000 റുപ്യേൻ്റെ അസറ്റാണ് വീണ്ടും പർച്ചേസ് ചെയ്തത്. അത് ഈ ലെഡ്ജർ ബാലൻസ് ചെയ്താൽ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ് ഫെബിൻ, വെരി ഗുഡ്. ഓക്കെ ആണ്, നമുക്ക് ആൻസർ കിട്ടി. സോ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എന്ത് പറഞ്ഞിട്ട് കാണിക്കാം? പർച്ചേസ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്. പർച്ചേസ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്. എടാ ലെഡ്ജർ കിട്ടിയോ? ചോദിച്ചാക്ക് ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞെടാ, ലെഡ്ജർ ചോദിച്ചാക്ക് മനസ്സിലായോ? ഡെബിറ്റിൽ ഓപ്പണിംഗ്, ക്രെഡിറ്റ് ക്ലോസിംഗ്, ഡിപ്രീസിയേഷൻ കാണിക്കുക. ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് കൂടാണ് ചെയ്തതെങ്കിൽ അത് പർച്ചേസ് ആയിരിക്കും, കുറയാണ് ചെയ്തതെങ്കിൽ അതെന്തായിരിക്കും? സെയിലായിരിക്കും. സെയിലാണെങ്കിൽ ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക, പർച്ചേസ് ആണെങ്കിൽ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കുക. സോ ഞാൻ ബ്രാക്കറ്റിലാണ് എമൗണ്ട് എഴുതിയത്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പറഞ്ഞ് എഴുതണം? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ബ്രാക്കറ്റിലിടുക. ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ, ഒരൊറ്റ ആക്ടിവിറ്റിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആക്ടിവിറ്റി ഉള്ളൂ, അത് ഔട്ട്ഫ്ലോ ആണ്. സോ ഞാൻ ബ്രാക്കറ്റിലിട്ട് അടുത്ത ഹെഡിങ്ങും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏതാണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ഓർ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. എടാ അതെങ്ങനെയാണ് ചെയ്യുക? ഒന്ന് പറഞ്ഞേ. ഇത് ഫുള്ള് നോൺ കറന്റ് ലാബിലിറ്റി വെച്ചിട്ടല്ലേ ചെയ്യുക? ഷെയർ, ഡിബഞ്ചർ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഈ 4 കാര്യങ്ങളാണ് വരിക. നോക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? ഷെയർസ് തന്നിട്ടുണ്ട് അല്ലേ? നോക്ക് ഷെയർസിന് എന്താ സംഭവിച്ചത്? 8 lakh ഉള്ള ഷെയർ എന്തായിട്ടുണ്ട്? 12 lakhs ആയിട്ടുണ്ട്. അപ്പോൾ എത്ര കൂടിയത്? 4 lakhs ആ കൂടിയത് അല്ലേ? 4 lakhs. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്താ? ഇഷ്യൂ ഓഫ് ഷെയർസ്. എത്ര എമൗണ്ട്? ഇഷ്യൂ ഓഫ് ഷെയർസ് എത്രയാണ്? പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട്? 4 lakhs. ഓക്കെ അല്ലേ? അത് നമ്മൾ ഇൻഫ്ലോ ആണ്, റിസീവ്ഡ് ആണ്. ഇനി നോക്ക് ലോങ് ടേം ബോറോയിങ്സിന് എന്താ സംഭവിച്ചത്? ലോങ് ടേം ബോറോയിങ്സ് 3,50,000 ഉള്ളത് എന്തായി? 3,50,000 ഉള്ളത് എന്തായി? 4,40,000 ആയി. 90,000 ലോൺ കിട്ടി. സോ അതും ഇൻഫ്ലോ ആണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് ചെയ്താൽ? ലോൺ ടേക്കൺ അല്ലേ? എന്ത് പറഞ്ഞിട്ടാ? പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ലോങ് ടേം ബോറോയിങ്സ്. ലോൺ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഡിബഞ്ചറും ആവാം. ഓക്കെ, ഇഷ്യൂ ഓഫ് ലോങ് ടേം ബോറോയിങ്സ്, അത് ഡിബഞ്ചറും ആവാം, ലോണും ആവാം. ഓക്കെ, എത്ര എമൗണ്ട്? 90,000, അതും ഇൻഫ്ലോ ആണ്. ഇനി ബാങ്ക് ഓഡിക്ക് എന്താ സംഭവിച്ചത് നോക്ക്. ബാങ്ക് ഓഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതാത് ആക്ടിവിറ്റി എത്തുമ്പോൾ എടുക്കണേ. എന്താ സംഭവിച്ചത് നോക്ക്. 45,000 ആയിരുന്നു ഉള്ളത്, അത് 30,000 ആയി. ദാറ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ഓഡി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ 3 ഐറ്റം നമ്മൾ എടുത്തു. അത് മറന്നുപോയി, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ ഫൈനാൻസിങ് ആക്ടിവിറ്റി കുറച്ചും കൂടി ഈസിയാണ്. ലാബിലിറ്റി സൈഡിലെ ഐറ്റംസ് മാത്രം എടുത്താൽ മതി അല്ലേ? അത് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ 15,000 അല്ലേ? 15,000 നമ്മൾ എന്ത് ചെയ്തു? 15,000 നമ്മൾ എന്ത് ചെയ്തു? റീപേ ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ആഡ് ബാക്ക് ചെയ്ത് വെച്ചൊരു സാധനമാണ്. അത് ഇവിടെ ലെസ് ചെയ്യണം. 36,000 ഇവിടെ ആ 36,000 ലെസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? എത്ര വരുന്നത് നോക്ക്. ഇൻഫ്ലോ ആണ് കൂടുതൽ, കണ്ടാലേ അറിയാം. എത്ര ഉണ്ട്? 4,39,000. ഇത് ഇൻഫ്ലോ ആണ്. ഇനി നമ്മളെങ്ങനെ അത് ടോട്ടൽ ചെയ്യുക? എല്ലാ ഇൻഫ്ലോസും ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഔട്ട്ഫ്ലോ കുറയ്ക്കുക അല്ലേ? ഇത് 60,000 ഇൻഫ്ലോ ആണ്, ഇത് ഇൻഫ്ലോ ആണ് കൂടുതൽ, ഇത് ഔട്ട്ഫ്ലോ ആണ്, ഇത് ഇൻഫ്ലോ ആണ്. അപ്പോൾ 2 ഇൻഫ്ലോ ആഡ് ചെയ്തിട്ട് ഔട്ട്ഫ്ലോ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ഇൻഫ്ലോ ആണ് കൂടുതൽ. എത്ര ഇൻഫ്ലോ കൂടുതലുണ്ട്? എടാ? എത്ര നെറ്റ് ഇൻക്രീസ് ഉള്ളത്? ഒന്ന് പറഞ്ഞേ. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എത്ര ഉണ്ട്? 79,000 ഉണ്ട് അല്ലേ? അതിനോട് എന്ത് ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്? ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, അതിൽ എന്തും കൂടി ആഡ് ചെയ്യണം. മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഇതിൻ്റെ പാർട്ടാണ് അല്ലേ? സോ എത്ര ഉണ്ട്? എത്ര വരുന്നുണ്ട് നോക്ക് രണ്ടും കൂടി? 79,000 ആണോ? ഒന്ന് ചെക്ക് ചെയ്യ്. അസറ്റ് അവിടെ 60,000 ഉണ്ട്, 3,65,000 ഉണ്ട് അല്ലേ? അപ്പോൾ എത്ര വരുന്നത് ടോട്ടൽ? 60,000 3,65,000. 60,000 പ്ലസ് 3,65,000 4,25,000 ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അറ്റ് ദി എൻഡ്. ക്ലോസിങ് ക്യാഷ് കിട്ടും അല്ലേ? എത്ര എമൗണ്ട് വരുന്നത്? 5,04,000. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? സെപ്പറേറ്റ് ആയിട്ട് ഇക്വിറ്റി പ്രിഫറൻസ് എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സ്റ്റെപ്സ് സെയിം ആണോ? യെസ്. ഇക്വിറ്റീൻ്റെ സെപ്പറേറ്റ് ചെയ്യുക, പ്രിഫറൻസ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യുക. വേറെ അതിലൊന്നും ചിന്തിക്കാനില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ ഓക്കെ ആണോ? സോ ക്യാഷ് ഫ്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പോയി ഉറങ്ങ് ബായ്. ഓക്കെ സബീർ, താങ്ക് യു. ഉറങ്ങാൻ പോവാണ്. ഓക്കെ,
എടാ ക്ലാസ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഓക്കെ ആണോ? ക്യാഷ് ഫ്ലോയിൽ ഓരോന്നും എവിടെ വരാമെന്ന് മനസ്സിലായോ? നോൺ കറണ്ട് അസറ്റ് എവിടെ വരാം, നോൺ കറണ്ട് ലാബിലിറ്റീസ് എവിടെ വരാം, ഓപ്പറേറ്റിങ്ങിൽ എന്തൊക്കെ വരാം, എങ്ങനെ എടുക്കേണ്ടത്, ലെഡ്ജർ ഏതിനാണ് വേണ്ടതൊക്കെ ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞിടാ. നമ്മൾ ഇതോടുകൂടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങളെ CBSEക്കിലെ നമ്മളിതാ മെഗാ മാരത്തോൺ തന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി വന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാം. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ക്ലാസ് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ ഇടാം. ഓക്കെ, ഫുഡ് മിസ്സാക്കല്ലേ? ആരോടാ? സാറിനോടാണോ? ഓക്കെ 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 ആണ് സാർ, താങ്ക് യു, സെറ്റാണ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് എൻഡ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയാം. നമ്മൾ ഇത്രയും അവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. നിങ്ങൾ ഡിമാൻഡ് ചെയ്ത ക്യാഷ് ഫ്ലോ നമ്മൾ ഡീറ്റെയിൽഡ് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നീട്ടുന്നില്ല, നിങ്ങളൊക്കെ ഉറങ്ങാൻ സെറ്റായി നിൽക്കുകയാണ്. നാളെ നേരത്തെ എണീച്ച് പഠിക്കേണ്ടതാണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. സോ താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.